Good morning, ExamWinner CBSE family. എല്ലാവർക്കും ഈ ലൈവിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിൽ ആ ലൈവ് ചാറ്റിൽ നിങ്ങളുടെ എനർജിയും പവറും കാണിക്കുക. കേരളത്തിലെ എല്ലാ CBSE വിദ്യാർത്ഥികളുടെയും ആ പവർ എന്ത് ചെയ്യാം മക്കളെ, ആ ലൈവ് ചാറ്റിൽ കാണിക്കുക. കുറച്ച് ഫയർ ഇമോജീസും കുറച്ച് ഹാർട്ട് ഇമോജീസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജീസ് ഒക്കെ ഇട്ടിട്ട് ആ ലൈവ് ചാറ്റ് ഒന്ന് ചെയ്യാം, ഒന്ന് കളർഫുൾ ആക്കുക, ഒന്ന് ഭംഗിയാക്കുക. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഇന്നലെ എല്ലാവരും ഇംഗ്ലീഷിന്റെ പോയംസ് പഠിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. ആ ലൈവ് കംപ്ലീറ്റ് ആയി കണ്ടവർക്ക് പോയംസിന്റെ എല്ലാ വശത്തു നിന്നുള്ള പോയംസിന്റെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, എങ്ങനെയാണ് പോയംസ് നിങ്ങൾ ഓർത്ത് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ആ നോട്ട്സ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, ഇനിയും റിവൈസ് ചെയ്യണം. ഇനിയും നമുക്ക് സമയമുണ്ട് പഠിക്കാൻ. നിങ്ങൾ വിചാരിക്കുകയാണ് സമയമില്ല എന്ന്. ഇന്ന് രാവിലെ നമുക്ക് ഈ ഒരു ടൈം നമുക്ക് എന്താണ് അടിപൊളിയായിട്ട് ഈ ചാപ്റ്റേഴ്സ് മൊത്തം പഠിച്ചെടുക്കാൻ വേണ്ടി സമയമുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ആ ചാപ്റ്റേഴ്സ് ഒക്കെ റിവൈസ് ചെയ്യാൻ ടൈമുണ്ട്. വൈകുന്നേരം നിങ്ങൾ വരുമ്പോൾ കൃത്യം 7:30 വീണ്ടും വരുമ്പോൾ വിൽ ബി റെഡി വിത്ത് ഗ്രാമർ ആൻഡ് റൈറ്റിംഗ്. ഞാൻ വരൻ സാർ വീണ്ടും വരുന്നതായിരിക്കും. ഗ്രാമറും റൈറ്റിംഗും കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും എന്തൊക്കെയായിരിക്കും വരിക എന്നുള്ള കാര്യം. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതൊന്നും കൂടി സോളിഡിഫൈ ചെയ്യാം. ഓൾറെഡി പഠിച്ചവർക്ക് എന്ത് ചെയ്യാം, പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആക്കാം. അതേസമയം ഒന്നും പഠിക്കാത്തവരുണ്ടാവും അല്ലേ, കാര്യമായിട്ടൊന്നും അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ സാധനം പഠിച്ചെടുക്കുകയും ചെയ്യാം. ഒരൊറ്റ രാത്രി കൊണ്ട് എത്ര കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ള കാര്യം എക്സാമിനർ കാണിച്ചു തരും. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഫസ്റ്റ് ഫ്ലൈറ്റിലെയും അതുപോലെ തന്നെ ഫുട് പ്രിന്റ്സിലെയും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ തീർക്കാനുള്ളത്. നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് തീർക്കാനുണ്ട്. അപ്പം ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാനില്ല. നിങ്ങളും ഞാനും എല്ലാവരും കട്ടൊക്കെ ആയിരിക്കണം. അപ്പൊ ലൈവ് ചാറ്റിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസേഴ്സ് ഒക്കെ പെടപ്പെടപ്പെടെന്ന് പറഞ്ഞ് ഇടില്ലേ, നിങ്ങൾ ഇടില്ലേ? യെസ്, വൈകുന്നേരത്തെ ലൈവിൽ തീർച്ചയായിട്ടും വിൽ ബി ഡീലിംഗ് വിത്ത് ഗ്രാമർ റൈറ്റിംഗ് മാത്രമല്ല, അതുകൂടാതെ നാളത്തെ എക്സാമിന് ടൈം എങ്ങനെ മാനേജ് ചെയ്യണം, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ്. ഓക്കെ, ഞങ്ങളും ഞാൻ വരൻ സാറൊക്കെ CBSEയിൽ പഠിച്ചവരാണ്. ഞങ്ങൾക്കും അന്ന് ഫുൾ A1 ആയിരുന്നു, എല്ലാത്തിലും A1 ആയിരുന്നു. ഞങ്ങളും അങ്ങനെ 2 ഫുൾ A1 ജേതാക്കളാണ്. അപ്പോൾ ഞങ്ങളെ കുറച്ച് എന്താണ് ഇൻസൈറ്റ്സും എന്താണ് ആ വൈകുന്നേരത്തെ ലൈവിൽ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഡോണ്ട് മിസ് ഇറ്റ്. ബേസിക്കലി റെഡി? ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സ് പഠിക്കാൻ റെഡിയാണ്. പിന്നെ ചാപ്റ്റേഴ്സ് പഠിക്കാനൊക്കെ വരുമ്പോൾ ഈ 3000 പേരൊന്നും വന്നാൽ പോരാ. വേഗം തന്നെ ഒന്ന് ഉഷാറാക്കിയിട്ട് എന്ത് ചെയ്യുക, കേരളത്തിലെ CBSE കുട്ടികളുടെ പവർ ഇതൊന്നുമല്ല. വേഗം തന്നെ ലൈക്കിന്റെ കൗണ്ടും ലൈവിന്റെ കൗണ്ടും കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഷെയർ ചെയ്തവരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാർട്ട് ഇമോജി ഇടുക. പിന്നെ വെറുതെ ഇടരുത്, മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ആക്ച്വലി ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഷെയർ ചെയ്യാത്തവർ തീർച്ചയായും ഷെയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, എക്സാം വിന്നറിന്റെ ട്രൂ സപ്പോർട്ടർ ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒരു ഹാർട്ട് ഇമോജി ഇടുക. ആ ഹാർട്ട് ഇമോജീസ് ഇങ്ങനെ വരുന്ന കാണാൻ എന്ത് ഭംഗി. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറെ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഓരോരോ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തീർക്കാം. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും സമ്മറി ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഈ സമ്മറി 2 രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഒന്ന്, ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ആ ചാപ്റ്റർ നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി വായിച്ചവരായിരിക്കും അല്ലേ? എത്ര പേര് ഓൾറെഡി വായിച്ചിട്ടുണ്ട്? വായിച്ചവരൊക്കെ ഒന്ന് തംസപ്പ് ഇടുക. ഒരു വട്ടമെങ്കിലും ഒരു ചാപ്റ്റർ, എല്ലാ ചാപ്റ്ററും വായിച്ചവർ തംസപ്പ് ഇടുക. അത് ചെയ്യാത്തവർ തംസ് ഡൗൺ ഇടുക. ഓക്കെ, 2 പേരും പേടിക്കണ്ട. ഓൾറെഡി പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും വഴി പറഞ്ഞുതരാം. ഓക്കെ, പക്ഷെ മെജോറിറ്റി ഐ തിങ്ക് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചതാണ്. ഓക്കെ, അപ്പൊ പിന്നെ അത്ര പ്രശ്നമില്ല. വായിക്കാത്തവരുണ്ടെങ്കിൽ പേടിക്കേണ്ട, പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സമ്മറി എന്ത് ചെയ്യുക, സമ്മറി എന്ന് പറയുമ്പോൾ ബേസിക്കലി ആ ചാപ്റ്ററിലൂടെ നമ്മൾ റിവൈസ് ചെയ്ത് പോകാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക, മാക്സിമം അത് വിഷ്വലൈസ് ചെയ്യാൻ നോക്കുക. ചാപ്റ്റർ അത്രമാത്രം നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയുള്ള പണി എൻ്റെ പണിയാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫ്ലൈറ്റിലെ ചാപ്റ്റർ അങ്ങോട്ട് തീർക്കാം. ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ബുക്കിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഈച്ച് സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കാം. ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിൽ സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ടു ഗോഡ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ചാപ്റ്റേഴ്സ് വെച്ച് തുടങ്ങി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലേക്കായിരിക്കും നമ്മൾ അവസാനത്തിൽ കിടക്കാൻ പോകുന്നത്. കോംപ്ലിക്കേറ്റഡ് ഒന്നും പറയാനില്ല, എല്ലാ ചാപ്റ്റേഴ്സും ഫെയർലി സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. എങ്കിലും കുറച്ചും കൂടി വെറുപ്പിക്കലായിട്ട് ബോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ അവസാനത്തെ വെച്ചിരിക്കുകയാണ്. ആദ്യം നമ്മൾ രസകരമായുള്ള ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ തുടങ്ങാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ റെഡി നിട്ടാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, അടിച്ചു പൊടിച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ പവറോടെ, ഫുൾ എനർജിയോടുകൂടെ. റെഡി എന്ന് മെസ്സേജ് വരട്ടെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാറ് ഫ്രഷ് ആണല്ലോ, എണീറ്റ് നേരെ പോകുന്നതാണ്. ഇന്നലെ രാത്രി 4 മണിയാകുമ്പോൾ കിടന്നുറങ്ങി നേരെ എണീറ്റ് പോകുന്നതാണ്. അതുകൊണ്ട് നല്ല ഫ്രഷ്. ഓക്കെ, റെഡി? അപ്പൊ വിൽ സ്റ്റാർട്ട് വിത്ത് മക്കളെ വിത്ത് ലെറ്റർ ടു ഗോഡ്. എന്താണ് ലെറ്റർ ടു ഗോഡ് സംഭവിക്കുന്നത് മക്കളെ? ദൈവത്തിന് ഒരു മനുഷ്യൻ ഒരു കത്ത് എഴുതുന്നു, ഇത്രയേ ഉള്ളൂ. ആരാണ് ആ മനുഷ്യൻ?
ഈ മനുഷ്യനാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ. വേറെ ക്യാരക്ടേഴ്സിന് കാര്യമായിട്ട് പേരൊന്നും ഇല്ല, അപ്പൊ ഇദ്ദേഹത്തിന് മാത്രമേ പേരുള്ളൂ. യെസ്, യു ആർ റൈറ്റ്. ലെൻചോ എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇതിലെ മെയിൻ character. Let's start with the story. Lencho anticipates a rich harvest. Lencho was a poor, diligent farmer whose field was full of ripe corn. അപ്പോൾ നമ്മൾ റൈപ്പായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്നെ ഹാർവെസ്റ്റ് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് പൈസ കുറേ തരാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കോൺ ഉണ്ടായിരുന്നു. ഒരു വലിയൊരു കോൺ ഫീൽഡിലായിരുന്നു. അത് കോൺ ഫീൽഡിൽ ഒരു ഉടമയായിരുന്നു, ഒരു ഫാർമർ ആയിരുന്നു ഇദ്ദേഹം. നമ്മുടെ ഇൻഡസ്റ്റെല്ലാർ സിനിമയിലൊക്കെ ഒരു വലിയ കോൺ ഫീൽഡില്ലേ, ഇങ്ങനെ ആ കോൺഫീൽഡിലൂടെ കാറൊക്കെ ഓടിച്ച് പോകുന്ന സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ അതുപോലെ അത്രയും വലിയ കോൺഫീൽഡ് ഉണ്ടെങ്കിൽ തോന്നില്ല, കുറച്ചും കൂടെ അതിൻ്റെ ഒരു മിനി സ്കെയിൽ വേർഷൻ ഉണ്ടായിരുന്ന ഒരു ഫാർമർ ആയിരുന്നു നമ്മുടെ ഈ മനുഷ്യൻ. അപ്പം കോണൊക്കെ ഇങ്ങനെ എന്താണ് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലുക്കിംഗ് അറ്റ് ദ സ്കൈ ഹി വാസ് ആങ്ഷ്യസ്ലി വെയിറ്റിംഗ് ഫോർ എ ഡൗൺ പോർ ദാറ്റ് പ്രോമിസ്ഡ് ഹിം എ ഗുഡ് ഹാർവെസ്റ്റ് ഇൻ ഓർഡർ ടു ഏൺ മണി ഫോർ ഹിസ് ഫാമിലി. ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഹാർവെസ്റ്റ് ചെയ്യാൻ ജസ്റ്റ് ആവുന്നേ ഉള്ളൂ. ഒരു മഴയും കൂടെ, ഡൗൺ പോർ എന്ന് പറഞ്ഞാൽ ഹി വാസ് വെയിറ്റിംഗ് ഫോർ എ ഡൗൺ പോർ എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. മഴയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ട് ഒരു ഹാർവെസ്റ്റ് ഉണ്ടാക്കി, ഒരു ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഏൺ മണി ഫോർ ഹിസ് ഫാമിലി. എന്തിനാണ് ബേസിക്കലി ഹാർവെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്? ദുട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി റെഡി ആയി നിൽക്കുകയായിരുന്നു. ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ട്രാജഡി ആണോ, അല്ലെങ്കിൽ കോമഡി എന്ന് പറയാനില്ല, ട്രാജഡി ആണോ, ഒരു സക്സസ് സ്റ്റോറി ആണോ, ഗുഡ് സ്റ്റോറി ആണോ, ട്രാജഡി ആണോ? ഗ്രാമർ വൈകുന്നേരത്തെ ലൈവിൽ കേട്ടോ, വൈകുന്നേരത്തെ ലൈവിൽ ഗ്രാമറും റൈറ്റിംഗും. ട്രാജഡിയാണ്. ഓക്കെ, എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. അപ്പം മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ദൈവത്തിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് മഴേൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. The disastrous hailstorm. After waiting for a long period of time, when Lencho finally saw big water-ridden clouds approaching, അപ്പോൾ ഭയങ്കര വാട്ടർ റിഡൻ ബ്ലാക്ക് കളറുള്ള ക്ലൗഡ്സ് എന്താണ് ഇങ്ങനെ വരികയാണ്. ഓക്കെ, അതിൽ ഫുൾ വാട്ടറാണ്. He got happy and thought that it would turn his year into a prosperous one. അത് കണ്ടപ്പോൾ എന്താണ്, അടിപൊളി സൂപ്പർ മഴയൊക്കെ വന്നിട്ട് നമുക്ക് തകർക്കും ഈ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് ഫുൾ ഹാപ്പി ആവാൻ തുടങ്ങി. But to his dismay, പക്ഷെ സങ്കടവശാൽ the rain soon turned into a disastrous hailstorm. വലിയൊരു കൊടുങ്കാറ്റായി മാറി ആ ഒരു മഴയുണ്ടായിരുന്നു, പക്ഷേ വലിയൊരു കൊടുങ്കാറ്റ്, കാറ്റും മഴയും ഭയങ്കര കട്ട പോലത്തെ റെയിനിന്റെ ഡ്രോപ്സ് ഒക്കെ വന്നു. That destroyed all of his crops. എല്ലാ കോൺഫീൽഡിലെ ക്രോപ്സ് എന്നാണ് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു, നശിച്ചുപോയി. He then lost all his hope to survive. ഇങ്ങനെയായി ബേസിക്കലി. എല്ലാ മഴ വന്നിട്ട് ഹെയിൽ സ്റ്റോം ആണ് വന്നത്. മഴ എന്ന് പറയാൻ ഹെയിൽ സ്റ്റോമിൽ കൊടുങ്കാറ്റും മഴയൊക്കെ എന്നിട്ട് ഒരു വലിയൊരു ഒരു ടെറിബിൾ ആയിട്ടുള്ള ഇൻസിഡന്റ് ആയിരുന്നു. കംപ്ലീറ്റ്ലി ആ ക്രോപ്പൊക്കെ എന്താണ് നമ്മുടെ ഈ കോൺഫീൽഡ് എന്താണ് അങ്ങോട്ട് നശിച്ചു പോയി. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി, ബുദ്ധിമുട്ടില്ല. ഓക്കെ, മുന്നോട്ട് പോകാൻ നമുക്ക് അതേടെ. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഫുൾ സംഭവം പോയി, പൈസ ഉണ്ടാക്കാൻ ഒരു മാർഗ്ഗമില്ല കേട്ടോ. ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. Lencho's letter to God. അപ്പോൾ ഇവിടെയാണ് ചാപ്റ്ററിന് ഹെഡിങ് വരുന്നത്, ലെറ്റർ ടു ഗോഡ്. എന്താണ് ലെറ്റർ ടു ഗോഡ്? Lencho was left with nothing to survive, but his faith in God was so strong that he believed that the help of God was near. സർവൈവ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, പൈസ ഇല്ല, ഫുഡില്ല, ഒന്നുമില്ല. എങ്കിലും ഗോഡിലെ ഫെയ്ത്ത്, ദൈവത്തിലുള്ള വിശ്വാസം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ലെൻചോ ഭയങ്കര കുറച്ച് വിശ്വസിച്ചു, ദൈവം എന്നെ രക്ഷിച്ചിരിക്കും, മറ്റാരും എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ദൈവം എന്താണ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, അത്ര ഉറപ്പായിരുന്നു. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാനൊന്നും പോയില്ല. നമ്മളെന്താ ചെയ്യുക? ദൈവത്തിൽ വിശ്വാസം നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? പള്ളിയിൽ പോയിട്ടോ, മസ്ജിദിൽ പോയിട്ടോ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ടോ, അല്ലെ വേറെ എവിടെയും പോയിട്ടോ നമ്മൾ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് നമ്മൾ കൈയും കുപ്പിയൊക്കെ പ്രാർത്ഥിക്കും. ഈ മുപ്പിൽ വേറെ ലെവലായിരുന്നു. എന്തിനാ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്? കാരണം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഓഡിയോ സിഗ്നൽ അല്ലേ? ഓഡിയോ സിഗ്നൽ അപ്പോൾ അവിടെ എത്തിയില്ലെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി വിടാം, റിട്ടേൺ സിഗ്നൽ കൊടുക്കുക, നേരെ കത്ത് കൂടെ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അത് തന്നെയാണ് എക്സാക്ട്ലി ചെയ്തത്. He decided to write a letter to God asking him for 100 pesos to sow his field again and overcome the crisis till the next harvest. He decided to write a letter to God. നേരെ ദൈവത്തിന് കത്ത് എഴുതാൻ വിചാരിച്ചു മനുഷ്യൻ. സിഗ്മ asking him for 100 pesos. 100 pesos ഒന്ന് കിട്ടിയാൽ പരിപാടി സെറ്റ് ആവും ദൈവമേ എന്ന് പറഞ്ഞു. To sow his field again. എന്തിനാണ് പൈസ സെറ്റ് ചെയ്യുന്നത്? ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാനല്ല, ഒന്നും കൂടി എന്താണ്? വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ടാണോ? പുതിയ വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓവർകം ദി ക്രൈസിസ് ടിൽ ദി നെക്സ്റ്റ് ഹാർവെസ്റ്റ്. അടുത്ത ഹാർവെസ്റ്റ് വരെയുള്ള ക്രൈസിസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് 100 pesos മാത്രം മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് ഒരു കത്ത് എഴുതുകയാണ്. ഇങ്ങനെയായിരിക്കും കത്ത് ഉണ്ടാവുക. പരീക്ഷയിൽ വേണം ചോദിക്കാം, ഹൗ വുഡ് ദാറ്റ് ലെറ്റർ ലുക്ക് ലൈക്ക്?
അപ്പം നിങ്ങൾ എന്ത് പറയണം? വെറുതെ 100 pesos വേണം ദൈവമേ, I want 100 pesos എന്ന് പറഞ്ഞിട്ട് എഴുതരുത്. നിങ്ങൾ എങ്ങനെ എഴുതണം? The hailstorm destroyed all my crops. We don't have money to live for this year. We won't have food. I won't have food for my family. എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്ക് സ്റ്റോറി കൊടുത്തിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്താണ് അടുത്ത ഹാർവെസ്റ്റ് വരെ ക്രൈസിസ് മാനേജ് ചെയ്യണം, പുതിയ സീഡ്സ് എന്താണ് എനിക്ക് പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണം. അപ്പം അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. ഹൗ വുഡ് ദാറ്റ് ലെറ്റർ ലുക്ക് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ. He took the letter to the post office himself. പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോയി, കോമഡി, addressed it to the God and dropped it into the mail box. മെയിൽ ബോക്സിൽ കൊണ്ടുപോയിട്ട് ഒരു പോസ്റ്റ്മാൻ്റെ അടുത്ത് കൊടുത്തു, നേരെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ലെറ്റർ എഴുതി. ഇനി എന്താണ് സംഭവിക്കുന്നത്? പോസ്റ്റ് ഓഫീസിൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്രീഷിയേഷൻ അറ്റ് ദി പോസ്റ്റ് ഓഫീസ്. ഹിസ് യുണീക് ലെറ്റർ വിത്ത് ഗോഡ്സ് നെയിം ആസ് എൻ അഡ്രസ്സി. അഡ്രസ്സി എന്ന് പറഞ്ഞാൽ ആർക്കാണോ നിങ്ങൾ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് നമ്മൾ എഴുതി ലെറ്ററിൽ, ആ അഡ്രസ്സിനാണ് അഡ്രസ്സി എന്ന് വിളിക്കുക. ഓൺ ഇറ്റ് കോസ്റ്റ് മച്ച് അമ്യൂസ്മെന്റ്. അമ്യൂസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിനോദം. amongst the post office employees. അപ്പോൾ പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസ് ഇത് കണ്ടപ്പോൾ എന്താണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹൈ, കൊള്ളാലോ ഈ മനുഷ്യൻ, ലെറ്റർ ദൈവത്തിന് എഴുതി, അതും പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇയാൾ എന്താ വിചാരിച്ചത്? വല്ല പള്ളിയിലോ അമ്പലത്തിലോ മസ്ജിദിലോ കൊണ്ട് കൊടുത്താൽ അത്രയെങ്കിലും ഉണ്ട്, ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം ദൈവമായിട്ട്. ഇത് പോസ്റ്റ് ഓഫീസ് കൊണ്ടുകൊടുത്തിരിക്കുകയാണ്. ഇയാളെന്താ വിചാരിച്ചത്? സൈക്കിളിൽ പോയിട്ട് പോസ്റ്റ്മാൻ ദൈവത്തിന് കൊണ്ട് കൊടുക്കുന്നു. ഇനി അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദി പോസ്റ്റ് മാസ്റ്റർ was touched by Lencho's letter and appreciated his strong faith in God. പക്ഷേ ഈ പോസ്റ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നു അവിടെ, അദ്ദേഹത്തിന് എന്താണ് ഈ ലെഞ്ചോ ലെറ്റർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കൊള്ളാലോ, ഈ ആൾ അടിപൊളിയാണല്ലോ, ഇത്രയും ദൈവത്തിൽ വിശ്വാസം ഉണ്ടല്ലോ, ആ ദൈവത്തിലുള്ള വിശ്വാസത്തിനെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു. ഹി ഡിഡ്ന്റ് വാണ്ട് ഇറ്റ് ടു ബി ബ്രോക്കൻ. ആ വിശ്വാസം നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താൻ പോസ്റ്റ് മാസ്റ്ററിന് ആഗ്രഹമില്ലായിരുന്നു. ഓക്കെ, കാരണം ലെറ്ററിന് റിപ്ലൈ വന്നില്ലെങ്കിൽ ലെഞ്ചോന് എന്താ ചിലപ്പോൾ ദൈവത്തിൽ വിശ്വാസം പോകും. അപ്പം അങ്ങനെ ആഗ്രഹം, അങ്ങനെ ലെഞ്ചോയ്ക്ക് ദൈവത്തിൽ വിശ്വാസം പോകാൻ ആർക്ക് ആഗ്രഹമില്ലായിരുന്നു? പോസ്റ്റ് മാസ്റ്ററിന് ആഗ്രഹമില്ലായിരുന്നു. സോ ഹി ഡിസൈഡഡ് ടു റൈറ്റ് എ റിപ്ലൈ ടു ലെഞ്ചോസ് ലെറ്റർ ആൻഡ് സെൻഡ് ഹിം സം എമൗണ്ട് ഓഫ് മണി ദാറ്റ് ഹി ഹാഡ് ആസ്ക്ഡ് ഗോഡ് ഫോർ. അപ്പോൾ ബേസിക്കലി ഇയാൾ എന്ത് വിചാരിച്ചു? ഒരു കാര്യം ചെയ്യാം, ദൈവം എങ്ങനെയാണോ റിപ്ലൈ കൊടുക്കുക അതുപോലത്തെ റിപ്ലൈ ലെറ്റർ എഴുതാം. ഡിയർ ലെഞ്ചോ, ഐ എം അറ്റാച്ചിങ് വിത്ത് യു ഇത്ര പൈസ, സോ ദാറ്റ് യു ക്യാൻ റിക്കവർ ഫ്രം യുവർ ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ റിപ്ലൈ ആയിട്ട് നമ്മുടെ ലെഞ്ചോന് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എന്താ സംഭവിക്കുന്നത്? ലെറ്റർ കൊടുക്കുന്നുണ്ട് അവർ. യെസ് ഓർ നോ? ലെറ്റർ കൊടുക്കുന്നുണ്ട്. അവസാനം എന്താണ് നിങ്ങൾക്ക് ഓർമ്മ? പോസ്റ്റ് മാസ്റ്റർ ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ടോ? ലെറ്റർ കൊടുക്കുന്നുണ്ട്. യെസ്, എക്സാക്ട്ലി, ലെറ്റർ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല പൈസ കൊടുക്കുന്നുണ്ടോ? പൈസയും കൊടുക്കുന്നുണ്ട്. 100 pesos ആണ് ചോദിച്ചത്. 100 pesos മൊത്തത്തിൽ കൊടുക്കുന്നുണ്ടോ? ഇല്ല. എത്ര പേസോസ് ആണ് കൊടുക്കുന്നത്? എത്ര പേസോസ് ആണ്? ഫുട് പ്രിന്റ്സ് വിതൗട്ട് ഫീറ്റും ഇതേ ലൈവിൽ തന്നെ നമ്മൾ കവർ ചെയ്യും, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് കവർ ചെയ്യും കേട്ടോ. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ദി പോസ്റ്റ് മാസ്റ്റർ റേസസ് ഫണ്ട് ടു ഹെൽപ്പ്. ദി പോസ്റ്റ് മാസ്റ്റർ കോൺട്രിബ്യൂട്ടഡ് എ ബിഗ് പാർട്ട് ഓഫ് ഹിസ് സാലറി ആൻഡ് ആസ്ക്ഡ് ഹിസ് ഫെല്ലോ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആസ് വെൽ ടു ഡൊനേറ്റ് ഫോർ ലെഞ്ചോ. അപ്പോൾ സ്വന്തമായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ സ്വന്തമായിട്ട് കുറച്ച് സാലറി എന്താണ് അതിലേക്ക് വേണ്ടിയിട്ട് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തു. അതുകൂടാതെ അതിലെ ആ പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസ് എന്ത് ചെയ്തു? കുറച്ച് പൈസ അവരും എന്ത് ചെയ്തു? കോൺട്രിബ്യൂട്ട് ചെയ്തു ഈ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട്, ലെഞ്ചോന് കൊടുക്കാൻ വേണ്ടിയിട്ട്. However, they could only collect 70 pesos after all of their best efforts. പക്ഷേ 70 pesos മാത്രമേ അദ്ദേഹത്തിന് മാത്രമല്ല അവർക്ക് എല്ലാവർക്കും കൂടെ എന്ത് ചെയ്യാൻ, കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും കൂടെ കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു അവസാനം അവർക്ക് എത്ര കളക്ട് ചെയ്യാൻ പറ്റില്ല? 70 മാത്രമേ. എത്ര ചോദിച്ചത്? 100 ചോദിച്ചിരിക്കുന്നത് കേട്ടോ. However, they could only collect 70 pesos after all of their best efforts. The postmaster sent that money in an envelope and signed as God on it. അപ്പോൾ ഈ ഒരു പൈസയും ഒരു ലെറ്റർ വെച്ചിട്ട് ഗോഡ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു? നമ്മുടെ ലെഞ്ചോയ്ക്ക് ഒരു ലെറ്റർ എഴുതി, ദൈവം റിപ്ലൈ കൊടുക്കുന്ന പോലെ. ഓക്കെ, എന്താണ് ഖത്തറിലെ സ്റ്റുഡൻസ് ഉണ്ട്, ബഹ്റൈനിലെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ലൈവ് ചാറ്റ് ഞാൻ വായിക്കുമായിരുന്നു. അപ്പം എനിവൺ ഫ്രം ബഹ്റൈൻ, അപ്പോൾ അതിൻ്റെ താഴെ എനിവൺ ഫ്രം പത്തനംതിട്ട. അപ്പം ലൈവ് ചാറ്റ് ഫുൾ കോമഡിയാണ്, ആരെനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ലെറ്റർ എഴുതിയിരിക്കുകയാണ് ലെഞ്ചോയ്ക്ക് വേണ്ടിയിട്ട്. ലെഞ്ചോയുടെ ഹാപ്പി റിയാക്ഷൻ ആയിരിക്കുമോ ലെറ്ററിനോട് ഉണ്ടാവാം, അല്ലെങ്കിൽ ദേഷ്യം റിയാക്ഷൻ ആയിരിക്കുമോ? വാട്ട് ഇസ് ഇറ്റ്? എന്താണ് നിങ്ങളുടെ ഓർമ്മ? കുവൈറ്റ് ഉണ്ട്. എൻ്റെ അമ്മ, എക്സാമിനർ ഗ്ലോബലായി. കുവൈറ്റ് ഉണ്ട്, ഒമാൻ ഉണ്ട്, വേറെ എവിടെയൊക്കെയുള്ള കോട്ടയം. കോട്ടയം എന്ത് കുവൈറ്റ്, ഒമാനൊക്കെ. ഓക്കെ, യു എസ് എ അല്ലല്ലോ, അറിയില്ല. ലെഞ്ചോ ലൂസസ് ഹിസ് കാം. എന്താണ് അവസാനം സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ലെഞ്ചോയ്ക്ക് സങ്കടമാവോ, സന്തോഷമാവോ, ദേഷ്യമാവോ?
When Lencho went back to the post office to collect the god's response, he got disappointed after opening his letter as he found 30 pesos less from the total amount that he had asked for. 100 പെസോസ് ചോദിച്ചത്, 30 പെസോ കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. 70 പെസോ ഉള്ളൂ. 30 പെസോസ് എവിടെ പോയി എന്നാണ് ലെഞ്ചോ ആലോചിക്കുന്നത്. ഹേയ്, ദൈവത്തിനോടല്ലേ ചോദിച്ചത്? ദൈവത്തിന് ഇപ്പോൾ പൈസയ്ക്ക് ലിമിറ്റ് ഒക്കെ ഉണ്ടാ? അങ്ങനെ പിശുക്കേണ്ട ആവശ്യമുണ്ടാ? ബാക്കി പൈസ കൂടി തന്നൂടെ ദൈവമേ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. He got angry and wrote another letter to God asking him to send the remaining amount shortly, but also asked him not to send it through the mail next time, as according to Lencho, the post office employees were an untrustworthy bunch of crooks who had stolen some of the money. ലെഞ്ചോ പറഞ്ഞു, ഒരു കാര്യം ചെയ്തേമേ, നിങ്ങളൊന്നും കൂടി ബാക്കി പൈസ ഒന്ന് അയക്കി. 30 പെസോ ബാക്കിയുണ്ടല്ലോ, ആ ബാക്കി പൈസയും കൂടെ ഒന്ന് അയക്കി. പക്ഷെ അടുത്ത പ്രാവശ്യം അയക്കുമ്പോൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് വഴി അയക്കരുത്. കാരണം അവന്മാരെന്താണ്, ബഞ്ച് ഓഫ് ക്രൂക്സ് എന്ന് പറഞ്ഞാൽ, ക്രൂക്ക് എന്ന് പറഞ്ഞാൽ തീഫ് എന്നാണ്, ബഞ്ച് ഓഫ് തീവ്സ് ആണ്. അവന്മാരെന്ത് ചെയ്യും, ആ പൈസ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ട്. 30 പെസോ ആരെടുത്തിട്ടുണ്ട്? ഈ പോസ്റ്റ് ഓഫീസിലെ ഇവന്മാരെല്ലാവരും കൂടി എടുത്തു എന്നാണ് ലെഞ്ചോ അതിൽ എഴുതിയത്. അതോടെ ചാപ്റ്റർ ഖത്തം. ഇത്രയുള്ള ചാപ്റ്റർ. ഒരു കോമഡി എന്ന് വേണേൽ പറയാം ഈ ചാപ്റ്റർ, അല്ലേ? മൊത്തത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് എ കോമഡി. ഒരു സൊസൈറ്റീനെ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഒരു എന്താണ്, നമ്മുടെ ആ ഒരു നൈവ്നെസ് അല്ലെ ഫൂളിഷ്നെസ് എന്നൊക്കെ പറയാം, അല്ലേ? അതിനെ മോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചാപ്റ്ററാണ്. അതോടെ ചാപ്റ്റർ തീർന്നു. വേറെ ഒന്നും ചാപ്റ്ററിൽ പഠിക്കാനില്ല. ഫെയർലി സ്ട്രേറ്റ് ഫോർവേഡ് ചാപ്റ്റർ ആണ് മക്കളെ. ഈ ചാപ്റ്ററിന് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം? വൈ ഡിഡ് ലെൻചോ റൈറ്റ് എ ലെറ്റർ ടു ഗോഡ്? മൾട്ടിപ്പിൾ ടൈംസ് എക്സാമിനർ റിപ്പീറ്റഡ് ആയി ചോദിച്ചതാണ്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യം ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ടാണ് ലെൻചോ ലെറ്റർ എഴുതിയത്? അപ്പോൾ യു ഷുഡ് റൈറ്റ്, വെൻ ലെൻചോസ് ക്രോപ്സ് were completely destroyed by the hailstorm, he wrote a letter to God in despair. He had a firm belief in God's help, so he asked God to send him 100 pesos to sow his field again and feed his family for the year. എന്നൊക്കെ എഴുതി വെക്കാൻ പറ്റില്ലേ? പറ്റും. Why did Lencho not want the money to be sent through mail? എന്തുകൊണ്ടാണ് മെയിൽ വഴി അയക്കാൻ വന്നത്? കാരണം എന്താണ്, പോസ്റ്റ് ഓഫീസിലെ മനുഷ്യന്മാർ ചങ്ങന്മാരെ അടിച്ച് മാറ്റും, അല്ലേ? അതുകൊണ്ടാണ്. ഹൂ വാസ് ലെൻചോ? വാട്ട് വർ ഹിസ് മെയിൻ പ്രോബ്ലംസ്? ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഞാനിവിടെ വായിക്കുന്നില്ല. ഈ ക്വസ്റ്റ്യൻസ്, കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രോബബിൾ ആയിട്ട് നാളത്തെ എക്സാമിൽ ഈ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം നിങ്ങൾ പഠിക്കണം. എപ്പോൾ പഠിക്കണം? ഇപ്പോഴല്ല. ഈ ലൈവിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ചാപ്റ്ററിൻ്റെയും വിൽ ഗോ ത്രൂ ദി റിവിഷൻ സമ്മറി. അതിനുശേഷം ലൈവ് കഴിഞ്ഞ നോട്ട്സ് ഉടനെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരും. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ജോയിൻ ചെയ്തവരാണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യു വിൽ ഗെറ്റ് ഇറ്റ് ത്രൂ വാട്സപ്പ്. ഓൾറെഡി ജോയിൻ ചെയ്യാത്തവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ഫ്രീ ആണ്. ആഫ്റ്റർ ദിസ് ലൈവ് യു വിൽ ഗെറ്റ് ദി നോട്ട്സ്. ആ നോട്ട്സ് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഇരുന്നിട്ട് റിവൈസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ റിവൈസ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനും ആൻസറും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പഠിച്ച് വെക്കുക. വൈഹാർഡ് പഠിച്ചു വെച്ചോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? പരീക്ഷ നാളെ ചോദ്യം വരുമ്പോൾ കാച്ചുക. ഓക്കെ, അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റിവൈസ് ചെയ്യില്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കില്ലേ? കഷ്ടപ്പെട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഓരോ വർഷവും. അപ്പം നോക്കണം. ഓക്കെ, അത്രേ പറയാനുള്ളൂ. റെഡി ആണല്ലോ മക്കളെ? സെറ്റാണ്, മുന്നോട്ട് പോകാം. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. CBSEന്റെ ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. യു ഷുഡ് പ്രാക്ടീസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തത്. ഓക്കെ, റെഡി? വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വൈകുന്നേരം 7:30 നമുക്ക് ഗ്രാമർ ആൻഡ് മെന്റി ലൈവ്. ഇപ്പോൾ ഗ്രാമർ ആൻഡ് മെന്റി അല്ല, ഗ്രാമർ ആൻഡ് റൈറ്റിംഗ് ലൈവ്. ഡോണ്ട് മിസ് ഇറ്റ്. ഇമ്പോർട്ടൻറ്റ് ലൈവ് ആയിരിക്കും. ഗ്രാമർ, പ്രത്യേകിച്ച് ഗ്രാമർ. ഓക്കെ, റൈറ്റിംഗും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഗ്രാമറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ നാളത്തെ എക്സാമിന് വേണ്ടിയുള്ള ടൈം മാനേജ്മെന്റ് പ്ലസ് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഈ ലൈവിൽ തന്നെ ആയിരിക്കും, വൈകുന്നേരത്തെ ലൈവിലായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ യു ഷുഡ് നോട്ട് മിസ് ഇറ്റ്. റെഡി മക്കളെ? ലൈക്കിന്റെ കൗണ്ടും എന്ത് ചെയ്യുക? 4000 ഉയർത്തുക. എക്സാമിനറിന്റെ ബാച്ചിനെ പറ്റി അലൻ സാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. എല്ലാ ബാച്ചിലേക്കും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. +1 സയൻസ് ആയിക്കോട്ടെ, +1 കോമേഴ്സ് ആയിക്കോട്ടെ, നീറ്റിന്റെ ബാച്ച് ആയിക്കോട്ടെ, ജെയിന്റെ ബാച്ച് ആയിക്കോട്ടെ, ഓൾ ഓഫ് ദം ആർ ഓൺലൈൻ ബാച്ചസ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിന്റെ കംഫർട്ടിൽ ഇരുന്ന് പഠിക്കാം. ഓൾ ഓഫ് ദം ഹാവ് ക്രിയേറ്റഡ് അൾട്ടിമേറ്റ് ബെസ്റ്റ് റിസൾട്ട്സ് ത്രൂ ഔട്ട് ദീസ് ഇയേഴ്സ്. അടിപൊളി റിസൾട്ടുകളാണ് ഓരോ ബാച്ചിൽ നമ്മൾ വന്നത്. സോ ഈ ബാച്ചിലൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുക്കാൻ മക്കളെ. ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലെ ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ വർഷവും ബാച്ചിൻ്റെ ഫീസ് ഒരു കംപ്ലീറ്റ് ഇയറിലേക്കാണ് 6000. ഓക്കെ, കംപ്ലീറ്റ് ഇയറിലേക്ക് കംപ്ലീറ്റ് സബ്ജക്ട്സ്, സയൻസ് സബ്ജക്ട്സും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഓരോ സയൻസ് ബാച്ച് എടുത്തിരിക്കുന്നത്. നീറ്റിൻ്റെ കേസിലൊക്കെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ കിട്ടും. അതിനോടൊപ്പം തന്നെ
നിങ്ങളുടെ നീറ്റ് എക്സാമിൻ്റെയും അതുപോലെ തന്നെ ജെയ്ക്കും ജെയിൻ്റെ എക്സ്ട്രാ പ്രിപ്പറേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി ആയിരിക്കും എടുക്കുക. ഞങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കൂടെ നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ ജോയിൻ ദി ബാച്ച്. ഒന്ന് ആലോചിക്കുകയാണ്, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ എക്സാമിനറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് പങ്കെടുത്ത് 2 വർഷം നീറ്റിന് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി CBSE ബാച്ച് ഫസ്റ്റ് ബാച്ച് ഫുൾ ആയിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്കും കുട്ടികൾ നിങ്ങളിൽ നിന്ന് തന്നെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. അപ്പം നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് എക്സാമിനറിൽ നിങ്ങൾക്കറിയാം ടീച്ചേഴ്സ് എങ്ങനെയാണെന്ന് അടിപൊളി ക്ലാസ് ആയിരിക്കും. എന്നാൽ അതേസമയം എന്താണ് ഓവർ സ്ട്രെസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ. കാരണം പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ +1 +2 ഒക്കെ നിങ്ങൾ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ സ്ട്രെസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ. അതുകൊണ്ട് അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഈവൻ ദി ബെസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ദേ കാൺ സ്റ്റാൻഡ് ഇറ്റ്. അവരെന്ത് ചെയ്യും, തിരിച്ച് വീട്ടിൽ പോകും. ഞാനും അങ്ങനത്തെ കുറേ സ്റ്റുഡൻസിനെ കണ്ടിട്ട് ഞാൻ കുറേ ഫ്രണ്ട്സും ഉണ്ട് അങ്ങനെ. ഓക്കെ, അപ്പം അതാണ് പൊതുവേ സംഭവിക്കാറ്. എക്സാമിനറിൻ്റെ സ്കൂളിൽ അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. +1 +2 ലൈഫ് മിസ് ചെയ്യാതെ, ബിക്കോസ് അതായിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ സ്കൂൾ ലൈഫിലെ 2 കാലഘട്ടം അല്ലേ. അപ്പോൾ ആ ഒരു ലൈഫ് മിസ് ചെയ്യാത്ത രീതിയിൽ എന്നാൽ നന്നായിട്ട് പഠിക്കുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്, നന്നായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എക്സാമിനറുടെ കൂടെ ജോളിയായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മക്കളെ നിങ്ങളുടെ സ്കൂളാണത്. റെഡി ആണല്ലോ? സ്റ്റേറ്റ് സിലബസിനുണ്ട്, CBSEക്കും ഉണ്ട്, സെപ്പറേറ്റ് സ്കൂൾസ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണോ? കൂടുതൽ ഡീറ്റെയിൽസ് അറിയണേ ഈ നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. ഞാൻ മാറിത്തരാൻ വെള്ളം കുടിക്കട്ടെ, നോക്കിക്കോ. നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കട്ടെ, സ്ക്രീൻഷോട്ട് എടുത്തോ. ഓക്കെ, കമ്മ്യൂണിറ്റി ഫുൾ ആണോ? ഡോണ്ട് വറി, നമുക്ക് ശരിയാക്കാം കേട്ടോ. കമ്മ്യൂണിറ്റി ഫുൾ ആണ്, നമുക്ക് ശരിയാക്കാം. കമ്മ്യൂണിറ്റി ഡോണ്ട് വറി, ഞാൻ നമ്മുടെ ടീമിനെ ഒന്ന് അറിയിച്ചോട്ടെ. കമ്മ്യൂണിറ്റി ഫുൾ ആണെന്നുള്ള കാര്യം ഒന്ന് അറിയിച്ചോട്ടെ, നിങ്ങൾ പേടിക്കണ്ട. കമ്മ്യൂണിറ്റി ഫുള്ളാണ്. അവർ ഡോണ്ട് വറി, നിങ്ങൾ പേടിക്കണ്ട. അത് നിങ്ങളൊരു കാര്യം ചെയ്തോ, ഒരു 15 മിനിറ്റ് ഒന്നും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, റെഡി? അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടോളൂ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ, ദി പ്രൊപ്പോസൽ. ആരാണ് മക്കളെ ദി പ്രൊപ്പോസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേ? 1 ആക്ട് പ്ലേ ആണ്. ഇതൊരു പ്ലേന്റെ സ്ക്രിപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡയലോഗ്സ് അടക്കം. ആ പ്ലേ എഴുതിയിരിക്കുന്നത് ആരാണ്? ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഓത്തറാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേ റൈറ്റ് ആണ്. ആരാണ് മക്കളെ? പറ. ദ പ്രൊപ്പോസൽ 3 മെയിൻ ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. യെസ്, എക്സാക്ട്ലി കറക്റ്റ് ആണ്. ആന്റൺ ചേക്കവ് ആണ് ഇതിന്റെ കമ്പോസർ അഥവാ ഇതിന്റെ ഓത്തർ. ഒരു പ്ലേ ആണ്, 1 ആക്ട് പ്ലേ ആണ്. പ്ലേ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഗെയിം അല്ല, കളിയല്ല, സ്റ്റേജിലൊക്കെ അഭിനയിക്കില്ലേ, ഹലോ മിസ്റ്റർ ചുബുക്കോ എന്നൊക്കെ പറയില്ലേ, ആ ടൈപ്പ് പ്ലേ ആണ് മക്കൾ. ഡ്രാമയാണ് നമ്മൾ പറയുമ്പോൾ, മലയാളത്തിൽ പറയുമ്പോൾ, മലയാളത്തിലല്ല പക്ഷെ മലയാളികൾ പറയുമ്പോൾ ഡ്രാമ. മക്കളെ 3 മെയിൻ ക്യാരക്ടേഴ്സ് ആണ് ഇതിലുള്ളത്. നറ്റാലിയ ചേച്ചി. ആരാണ് മക്കളെ നറ്റാലിയ ചേച്ചി? ഇതാരാണ്? ഇത് നറ്റാലിയ ചേച്ചിനെ കല്യാണം കഴിക്കാൻ പോകുന്നത്. പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോസ് ചെയ്യാണ്. നിങ്ങളുടെ സ്കൂളിലുള്ള പ്രൊപ്പോസൽ അല്ല കേട്ടോ. സ്കൂളിൽ ഇപ്പോഴും നിങ്ങൾ പ്രൊപ്പോസ് എന്ന് പറഞ്ഞ വാക്കാണോ ഉപയോഗിക്കുക? എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രൊപ്പോസ് ചെയ്യാന്നറിയാം. ശരിക്കും പറഞ്ഞാൽ പ്രൊപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാന്നാണ്. പക്ഷെ സ്കൂളിൽ നമ്മൾ പറയുമ്പോൾ പ്രൊപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇഷ്ടം അറിയിക്കുക എന്നാണ്. അപ്പം അങ്ങനെയാണോ ഇപ്പോഴും ഉപയോഗിക്കുന്നത് അറിയില്ല. ലോമോവ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹമാണ് നറ്റാലിയ ചേച്ചിയോട് പ്രൊപ്പോസ് ചെയ്യുന്നത്. കല്യാണത്തിന് വേണ്ടി പ്രൊപ്പോസ് ചെയ്യുന്നത്, ഇഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള പറച്ചിലല്ല. ഇപ്പോഴും തന്നെയാണ് പറയാം. ഒരു മാറ്റവും ഇല്ല. 10 വർഷത്തിലൊരു മാറ്റവും ഇല്ല. 10 വർഷമാണോ? 10 വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ. 10 വർഷം 6-7 വർഷത്തിലൊരു മാറ്റമില്ല. ഓക്കെ, മാറ്റമില്ല. ഇദ്ദേഹം നറ്റാലിയ ചേച്ചിയുടെ അച്ഛൻ, ഫാദർ, പിതാജി ചുബുക്കോ. 3 മെയിൻ ക്യാരക്ടേഴ്സാണ്. നറ്റാലിയ 25-year-old യങ് വുമൺ. ലോമോവ് ആരാണ്? ഈ നറ്റാലിയ ചേച്ചിയുടെ നെയ്ബർ. നറ്റാലിയനെ പ്രപ്പോസ് ചെയ്യാൻ വരികയാണ് കല്യാണത്തിന് വേണ്ടിയിട്ട്. ചുബുക്കോവ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 70 years old ആയിട്ടുള്ള നറ്റാലിയ ചേച്ചിയുടെ ഫാദർ. ലോമോവിൻ്റെ ഏജ് ഓൾമോസ്റ്റ് 35 ഒക്കെ വരും. ക്ലിയർ ആണല്ലോ? ഈ ഏജസ് ഒന്ന് ഓർത്ത് വെച്ചോ. ക്ലിയർ ആണ്? ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ചാപ്റ്റർ. ഇൻട്രൊഡക്ഷൻ ടു ദി ക്യാരക്ടേഴ്സ് ആൻഡ് പ്രിമിസ്. ജസ്റ്റ് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചാപ്റ്ററിൽ അപ്പോൾ നമുക്കും ചെയ്യാമെന്ന് ഓർത്ത് നോക്കാം. ദിസ് ചാപ്റ്റർ ഇസ് എ 1 act play written by Russian story writer and dramatist Anton Chekhov in 1888 to 89. The play is about the tendency of rich families to create ties with other rich families to extend their estates by encouraging marriages that make economic sense. ഭയങ്കര പൈസക്കാരായുള്ള ഒരു ഫാമിലിയും ഭയങ്കര പൈസക്കാര വേറെ ഫാമിലിയും എന്ത് ചെയ്യും?
അവരുടെ മക്കളെ കെട്ടിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പൈസക്കാരുടെ എസ്റ്റേറ്റും ഈ പൈസക്കാരുടെ എസ്റ്റേറ്റും കൂടെ ചേർന്ന് വലിയൊരു എസ്റ്റേറ്റ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു എക്കണോമിക് സെൻസും കൂടി കണ്ടിട്ട്, അല്ല എക്കണോമിക് പോസിബിലിറ്റിയും കൂടെ കണ്ടിട്ടായിരുന്നു റഷ്യയിലൊക്കെ പണ്ടൊക്കെ മാരേജസ് ഉണ്ടായിരുന്നത്. റഷ്യയിൽ പണ്ടൊന്നല്ല, ഇപ്പോൾ വരെ കേരളത്തിൽ ഉണ്ടാവാറുണ്ടല്ലോ. ഇവാൻ ലോമോവ്, a wealthy neighbor of Stepan Chubukov. അപ്പോൾ ലോമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ 35 വയസ്സുള്ള ഈ ചേട്ടൻ, ഓക്കെ, വാസ് എ നെയ്ബർ ഓഫ് സ്റ്റെപ്പാൻ ചുബുക്കോവ്, ഈ വയസ്സൻ, ഓക്കെ, ഏതാണ്ട് 70 വയസ്സുള്ള. ഓൾസോ വെൽത്തി. അപ്പോൾ രണ്ട് ഫാമിലീസും രണ്ട് ആൾക്കാരും വെൽത്തി ആയിരുന്നു. ഹു സീക്സ് ദി ഹാൻഡ് ഓഫ് ചുബുക്കോവ്സ് 25-year-old ഡോട്ടർ നറ്റാലിയ. അപ്പോൾ സീക്സ് ദി ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, മാരേജ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആർക്ക്? ലോമോവിന്, നറ്റാലിയന്. all three are argumentative. അവർ ഭയങ്കര ആർഗ്യുമെന്റേറ്റീവ് ആണ്. ആരൊക്കെ? 3 പേരും. And they argue over petty issues. വളരെ സില്ലി ആയിട്ടുള്ള ഇഷ്യൂസിന്റെ മുകളിൽ എന്ത് ചെയ്യും? അവർ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും. The proposal is on the verge of losing in the middle of all this quarreling. അപ്പോൾ ഈ ക്വാറൽ, ഈ ഒരു ആർഗ്യുമെന്റ് ഇടയിൽ എന്താണ്? ഈ പ്രപ്പോസൽ എന്താണ്? പ്രപ്പോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇടയിൽ, കഥ കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ പ്രപ്പോസൽ എന്താണ്? അത് ഫ്ലോപ്പ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, എന്നാലും ഇവർ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. But economic common sense ensures that the proposal is formed in any case, although the quarreling perhaps continues. പക്ഷേ എക്കണോമിക് കോമൺ സെൻസ്, അതായത് രണ്ടുപേരും വെൽത്തി ആണല്ലോ, അപ്പോൾ അതുകൊണ്ടുള്ള ഒരു മോട്ടിവേഷൻ, എക്കണോമിക്കലി ദിസ് മേക്ക് സെൻസ് എന്നുള്ള ഒരു മോട്ടിവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെ ആ ക്വാറലിംഗ് ഉണ്ടെങ്കിൽ പോലും, അടി ഉണ്ടെങ്കിൽ പോലും അവസാനം ആ മാരേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു കഥയാണ് ഈ പ്ലേയിൽ പറയുന്നത്. ലെറ്റ്സ് ജംപ് ഇൻ ടു ദ സ്റ്റോറി. ലോമോവ്സ് പ്രപ്പോസൽ ഇന്റൻഷൻ. ലോമോവ് എന്ത് ചെയ്യാണ്? ചുബുക്കോവിനെ മീറ്റ് ചെയ്യാൻ വരികയാണ്. ഇതാണ് സീൻ, മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം. The curtain rises with Lomov entering his neighbor's Chubukov's house in neatly dressed up attire. ഭയങ്കര ഡ്രസ്ഡ് അപ്ഡ് ആയി ഒരു പാർട്ടിനൊക്കെ റഷ്യയിൽ പറയുക ബോൾ എന്നാണ്, BOBALL, ബോൾ. അപ്പോൾ ആ ഒരു പാർട്ടിക്കൊക്കെ റെഡി ആവുന്ന രീതിയിൽ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ഡ്രസ്ഡ് അപ്ഡ് ആയിട്ട് ചുബുക്കോവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ചുബുക്കോ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ പാർട്ടിക്ക് പോകണം? അപ്പോൾ നോവും പറയാം, അല്ലല്ല ഞാൻ ഇവിടേക്ക് തന്നെ വന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നത്. ചുബുക്കോവ് ഇൻ ഗ്രേറ്റ് ക്യൂരിയോസിറ്റി ടു സീ ഹിം വെൽ ഡ്രസ്ഡ് ആൻഡ് ആസ് ഇൻ ദി ഒക്കേഷൻ. എന്ത് ഒക്കേഷനിലാണ് താങ്കൾ ഇങ്ങനെ ഡ്രസ്ഡ് അപ്പ് ആയി വന്നിരിക്കുന്നത്? ലോമോവ് റിവീൽസ് ദാറ്റ് ഹി ഹാഡ് കം ഫോർ എ ഡിസയർ. ലോമോ പറയാണ്, ഞാൻ മറ്റൊന്നിനും അല്ല, പുറത്തൊന്നും പോകാൻ വേണ്ടിയില്ല, നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വന്നാണ്, എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ആ റിക്വസ്റ്റ് ഒന്ന് നടപ്പിലാക്കി തരണം എന്ന് പറയും. അപ്പോൾ ചുബുക്കോ എന്താ വിചാരിക്കുക? പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? മോളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നാണോ വിചാരിക്കുക? ഫസ്റ്റ് അല്ല, അത് എക്സാമിന് ചോദിക്കും. എന്താണ് വിചാരിക്കുക? ചുബുക്കോവ് assumes that he must have come to ask for money, ദുട്ട്, which he does not want to return. പൈസ ചോദിക്കാൻ വന്ന വിചാരിച്ചു, പൈസ ചോദിക്കാൻ വന്നാന്ന്, കടം ചോദിക്കാൻ വന്ന വിചാരിച്ചു അല്ലേ? After knowing that Lomov had come to invite Chubukov's daughter Natalia's hand in marriage, Chubukov leaves to call Natalia. പിന്നെയാണ് മനസ്സിലായത് അതൊന്നുമല്ല, സ്വന്തം മോളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കല്യാണത്തിന് വേണ്ടി പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നാണെന്ന് മനസ്സിലായപ്പോൾ ചുബുക്കോ എന്തായി? ദേഷ്യപ്പെടുത്തോ? എൻ്റെ മോളെ നീയോ, നിന്നെപ്പോഴത്തെ മൊണ്ണനൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞോ? ഇല്ല. ചുബുക്കോന് സന്തോഷമായി, കാരണം പൈസക്കാരനാണല്ലോ ലോമോവ്. നീ ചോദിച്ചത് നന്നായി, ഞാനും കുറേ നാളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്നെക്കൊണ്ട് ഇങ്ങനെ എൻ്റെ മോളെ കെട്ടിക്കുന്നു, നീ ഇവിടെ ഇരിക്കും, ഞാൻ നറ്റാലിയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി നറ്റാലിയെ വിളിച്ചുകൊണ്ട് വരാൻ പോയി. അപ്പം ആദ്യം വിചാരിച്ചു എന്താണ്? പൈസ വയ്ക്കാൻ വേണ്ടി വിചാരിച്ചല്ലേ? പൈസ വയ്ക്കാൻ വരുമ്പോൾ നമ്മൾ തപ്പിക്കളിക്കില്ല, അങ്ങനെ തപ്പിക്കളിക്കാൻ നോക്കി ചുബുക്കോ ചേട്ടൻ അല്ലേ? നിങ്ങളുടെ പേരൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ഈ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് ആരെങ്കിലുമൊക്കെ പിരിവിന് വേണ്ടി വരുമ്പോൾ അങ്ങനെ ബെല്ലടിക്കുമ്പോഴത്തേക്കും മോനെ പോയി നോക്കടാ ആരാന്ന്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പിരിവിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പോൾ പേരൻസിനോട് പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു പെപ്പറാളില്ലേ ആ സമയത്ത്, അതേ പെപ്പറായിരുന്നു ചുബുക്കോവിന്, മനസ്സിലായി. പക്ഷെ പിന്നീട് അത് മാറി, കാരണം ചുബുക്കോ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് മനസ്സിലായി, യെസ് I am excited for this, let us make this happen എന്നുള്ള മൂഡിലായി. Okay. Lomov is a 35-year-old gentleman who suffers from palpitations and get upset very easily. അപ്പോൾ ലോമോവിന് 35 വയസ്സായി, കല്യാണപ്രായമൊക്കെ ഏതാണ്ട് കഴിഞ്ഞു എന്ന് വേണം പറയാം. പാൽപിറ്റേഷൻസ്, അതായത് ഹാർട്ടിൻ്റെ ചെറിയൊരു ഡിസീസ് എന്ന് പറയാം, ഡിസീസ് തന്നെയാണ്. പെട്ടെന്ന് എന്താണ് ടെൻഷൻ ആയിരിക്കുമ്പോൾ ഹാർട്ട് ബീറ്റിങ്ങിനോട് കൂടും, ഇങ്ങനെയൊക്കെയോ. ആൻഡ് ഗെറ്റ്സ് അപ്സെറ്റ് വെരി ഈസിലി. അപ്പോൾ പെട്ടെന്ന് എന്താണ് ഇങ്ങനെയാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലേ ഇങ്ങനെ, ഇപ്പം അതിന് യു ഷുഡ് മേക്ക് ഇറ്റ് ഫൺ ഓഫ് ഇറ്റ്. പക്ഷെ മനസ്സിലാക്കുക, ഇതാണ് ഒരു കണ്ടീഷനാണ്, ചിലവർക്ക് ഉള്ളതാണ്, ഫിസിക്കലി ഉള്ളതാണ്, അവർ they don't choose to have that അല്ലേ, അവർക്ക് ഉള്ളതാണ്, should accept that. He thinks it's the right age for him to marry and is happy that he is choosing Natalia. ഇനിയും വൈകിപ്പിച്ചാൽ ശരിയാവില്ല,
നമുക്ക് എന്ത് ചെയ്യണം മക്കളെ, നമുക്കല്ല നിങ്ങൾക്ക്, എനിക്ക് ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി, മെല്ലെ മതി, എനിക്ക് 35 വയസ്സൊന്നും ആയിട്ടില്ല. എന്തായാലും ലോമോ വിചാരിക്കുകയാണ് ഇനി കല്യാണം കഴിക്കാണ്ട് പറ്റില്ല. He believes Natalia is average looking and a good character. Natalia not bad looking എന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതുപോലെ ഭയങ്കര ഭംഗിയൊന്നുമില്ല, ഇത് ChatGPT ഉണ്ടാക്കിയപ്പോൾ ഡാലി ഉണ്ടാക്കിയപ്പോൾ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയതാണ്, അത്ര ഭംഗിയൊന്നും ഇല്ല എന്നാണ് ചാപ്റ്ററിൽ പറയുന്നത്. എന്നാൽ ഭംഗി കേടുമില്ല, നോട്ട് ബാഡ് ലുക്കിംഗ് എന്നാണ് പറയുന്നത്. ആൻഡ് വിൽ ബി എ ഗുഡ് ഹൗസ് കീപ്പർ, ഒരു നല്ല ഹൗസ് കീപ്പറും ഗുഡ് കെയർ ടേക്കറും ആയിരിക്കും എന്നാണ് നറ്റാലിനെ പറ്റി ലോമോവ് വിചാരിച്ചിരിക്കുന്നത്, അല്ല പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് കല്യാണം കഴിക്കുക ബെസ്റ്റ്, സൂപ്പറാണ്. റെഡി? ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ നറ്റാലി ഇനി വരാൻ പോവാണേ. ദ ഡിസ്പ്യൂട്ട് ഓവർ ഓക്സൻ മെഡോസ്. On Natalia's arrival, Natalia വന്നിരിക്കുകയാണ്, നമ്മുടെ ചുബുക്കോവ് നറ്റാലിയെ വിളിച്ചു. ലോമോവ് initiates the conversation about the good terms between the families. അപ്പോൾ രണ്ട് ഫാമിലീസ് തമ്മിൽ ഇത്രയും നാളുള്ള ഗുഡ് ടേംസിനെ പറ്റിയൊക്കെ ലോമോവ് എന്താണ് പറയാൻ തുടങ്ങി. വൈൽ കണ്ടിന്യൂഡ്, പക്ഷേ പ്രപ്പോസ് ചെയ്തില്ല കേട്ടോ. അച്ഛനോട് മാത്രമേ പ്രപ്പോസലിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ, നറ്റാലി ചേച്ചിനോട് പറഞ്ഞിട്ടില്ല. പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, ജസ്റ്റ് ഇങ്ങനെ ചിറ്റാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. While continuing to speak about his land, he somehow mentions Oxen Meadows, which earlier was a disputed property but is now his. അപ്പോൾ അതിനിടയിൽ എന്താണ്, ഓക്സൻ മെഡോസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഒരു പാടം പോലെയാണ്, പാടം എന്ന് പറഞ്ഞാൽ ഒരു ഫാം പോലെ. ആ ഓക്സൻ മെഡോസിനെ പറ്റി പറഞ്ഞു. അത് പണ്ട് എന്താണ് ഡിസ്പ്യൂട്ടഡ് ആയിരുന്നു, അതായത് പണ്ട് അതിൻ്റെ അവകാശം ആർക്കാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. പക്ഷേ ലോമോ പറഞ്ഞു ഇപ്പം എൻ്റെ തന്നെയാണ്. അപ്പം അതിനെപ്പറ്റി എന്തോ കാര്യം പറയുമായിരുന്നു. അപ്പം എന്താ സംഭവിച്ചത്? നറ്റാലിയ ഇസ് ഇൻ ദി പെർസെപ്ഷൻ ദാറ്റ് ഓക്സൻ മെഡോസ് ബിലോങ്സ് ടു ഹർ ഫാമിലി. ലോമോ ഏട്ടൻ പറയുന്നത് പണ്ട് കാണോ ഇതിനെന്തോ ഒരു തർക്കം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എൻ്റെ തന്നെയാണെന്ന് പറയുമ്പോഴും നറ്റാലി ചേച്ചി വിചാരിച്ചിരിക്കുന്നത് എന്താണ്, നറ്റാലി ചേച്ചിയുടെയാണ് ഓക്സൻ മെഡോസ് എന്നാണ്, അവരുടെ ഫാമിലിയുടെ, നറ്റാലി ചേച്ചിയുടെ ഫാമിലിയുടെയാണ് ഓക്സൻ മെഡോസ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി. Natalia is in the perception that Oxen Meadows belongs to her family. Both enter into a heated discussion and act childishly, and Chubukov's entry made it more heated. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇവരെന്താണ് അടി ഉണ്ടാക്കാൻ തുടങ്ങി. എന്ത് പറഞ്ഞ അടി ഉണ്ടാക്കാൻ തുടങ്ങിയ മക്കളെ? എന്ത് പറഞ്ഞിട്ടാണ് അടി ഉണ്ടാക്കാൻ തുടങ്ങിയത്? ബേസിക്കലി ഓക്സൻ മെഡോസ് എന്ന് പറഞ്ഞ OM എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പിന്നെ ബേർച്ച് ഫുഡ് ട്രീസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ബേർച്ച് ഫുഡ് ട്രീസ് നമ്മുടെ നറ്റാലി ചേച്ചിയുടെയും ചുബുക്കോവിൻ്റെ ഫാമിലിയുടെയാണ്. ഓക്സൻ മെഡോസിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നു. എന്താണ് കൺഫ്യൂഷൻ? എക്സാക്ട് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ ചെയ്യുമ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്ന് വായിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ബേസിക്കലി നമ്മുടെ ലോമോ പറയുന്നത് പണ്ടെങ്ങാണ്ടോ എൻ്റെ ഫാമിലി നറ്റാലിയുടെ ഫാമിലിയുടെ പെസൻസ്, അവിടെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതിനെ ലീസിന് കൊടുത്തതാണ്. കടം ജസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് റെന്റിന് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പെസൻസ് നിന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ എന്താണ്, അത് ഈ ഓക്സൻ മെഡോസ് അവരുടെ തന്നെ സ്ഥലമായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. പക്ഷെ പിന്നീട് അതിന് മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒഫീഷ്യൽ ഡിസ്കഷൻ ചെയ്തപ്പോൾ അത് ആരുടെ തന്നെയാണെന്ന് മനസ്സിലായി, അത് ലോമോവിന് തന്നെയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ ഓക്സൻ മെഡോസ് ലോമോവിൻ്റെയാണെന്ന് പറയുന്നത്. നറ്റാലി പക്ഷെ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ കള്ളാണ്, ഇതൊന്നുമല്ല സംഭവം, ഇത് ആരുടെ തന്നെയാണ്, ഓക്സൻ മെഡോസ് നറ്റാലിയുടെ ഫാമിലിയിലാണെന്നാണ്. ഇനി അതിൽ പറയുന്നുണ്ട്, എക്സാക്ട്ലി ചാപ്റ്ററിൽ പറയുന്നുണ്ട്, നറ്റാലിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറുടെയും ലോമോയുടെ ആരാണ് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്, ആൻറ്റിയുടെ ഗ്രാൻഡ് മദർ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ ഒന്ന് വായിച്ച് ഉറപ്പിച്ചെടുക്കുക. ഓക്കെ, ഓർത്തെടുക്കുക. ഇറ്റ് ഈസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, പക്ഷേ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക് സംഭവം. അപ്പോൾ ഓക്സൻ മെഡോസ് ആരുടെയാണെന്നുള്ള കാര്യത്തിൽ ഭയങ്കര അടിയാണ്, സില്ലി ഇഷ്യൂ ആണ്. കാരണം ഇവർ തന്നെ പറയുന്നുണ്ട് ഓക്സൻ മെഡോസ് ഒരു ചെറിയൊരു ലാൻഡാണ്, വലിയ ലാൻഡ് ഒന്നുമല്ല. രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഇവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് അതിന് പൈസയുടെ കാര്യത്തിൽ ഒരു വിഷയമില്ല, ഓക്സൻ മെഡോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ സംഭവമാണ്. പക്ഷേ എന്താണ് പ്രിൻസിപ്പിൾസ് ശരി, ലോമോ വിചാരിക്കുന്നത് എന്താണ്, ലോമോന്റെ സ്ഥലമാണ്, അപ്പം അത് വിട്ടുകൊടുക്കാൻ പറ്റുമോ? സത്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിട്ടാണ് ആർഗ്യൂ ചെയ്യുന്നത്. അല്ലാണ്ട് ഈ ഓക്സൻ മെഡോസിന്റെ ലാൻഡ് അവർക്ക് എന്താണ്, അവർ രണ്ടുപേർക്കും വാല്യൂബിൾ അല്ല. നറ്റാലി അതുപോലെ തന്നെ, നറ്റാലി ആക്ച്വലി വിശ്വസിക്കുകയാണ് ഇത് എൻ്റെ തന്നെയാണ്, അപ്പോൾ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു അൺഫെയർനെസ് കൊണ്ടാണ് ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് നോക്കുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും കൂടെ അൺഫെയർ. ഇപ്പോൾ നറ്റാലി നോക്കുമ്പോൾ ലോമോ അൺഫെയർ ആയി സംസാരിക്കുന്നു, ലോമോ നോക്കുമ്പോൾ നറ്റാലി അൺഫെയർ സംസാരിക്കുന്നു. ആ അൺഫെയർനെസ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ മുകളിലാണ് അവർ ആർഗ്യൂ ചെയ്യുന്നത്. സാറിൻ്റെ നെയിം എന്താണ് മക്കളെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഓക്കെ, അപ്പൊ അതിൻ്റെ ഇടയിലാണ് ചുബുക്കോ കയറി വരുന്നത് അല്ലേ. ബോത്ത് എൻറ്റർ ഇൻ ഹീറ്റഡ് ഡിസ്കഷൻ ആക്ട് ചൈൽഡിഷ്ലി ആൻഡ് ചുബുക്കോവ്സ് എൻട്രി മേഡ് ഇറ്റ് മോർ ഹീറ്റഡ്. ചുബുക്കോ കയറി വന്ന് ചുബുക്കോ പറയാണ് ഇത് ഞങ്ങളുടെ ആണല്ലോ, എടോ നിന്റെ എപ്പോഴാണോ ആയതൊക്കെ, ഇത് ഞങ്ങളുടെ തന്നെ തരമാണ്, നീ ഇപ്പോഴോ എന്ന് പറഞ്ഞു. They shout and scream while Lomo suffers from extreme palpitation and a numb foot.
അപ്പോൾ ഇത് കേൾക്കുമെന്നാണ് നമ്മുടെ ലോമോ ചേട്ടന് ചെറിയ കണ്ടീഷനുള്ള ഹാർട്ട് കണ്ടീഷനുള്ളതാണ്. അപ്പോൾ കേൾക്കുമ്പോൾ ടെൻഷനായിട്ട് പാൽപിറ്റേഷൻസ് വന്നു, വിറയ്ക്കാനൊക്കെ തുടങ്ങി. ഒരു ലെഫ്റ്റ് ലെഗ് എന്താണ് നമ്പല്ല നം എന്ന് പറയും. നം എന്ന് പറഞ്ഞാൽ സെൻസേഷൻ ഇല്ലാത്ത പോലെ ആവില്ലേ, ഇടയ്ക്ക് നമ്മൾ സെൻസേഷൻ ഇല്ലാത്ത പോലെ ആവില്ല, നമ്മൾ കുറേ നേരം ചമ്പരം പഠിച്ചൊക്കെ ഇരുന്നതിൽ കുറേ കാലെന്താണ് ഒന്നും ഫീൽ ചെയ്യാത്ത പോലെ ഇല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഓക്കെ, എന്താ വെച്ചാൽ ദേ ത്രോ ലോമോ ഔട്ട് ഓഫ് ദി ഹൗസ് ആൻഡ് കണ്ടിന്യൂ അബ്യൂസിങ്. ലോമോയോട് നീ ഇറങ്ങി പുറത്ത് പോടാന്ന് പറഞ്ഞിട്ട് കുറേ തെറി വിളിക്കാൻ തുടങ്ങി. നീയൊക്കെ ഒന്നിനും കൊള്ളണോത്തവനാന്നല്ലേ, ഒരു ചേച്ചിയില്ലേ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ റീലിൽ ഫേമസ് ആയ, നീയൊക്കെ എന്താന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, while defaming him, Chubukov accidentally reveals that he had a wedding proposal for Natalia, which surprises Natalia, and she suddenly regrets sending him out. അപ്പോൾ ചുബുക്കോവും നറ്റാലിയും കൂടെ എന്താണ് പറയാണ്, ഈ മണ്ടൻ. അതിൻ്റെ ഇടയിൽ ചുബുക്കോ ഇങ്ങനെ, അപ്പം നെറ്റാലി ചേച്ചിയും പറയുകയാണ്, ഈ വൃത്തികെട്ടവനെയാണല്ലോ നമ്മൾ ഇത്രയും നാളെ നെയ്ബറായിട്ട് സഹിച്ചതെന്നൊക്കെ പറയുന്നതിനിടയിൽ ചുബുക്കോ പറയുക, അതെ എന്നിട്ടാണ് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കാൻ വേണ്ടി ഈ മണ്ണൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് നെറ്റാലി ചേച്ചിക്ക് മനസ്സിലായി, ചുബുക്കോ ചേട്ടൻ കല്യാണം ആലോചിക്കാൻ വന്നു എനിക്ക് വേണ്ടിയിട്ടോ, അയ്യോ എന്തുകൊണ്ട് ഡാഡി എന്നോടത് പറഞ്ഞില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല എൻ്റെ ചുബുക്കോ ചേട്ടൻ അതിനാണെന്നുള്ള രീതിയിൽ ഒരു സ്റ്റൈൽ അടിച്ചു. She tells her father to bring him back. And Chubukov blames himself for being the father of a young daughter. അപ്പം നെറ്റാലിയുടെ മൊത്തം മൂഡ് മാറി. എന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരാളെയാണോ ഇയാൾ തെറി വിളിച്ചു വിട്ടിരിക്കുന്നത്, അച്ഛാ പോയി വിളിച്ചോണ്ട് വാ നമ്മുടെ ലോമോ ഏട്ടനെ വിളിച്ചോണ്ട് വാന്ന് പറഞ്ഞിട്ട് എന്താണ് വിളിക്കാൻ വേണ്ടി വിട്ടു. അപ്പം ചുബുക്കോവിന് ഇഷ്ടപ്പെട്ടില്ല, ആ തെണ്ടിനെ വിളിക്കാനോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. നെറ്റാലി പറഞ്ഞു അല്ല ഞാൻ ചാവെന്ന് പറഞ്ഞു. ഡ്രമാറ്റിക് ആയി, ഭയങ്കര ഓവർ ഡ്രമാറ്റിക്. നിങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാറില്ലേ, അയ്യോ അല്ലാണ്ട് എനിക്ക് പറ്റില്ല അയ്യോ എന്നായി. അപ്പോൾ ചുബുക്കോ എന്താണ്, ഹീ ബെയിൻസ് ഹിംസെൽഫ് അല്ലെങ്കിൽ ഡ്രെഡ്സ് ഹിംസെൽഫ് ഫോർ ബീയിങ് ദ ഫാദർ ഓഫ് എ യങ് ഡോട്ടർ. യങ് ഡോട്ടർ ഇങ്ങനത്തെ ഒരു അനാവശ്യമായിട്ടുള്ള ആവശ്യങ്ങളുള്ളതുകൊണ്ട് അതുകൊണ്ട് എന്താണ് അയ്യോ എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ചുബുക്കോ പോയിട്ട് നമ്മുടെ ലോമോ ചേട്ടനെ തിരിച്ചു കൊണ്ടുവരും. ഓക്കെ, the turning point and resolution. When Lomo returns, Natalia tries to deviate the topic by talking about shooting. അപ്പോൾ ലോമോ തിരിച്ചു വരുമ്പോഴാണ് ഇവര് ഓക്സൈൻ മെഡോസിന്റെ കാര്യമൊക്കെ വിട്ടു, അതൊക്കെ വിട്, വിഷയമുള്ള കാര്യമല്ല, നമുക്ക് എന്ത് ചെയ്യാം വേറെ കാര്യത്തിന് സംസാരിക്കാം. അപ്പം ഹണ്ടിങ്ങിനെ പറ്റിയിട്ട് ഷൂട്ടിങ്ങിനെ പറ്റിയിട്ട് സംസാരിക്കാൻ തുടങ്ങി, ഹണ്ടിങ്ങിനെ പറ്റിയിട്ട് കേട്ടോ. ലിറ്റിൽ ലേറ്റർ ദേ എൻറ്റർ ഇൻ ടു എ ഡിബേറ്റ്. അടുത്ത പരിപാടി വീണ്ടും തുടങ്ങി, ഓൺ ദെയർ ഡോഗ്സ്. ഇപ്രാവശ്യം അവരുടെ പട്ടിക്കുട്ടികളെ പറ്റിയുള്ള ഡിബേറ്റ് ആണ് തുടങ്ങിയത്. Natalia strongly believes that her dog Squeezer is better in comparison to Lomo's guess. അപ്പോൾ ലോമോ ചേട്ടൻ എന്താണ് മക്കളെ, ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, ലോമോ ചേട്ടൻ്റെ പട്ടിക്കുട്ടിയുടെ പേരാണ് ഗെസ്. ഗെസ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ പേരാണ് ഗെസ്. നറ്റാലി ചേച്ചിയുടെ സ്ക്വീസർ ആണ്, സ്ക്വീസർ. നറ്റാലി ചേച്ചി പറയുന്നത് സ്ക്വീസറാണ് അടിപൊളി ഗെസ്സിനെക്കാളും, ലോമോ ചേട്ടൻ പറയുന്നത് ഗെസ്സാണ് അടിപൊളി സ്ക്വീസറാണ്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ ലോമോ ചേട്ടൻ്റെ ഗെസ്സിന് എന്ത് പറ്റിപ്പോയി, ഇപ്പോൾ ഹി ഹാഡ് ഗോൺ ലെയിം. ഒരു കാലിന് എന്തോ ഒരു പ്രശ്നം പറ്റിയതുകൊണ്ട് ഇപ്പം നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലാണ്. എങ്കിലും ലോമോ പറയുന്നത് എന്താണ്, സ്ക്വീസറാണ്, ഗെസ്സാണ് എന്തുകൊണ്ടും അടിപൊളി. ഓക്കെ, ലെയിം ആവുന്നതിന് മുമ്പ് അടിപൊളി. ദേ കണ്ടിന്യൂ ആർഗ്യൂയിങ് വെൻ ചുബുക്കോ എൻറ്റേഴ്സ് ദ സീൻ ഓൺലി ടു മേക്ക് തിങ്സ് വേഴ്സ് അഗൈൻ. വീണ്ടും ചുബുക്കോ അപ്പാപ്പൻ കയറി വരും. നമ്മൾ വിചാരിക്കും അപ്പാപ്പൻ കയറി വന്നിട്ട് എന്താണ് മക്കളെ നിങ്ങൾ ഇങ്ങനെ അടികൂടിയോ എങ്ങനെയാ ശരിയാവുക, നമ്മൾ ഒരു കല്യാണത്തിന് വന്നിരിക്കുകയല്ലേ, കല്യാണ ആലോചനയ്ക്ക് വന്നിരിക്കുകയല്ലേ, നിങ്ങൾ കുറച്ചും കൂടി മാന്യമായി പെരുമാറണം എന്നൊക്കെ പറയുന്നത് വിചാരിക്കും. പക്ഷെ ഇയാൾ അതിനേക്കാളും കഷ്ടമാണ്, ഇവരെക്കാളും കഷ്ടമാണ്. നിന്റെ പട്ടി ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചുബുക്കോന്റെ പട്ടീനെ ലോമോന്റെ പട്ടീനെ അങ്ങോട്ട് താഴ്ത്തി കളഞ്ഞു. ഒന്നിനും കൊള്ളില്ല, നീയും കൊള്ളില്ല പട്ടിയും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു. Everyone gets hyper and Lomo finally falls because of palpitation. ലോമോ ചേട്ടന് സഹിക്കാൻ പറ്റില്ല, അദ്ദേഹം എന്ത് ചെയ്തു, പാൽപിറ്റേഷൻ അടിച്ച് വീണു നിലത്ത് വീണു. Even then cursing continues when suddenly Natalia notices that he is unconscious. അപ്പോൾ ഇയാൾ ബോധം കെട്ട് വീണുപോഴും ഇവർ രണ്ടുപേരും എന്താണ് ഇയാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, നിനക്ക് ഹണ്ടിങ്ങിനൊന്നും പോകാൻ പറ്റില്ല, എങ്ങനത്തെ ഹാർട്ട് കണ്ടീഷനിൽ നീ എന്തിനാണ് ഹണ്ടിങ്ങിനൊക്കെ പോകുന്നത്, നീ വീട്ടിൽ വെറുതെ കുത്തിരിക്കുന്നൊക്കെ പറഞ്ഞ് അബ്യൂസ് ചെയ്യാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ആസ് ദേ ഫൈൻഡ് ഹിം അൺഏബിൾ ടു ഡ്രിങ്ക് വാട്ടർ ഡിക്ലെയർ ഹിം ഡെഡ്. വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇയാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ആഫ്റ്റർ എ വൈൽ ലോമോ മൂവ്സ് എ ബിറ്റ്, ദേ ഗിവ് ഹിം സം വാട്ടർ ടു ഡ്രിങ്ക് ആൻഡ് ചുബുക്കോവ് forcefully hands over Natalia's hands to him, gives his blessings and asks them to kiss. After അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചത് പെട്ടെന്ന് എന്താണ് ഇയാൾക്ക് മൂവ് ചെയ്യാൻ പറ്റി, ലോമോനെ ഇളകാൻ പറ്റിയപ്പോൾ ഇവർക്ക് സമാധാനമായി, എൻ്റെ അമ്മോ ഇയാൾ തിരിച്ചു വന്നല്ലോ വിചാരിച്ച് ചാടി കയറി ചുബുക്കോ എന്ത് ചെയ്തു, ദാ കൈ പിടിച്ചോ, ഇപ്പം തന്നെ ഞാൻ എന്താണ് നിങ്ങളെ പ്രൊക്ലെയിമിങ് യു മാരിഡ് അല്ലേ,
എന്ന് പറഞ്ഞു, നിങ്ങളെ ഞാൻ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞു, സെറ്റാക്കി, ഇനി അടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. After regaining his senses, he expresses his excitement and kisses Natalia's hand. അപ്പം ലോമോ എന്താണ് ഭയങ്കര എക്സൈറ്റഡ് ആയി നറ്റാലിയുടെ കയ്യിൽ ഒരു ഉമ്മയെ കൊടുത്തു. Natalia again keeps convincing him that squeezer is better than yes, but Lomo, being adamant, refuses to accept this and quarreling continues. അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം ഹാപ്പി ആയി, ഫുൾ ഹാപ്പി സ്റ്റോറി ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താ സംഭവിച്ച അവസാനം വരെയും ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്ന വരെയും, അതായത് ഇയാൾക്ക് ബോധം തിരിച്ചു വന്നിട്ട് കല്യാണം ഉറപ്പിച്ച സമയത്ത് വരെ ഇവരെന്ത് ചെയ്യാണ്, ആർഗ്യൂ ചെയ്യുന്നതാണ്. എന്തിനു പറ്റിയിട്ട്, ആരെ പട്ടിയാണ് അടിപൊളിയെന്ന്. ബേസിക്കലി സംഭവം എന്നാണ് പറയുന്നത്, എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ ഇവർക്ക് എന്താണ്, ഇവരുടെ ഇടയിൽ ആർഗ്യുമെന്റ് എന്തായിരിക്കും, ഒരു കോമൺ തിങ് ആയിരിക്കും. ഇറ്റ് വോണ്ട് എൻഡ്, ഇറ്റ് വിൽ ബി എ നെവർ എൻഡിങ് തിങ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ഇവർ ആർഗ്യുമെന്റേറ്റീവ് ടൈപ്പ് ആൾക്കാരാണ്. സോ അവരെപ്പോഴും ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും അങ്ങനെ, ദേഷ്യം കൊണ്ടൊന്നും ആയിരിക്കില്ല, അവരെപ്പോഴും ആ ഒരു സ്റ്റൈലാണ്. അവരുടെ ആർഗ്യുമെന്റ് ചെയ്യാണ്, ആർഗ്യുമെന്റ് ഉണ്ടാക്കാനോ അല്ലെ ഇങ്ങനെ തിരിച്ചു പറയാനൊക്കെ ആയിരിക്കും അവരുടെ സ്റ്റൈൽ അല്ലേ. ആ ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഒന്ന് പറയാ. നിങ്ങളുടെ ഫ്രണ്ട്സ് കാണുന്നുണ്ടാവും. CBSEയിൽ ഏതാണ്ട് നല്ലൊരു ശതമാനം കുട്ടികൾ ഇവിടെ വന്നിട്ട് ഇത് കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്റ്റൈലാണ് ഇവർ. അപ്പൊ അതോടുകൂടെ ചാപ്റ്റർ എൻഡ് ചെയ്യാണ്. ദേ ആർ ഗെറ്റിംഗ് മാരീഡ്. ചുബുക്കോ എന്നാണ് രണ്ടുപേരെയും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. ഹാപ്പി എൻഡിങ്. പക്ഷെ ദേ ആർ സ്റ്റിൽ ക്വാറലിങ്. അവരപ്പോഴും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൈസെൽഫ്. കുറേ പേര് ഫർഹാനെ പറ്റി പറയുന്നുണ്ടല്ലോ. ആരാണ് ഈ ഫർഹാൻ? ഓക്കെ മക്കളെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഗോ ത്രൂ ഇറ്റ് ആഫ്റ്റർ റിസീവിങ് ദ നോട്ട്സ്. ഈ ചാപ്റ്റർ നോട്ട്സ് കിട്ടിക്കഴിയുമ്പോൾ ഗോ ത്രൂ ഇറ്റ്. എല്ലാ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പഠിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷേ യു ഷുഡ് ലേൺ. ഡിസ്കസ് ചെയ്യാൻ മാത്രമല്ല. അപ്പോൾ ഈ നെക്സ്റ്റ് പ്രൊപ്പോസൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ. മാഡം റൈറ്റ്സ് ദി ബസ്. സിമ്പിൾ ചാപ്റ്റർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാം. സിമ്പിൾ ചാപ്റ്റർ ആണ് അടുത്ത ചാപ്റ്ററും. എല്ലാ ചാപ്റ്റേഴ്സും സിമ്പിൾ ആണെന്നാണ് സത്യം. ഓക്കെ, തുടങ്ങാം. സെറ്റാണ്. ഓക്കെ, Valli's fascination with the world beyond. This is a sensitive story of a Tamil girl, Valli Amma, or Valli എന്ന് വിളിക്കാം ഷോർട്ട് ആയിട്ട്, who is only 8 years old. 8 വയസ്സുള്ളൂ കുട്ടിക്ക്. Okay. She was curious to know about the outside world. Also, she did not have friends to play. കാര്യമായിട്ട് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. So she keeps standing in the doorway of a residence and watch people in the street. അതുകൊണ്ട് എന്ത് ചെയ്തു, ഫ്രണ്ട്സ് ഇല്ല എന്ന് മാത്രമല്ല, പണ്ടൊക്കെയുള്ള കഥയാണ്. ഇൻസ്റ്റഗ്രാം ഇല്ല, യൂട്യൂബ് ഷോർട്സ് കാണാൻ പറ്റില്ല, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇല്ല, പബ്ജി ബാൻ ചെയ്തുകൊണ്ട് അത് കളിക്കാൻ പറ്റില്ല, പിന്നെ ഈ ഫുട്ബോൾ ഒന്നുമില്ല, ഒന്നും ചെയ്യാനില്ല അല്ലേ. നിങ്ങൾ എന്തൊക്കെ കളിക്കാമെന്ന് എനിക്കറിയില്ല. ഈ ഫുട്ബോളാണോ COD ആണോ കളിക്കാമെന്ന് എനിക്കറിയില്ല. COD ഒക്കെ ആണോ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കാണാം. അലൻ സാറിൻ്റെ ചോദിച്ചാൽ മതി, അലൻ സാറിൻ്റെ COD യൂസർ നെയിം എന്താണെന്ന്. ഈ ഫുട്ബോളും ഞങ്ങൾ കളിക്കാറില്ല. ഞാൻ അലൻ സാർക്ക് ഫിഫ മാത്രം കേട്ടോ. ഈ ഫുട്ബോളൊക്കെ പുതിയ സാധനങ്ങളാണ്. ക്ലാസിക് എപ്പോഴും ഫിഫ തന്നെയാണ്. ഈ ഫുട്ബോളൊക്കെ കോമഡി ആണെന്നാണ് എൻ്റെ അലൻ സാറിൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കും. COD നമ്മൾ കണ്ടുമുട്ടാം. COD അലൻ സാർ ഞാനൊക്കെ ഇന്നലെ രാത്രി വരെ കളിച്ചിട്ടുള്ളൂ. പ്രൊമോട്ട് ചെയ്യല്ല ഇത്. എക്സാം ടൈമിൽ ചെയ്യാൻ പോയ പണി പാടും. ഞങ്ങൾ ഓൾറെഡി നല്ല പണി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കളീൻ്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങളെ പോലെയല്ല. ഓക്കെ, അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് മതി ഈ പണിയൊക്കെ. എക്സാമിൻ്റെ സമയത്ത് CBSE 10ാം ക്ലാസ് പഠിക്കുമ്പോഴും +2 പഠിക്കുമ്പോഴും ഞാനും അലൻസാറും കട്ടയ്ക്ക് പഠിച്ചുള്ളൂ. അന്ന് ഫോണും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഫുൾ ടൈം 10 മണിക്കൂർ ഡെയിലി പഠിച്ചിട്ടാണ് ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ A1 കിട്ടിയത്. +2 രണ്ടുപേർക്ക് 95% മുകളിൽ കിട്ടിയത്. ഓക്കെ, അപ്പം അതിനിടയ്ക്ക് പോയിട്ട് ചെയ്യരുത്. അലക്സാറ് പറഞ്ഞു ഫിഫ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ പെസ്സും ഫിഫയും തമ്മിലുള്ള ഇതാണ് മക്കളെ. എന്തിനാ പെസ്സിനൊക്കെ ഫിഫയും പെസ്സും തമ്മിലുള്ള കോമ്പറ്റീഷൻ വെക്കുകയാണ്, ഒരു സംശയമില്ല. ഫിഫയൊക്കെ വേറെ ലെവലിലായിരിക്കും, പെസ്സൊന്നും അത്ര എത്തൂല. ഓക്കെ, പണ്ട് പെസ് അടിപൊളിയായിരുന്നു, ഇപ്പോൾ പെസ് അത്ര എത്തൂല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും. COD കളിക്കുമ്പോൾ അലൻ സാറിനോട് ചോദിച്ചാൽ മതി എന്താണ്. അലൻ സാർ വരുമ്പോൾ അലൻ സാറിൻ്റെ യൂസർ നെയിം ചോദിച്ചാൽ മതി. എൻ്റെ യൂസർ നെയിം എനിക്ക് ഓർമ്മയില്ല. നമുക്ക് എന്ത് ചെയ്യാം, എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ടീമൊക്കെ ആയിട്ട് കളിക്കാൻ പോകാം, ഫ്രണ്ട് ലൈൻ മോഡിൽ കളിക്കാം.
ഓക്കെ, എനിവേ ലെറ്റ്സ് മൂവ് ഫോർവേഡ്. നമ്മുടെ വിഷയം ഒന്നുമല്ല, നമ്മുടെ വിഷയം ഇതാണ്. നമ്മുടെ വിഷയം എന്താണ്? കുട്ടിക്ക് ഈ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഫോണില്ല. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? ഡോറിൽ പോയി നിൽക്കും, വീടിൻ്റെ പുറത്തെ ഡോറിൽ പോയി നിൽക്കും. എന്നിട്ട് വഴി കൂടെ ആൾക്കാർ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അങ്ങനത്തെ ചെറിയ കുട്ടികളെ? ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ കുട്ടികളുടെ പ്രത്യേകത എന്താണ്? ഇങ്ങനെ നോക്കുക, സ്റ്റെയർ ചെയ്യണം. അമ്മേ അങ്കിൾ അങ്കിൾ പോണ് അങ്കിൾ എന്ന് നോക്കിക്കൊണ്ടിരിക്കില്ലേ? അതുപോലെ ഈ വള്ളി എന്താണ്? അങ്ങനെ പോയി വഴി കൂടെ പോകുന്ന ആൾക്കാർക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. Also, she did not have friends to play, so she keeps standing inside the doorway of her residence and watched people in the street. The important ആണ് pastime activity of Valli. This was her favorite pastime. ഇതായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള. അപ്പോൾ പരീക്ഷ ചോദിക്കും, what was Valli's favorite pastime? ഈ പുറത്തു നിന്നിട്ടുള്ള വൈനോട്ടം. However, she was always mesmerized by the bus journey that traveled the bus between her village and the closest city. അപ്പോൾ വള്ളിയുടെ വില്ലേജിൽ നിന്ന് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സിറ്റിയിലേക്ക് ഒരു ബസ് പോകുന്നുണ്ടായിരുന്നു. ആ ബസ്സിൻ്റെ ജേണി, ഇതുവരെ ഒരു ബസ് കയറാത്തത് കൊണ്ട് തന്നെ വള്ളിക്ക് ബസ്സിൻ്റെ ജേണിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു. കൊള്ളാമല്ലോ സംഭവം. ഓക്കെ, ഷീ സ്റ്റാർട്ടഡ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ദി ടൈമിങ്സ് ഓഫ് ദി ബസ് ഫ്രം അവർ നെയ്ബേഴ്സ്. അപ്പോൾ ഈ ബസ്സിൻ്റെ ടൈമിങ്സ് എന്താണെന്നുള്ള കാര്യം മെല്ലെ മെല്ലെ വള്ളി എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, എന്തിനായിരിക്കും നോക്കാം. ഫിഫ, ഫുട്ബോള് എല്ലാം വിട്, അത് പിന്നെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, COD വേഴ്സസ് വിട്, പിന്നെ സംസാരിക്കാം. ഓക്കെ, നമുക്ക് വൈകുന്നേരത്തെ ലൈവ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് സമയം ഉണ്ടാക്കി സംസാരിക്കാം. അതിനു വേണ്ടി മാത്രം ടെക്നിക്കലി നമ്മൾ ഡിബേറ്റ് ചെയ്യാം. ഫിഫ ആണോ അടിപൊളി, ഈ ഫുഡ് ആണോ അടിപൊളി. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? വിടാം. ഓക്കെ, റെഡി, സെറ്റ്. Valli's meticulous plan and first encounter with the bus. The bus travels to the town near a village which was approximately 6 miles from a village. 6 മൈൽ ദൂരത്തുള്ള ഒരു സിറ്റിയിലേക്കായിരുന്നു ബസ് പോവുക. The fare was 30 paise for one way. അങ്ങോട്ട് പോകാൻ 30, ഇങ്ങോട്ട് പോകാൻ 30. മൊത്തത്തിൽ ഫെയർ എത്രയായിരിക്കും? 60 ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. So Valli started saving money for the bus fare. ബസ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് വള്ളി എന്താണ് അങ്ങോട്ട് നിന്ന് ഇവിടുന്നൊക്കെ പൈസ എന്താണ് സേവ് ചെയ്യാൻ തുടങ്ങി. കാരണം വള്ളിയെ സംബന്ധിച്ചിടത്തോളം 30 പൈസ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൂടുതൽ നല്ല വലിയൊരു പൈസയാണ്. She had planned to travel in the afternoon when her mother was having a nap. ഉച്ചയ്ക്ക് അമ്മ കിടന്ന് ഉറങ്ങും. 1 മണി മുതൽ 4 മണി വരെ അമ്മ കിടന്ന് ഉറങ്ങുന്ന വള്ളിക്കറിയാം. ആ ഒരു സമയം എന്താണ്? അല്ലെങ്കിൽ തന്നെ വള്ളി എന്താണ് പുറത്തൊക്കെ എക്സ്കർഷന് വേണ്ടി പോകുമായിരുന്നു, പുറത്തൊക്കെ ഇറങ്ങി പോകുമായിരുന്നു. ഈ അന്ന് എന്ത് ചെയ്യാൻ വിചാരിച്ചു? ഒരു ബസ് ജേണി അടിച്ചോളാൻ വിചാരിച്ചു. ട്രിപ്പ് പോകാനുള്ള മൂടായിരുന്നു വള്ളിക്ക്. നേരെ വിട്ടു. Valli was standing on the roadside waiting for the bus. അപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. As the bus came, she told the conductor she wants to go to the town. The conductor was a jovial person. He called her madam and showed her the seat. കണ്ടക്ടർ ഒരു ജോളി മനുഷ്യനായിരുന്നു. കണ്ടക്ടർ പറഞ്ഞു, മാഡം വരൂ, കുഞ്ഞു കുട്ടിയാണ്, എന്നാലും കളിയാക്കി പറയുന്നതാണ്. മാഡം ഇരിക്കും, മാഡം ഇരുന്നിട്ട് വേറെ ആർക്കും ഇരിക്കാൻ പറ്റുള്ളൂ, മാഡം ഇരിക്കും എന്നുള്ള ആ ടൈപ്പ് മനുഷ്യനായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ ബസ് ഡ്രൈവർ മാമന്മാരോ അല്ലെങ്കിൽ ജീപ്പ് മാമന്മാരൊക്കെ ഉണ്ടായിരിക്കും. എൻ്റെ സ്കൂളിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു, ഞാൻ പഠിക്കുമ്പോൾ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ഇങ്ങനത്തെ ഒരു ജീപ്പ് മാമൻ. ടെർബനൊന്നുമില്ല തലയിൽ കൂടെ. അപ്പോൾ എന്ന് മൂപ്പർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ തിരിച്ച് എല്ലാ ദിവസവും സ്കൂളിൽ ഇങ്ങനെ പോകില്ല, ജീപ്പിൽ പോകില്ല. മൂപ്പർ വഴിക്കണ പോകുന്ന ഇങ്ങനെ നടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അവരോടൊക്കെ പറയും, മോളെ പാമ്പ് എന്ന് പറയും, പാമ്പ്. അപ്പോൾ അവരിങ്ങനെ അയ്യോ എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി കടന്നു പോയിട്ടുണ്ടാവും. അവർക്ക് തെറി വിളിക്കാൻ പറ്റില്ല. പക്ഷെ തെറിയെ കേട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്നിൽ കൂടുതൽ ഒരാളെയൊക്കെ പറ്റിക്കാൻ പോയിട്ടുണ്ട് അറിയാണ്ട്. നമുക്കറിയില്ലോ ആരെയാണ് നമ്മൾ നേരത്തെ പറ്റിച്ചത്. അങ്ങനെ പോയപ്പം അയാൾക്ക് നല്ല കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. ഏത്? ഈ ബസ് കണ്ടക്ടർ. Valli's enthralling journey to the town. The bus was new and painted in green and white color stripes. The bus was comfortable and the seats were luxurious. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൺ എ ജേർണി ഷീ എൻജോയ്ഡ് വാച്ചിങ് മൗണ്ടൻസ്, ഗ്രീൻ ഫീൽഡ്സ് ആൻഡ് പാം ട്രീസ്, ഗ്രാസ് ലാൻഡ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു വള്ളി കണ്ടത്. എക്സാമിന് ചോദിക്കാം, വാട്ട് വേർ ദ വ്യൂസ് ദാറ്റ് വള്ളി വിറ്റ്നസ് വൈൽ ഓൺ ദി ബസ് ജേർണി. അപ്പോൾ ഇതൊക്കെയായിരുന്നു വള്ളി കണ്ടത്. ഓക്കെ, മൗണ്ടൻസ് ഉണ്ടായിരുന്നു, പാടങ്ങളുണ്ടായിരുന്നു, പൈൻ എന്താണ് ട്രീസ് ഉണ്ടായിരുന്നു അല്ലേ, പാം ട്രീസ് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഷീ വാസ് പൈനല്ല, പാം ട്രീസ്. She was experiencing it all for the first time by her own eyes. അപ്പോൾ ആദ്യമായിട്ടാണ് ബസ്സിലൊക്കെ കയറി ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ വലിയൊരു അനുഭൂതിയായിരുന്നു, വലിയൊരു നല്ലൊരു മെസ്മറൈസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. On her way to the town, she saw a young cow that came in front of the bus while crossing the road. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് എന്താണ്, ഒരു യങ് കൗ എന്താണ് റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടു.
ഈ യങ് കൗന് ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും റോൾ പ്ലേ ചെയ്യാനുണ്ടാവുമോ? വിൽ വെയിറ്റ് ടിൽ ദി എൻഡ്. The driver blew the whistle and the cow crossed by. ഡ്രൈവർ whistle അടിച്ചു, കൗ ക്രോസ് ചെയ്തു. All this is very fascinating for വള്ളി. വള്ളിക്ക് ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു, കാരണം ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത്. It was like a dream come true for her. She was watching everything, but the outside landscape was her prime focus. എല്ലാം നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പുറത്തുള്ള ആ വ്യൂസ് ആയിരുന്നു വള്ളിയുടെ മെയിൻ ഫോക്കസ്. അതായിരുന്നു ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. After some time, the bus reached the final destination, സിറ്റിയിലെത്തി, and all the passengers got on. എല്ലാവരും ഇറങ്ങി. The conductor asked her to get down, but she told that she was there for the bus ride. The conductor smiled, listening to her reply. കണ്ടക്ടർ പറഞ്ഞു വള്ളിനോട് ഇറങ്ങാൻ പറഞ്ഞു. വള്ളി പറഞ്ഞു ഞാൻ എവിടേക്കും വന്നതല്ല, സിറ്റിയിലേക്ക് വന്നതല്ല, എനിക്ക് ബസ്സിൽ കയറാൻ വേണ്ടി വന്നതാണ്, തിരിച്ചുള്ള ടിക്കറ്റും കൂടി ഞാൻ എടുക്കാം, നിങ്ങൾ എന്നെ തിരിച്ചുള്ള ജേർണിക്ക് കൊണ്ടാക്കാൻ മതി എന്ന് പറഞ്ഞു. അതോടെ ജേർണി കഴിഞ്ഞു. ഇനി ജേർണിയിൽ തിരിച്ചു വരുന്ന കാര്യമാണ്, അങ്ങോട്ടുള്ള ജേർണി, ഇനി തിരിച്ചുള്ള ജേർണി. വള്ളി remained on the bus and had taken a return ticket. 30 പൈസയുടെ റിട്ടേൺ ടിക്കറ്റ് ഒന്നും എടുത്തു. അങ്ങനെ മൊത്തം 60 പൈസ ചെലവാക്കി from the conductor. The bus started and on her way back home she saw the same cow dead by the roadside. അതേ കൗവില്ലേ ഒരു യങ് കൗ ക്രോസ് ചെയ്തത്, അത് മരിച്ചു കിടക്കുകയാണ് റോഡ് സൈഡിൽ. അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാം? ഏതെങ്കിലും വണ്ടി കൗവിനെ ഇടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, ദിസ് മെയ്ഡ് എ ഹാർട്ട് ക്രൈ. ഇത് വള്ളിനെ ഭയങ്കര ദുഃഖിതയാക്കി. She thus became sad and tried to understand the meaning of life and death in her own terms. ആദ്യമായിട്ടായിരുന്നു ഡെത്ത് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ നേരിട്ട് നേരിട്ട് കാണുന്നത്. അപ്പം ഡെത്ത് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് വള്ളിയിലേക്ക് വന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് വഴിയാണ്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഇൻറ്റർണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വള്ളി കുറച്ച് സമയമെടുത്തു. സാഡ് സ്റ്റോറി. She came back home but did not share a word about the journey with her family. തിരിച്ചു വന്നപ്പോൾ അമ്മയുണ്ടായിരുന്നു, ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു, അവരോട് ഒന്നും മിണ്ടില്ല, നേരെ റൂമിലേക്ക് പോയി. എൻഡ് ഓഫ് സ്റ്റോറി. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഈ ചാപ്റ്ററിന് എന്തൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ? ബസ് ജേർണിക്ക് മുൻപ് വള്ളി എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? വള്ളി എന്താണ്? വഴി പോകുന്ന ആൾക്കാരെ വഴി നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അതൊക്കെയാണ് മെയിൻ പരിപാടി. ബസ് ജേർണിക്ക് വേണ്ടിയിട്ട് പൈസ സേവ് ചെയ്ത കാര്യം പറയുന്നുണ്ട്, ബസ് ജേർണിയിൽ അങ്ങോട്ട് പോയപ്പോഴുള്ള കാര്യം പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാര്യം പറയുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച ചാപ്റ്റർ സെറ്റാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് വാസ് വള്ളീസ് ഫേവറേറ്റ് പാസ്റ്റ് ടൈം, വാട്ട് ഡിഡ് വള്ളി ഫൈൻഡ് ഔട്ട് അബൌട്ട് ദി ബസ് ജേർണി, ഹൗ ഡിഡ് ഷീ ഫൈൻഡ് ദീസ് ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും ക്വസ്റ്റൻ ആൻസർ ആയിട്ട് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഗോ ത്രൂ ഇറ്റ്. ക്ലിയർ ആണല്ലോ? ക്രിസ്റ്റൽ ക്ലിയർ ആണ് മക്കളെ? ബുദ്ധിമുട്ടില്ല. സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ചാപ്റ്ററിൽ. ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ആലോചിക്കും നിങ്ങൾ. ഇത്രയേ ഉള്ളൂ ചാപ്റ്ററിൽ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. മണ്ടേല അവിടെ നിൽക്കട്ടെ, നമുക്ക് മിജ്ബിൽ പഠിക്കാം. മിജ്ബിൽ ദി ഓട്ടർ. ഇത് മിജ്ബിൽ ഓട്ടർ അല്ല, ഇത് വേറൊരു ഓട്ടറാണ്. ഇനി മിജ്ബിൽ എന്ന് പറഞ്ഞ ഓട്ടറിനെ വേണ്ടിയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ്? റെഡി എന്ന് അടിച്ചോളൂ. നമുക്ക് എന്ത് ചെയ്യാം? അടിച്ച് പൊളിച്ചും കൊണ്ട് തുടങ്ങാം. ഓക്കെ, റെഡി. ഇതിൽ ബേസിക്കലി ഒരു ഓട്ടർ എന്ന് പറഞ്ഞ ഈ സാധനത്തിനെ പറ്റിയിട്ടാണ് ഉള്ളത്. ഒരു പ്രത്യേക ഒരു ഓട്ടർ ഉണ്ട്, മിജ്ബിൽ എന്ന് പറഞ്ഞ ഓട്ടർ. ആ ഓട്ടറിൻ്റെ കഥയാണുള്ളത്. അതെ, സ്കൂട്ടറിനെ പോലെ തന്നെ. സ്കൂട്ടറും സ്പൈഡറും. അലൻ സാറിൻ്റെ വീട്ടിലുള്ള പട്ടിക്കുട്ടികളാണ് സ്കൂട്ടർ ആൻഡ് സ്പൈഡർ. വൈകുന്നേരം 15 കേക്ക് സ്കൂട്ടർ സ്പൈഡറും വരും, ഗിറ്റാറും വരും, എല്ലാം വരും. മാക്സ്വെൽ ചൂസസ് ഓട്ടർ ആസ് എ പെറ്റ്. സ്റ്റാർട്ട് ചെയ്യാൻ മകളെ? റെഡിയാണ്? റെഡി എന്നടിക്കൂ. Maxwell traveled to southern Iraq in early 1956 when he lost his pet dog Johnny. അപ്പോൾ ജോണി എന്ന് പറഞ്ഞ പെറ്റ് ഡോഗ് ഉണ്ടായിരുന്നു, അത് മരിച്ചുപോയി. അപ്പോൾ ആ ഒരു സമയത്താണ് ഇറാഖിലേക്ക് പോകേണ്ടി വന്ന ആർക്ക്? മാക്സ്വെൽ എന്ന് പറഞ്ഞ മനുഷ്യന്. He was so heartbroken by the death of his beloved pet that he didn't want to keep another dog as a pet. അപ്പം ആദ്യം ഉണ്ടായിരുന്ന പെറ്റ് ജോണി എന്താണ്? ഒരു ഡോഗായിരുന്നു, മരിച്ചുപോയത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യം, ഭയങ്കര ദുഃഖം ഉണ്ടാക്കി. ഇനിയൊരു ഡോഗിനെ പറ്റില്ല അല്ലേ? നിങ്ങൾക്ക് പെറ്റ്സിനെ ഓൺ ചെയ്തവർക്ക് അറിയാം, ഒരു പെറ്റ് മരിക്കുമ്പോൾ ഒരു ഫാമിലിയിലെ ഒരു മെമ്പർ മരിക്കുന്ന പോലെ തന്നെയാണ് അല്ലേ? എൻ്റെ അലൻ സാറിന് വീട്ടിൽ ഇഷ്ടം പോലെ പട്ടികളുണ്ടായിരുന്നു, കുറേ പട്ടികളുണ്ട്. ഇപ്പോഴും 2 പേരുണ്ട്. ഇതിൻ്റെ മുൻപും ഒരു ടൈമിലൊക്കെ 3 എണ്ണമൊക്കെ ഒരുമിച്ചൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം മരിച്ചു പോകുമ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ ആയ മൊമെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സ്വെല്ലിന് ഇനി വേറൊരു പട്ടി വേണ്ട എന്നല്ലായിരുന്നു. വേറെ പെറ്റായിക്കോട്ടെ, പട്ടി വേണ്ട. Maxwell used to live in Camasfearna near Scotland, which is close to water, so it was suitable for him to experiment with an otter as a pet. ഓട്ടർ എന്ന് പറഞ്ഞ ഈ ഒരു ആനിമലിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാട്ടർ ഭയങ്കര ഇഷ്ടമാണ്. മാക്സ്വെല്ലിൻ്റെ സ്വന്തം നാടായ കാമസ്ഫിയറിൽ അവിടെ കുറേ വാട്ടർ
ഉണ്ടായിരുന്നു. ബേസിക്കലി കുറച്ച് പോണ്ട് അങ്ങനത്തെ കുറച്ച് ബേസിക്കലി കുറേ വാട്ടർ ലാൻഡ് ഉണ്ടായിരുന്നു അല്ലേ, വാട്ടർ ബോഡീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേണേൽ ഓട്ടറിനെ ഒരു പെറ്റായിട്ട് വേണേൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓട്ടറിന് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ക്ലൈമറ്റും ഒരു ടൈപ്പ് ഓഫ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മുടെ മാക്സ്വെലിൻ്റെ നാട്ടിലുള്ളത്. ആസ് ഹി ചോസ് ടു കീപ്പ് എൻ ഓട്ടർ ആസ് എ പെറ്റ്, ഹി ഷെയർസ് ഹിസ് വിഷ് വിത്ത് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു ഫ്രണ്ടുമായിട്ട് ഈ കാര്യം പറയണം, ഓട്ടറിനെ പെറ്റായിട്ട് വെച്ച് എങ്ങനെ ഉണ്ടായിരിക്കും ഐഡിയ പറയണം. ഹൂ സജസ്റ്റഡ് ഹിം ടു ഫൈൻഡ് എൻ ഓട്ടർ ഫ്രം ദി ടിഗ്രിസ് മാർഷസ്. അപ്പോൾ ടിഗ്രിസ് മാർഷസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല ഓട്ടേഴ്സിനെ കിട്ടുന്ന കേട്ടിട്ടുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് വാസ് എ പ്ലേസ് ദാറ്റ് ഹാഡ് സെവറൽ ഓട്ടേഴ്സ് ദാറ്റ് വെർ ഓഫ്റ്റൻ ടൈംഡ് ബൈ അറബ്സ്. അപ്പോൾ അറബ്സ് ടൈം ചെയ്തെടുക്കുന്ന ഓട്ടേഴ്സിനെ വിൽക്കുന്ന സ്ഥലമാണ് ഈ ടിഗ്രിസ് മാർഷസ്. അവിടെ പോയാൽ നിനക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഓട്ടറിനെ കിട്ടാൻ സാധ്യതയുള്ള കാര്യം ആര് പറയാണ്? ഈ മാക്സ്വെലിൻ്റെ ഫ്രണ്ട് മാക്സ്വെലിനോട് പറയാം. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. Maxwell's mail delays. Maxwell went to Basra with his friend to the consulate general to collect and answer their mail from Europe. മാക്സ്വെല്ലിൻ്റെ ഫ്രണ്ടിനും എന്ത് ചെയ്യണം? ഇറാഖിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകണം. അപ്പോൾ ആ പോകാൻ വേണ്ടിയിട്ടുള്ള കോൺസുലേറ്റിൽ എന്ത് ചെയ്തു? മെയിൽ കളക്ട് ചെയ്യാൻ വേണ്ടി പോയി. ബട്ട് ഓൺ റീച്ചിങ് മാക്സ്വെൽ ഫൗണ്ട് ദാറ്റ് ഹിസ് ഫ്രണ്ട് ഗോട്ട് ഹിസ് മെയിൽ ബട്ട് ഹിസ് മെയിൽ ഹാസ് ഇൻ അറൈവ്ഡ്. അവിടെ പോയപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഫ്രണ്ടിന് തിരിച്ചു പോകാനുള്ള യൂറോപ്പിലേക്ക് പോകാനുള്ള മെയിൽ കിട്ടി, പക്ഷെ മാക്സ്വെല്ലിന് തിരിച്ചു പോകാനുള്ള മെയിൽ കിട്ടിയില്ല. ഹി ഹാഡ് ടു വെയിറ്റ് for 5 more days to receive this mail. 5 ദിവസം കൂടെ ഇറാഖിൽ നിന്നാണ് സ്റ്റക്കായി പോയി. ആഫ്റ്റർ 5 days മാക്സ്വെൽസ് മെയിൽ അറൈവ്ഡ്. അങ്ങനെ 5 ദിവസം കഴിഞ്ഞിട്ട് മാക്സ്വെലിൻ്റെ മെയിൽ റിസീവ് ചെയ്തു. ഹി വെന്റ് ടു ഹിസ് റൂം ടു റീഡ് ഇറ്റ്. ഇൻ ഹിസ് റൂം ഹി സോ 2 Arabs waiting for him. റൂം തിരിച്ച് ലെറ്റർ വായിക്കാൻ വേണ്ടി പോയപ്പോൾ എന്താണ്? 2 അറബ്സ് മാക്സ്വെലിൻ്റെ റൂമിൽ വെയിറ്റ് ചെയ്യാണ്. ഹബീബി വെൽക്കം ടു ദുബായ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണോ? പേടിക്കേണ്ട, അങ്ങനെയൊന്നുമല്ല. അറബ്സ് എന്താ നല്ലൊരു ഇൻറ്റൻഷനോടെ നമ്മുടെ ഇദ്ദേഹത്തിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ദേ ഹാൻഡഡ് ഹിം എ നോട്ട് ഫ്രം ഹിസ് ഫ്രണ്ട് വിച്ച് സെഡ്. അപ്പോൾ ആ മറ്റേ ഫ്രണ്ട് ഇല്ലേ, മാക്സ്വെലിൻ്റെ ഫ്രണ്ട്, അയാൾ എന്താണ് ഈ അറബ്സിൻ്റെ അടുത്ത് നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നോട്ടിൽ ആ ഫ്രണ്ട് എഴുതിയിരിക്കുന്നത് ഹിയർ ഈസ് യുവർ ഓട്ടർ. ഇതാ നിങ്ങളുടെ നീ ചോദിച്ച ഓർഡർ അല്ലേ, ഇതാ പിടിച്ചോ. ദ ഓട്ടർ വാസ് ഇൻ എ സാക്ക്. ഒരു ചാക്കിൽ എന്താണ്? ഒരു ഓട്ടർ ഉണ്ടായിരുന്നു. വെൻ മാക്സ്വെൽ ഓപ്പൺഡ് ഇറ്റ് he saw a small medievally conceived dragon like animal. ഒരു ചെറിയ ഡ്രാഗൺ ലൈക്ക് ഒരു ആനിമലിന് എന്താണ് മാക്സ്വെൽ കണ്ടു? ഓട്ടർ തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഓട്ടറിനെ കാണുന്നുണ്ടാവാം മിക്കവാറും റിയൽ ലൈഫിൽ. ഇറ്റ് വാസ് thoroughly mud smeared with pointed scales. പോയിന്റഡ് ആയിട്ടുള്ള സ്കെയിൽസ് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി മഡ് സ്മിയർഡ് എന്ന് പറഞ്ഞാൽ ചെളിയിൽ ചെളി പുരണ്ടിരിക്കുകയായിരുന്നു. It took him about a month to remove the mud from the otter's body completely. 1 മാസത്തോളം എടുത്ത് ഈ ഓട്ടറിന്റെ ബോഡിയിൽ നിന്ന് ഈ മഡി ചെളി എന്താണ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി. അത്രത്തോളം ചെളിയിൽ പുരണ്ടായിരുന്നുള്ളത്. ഹി നെയിം ദി ഓട്ടർ മിജ്ബിൽ. മിജ്ബിൽ എന്നാണ് ഓട്ടറിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. മിജ് എന്ന് നമുക്ക് ഷോർട്ടായിട്ട് വിളിക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റ് ആണല്ലോ? ഓക്കെ. മിജ്ബിൽസ് ക്യാരക്ടറിസ്റ്റിക്സ്. മിജ്ബിൽ റിമെയിൻ അലൂഫ് ഫോർ ദി ഫസ്റ്റ് 24 hours. ആദ്യത്തെ ഒരു 24 മണിക്കൂർ മിജ്ബിൽ എന്ത് ചെയ്തു? ഭയങ്കര അലൂഫായിട്ടിരുന്നു, കുറച്ച് ലോൺലി ആയിട്ടിരുന്നു. കുറേ നമ്മുടെ മാക്സ്വെലിനോടും കുറേ ഒന്നും മിണ്ടാനൊന്നും പോയില്ല. ഓക്കെ, മിണ്ടാനൊന്നും പോയില്ല. ഹി സ്ലെപ്റ്റ് ഓൺ ദി ഫ്ലോർ ആസ് ഫാർ ആസ് പോസിബിൾ ഫ്രം മാക്സ്വെൽ. എത്രത്തോളം എന്താണ് മാക്സ്വെലിൽ നിന്ന് വിട്ടിരിക്കാൻ പറ്റുന്നു അത്രത്തോളം മാക്സ്വെലിൽ നിന്ന് വിട്ടിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടില്ല ഇത്രയും മനസ്സിലാക്കാൻ വേണ്ടി? ഓക്കെ, റെഡി. But soon he became friendly with his owner as the very next day he crept into Maxwell's bed and slept under the crook of his knees. മെല്ലെ എന്താണ് മാക്സ്വെലിൻ്റെ അടുത്ത് കമ്മ്യൂണിറ്റി വരും കേട്ടോ. കമ്മ്യൂണിറ്റി നിങ്ങളൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ നോക്കിയാൽ യു വിൽ ഗെറ്റ് ഇറ്റ്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ മക്കളെ ഒന്നും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കാരണം നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ നോക്കുന്നതന്നെ പ്രശ്നമാണ്. അപ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നോക്കിയാൽ കിട്ടും. ഓക്കെ, ഡോണ്ട് വറി. ക്ലിയർ ആണല്ലോ മക്കളെ? പ്രശ്നമില്ല? ഓക്കെ. But soon he became very friendly with his owner as very next day he crept into Maxwell's bed and slept under the crook of his knees. പക്ഷെ അടുത്ത ദിവസം തന്നെ എന്താണ് നമ്മുടെ ഓട്ടർ എന്ത് ചെയ്തു? മിജ്ബിൽ എന്താണ് മാക്സ്വെലായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആവാൻ തുടങ്ങി. ഒരു കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും കമ്പനി ആവാൻ തുടങ്ങി. ഓക്കെ, ആദ്യമൊക്കെ കുറച്ച് എന്താണ് മടി ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താണ് രണ്ടുപേരും ഭയങ്കര കമ്പനി ആവാൻ തുടങ്ങി. ശരി, വാട്ട് കളർ ഈസ് യുവർ ബുഗാട്ടി? എൻ്റെ ബുഗാട്ടിയുടെ കളർ ഇന്നേ വരെ ഇൻവെന്റ് ചെയ്യാത്തൊരു കളറാണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. Maxwell made a body belt for Mitch and led him to the bathroom. ഒരു ബോഡി ബെൽറ്റിലേക്ക് കെട്ടിയിട്ട് എന്താണ് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. On seeing water,
ബാത്റൂമിൽ ബാത്ടബിൽ വെള്ളം കണ്ടിട്ട് മിച്ച് ഗോട്ട് എക്സൈറ്റഡ് ആൻഡ് പ്ലഞ്ച്ഡ് ഇൻടു ദി ബാത്ടബ്. മിജിന് ഭയങ്കര എക്സൈറ്റഡ് ആയി, ബാത്ടബിലേക്ക് ചാടി കയറി വീണു. നിങ്ങളും ബാത്ടബ്, എൻ്റെ ഒന്നും വീട്ടിലൊന്നും ഇല്ല, നിങ്ങളുടെ വീട്ടിലുണ്ടോ എനിക്കറിയില്ല, പക്ഷെ വീട്ടിലില്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽ റൂമിലൊക്കെ പോകുമ്പോൾ ബാത്ടബ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് പ്രത്യേക ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ. ഞാനും അലൻസാറും അങ്ങനെയായിരുന്നു പണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് ഊട്ടിയിൽ ഒരു പ്രാവശ്യം പോകുമ്പോഴാണ് ഒരു റൂമിൽ ഒരു ബാത്ടബ് കണ്ടത്. എൻ്റെ അമ്മോ, എക്സൈറ്റ്മെന്റ് ലെവൽ വേറെ ആയിരുന്നു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനും അലൻസാറും കംപ്ലീറ്റ്ലി ഞങ്ങൾ പുറത്ത് പോയില്ല. പേരൻസ് പുറത്തെന്താണ് ഊട്ടിയിലേക്കോ എന്താ കണക്കുമ്പോൾ ഞങ്ങൾ ബാത്ടബ് ഫുൾ ടൈം ഗുളു. അപ്പോൾ അത്ര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പം അത്ര എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എത്ര പേർക്ക് ബാത്ടബിനെ പറ്റി എക്സൈറ്റഡ് ആണ്, ബാത്ടബ് കാണുമ്പോൾ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്നുള്ള എനിക്കറിയില്ല. അങ്ങനെ ഒന്ന് പറയാം. യെസ്, അലൻസാറും ഞാൻ ബ്രദേഴ്സ് ആയിരുന്നു, ഇപ്പോഴും ആണ് ഓബ്വിയസ്ലി. ഓക്കെ, അപ്പോൾ ഇപ്പോഴും എത്ര പേര് എക്സൈറ്റഡ് ആണെന്നുള്ള കാര്യം പറയാം. ഓക്കെ, എക്സൈറ്റഡ് ആണ്, റെഡി. അപ്പം അതുപോലത്തെ ആയിരുന്നു മിജ്. നമ്മളും മിജൊക്കെ ഒരേപോലെയാണ്, ഓട്ടറിനെ പോലെ തന്നെയാണ്. ഗോട്ട് എക്സൈറ്റഡ് ആൻഡ് പ്ലഞ്ച്ഡ് ഇൻടു ദി ബാത്ടബ്. Observing Mill's behavior in water, Maxwell learned that playing with water is a vital characteristic of an otter. അപ്പോഴാണ് മാക്സ്വെല്ലിന് ശരിക്കും മനസ്സിലായത് ഈ ഓട്ടറിന് എത്രത്തോളം വെള്ളം ഇഷ്ടമാണെന്നുള്ള കാര്യം. ഇറ്റ് കുഡന്റ് റെസിസ്റ്റ് ദി സൈറ്റ് ഓഫ് വാട്ടർ. അതിന് വെള്ളത്തിൻ്റെ സൈറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അത്രത്തോളം വെള്ളം ഇഷ്ടമായിരുന്നു. മാക്സ്വെൽ വാസ് അമ്യൂസ്ഡ് ടു സീ ദാറ്റ് ജസ്റ്റ് ആഫ്റ്റർ 2 days മിജ് വാസ് ഏബിൾ ടു ഗെറ്റ് ഇൻ ടു ദി ബാത്ടബ് ആൻഡ് ഓപ്പൺ ദി ടാപ്പ് ബൈ ഹിസ് പോസ്സ്. ടാപ്പ് ഇങ്ങനെ പോയിച്ചിരുന്നാണ് തുറക്കാനുള്ള ലെവൽ വരെ മിജ് ആയി കഴിഞ്ഞിരുന്നു. Soon Mitch learned to follow his owner and started responding to his name too. മെല്ലെ മെല്ലെ എന്താണ് നമ്മുടെ മാക്സ്വെൽ എന്താണ് വിളിക്കുമ്പോൾ എന്താണ് മിജ് വരികയും ചെയ്യും. മിജ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ എന്താണ് മിജ് ഫോളോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ലെവലിലേക്ക് ഇവർ ബോണ്ട് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ മക്കളെ? ഇതൊക്കെ എവിടെ തന്നെയാണ്, ഇറാഖിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. ഇവർ തിരിച്ചെന്താണ് ഇവരെ എത്തില്ല, ഇനി എത്താൻ പോകുന്നുള്ളൂ. ഓക്കെ, എന്താ സംഭവിക്കുന്നതൊക്കെ എത്തിക്കഴിയുമ്പോൾ Mitch builds invention of new games. Maxwell was bemused by the fact that his pet otter could invent new games on his own. ഓട്ടർ സ്വന്തമായിട്ട് ഗെയിംസ് ഉണ്ടാക്കും. ഇപ്പം ഓട്ടറിന് ഈ ഫുട്ബോൾ ഫിഫ ഡിബേറ്റിൽ വരാൻ താല്പര്യമില്ല. ഓട്ടർ പറയുന്നത് എന്താണ്, ഞാൻ സ്വന്തമായിട്ട് ഗെയിം ഉണ്ടാക്കും. നിങ്ങൾ ഫുട്ബോളും ഫിഫയും ഫുട്ബോളും സിയോടിയും കളിച്ചിരുന്നോ, ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് കളി ഉണ്ടാക്കി ഞാൻ അത് കളിക്കും. അതാണ് ഏറ്റവും അടിപൊളി ഞാൻ പ്രൊക്ലെയിം ചെയ്യും. Mitch loved to play with a rubber ball. He used to shuffle it around the room and then throw it at a long distance with great power. അപ്പം ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്നവർ ഷഫിൾ ചെയ്ത് കളിച്ചിട്ട് എറിഞ്ഞ് കളിക്കും ഈ ബോൾ. At times he would lie on his back and roll 2 or more marbles on his belly without letting them fall off his body. അപ്പോൾ ഇതുപോലെ തിരിഞ്ഞ് മലന്ന് കിടന്നിട്ട് കുറച്ച് മാർബിൾസ് ഗോട്ടികൾ എന്താണ് ബെല്ലിയിൽ വെച്ചിട്ട് ഇങ്ങനെ അത് വീഴാതെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കളിക്കും. ഇത് ആക്ച്വലി നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഓട്ടർ പ്ലേയിങ് വിത്ത് മാർബിൾസ് അടിച്ചു പോലെ ഈ വീഡിയോ ആക്ച്വലി കാണാം. ആ വീഡിയോൻ്റെ സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ ലൈവ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കിയോ, അങ്ങനെ രസകരം കാണാൻ. ഓക്കെ, അപ്പോൾ അതുപോലെ ആക്ച്വലി നമ്മുടെ മിജ്ബിൽ ഓട്ടറും ചെയ്യായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇറാഖിൽ സംഭവിക്കുന്നതാണ്. ഇനി അവരെന്ത് ചെയ്യാണ്, അവർ തിരിച്ച് ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോകാൻ പോകണം. അവിടെ സംഭവിക്കുന്ന കഥയാണ് പറയാൻ പോകുന്നത്. Maxwell was to leave Basra to go to London. He was worried to carry Mitchell with him as the British airline to London did not fly animals. അപ്പോൾ ബ്രിട്ടീഷ് എയർലൈൻ നേരെ ലണ്ടനിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ ആനിമൽസിനെ കയറ്റാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. So Maxwell decided to book a flight via Paris. അപ്പോൾ പാരീസിലേക്ക് ബുക്ക് ചെയ്ത് പാരീസിന് ലണ്ടനിലേക്ക് സെപ്പറേറ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെയാണ് ആനിമലിനെ കൊണ്ടുപോകാന്നുള്ള രീതിയിലായി. മിജ്ബലിനെ കൊണ്ടുപോകാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, സാറിൻ്റെ വാച്ച് എന്താ ഇതാ കണ്ടോ, സന്തോഷമായില്ലേ? ഓക്കെ, so Maxwell decided to book a flight via Paris. In this flight, Maxwell was allowed to carry Mitchell in an 18-inch square box that was to be kept at his feet. ഒരു 18 ഇഞ്ചിന്റെ സ്ക്വയർ ബോക്സിൽ കൊണ്ടുപോകാൻ എന്താണ് മാക്സ്വെല്ലിനെ അലോ ചെയ്തു. മാക്സ്വെൽ വാസ് റെഡി ഫോർ ദി എയർപോർട്ട് ആൻഡ് ഹി കെപ്റ്റ് ദി ഓട്ടർ ഇൻ ടു ഹിസ് ബോക്സ് ടു ഫെമിലറൈസ് ഹിം വിത്ത് ഇറ്റ് ആൻ അവർ ബിഫോർ ദി ഫ്ലൈറ്റ്. 1 മണിക്കൂർ മുമ്പ് തന്നെ മിജ്ബിലിനെ എന്താണ് ബോക്സിൽ ഇട്ടു, സോ ദാറ്റ് മിജ്ബിൽ എന്താണ് കംഫർട്ടബിൾ ആവുമല്ലോ ബോക്സിൽ. Then he left to have a quick meal. ഒരു ചെറുതായി ക്വിക്ക് ആയിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. On his return, തിരിച്ചു വന്ന് നോക്കുമ്പോൾ he found that Mitch had badly ripped the inner lining of the box. ബോക്സിന്റെ ലൈനിങ് ഒക്കെ റിപ്പ് ചെയ്ത് പൊട്ടിച്ചു കളഞ്ഞു. ആൻഡ് ഹാഡ് ഇഞ്ചേർഡ് ഹിംസെൽഫ് ഇൻ ആൻ എഫേർട്ട് ടു റിഗിൾ ഔട്ട് ഓഫ് ഇറ്റ്. പുറത്തേക്ക് വരാൻ വേണ്ടി നോക്കുന്ന ആ പ്രോസസ്സിൽ എന്താണ് സ്വന്തമായിട്ട് ഇഞ്ചർ ചെയ്ത് ബ്ലഡ് ഒക്കെ വരാൻ തുടങ്ങി.
he put Mitch back into the box after removing its shredded lining. അപ്പോൾ ഈ ലൈനിങ് റിമൂവ് ചെയ്തിട്ട് മെജിനെ പിടിച്ച് ആ ബോക്സിൽ തന്നെ ഇട്ടു. കാരണം ഇനി ഫ്ലൈറ്റ് പിടിച്ച് പോകണം, മറ്റൊരു ഫ്ലൈറ്റ് ഇനി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എങ്ങനെയും പോയാൽ പറ്റുള്ളൂ. മെജിനെ പിടിച്ച് ആ ബോക്സിലിട്ട് നമുക്ക് വേഗം സ്ഥലം ഇടാന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സി ഡ്രൈവറിൽ ടാക്സി കയറി പറപ്പിച്ചു വിട്ടു. He was left with just 10 minutes to reach airport. 10 മിനിറ്റ് എയർപോർട്ടിൽ എത്താൻ സമയമാക്കിയിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഒരു ടാക്സി കാരനായിരുന്നു, മൂപ്പര് പൊളിയായിരുന്നു, മൂപ്പര് പുടു എന്ന് പറഞ്ഞ് ഓടിച്ച് അവസാനം എയർപോർട്ടിൽ എത്തിച്ചു. ഫ്ലൈറ്റ് കയറി. ഇനി ഫ്ലൈറ്റിൽ എന്താണ് സംഭവിക്കാൻ നോക്കാം. സാർ കാർ എന്തൂസിയാസ്റ്റ് ആണോ? എല്ലാം ഇങ്ങനെ എന്തൂസിയാസ്റ്റ് ആവാ. ഓക്കെ, കാറും എല്ലാം. കാർ എന്തൂസിയാസ്റ്റ് അല്ല, പക്ഷെ നല്ല കാർ കിട്ടിയാൽ ഞാൻ ഓടിക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കാർ എനിക്ക് തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നോ, ഞാൻ ഓടിക്കും. Luckily, Maxwell reached the airport in time. The aircraft was about to take off. ചെയ്യാൻ വേണ്ടി ടൈം ആയിരുന്നു. The angry officials let Maxwell's through. അവർക്ക് ഒഫീഷ്യൽസിന് എന്താണ് വലിയ ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഓടിച്ച് മാക്സ്വെല്ലിനെ ഫ്ലൈറ്റിൽ കയറ്റി. മാക്സ്വെൽ felt lucky to see that he got the front seat in the flight. ഫ്രണ്ടിലാണ് സീറ്റ് കിട്ടി. അപ്പോൾ മിജ്ബിലിനെ വെക്കാൻ എളുപ്പമായിരിക്കും. He covered the floor around him with newspaper and shared his problem about the otter with an air hostess. അപ്പോൾ എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു, എനിക്കൊരു ഓട്ടർ ഉണ്ട്, കാര്യം അറിയാലോ, അപ്പം ഞാൻ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ന്യൂസ് പേപ്പർ വിരിച്ച് ഓട്ടറിനെ അതിൻ്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി. ദി എയർ ഹോസ്റ്റസ് സജസ്റ്റഡ് ഹി കീപ് ദി ഓട്ടർ ഓൺ ഹിസ് knee. എയർ ഹോസ്റ്റസ് പറഞ്ഞു, നിങ്ങൾ നിന്നെ പെട്ടിയിൽ വെക്കുന്ന പാവം ഓട്ടറിനെ നിങ്ങൾ നിങ്ങളുടെ മടിയിൽ വെച്ചോ, ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു. ഇൻ ഹൈൻസൈറ്റ് വാസ് ദിസ് എ ഗുഡ് മൂവ്? നല്ലൊരു മൂവ് ആയിരുന്നോ? നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? ലിസ്ണിംഗ് ടു ഹർ, മാക്സ്വെൽ ഓപ്പൺ ദി ബോക്സ് തുറന്നു. മടി വെക്കാൻ വേണ്ടി, ഓട്ടറിനെ മടി വെക്കാൻ വേണ്ടി, മിജ്ബിലിനെ മടി വെക്കാൻ വേണ്ടി നോക്കി. ആസ് സൂൺ ആസ് ദി ബോക്സ് വാസ് ഓപ്പൺ, ബോക്സ് തുറന്നതും മിച്ച് ഡാഷ് ടുവേഴ്സ് ദി പാസഞ്ചേഴ്സ് ആൻഡ് ക്രിയേറ്റഡ് എ ഹാവക് ഇൻ ദ ഫ്ലൈറ്റ്. മിച്ച് എന്ത് ചെയ്തു? എല്ലാ പാസഞ്ചേഴ്സിന്റെ അടുത്തേക്ക് ഓടി, സീറ്റിന്റെ ഇടയിൽ കൂടെ ഓടി ബാക്കോട്ട് വന്നു. ബേസിക്കലി ഒരു ഹാവക് ഉണ്ടാക്കി, ഒരു കെയോസ് ഉണ്ടാക്കി. There was a panic in the aircraft. അപ്പോൾ ഓരോ അമ്മച്ചിമാരൊക്കെ പറയാൻ തുടങ്ങി, അയ്യേ എലി 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 എന്നൊക്കെ പറയാൻ തുടങ്ങി. കാരണം കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നൂല പെട്ടെന്ന്. ഇപ്പോൾ എലി എന്നൊക്കെ പറയാൻ തുടങ്ങി. ഫുൾ പാനിക്കായി. It wasn't easy for Maxwell to get Mitch back to the place, but fortunately Mitch returned to Maxwell on his own and snuggled up to his shoulder. ഭാഗ്യത്തിന് തിരിച്ചെന്ത് മിച്ച് നമ്മുടെ മാക്സ്വെല്ലിൻ്റെ അടുത്തേക്ക് വന്നു, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ ഫ്ലൈറ്റിലെ ഇൻസിഡൻറ്റ് ഓർത്ത് വെച്ചോ. ബോക്സ് തുറന്നതും മിജ് ഓടി രക്ഷപ്പെട്ടു. മൊത്തത്തിൽ ഹാവക്ക് ഒരു പാനിക് ഉണ്ടാക്കി. പക്ഷെ അവസാനം എന്താണ്? തിരിച്ചു വന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ. അതിനിടയിൽ എയർ ഹോസ്റ്റസിന്റെ കാര്യം ഓർത്ത് വെച്ചാൽ എയർ ഹോസ്റ്റസ് മാക്സ്വെല്ലിനോട് പാനിക് അടിക്കണ്ട, ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഷീ ഓഫേർഡ് ഹെർ ഹെൽപ്പ് ഓൾസോ. അതും കൂടെ ഓർത്ത് വെച്ചു കേട്ടോ. ക്ലിയർ. മിജ്ബിൽ ലിവ്ഡ് വിത്ത് മാക്സ്വെൽ ഇൻ ഹിസ് ഫ്ലാറ്റ് ഇൻ ലണ്ടൻ ഫോർ എ മന്ത്. അപ്പം ലണ്ടനിലെത്തി ഒരു മാസത്തോളം എന്താണ് മിജ്ബിൽ എന്താണ് മാക്സ്വെല്ലിന്റെ ഫ്ലാറ്റിൽ ജീവിക്കുകയാണ്. ഹി കെപ്റ്റ് ഹിംസെൽഫ് busy with playing with toys like ping pong balls, marbles, rubber fruits and a terrapin shell. അങ്ങനെയാണ് കളിച്ചുകൊണ്ടിരിക്കും. He would invent his own games and would keep himself busy for about half an hour at a time. അരമണിക്കൂറോളം എന്താണ് at a time he would play. സ്വന്തമായി കളി വെച്ചിട്ട് ഒറ്റ കളിക്കും. Mitch also developed some compulsive habits while walking with his master in the streets of London. കമ്പൾസീവ് ഹാബിറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? മക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ഒരു ബ്ലാക്ക് ടൈല്, ഒരു റെഡ് ടൈല്, വീട്ടിലെ പുറത്ത് ഇൻ്റർലോക്കില്ലേ, അങ്ങനെ ഉണ്ടാവും, ബ്ലാക്ക് റെഡ്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ എന്താ വെച്ചാൽ വെറുതെ ഇങ്ങനെ നടക്കില്ല നമ്മൾ പുറത്ത് കൂടെ. അപ്പോൾ ഞാൻ ബ്ലാക്ക് ചോട്ടും, വീണ്ടും അടുത്ത ബ്ലാക്ക് ചോട്ടും, അങ്ങനെ. പിന്നെ നമ്മൾ റെഡിലേക്ക് മാറി കഴിഞ്ഞാൽ പിന്നെ റെഡ് ചോട്ടും. അപ്പം അങ്ങനെ സ്കിപ്പ് അടിച്ച് കിടക്കും. മനസ്സിലായില്ല? അത് എന്താണ്? വെറുതെ പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ? ഇല്ല. അതിനെയാണ് കമ്പൾസീവ് ആയിട്ട് ഹാബിറ്റ്. നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ശരിയല്ലേ? അതുപോലെ അങ്ങനത്തെ ഒരു കമ്പൾസീവ് ഹാബിറ്റ് മിജിനുണ്ടായിരുന്നു. എന്തായിരുന്നു ഹാബിറ്റ്? വൈൽ വാക്കിംഗ് വിത്ത് ഹിസ് മാസ്റ്റർ ഇൻ ദി സ്ട്രീറ്റ്സ് ഓഫ് ലണ്ടൻ ഓൺ ഹിസ് വേ ഹോം ആഫ്റ്റർ ദി വാക്ക്. തിരിച്ച് വാക്ക് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ മാത്രം മിച്ച് വുഡ് ജംപ് ഓൺ ദി ലോ വാൾ ഓഫ് ദി സിംഗിൾ സ്റ്റോറീഡ് പ്രൈമറി സ്കൂൾ. ഒരു സിംഗിൾ സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി സ്കൂളുണ്ട്. അവിടെ ഒരു ലോ വാൾ ഉണ്ടായിരുന്നു. ആ വാളിൻ്റെ മണ്ടയ്ക്ക് മിജ് കയറി മുകളിലേക്ക് കയറിപ്പോവും. 30 യാർഡോളം മുകളിലേക്ക് കയറിപ്പോയി താഴേക്ക് ഇറങ്ങി വരും. ഇതായിരുന്നു മിജിൻ്റെ എല്ലാ പ്രാവശ്യം മിജിൻ്റെ ഇത് ചെയ്യണം. On his way home after the walk, Mitch would jump on the low wall of the single-storied primary school and gallop the full length of 30 yards. This would distract the teachers and the students of the school. ഇതെന്ത് ചെയ്യും? ആ സ്കൂളിലെ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഡിസ്ട്രാക്ട് ചെയ്യും. അവരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഇതാരാണ് മനസ്സിലായി. അപ്പോൾ അത്രയേ ഉള്ളൂ കാണുമ്പോൾ. ലാസ്റ്റ് പാരഗ്രാഫ്. Maxwell was amused to see the Londoners were unfamiliar with otters.
They used to make different wild guesses as to what Maxwell's pet could be. അപ്പോൾ മാക്സ്വെൽ ഓട്ടറിന് നടത്താൻ കൊണ്ടുപോകുമ്പോൾ ഈ രണ്ടെണ്ണം ആൾക്കാരെന്താണ് ഈ ഓട്ടറിനെ കണ്ടിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഓരോ വൈൽഡ് ഗസ് പറയും. ഇതെന്താണ് ഹിപ്പോപ്പൊട്ടാമസ് ആണോ, ഇതെന്താണ് ആനയാണോ എന്നൊക്കെ എന്താണ് വെറുതെ പറയാനുള്ളൂ. കാരണം അവർക്ക് അറിയില്ല. They doubted the otter to be baby seal, squirrel, beaver, walrus, bear cub, leopard or even a hippopotamus. വെറുതെ പറഞ്ഞല്ല, ഹിപ്പോപ്പൊട്ടാമസ് ആണോ എന്ന് വരെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. കാരണം അവർ ഫെമിലിയർ അല്ല ഓട്ടറിനെ വെച്ചിട്ട്. ഇതോടെ ചാപ്റ്റർ തീരാണ്. ഇത്രയുള്ള ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ മക്കളെ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ? ഖത്തം. ലാസ്റ്റ് ചാപ്റ്റർ ഫ്രം മൈ പാർട്ട്. എന്താ ചാപ്റ്റർ? നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം. നെൽസൺ മണ്ടേല തന്നെ എഴുതിയൊരു പീസിന്റെ ഭാഗമാണത്. ഓക്കെ, വേഗം പഠിച്ചെടുക്കാം. കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ ഉള്ളൂ, കുറെ കഥയൊന്നും ആയിട്ടില്ല, ഡീറ്റെയിൽസ് ആണുള്ളത്. അപ്പോൾ ഡീറ്റെയിൽസ് മാക്സിമം ഓർത്ത് വെക്കണം, കാരണം ക്വസ്റ്റ്യൻ വരുമ്പോൾ യു ഷുഡ് റിമെമ്പർ. അവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ അനലൈസ് ചെയ്യാം. അപ്പോൾ ഓരോരോ സബ് ഹെഡിങ്സ് ഉണ്ടാവും, അതിനനുസരിച്ചായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും റിവൈസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, Mandela's pledged as the first ever black president of South Africa. സൗത്ത് ആഫ്രിക്കയിലെ ആദ്യത്തെ ബ്ലാക്ക് പ്രസിഡന്റ് ആയിട്ട് മണ്ടേല വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇനോഗ്രൽ സ്പീച്ചിൻ്റെ സമയത്താണ്, ആ സെറ്റിംഗ് ആണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസിക് പ്രിമൈസ്. May 10, 1994 was the historic day. എവിടെ പോയി നമ്മുടെ ചാപ്റ്റർ? ഇതാക്കടിക്കട്ടെ. ഓക്കെ, May 10, 1994 was the historic day when Nelson Mandela sworn in as the first ever black president of the democratic South Africa in the inauguration ceremony of country's first democratic non-racial government. അപ്പോൾ കൺട്രിയിലെ ആദ്യത്തെ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള നോൺ റേഷ്യൽ ആയിട്ടുള്ള, റേസ് വൈസ് എന്നാണ് സെഗ്രിഗേറ്റ് ചെയ്യാത്ത ആദ്യത്തെ ഗവൺമെന്റിലെ ഫസ്റ്റ് ആയിട്ടുള്ള പ്രസിഡന്റ് ആയിരുന്നു. അവസാനത്തിൽ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു നെൽസൺ മണ്ടേല. അപ്പോൾ അതിന് ഇനോഗ്രൽ സ്പീച്ചിന്റെ കാര്യമാണ് പറയുന്നത്. The ceremony took place in a sandstone amphitheater. Amphitheater എന്നാണ് ഓപ്പൺ ആയിട്ടുള്ള വലിയൊരു തിയേറ്ററിലായിരുന്നു ഈ സെറിമണി ഉണ്ടായിരുന്നത്. Formed by the Union Building in Pretoria. ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ഓർത്ത് വെക്കണമെന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. Mandela was accompanied by his daughter Zinani. He pledged in as the president after swearing in of Mr. de Klerk as the second deputy president and Mr. Thabo Mbeki as the first deputy president. അപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഇവരൊക്കെ എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന കാര്യം മനസ്സിലാക്കിയാൽ മതി. പ്രൊപ്പോസൽ കൂടിയും എടുത്തു കഴിഞ്ഞു. പ്രൊപ്പോസൽ ബാക്ക് അടിച്ച് നോക്കുക. ഓക്കെ, റെഡി. Mandela's inaugural speech. In his speech, Mandela addressed the centuries-old misrule of whites over blacks as an extraordinary human disaster. അപ്പം അത്രയും നാളും വർഷങ്ങളോളം, 100ഓളം വർഷങ്ങൾ വൈറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലാക്സിനെ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവരെ സ്ലേവ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു എക്സ്ട്രീം ആയിട്ടുള്ള എക്സ്ട്രാordinary ഹ്യൂമൻ ഡിസാസ്റ്റർ ആയിരുന്നു എന്നുള്ള കാര്യം മണ്ടേല എന്നാണ് അന്ന് പ്രൊക്ലെയിം ചെയ്തു. He promised to build a society of which the entire humanity would be proud of. മണ്ടേല പ്രോമിസ് ചെയ്തു, ഞാൻ എൻ്റെ കീഴിൽ ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നത് ഹോൾ ഹ്യൂമാനിറ്റി എന്നാണ് പ്രൗഡ് ആവുന്ന രീതിയിലുള്ള ഒരു സൊസൈറ്റി ആയിരിക്കും. ഇങ്ങനത്തെ റേഷ്യൽ ഇൻജസ്റ്റിസ് ഒന്നും ഇല്ലാത്ത രീതിയിലായിരിക്കും നമ്മുടെ ഇനി അങ്ങോട്ടുള്ള സൊസൈറ്റി പോകാൻ പോകുന്നത്. He expressed his gratitude to the dignitaries who participated in this common victory for justice, peace and dignity. അവിടെ ഗ്യാദർ ചെയ്ത് ബാക്കിയുള്ള കൺട്രീസിൽ നിന്ന് വന്നിരിക്കുന്ന ഡിഗ്നിറ്ററീസ് ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്തു, അവർക്കൊക്കെ ഗ്രേറ്റ്ഫുൾ ആയി. He expresses gratitude. നന്ദി എന്താണ് എക്സ്പ്രസ് ചെയ്തു. He also promised that he would work to free all his people from the shackles of poverty, sufferings, deprivation and discrimination. അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള എല്ലാവരെയും പോവർട്ടിയിൽ നിന്നും, സഫറിങ്സിൽ നിന്നും, ഡെപ്രിവേഷനിൽ നിന്നും, ഡിസ്ക്രിമിനേഷനിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പ്രോമിസ് ചെയ്തു. He expressed his ecstasy to become the country's first ever black president and called it a glorious human achievement. ആദ്യത്തെ ബ്ലാക്ക് പ്രസിഡന്റ് ആയാലും എനിക്ക് അഭിമാനമുണ്ടെന്നും അതൊരു വലിയൊരു ഹ്യൂമൻ അച്ചീവ്മെന്റ് ആണെന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞ സ്പീച്ചിൽ കേട്ടോ. അപ്പോൾ പരീക്ഷ ചോദിക്കും, വാട്ട് വേർ ദി തിങ്സ് ദാറ്റ് മണ്ടേല ഡിസ്കസ്ഡ് അല്ലെ ടോക്ക്ഡ് അബൌട്ട് ഇൻ ഹിസ് ഫേമസ് ഇനോഗ്രൽ സ്പീച്ച്. അപ്പോൾ ഈ പാരഗ്രാഫിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. സെറ്റാണോ മക്കളെ? റെഡി. An impressive display of South African jets. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ്റെ ആണെങ്കിലും ഇൻഡിപെൻഡൻസ് ഡേ ആണെങ്കിലും റിപ്പബ്ലിക് ഡേ ആണെങ്കിലും ഇന്ത്യയിലെ എയർഫോഴ്സ് ഒക്കെ എന്നാണ് ഓരോരോ
എയർഫോഴ്സിൻ്റെ ഷോ ഉണ്ടാകും. അതുപോലെ സൗത്ത് ആഫ്രിക്കൻ്റെ എയർഫോഴ്സിൻ്റെ ഷോ ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കൻ ജെറ്റ്സ്, ഹെലികോപ്റ്റേഴ്സ് ആൻഡ് ട്രൂപ്പ് കാരിയേഴ്സ് വാസ് സീൻ ആഫ്റ്റർ മണ്ടേല ടുക്ക് ഓത്ത് ആസ് പ്രസിഡന്റ് വെൻ ദ ഹയസ്റ്റ് ഓഫ് ദി മിലിറ്ററി ജനറൽ സല്യൂട്ടഡ് മണ്ടേല സർ എന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്തപ്പോൾ ഹി റിമെമ്പേർഡ് ദാറ്റ്, അദ്ദേഹം ഓർത്തു, they would have arrested him not many years ago. ഒരു 5 വർഷം മുൻപാണെങ്കിൽ ഇതേ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യായിരുന്നു എന്നുള്ള കാര്യം മണ്ടേല ഓർത്തു. അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ഓർത്തൊന്നല്ല, ജസ്റ്റ് ഓർത്തു, മനസ്സിലുള്ളിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്നുള്ള കാര്യം. ഇറ്റ് വാസ് ഡൺ ടു ഷോ മിലിറ്ററീസ് ലോയൽറ്റി ടുവേർഡ്സ് ദി ന്യൂ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. പക്ഷേ ഈ ഒരു സംഭവം എന്താണ്, ഈ ജനറൽസ് ഒക്കെ മിലിറ്ററി ജനറൽസ് ഒക്കെ മണ്ടേലിനെ സല്യൂട്ട് ചെയ്യുന്ന ഒരു നല്ല സിമ്പിൾ ആയിരുന്നു. കാരണം മിലിറ്ററിയും ഗവൺമെന്റിലൂടെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയായിരുന്നു. പുതിയ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ്, നിർബന്ധമില്ലായിരുന്നു മിലിറ്ററി ആ ഗവൺമെന്റുമായിട്ട് സഹകരിക്കുന്നത്. പക്ഷേ മിലിറ്ററി സഹകരിക്കുന്നതിന് സിമ്പിൾ ആയിരുന്നു ഈ ജനറൽസ് വന്നിട്ട് മണ്ടേലിനെ സല്യൂട്ട് ചെയ്യുന്നത്. അപ്പം നല്ലൊരു കാര്യമായിരുന്നു. ആഫ്റ്റർ ദാറ്റ് 2 national anthems were played. The whites sang the old Nkosi-Sikeleli Africa. അതായത് ബേസിക്കലി ആഫ്രിക്കയിൽ 2 നാഷണൽ ആന്തം ഉണ്ട്. ഒന്ന് ഈ വൈറ്റ്സ് റൂൾ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന വൈറ്റ്സിൻ്റെതായുള്ള നാഷണൽ ആന്തം ഉണ്ട്. അതുകൂടാതെ ബ്ലാക്സ്, കൂടുതൽ ബ്ലാക്ക് പീപ്പിൾ അവർ യൂസ് ചെയ്തൊരു നാഷണൽ ആന്തം ഉണ്ട്. അപ്പോൾ ഈ വൈറ്റ്സ് എന്താണ് പാടിയത്? ഇൻകോസി-സിക്ലെലി ആഫ്രിക്ക, അതായത് അന്ന് പൊതുവെ ബ്ലാക്സ് യൂസ് ചെയ്യുന്ന നാഷണൽ ആന്തം പാടി. ആൻഡ് ദി ബ്ലാക്സ് എന്താണ് പാടിയത്? ദി ന്യൂ ഡെസ്റ്റം എന്ന് പറഞ്ഞാൽ ആ പുതിയൊരു ആന്തമാണ്, ഈ വൈറ്റ്സ് കൊണ്ടുവന്ന ഒരു ആന്തം, അത് ബ്ലാക്സ് പാടി. ദാറ്റ് മാർക്ക് ദി എൻഡ് ഓഫ് ദി സെറിമണി. അപ്പോൾ അതൊരു ഒരു ബേസിക്കലി എന്താണ്, ഒരു കമ്മ്യൂണൽ ഹാർമണിനെയാണ് ബേസിക്കലി ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടേതായ നാഷണൽ ആന്തംസ് പാടിയിട്ട് ആ ഒരു യൂണിറ്റി എന്താണ് കാണിച്ചിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ മക്കളെ? റെഡി? ഓക്കെ. അപ്പാർത്തൈഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. Mandela recalled the days where the white supremacy had formed a racial discrimination policy termed as apartheid. അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞാൽ പോളിസി എന്ന് പറഞ്ഞാൽ ബേസിക്കലി കളറിൻ്റെ ബേസിസിൽ എന്താണ് സെഗ്രിഗേറ്റ് ചെയ്യാനും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനും ഇൻജസ്റ്റിസ് കാണിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പാർത്തൈഡ്. അപ്പോൾ അതായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ ഈ മണ്ടേല പ്രസിഡന്റ് ആവുന്ന വരെ എന്താണ് സൗത്ത് ആഫ്രിക്കയിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ബ്ലാക്സിനെ അവർ സെഗ്രിഗേറ്റ് ചെയ്തു, ഡിസ്ക്രിമിനേറ്റ് ചെയ്തു, അവരെ സ്ലേവ്സ് ആയി ട്രീറ്റ് ചെയ്തു, അങ്ങനെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. It was a way through which the heartless white rulers carried out harsh atrocities and oppression on the innocent black citizens of South Africa. He exclaimed that apartheid left a deep and lasting wound on his country and his people. അപ്പോൾ ഈ അപ്പാർത്തൈഡ് സിസ്റ്റം തന്നെ എന്താണ്, ഈ കൺട്രിയിലെ ആൾക്കാരുടെ ഉള്ളിൽ തന്നെ വലിയൊരു മുറിവായി, വലിയൊരു വൂണ്ട് എന്നാണ് ലീവ് ചെയ്തിരിക്കുക എന്നുള്ള കാര്യം മണ്ടേല പറഞ്ഞു. ഓക്കെ. On the day of oath-taking ceremony, Mandela recalled the sacrifices and the loss that all the African patriots of the country had made in order to abolish the discrimination among the natives. അപ്പോൾ ഈ ഡിസ്ക്രിമിനേഷനൊക്കെ അബോളിഷ് ചെയ്ത് ഒരു കൺട്രീനെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആക്കാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാരുടെ സാക്രിഫൈസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മണ്ടേല ഓർത്തെടുക്കുകയാണ്. അദ്ദേഹം ഒറ്റയ്ക്കല്ല ചെയ്തത്, എത്രയോ പേര് ഈ സാക്രിഫൈസ്, അവരുടെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്ത്, അവരുടെ ജീവൻ തന്നെ പണയം വെച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അവരൊന്നും ഇപ്പോൾ ഇല്ലല്ലോ എന്നുള്ള സങ്കടമാണ് മണ്ടേല പറയുന്നത്. He thought himself to be the sum of all those people who earlier fought for the country's freedom. മണ്ടേലനെ ഒറ്റയ്ക്ക് എന്താണ് വലിയ സംഭവമായിട്ട് കരുതിയില്ല. മണ്ടേലനെ എന്താ ചിന്തിച്ചത്? He thought himself to be the sum of all those people who earlier fought. ഇത്രയും കാലഘട്ടം, ഇത്രയും വർഷങ്ങൾ ഫൈറ്റ് ചെയ്ത ആൾക്കാരുടെ എല്ലാവരുടെയും കൂടി ഒരു സമ്മാണ്, അവരുടെ എല്ലാവരുടെയും കൂടി ഒരു അഡീഷനാണ്, അവരുടെ എല്ലാവരുടെയും കൂടി ഒരു കരുത്താണ് മണ്ടേലയിലൂടെ പുറത്തു വരുന്നത്. അല്ലാണ്ട് മണ്ടേലയുടെ സ്വന്തം കരുത്തല്ല, അല്ലെ മണ്ടേലയുടെ സ്വന്തം ക്വാളിറ്റീസ് അല്ല, ഇവരുടെ ഒക്കെ ക്വാളിറ്റീസ് ആണ് എന്നിലൂടെ ഞാൻ പുറത്ത് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല അത് ചെയ്തത്, എല്ലാവരും ഉണ്ടായിരുന്നു, എത്രയോ പേരുണ്ടായിരുന്നു എന്നാണ് ആരെയാണ് പറയുന്നത്. He was aggrieved that he couldn't thank them. കുറേ മരിച്ചു പോയവരൊന്നും താങ്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവർക്കൊന്നും കാണാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ സങ്കടമായിരുന്നു ആർക്കുണ്ടായിരുന്നു, മണ്ടേലയ്ക്ക് ഉണ്ടായിരുന്നത്. ഡ്യൂ ടു ദം ഹി ലേൺ ദാറ്റ് കറേജ് വാസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ. അവരെ കണ്ടപ്പോഴാണ് മണ്ടേലയ്ക്ക് മനസ്സിലായില്ല, അവരിൽ നിന്നാണ് മനസ്സിലായത് കറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് ആബ്സെൻസ് ഓഫ് ഫിയർ. ഫിയർ ഇല്ലായ്മയല്ല കറേജ്, പേടിയില്ലായ്മയല്ല കറേജ്, പക്ഷേ ട്രയംഫ് ഓവർ ഇറ്റ്. പക്ഷെ ഫിയറിനെ കീഴടക്കാനുള്ള ആ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ കറേജ് എന്ന് വിളിക്കുക. ഫിയർ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും, പക്ഷേ ഫിയറിനെ കീഴടക്കുന്നതിനാണ് നമ്മൾ കറേജ് എന്ന് വിളിക്കുക. മണ്ടേലേക്ക് വരെ എന്തുണ്ടെന്നാണ് പറയുന്നത്? ഫിയർ ഉണ്ട്, പക്ഷെ അതിനെ കീഴടക്കിയാൽ നമ്മൾ കറേജസ് ആയി എന്ന് പറയും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ട്വിൻ ഓബ്ലിഗേഷൻസ് ഓഫ് മാൻ, വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിൽ ചോദിക്കാം. വാട്ട് വേർ ദ ട്വിൻ ഓബ്ലിഗേഷൻ ദാറ്റ് മണ്ടേല കൺസിഡർ വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഹ്യൂമൻ ബീങ്? എന്താണ് ട്വിൻ ഓബ്ലിഗേഷൻ? ട്വിൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഓബ്ലിഗേഷൻസ് ഉണ്ട്. Mandela remarked that a man has twin obligations. എന്താണ്? ഫസ്റ്റ്
personal obligation to his family and friends, and second, obligation to his community and country. ഒന്ന് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒബ്ലിഗേഷൻ, വീട്ടിൽ എന്താണ് നമ്മൾ സെർവ് ചെയ്യണം അല്ലെ, വീട്ടിൽ നമ്മൾ ഭക്ഷണം കൊടുക്കണം, ഭക്ഷണം നമ്മൾ കൊണ്ടുവരണം സ്വന്തം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, പൈസ ഉണ്ടാക്കണം, ഫാമിലീനെ ടേക്ക് കെയർ ചെയ്യണം അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ടേക്ക് കെയർ ചെയ്യണം, അതൊക്കെ വേണം. അതുകൂടാതെ മൊത്തം കമ്മ്യൂണിറ്റീൻ്റെയും കൺട്രീനെയും എന്താണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അതിനും വേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മെയിനായി 2 obligations ആണ് ആസ് എ സിറ്റിസൺ ഓഫ് എ കൺട്രി നമുക്ക് ഉണ്ടാവുക എന്നാണ് മണ്ഡല പറയുന്നത്. He believed that in a civil society, a man can perform both obligations, but in his country, black man like him cannot perform any of them due to discrimination. അപ്പോൾ ഒരു സിവിൽ സൊസൈറ്റി ആണെങ്കിൽ നമുക്ക് രണ്ടും പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ സൗത്ത് ആഫ്രിക്കയിൽ അന്നൊരു ബ്ലാക്ക് മാനിന് അത് പെർഫോം ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം ഡിസ്ക്രിമിനേഷൻ. മണ്ടേല വാസ് പണിഷ്ഡ് ആൻഡ് ഐസൊലേറ്റഡ് ഫ്രം ഹിസ് ഫാമിലി ഫോർ സെർവിങ് ഹിസ് നേഷൻ. മണ്ടേല അദ്ദേഹത്തിൻ്റെ നേഷനെ സെർവ് ചെയ്തതുകൊണ്ട്, രണ്ടാമത്തെ ഒബ്ലിഗേഷൻ സെർവ് ചെയ്തുകൊണ്ട് സ്വന്തം ഫാമിലിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു, സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് ഒബ്ലിഗേഷൻ അദ്ദേഹത്തിന് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, അന്ന് കൺട്രിയിൽ ഉണ്ടായിരുന്ന എല്ലാ ബ്ലാക്ക് സിറ്റിസൻസിനും ഇത് തന്നെയാണ് സംഭവിച്ചത്. ആരൊക്കെ കൺട്രിക്ക് വേണ്ടി അല്ലെ ഫെല്ലോ സിറ്റിസൻസിന് വേണ്ടിയിട്ട് സെർവ് ചെയ്യാൻ നോക്കി, അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നോക്കി, അവരൊക്കെ അവരുടെ ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. Thus he could never fulfill his obligations towards both. അപ്പോൾ രണ്ടും എന്താണ് മണ്ടേലയ്ക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ മണ്ടേലയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മണ്ടേലയ്ക്ക് മാത്രമല്ല, അന്ന് അപ്പാർത്തൈഡ് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന എല്ലാ ബ്ലാക്ക് സിറ്റിസൻസിനും അത് മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ. After looking at the extreme oppression of his people in the country, Mandela decided to join the African National Congress. അപ്പോൾ ഈ ഇത്രയും ഒപ്രഷൻസ് കണ്ടപ്പോൾ എന്താണ്, പണ്ടത്തെ കാര്യമാണ് പറയുന്നത്, ഫ്ലാഷ് ബാക്ക് ആണ്. ഇത്രയും ഒപ്രഷൻസ് കണ്ടപ്പോൾ മണ്ടയ്ക്ക് സഹിക്കാൻ പറ്റില്ല, മണ്ടേലയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നു. ഇൻ ഓർഡർ ടു ഫൈറ്റ് ഫോർ ദി ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് ഹി വാസ് ചേഞ്ച്ഡ് ഇൻടു എ ബോൾഡ് കറേജിയസ് മാൻ ഫ്രം എ ടിമിഡ് യങ് ഗൈ. ദിസ് സ്ട്രഗിൾ മേഡ് ഹിം എ ക്രിമിനൽ ഫ്രം എ ലോ അബൈഡിങ് സിറ്റിസൺ. അപ്പോൾ ഈ ഒരു സ്ട്രഗിൾ എന്താണ്, ഒരു ലോ അബൈഡിങ് ലോയറിൽ നിന്ന് അദ്ദേഹത്തിനെ ക്രിമിനലാണോ അദ്ദേഹം അല്ല, പക്ഷേ ഇൻ ദ ഐസ് ഓഫ് ദി വൈറ്റ് റൂളേഴ്സ് അദ്ദേഹത്തിന് ഒരു നമ്മുടെ അന്നത്തെ വൈറ്റ് റൂളേഴ്സിന്റെ കണ്ണിൽ എന്താണ് ഇദ്ദേഹം ഒരു ക്രിമിനലായി മാറി. ബേസിക്കലി അവർക്കെതിരെ വർക്ക് ചെയ്യാൻ തുടങ്ങി, ഈ അപ്പാർത്തൈഡ് സിസ്റ്റത്തിനെതിരെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഒരു ക്രിമിനലായി ടാഗ് ചെയ്യപ്പെട്ടു. At last Mandela realized that the oppressed and the oppressor are alike are robbed of their humanity. അപ്പം മണ്ടേല പറയുന്നത് ഒപ്രസ് ചെയ്യപ്പെടുന്ന ആൾക്കാർ മാത്രമല്ല, ഒപ്രസ് ചെയ്യപ്പെടുന്ന ആൾക്കാർ തീർച്ചയായും അവർക്ക് എന്താണ് അവരുടെ ഹ്യൂമാനിറ്റി നഷ്ടപ്പെട്ടു പോകും. ആ രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഒപ്രസ് ചെയ്യുന്ന ആൾക്കാർക്കും എന്താണ് അവർക്കും ഹെൽപ്പ് ആവശ്യമുണ്ട്. കാരണം ആരാണ് മക്കളെ ഒപ്രസ് ചെയ്യുക? നമ്മൾ വെറുതെ ഹാപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആരെങ്കിലും വെറുപ്പിക്കാൻ പോയില്ല. സ്വന്തമായിട്ട് ബുദ്ധിമുട്ടുകൾ, മൈൻഡ് ട്രബിൾഡ് ആയിട്ടുള്ള അല്ലെ മൈൻഡിന് ഹെൽപ്പ് വേണ്ട ആൾക്കാരല്ലേ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാൻ പോവുക. അപ്പം അങ്ങനെ ഒപ്രസ് ചെയ്യുന്ന ആൾക്കും ഒപ്രസറും എന്താണ് ട്രബിൾഡ് ആണ്, അയാൾക്കും അതിൻ്റെതായ ഹെൽപ്പ് വേണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ആരാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ശരി. And the oppressor is tortured and mentally as is bound by hatred. അപ്പോൾ ഹേറ്റ്രഡ് ഉള്ളതുകൊണ്ടാണ് ഒപ്രസർ എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ അയാളെ ഹെൽപ്പ് ചെയ്യണം. ബോത്ത് ഓഫ് ദം നീഡ്സ് ടു ബി ഫ്രീ. രണ്ടുപേരും ഫ്രീ ആണെന്നാണ് പറയുന്നത്. ഇതോടെ ചാപ്റ്റർ തീരാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ പലതും പ്രീവിയസ് ഇയർ ആണ്, പലത് പ്രീവിയസ് ഇയർ അല്ലാത്തതാണ്, എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ എല്ലാം ക്ലാസ് കഴിയുമ്പോൾ നോട്ട്സ് കിട്ടുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് തീർത്തു? ബൈ നൗ നമ്മൾ തീർത്തു? 5 ചാപ്റ്റേഴ്സ് തീർത്തു കേട്ടോ. 5 ചാപ്റ്റേഴ്സ് തീർത്തു. 1 2 3 4 5. ഇനി നമ്മൾ കുറച്ചുകൂടി പേസ് കൂട്ടാൻ പോവാണ്. അടുത്ത ചാപ്റ്റേഴ്സിന് കുറച്ചുകൂടി നമ്മൾ പേസ് കൂട്ടും. ഫുട് പ്രിന്റ്സ് എത്തുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് ചാപ്റ്റേഴ്സ് തീർക്കാൻ പറ്റും. ചെറിയ ചാപ്റ്റേഴ്സാണ് പെട്ടെന്ന് തീർക്കാൻ പറ്റും. സോ നമ്മൾ ഏകദേശം ഒരു 1:30-2 മണിയാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് തീർക്കും. എല്ലാ ചാപ്റ്റേഴ്സും അത്യാവശ്യം ഡീറ്റെയിൽ ആയി തീർക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? 7:30 ക്ലാസ്സിനൊപ്പം മെൻറ്റി വെക്കാൻ സമയം ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഒരു എക്സ്ട്രാ ഡേ ഉണ്ടായിരുന്നു, അപ്പോഴാണ് മെൻറ്റി വെക്കാൻ പറ്റിയത്. പക്ഷെ വൈകുന്നേരത്തെ ക്ലാസ്സിൽ നമുക്ക് സമയം ഉണ്ടാവില്ല. കാരണം ഈ പ്രാവശ്യം എന്താണ് നമുക്ക് ഒരു ദിവസമേ ബേസിക്കലി കിട്ടിയിട്ടുള്ളൂ, സമയം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇനി എന്താ സംഭവിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ഹരിജ മിസ് വരും, നിങ്ങൾക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എടുക്കും. അതിനുശേഷം നമ്മുടെ അലൻ സാറും വരും. ഓക്കെ, അപ്പോൾ അലൻ സാറും വരുന്നതായിരിക്കും. അതിനുശേഷം അതിന് മുൻപ് ഹരിജ മിസ് വരും. 2 ചാപ്റ്റേഴ്സ് ഹരിജ മിസ് എടുക്കും, ഈ 2 ചാപ്റ്റേഴ്സ്. അതിനുശേഷം അലൻ സാർ വന്നിട്ട് ഈ ചാപ്റ്റേഴ്സ് എടുക്കും. അതോടെ ഫസ്റ്റ് ഫ്ലൈറ്റ് നമ്മൾ തീർത്തു. ഓക്കെ, ഫസ്റ്റ് ഫ്ലൈറ്റ് നമ്മൾ തീർത്തു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഈ ലൈവ് കഴിയുമ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റിൽ മാത്രമല്ല കംപ്ലീറ്റ് ഫുട് പ്രിന്റ്സും കൂടി നമ്മൾ എടുക്കും. ഫസ്റ്റ് ഫ്ലൈറ്റ് ആദ്യം തീർത്തിട്ടായിരിക്കും ഫുട് പ്രിന്റ്സ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലൈവ് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരും. നോട്ട്സ് വെച്ച് റിവൈസ് ചെയ്യണം. ഓക്കെ, നോട്ട്സിൽ സമ്മറി കൊടുത്തിട്ടുണ്ട്. സമ്മറി എന്ത് ചെയ്യുക, എപ്പോഴാണ് റിവൈസ് ചെയ്യുക? ഒന്നെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ റിവൈസ് ചെയ്യാം,
അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് 7:30 ലൈവ് കഴിഞ്ഞിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് റിവൈസ് ചെയ്യാം. എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും ഈ ലൈവ് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഈ ലൈവ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യണമെന്നല്ല, വായിച്ച് നോക്കിയാൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇനി എല്ലാവരും ഹരിജ മിസ്സിനെ വെൽക്കം ചെയ്യാം. മിസ് വരികയാണ്, അതിനുശേഷം അലൻ സാർ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വൈകുന്നേരം 7:30 നമുക്ക് കാണാം. Yes, good morning everyone. Good morning. Okay, അപ്പോൾ മിസ്സിനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, മിസ് പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, ക്ലിയർ അല്ലേ? വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ മക്കളെ? വേഗം ഒന്ന് പറഞ്ഞേ. അപ്പോൾ ഇതാ അലക്സാറിന്റെ ക്ലാസ് കഴിഞ്ഞല്ലേ? അലക്സാറിന്റെ കുറേ പോർഷൻസ് ഒക്കെ നമ്മൾ കണ്ട് അടിപൊളിയായിട്ട് സ്റ്റോറീസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ചെയ്യാനുണ്ട്, കുറച്ച് സ്റ്റോറീസും കൂടെ പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇതാ മിസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അലക്സാറിന്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മക്കളെ എല്ലാവരും സെറ്റ് അല്ലേ? ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പം ആ ഒരു കണ്ടിന്യൂഷനിൽ തന്നെ പോകാം. നമുക്ക് അധികം ടൈമൊന്നുമില്ല, വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. ഈ ഒരു ദിവസം നമ്മുടെ കൂടെയാണ് അല്ലേ, എക്സാമിനറിന്റെ കൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. നമുക്കിനി പഠിക്കാനുള്ള ചാപ്റ്റർ ഏതാണ്? ഗ്ലിംസസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട് അല്ലേ? ഗ്ലിംസസ് ഓഫ് ഇന്ത്യ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം, എന്തായാലും സമ്മറി നോക്കാം. ഇതിൽ 3 പോർഷൻസ് ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പാർട്ട് ഏതാ മക്കളെ വന്നിട്ടുള്ളത്? യെസ്, എ ബേക്കർ ഫ്രം ഗോവ അല്ലേ? ബേക്കർ ഫ്രം ഗോവ എന്ന് പറയുന്ന ആരാ എഴുതിയിട്ടുള്ളത്? ആരാണ് റൈറ്റർ? ലൂസിയോ റോഡ്രിഗസ് എഴുതിയിട്ടുള്ള ബേക്കർ ഫ്രം ഗോവ എന്നുള്ള പോർഷൻ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം അല്ലെ. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? ബേക്കർ ആണ്, ബേക്കറിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ബ്രെഡിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പഠിച്ച ചാപ്റ്റർ ആണ്. ഒന്നും കൂടെ നോക്കാം അല്ലെ, നമുക്ക് എന്താണ് പറയുന്നത്, സമ്മറി നോക്കാം നമുക്ക് ഇതിന്റെ. എ ബേക്കർ ഫ്രം ഗോവ ഈസ് എ സ്റ്റോറി ഫ്രം ദ ടൈം വെൻ ഗോവ വാസ് അണ്ടർ പോർച്ചുഗീസ് റൂൾ. എന്താണ് പോർച്ചുഗീസ് റൂളിന്റെ ആ ഒരു ടൈമിലുള്ള ഗോവയെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് അല്ലെ. ആ ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു ഗോവയുടെ അവസ്ഥ? ഗോവയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞു പോകുന്നുണ്ട് ഒരു ബേക്കറി, ഒരു എന്താണ് പേസ്ട്രി ഐറ്റം എന്നൊക്കെ പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ പറയുന്ന ബ്രെഡ് ആയിരുന്നു അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് വലിയ മൈൻഡ് ഒന്നും ഇല്ല ബ്രെഡിനെ എന്ന് വെച്ചാലും അന്ന കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ഗോവയിൽ സ്റ്റിൽ എന്താണ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ വളരെ ഡിമാൻഡ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഈ ബ്രെഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എങ്ങനെയാണ് ബേക്കർ, അതുപോലെ തന്നെ അവരെ പ്രത്യേകിച്ച് ഒരു പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു, അവരുടെ ഡ്രസ്സിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? അണ്ടർ പോർച്ചുഗീസ് റൂൾ. ഈ സംഭവം ഒന്ന് ഓർത്ത് വെക്കുക അല്ലെ. പോർച്ചുഗീസ് റൂളിന്റെ സമയത്തുള്ള ഗോവയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ആ സമയത്തുള്ള ഗോവയെ പറ്റിയിട്ട് എന്തായിരുന്നു? The plot revolves around a baker who lives in a Goan village. മക്കളെ, ഒരു ഗോവൻ വില്ലേജിൽ ജീവിക്കുന്ന ഒരു ബേക്കറിനെ പറ്റിയിട്ട്, ആ ബേക്കറിന്റെ ലൈഫ് അല്ലെങ്കിൽ ആളുടെ ഡ്രസ്സിങ് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഗോവയിൽ മൊത്തത്തിൽ ബ്രെഡിനുണ്ടായിരുന്ന ഒരു ഡിമാൻഡ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. യെസ്, അപ്പൊ നെക്സ്റ്റ് എന്താണ് പറയുന്നത്? പീപ്പിൾ ഈറ്റ് ലോവ്സ് ഓഫ് ബ്രെഡ് ബാക്ക് ദെൻ. മിസ് പറഞ്ഞു ഇന്ന് നമുക്ക് വലിയ മൈൻഡ് ഒന്നും ഇല്ല, ബ്രെഡ് എന്ന് പറയുമ്പോൾ വലിയ മൈൻഡ് ഒന്നും ഇല്ല. പക്ഷെ ഇന്ന് നമുക്ക് വേറെ കാര്യങ്ങളായിരുന്നു ആയിരിക്കും അല്ലേ. അപ്പൊ അന്ന് കാലത്ത് പക്ഷെ ഇങ്ങനെയായിരുന്നു, ബ്രെഡ് ആയിരുന്നു. ഗോവയിൽ എന്തായിരുന്നു? ബ്രെഡ് ആയിരുന്നു, ലോവ്സ് ഓഫ് ബ്രെഡ് ആയിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഓരോ ടൈമിൽ ഓരോ കാലഘട്ടത്തിൽ എന്തുണ്ട്, ഓരോ ഫുഡ് ഐറ്റംസ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇപ്പൊ നമ്മുടെ ഇവിടെ എന്താ പറയാ, മിസ്സൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഐസ് ആയിരുന്നു. ഐസ്, മറ്റേ കോലൈസ് എന്ന് പറയും. കോലൈസ് വരുന്ന നിൻ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വരുന്ന കാണാം. അപ്പൊ എല്ലാവരും കുട്ടികളൊക്കെ അത് കാണുമ്പോൾ ഓടും. അപ്പൊ അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു അല്ലേ. ബ്രെഡ് എന്ന് പറയുന്ന ലോവ്സ് ഓഫ് ബ്രെഡ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചാണ്. ബേക്കർ എന്ത് ചെയ്യും? ഈ പാഡർ എന്ത് ചെയ്യും? ഒരു പേരൊക്കെ പറയുന്നു പറഞ്ഞു, പാഡർ അല്ലേ. പാഡർ എന്ത് ചെയ്യും? അങ്ങനെ ബ്രെഡ് ഒക്കെ കൊണ്ടുവരുന്നു. അപ്പൊ കുട്ടികളൊക്കെ ആ നിന്നിങ് സൗണ്ട് ഒക്കെ കേട്ടിട്ട് വരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ആ സമയത്ത് ലോസ് ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ വളരെ അധികമായിട്ട് വിറ്റഴിഞ്ഞു പോകുന്നത്, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന സംഭവമായിരുന്നു. ദീസ് വെർ ക്രിയേറ്റഡ് ഇൻ ലാർജ് ഫർണേസസ്. അപ്പൊ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്? ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്? ലാർജ് ഫർണേസസ്. മിസ്സിന്റെ തല കാരണം കൊണ്ട് ഫർണേസിന്റെ ഉള്ളിൽ മിസ്സിന്റെ തല വിട്ടു അല്ലേ. ഷോ, അപ്പൊ ഇതാണ് ഫർണേസ് അല്ലേ. ഫർണേസിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ബ്രെഡുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, കാണാലോ ഫർണേസസ്. ഓക്കെ, ഫർണേസസിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ബ്രെഡ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പൊ ബ്രെഡ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നു, ലാർജ് ഫർണേസസ്. അപ്പൊ ആ ഒരു വേർഡും നമുക്ക് നോക്കി വയ്ക്കാം അല്ലെ. ഫർണേസസ് എവിടെയാണ്? യെസ്. ഓക്കെ, ഇനി നോക്കണം എന്താ? Padders or street bakers would come out to sell these breads in the street, making a jingle sound with a bamboo. എന്താ പറയുന്നത്? ഈ പറയുന്ന പാഡേഴ്സ് ആരാണ്? പാഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് വിൽക്കുന്ന ആളുകൾ അല്ലേ, ഈ ബ്രെഡൊക്കെ കൊണ്ട് വിൽക്കുന്ന ആളുകൾ. അപ്പൊ ഈ പാഡേഴ്സ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ബേക്കേഴ്സ് എന്ത് ചെയ്യും? would come out to sell these bread in the street, making jingling sound അല്ലെ, jingle sound with a bamboo. ഒരു ബാംബൂല് എന്തുണ്ടാവും? ആ ബാംബൂല് കുറേ റിങ് അല്ലേ, ഇങ്ങനെ ബെൽസ് ഉണ്ടാവും. അതൊക്കെ റിങ് ചെയ്തിട്ടാണ് ഇങ്ങനെ കുത്തി അവർ ആ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ്, നിന്നിൻ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് അവരിത് വിൽക്കാൻ വരാറുള്ളത്. എന്തായിരുന്നു പേര്? ഈ സ്ട്രീറ്റ് ബേക്കേഴ്സിന് എന്താണ് നമ്മൾ വിളിക്കുന്നത്? പാഡർ എന്നാണ് അല്ലേ. മറന്നു പോകരുത്, പാഡർ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി എന്താണ്? ഓൾദോ വി മേ നോ ലോങ്ങർ സീ ദീസ് ലോവ്സ്
we may occasionally see the furnaces and some bakers carrying on the forefathers traditional business. അപ്പോൾ ഇന്ന് കാലത്ത് നമുക്ക് ഈ പാഡേഴ്സിനൊന്നും കാണാൻ പറ്റില്ലെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഈ ലോവ്സ് ഒന്നും ഇത്രയും വലിയൊരു ലോവ്സും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ലോവ്സ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ, ആ ബ്രെഡിന്റെ വലിയ പീസ് അല്ലേ, വലുതായിട്ട് സിംഗിൾ പീസ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും എന്താണ് ഈ ബേക്കേഴ്സ് ഇന്നും നമുക്ക് കാണാൻ പറ്റും. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ബിസിനസ് ആണ് അല്ലേ, അവരുടെ ഫോർഫാദേഴ്സ് ഒക്കെ ചെയ്തിരുന്ന ഒരു ബിസിനസ് ആണ്. ആ ഒരു ബിസിനസ് തന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരി ഓൺ ചെയ്യുന്നത് നമുക്ക് ഇന്ന് കാണാൻ പറ്റും. അപ്പൊ ഇന്നും എന്തുണ്ട്, ഈ പറയുന്ന ബ്രെഡ് മേക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, ഈ ഒരു ബിസിനസ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് വലിയ ലോസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല, പാറ്റേണൊന്നും കാണാൻ പറ്റില്ലെങ്കിലും ഈ ഒരു ബിസിനസ് ഇപ്പോഴും ഉണ്ട്. ട്രഡീഷണൽ ആയിട്ട് ഒരു ബിസിനസ് ഇവർ ക്യാരി ഓൺ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് എന്താണ്, പിന്നെയും പറയുന്നുണ്ട്, ഇവർ വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ, അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അവരുടെ ക്ലോത്തിങ് സ്റ്റൈൽ അതൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണ്, ഡ്യൂറിങ് ഹിസ് ചൈൽഡ്ഹുഡ്, ആരുടെയാണ്, നമ്മുടെ റൈറ്ററിൻ്റെ അല്ലേ, ലൂഷിയോ റോഡ്രിഗസിന്റെ ചൈൽഡ്ഹുഡിൽ എങ്ങനെയായിരുന്നു, ദ ഓതർ റീകോൾസ് ദ ബേക്കർ അറൈവിംഗ് ട്വൈസ് എ ഡേ. എന്താ പറയുന്നത്, നമ്മുടെ റോഡ്രിഗോസ് ചെറുതായിരുന്ന സമയത്ത് അല്ലേ, ചൈൽഡ്ഹുഡ് ആ ടൈമിൽ ഈ ഓതർ റീകോൾ ചെയ്യാണ്, റിമെമ്പർ ചെയ്യാണ് അല്ലേ, ഓർത്തെടുക്കുകയാണ്. എന്താണ്, ദ ബേക്കർ അറൈവ്സ് ട്വൈസ് എ ഡേ. എത്ര സമയത്താണ്, എത്ര തവണയാണ് നമ്മുടെ ബേക്കർ വരിക, ട്വൈസ് എ ഡേ അല്ലേ, 2 തവണ, ഒരു ദിവസത്തിൽ 2 തവണ. മോർണിംഗ് ടൈമിൽ കാണാൻ പറ്റും, പിന്നെ എന്താണ് ഇതിന്റെ ഒരു കച്ചവടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് വിറ്റ് കഴിഞ്ഞിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. യെസ്, ഹി വാസ് ദ ഓതേഴ്സ് ഗൈഡ് ആൻഡ് ഫ്രണ്ട്. അപ്പോൾ എന്താണ് ഈ ബേക്കറിന്റെ പ്രത്യേകത പറയുന്നത്, എന്താണ്, ഇവർ ഓതറിന്റെ ഗൈഡും ഫ്രണ്ടുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. ഗൈഡ് പോലെയായിരുന്നു അല്ലെങ്കിൽ ഫ്രണ്ട് പോലെയായിരുന്നു. ഇദ്ദേഹം വരുമ്പോൾ എന്താണ്, ഈ കുട്ടികളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നൊക്കെ കാണുന്നുണ്ട്. ദ author's maid servant would buy loaves of bread to go with the tea. അപ്പോൾ ഈ മെയ്ഡ് സെർവൻസ് ഉണ്ട്, നമ്മുടെ ഓതറിന്റെ വീട്ടിലെ മെയ്ഡ് സെർവൻസ് ഒക്കെ എന്ത് ചെയ്യുമായിരുന്നു, അവർക്ക് ടീയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടായിട്ട് വീട്ടിലേക്കായിട്ട് ഈ ബ്രെഡൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ഇവർ കാണുമ്പോൾ എന്താ, ഓടിപ്പോയിട്ട് ഈ പറയുന്ന പേഡറിന്റെ അടുത്ത് ബേക്കറിന്റെ അടുത്ത് പോകുന്നത് കാണാം. അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓടി പോകുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ മാറ്റി നിർത്തും അല്ലേ, കുട്ടികളൊക്കെ ഇങ്ങനെ മാറ്റും, പോ ദൂരെ പോകുന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാരെന്ത് ചെയ്യും, മാറ്റി നിർത്തും. എന്നാൽ പോലും കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, മേലെ പോയിട്ട് വീടിൻ്റെയൊക്കെ മേലെ പോയിട്ട് ഇങ്ങനെ എത്തിച്ച് നോക്കാറുണ്ട് അല്ലേ, അവിടെ നിന്ന് മേലെ എത്തിച്ച് നോക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ വായിച്ചാണ്. അപ്പോൾ മെയ്ഡ് സെർവൻസ് എന്ത് ചെയ്യും, ഈ ബ്രെഡൊക്കെ വാങ്ങിച്ചു വെക്കും. ഓക്കെ, അപ്പോൾ അത് കഴിക്കാനുള്ള ഒരു കൊതി കൊണ്ടൊന്നല്ല ഇവർ ഓടി വരുന്നത് അല്ലേ. ഈ ഒരു പറയുന്ന പാഡർ ഇവർക്ക് എങ്ങനെയാണ്, ജസ്റ്റ് ലൈക്ക് എ ഗൈഡ് അല്ലെങ്കിൽ എന്താണ്, ഒരു ഫ്രണ്ടിനെ പോലെയൊക്കെയാണ്. അപ്പോൾ അവരുടെ അടുത്തുള്ള ഒരു അടുപ്പം കൊണ്ട് എന്ത് ചെയ്യാണ്, ഇവർ ഓടി വരികയാണ് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഓടി വരുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താ, ദ ബ്രെഡ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എനി ഒക്കേഷൻ ബാക്ക് ദെൻ, എസ്പെഷ്യലി ദ സ്വീറ്റ് ബ്രെഡ് ബോൾ. എന്താ പറഞ്ഞത്, ആ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു, ബ്രെഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടായിരുന്നു. ഏതൊരു ഒക്കേഷൻ്റെയും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു എന്ത്, ബ്രെഡ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി എന്താണ്, ആ സ്വീറ്റ് ബ്രെഡ് ഉണ്ട് അല്ലേ, ബോൾ എന്ന് പറഞ്ഞിട്ടൊരു സ്വീറ്റ് ബ്രെഡ് ഉണ്ട് അല്ലേ മക്കളെ, നമ്മൾ പഠിച്ചാലേ ഇതല്ലേ, കാണുമ്പോൾ ഒരു കല്ല് പോലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവമായിരുന്നു എന്ത്, അവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഒക്കേഷൻ, അവരുടെ ബർത്ത്ഡേ പാർട്ടി, അതുപോലെ തന്നെ മാരേജ്, ഇതുപോലെ എന്ത് ഫംഗ്ഷൻ ആയാലും എന്തുണ്ട്, ബ്രെഡ് എന്ന് പറയുന്നത് ഈസ് എ മസ്റ്റ്, അത് എന്തായാലും വേണം എന്ന് പറയുന്ന സംഭവമാണ് ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള ബ്രെഡ് ഉണ്ട്, ബോൾ എന്നാണ് പേര് അല്ലേ, മറന്നു പോകണ്ട, ബോൾ എന്നാണ് പേര്. അപ്പോൾ ഈ ബോൾ എല്ലാ ഫംഗ്ഷൻസിനും കാണും അല്ലേ. യെസ്, ഓൾസോ ദ ബേക്കർ വാസ് ഡ്രസ്ഡ് ഓഡ്ലി കബായി. എന്താണ്, നമ്മുടെ ബേക്കർ അല്ലെങ്കിൽ നമ്മുടെ പാഡറിന്റെ ഡ്രസ്സിങ് അല്ലേ, ഡ്രസ്സിങ്, അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ്ങിന്റെ പേരെന്താ, ആ ഡ്രസ്സിന്റെ പേരെന്താ, വേഗം എന്ന് പറഞ്ഞ് നമ്മുടെ ചാറ്റ് ബോക്സിൽ വേഗം പറഞ്ഞ്, എന്തായിരുന്നു നമ്മുടെ പാഡർ ധരിച്ചിരുന്നത്, ആ ഒരു ഡ്രസ്സ്, ആ പെർട്ടിക്കുലർ ഡ്രസ്സിന്റെ പേരുണ്ടല്ലോ, എന്തായിരുന്നു, വേഗം പറഞ്ഞു എന്ന് നോക്കട്ടെ, എത്ര പേര് പറയുന്നുണ്ട്, വേഗം 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 പറയാം കേട്ടോ. ഏത് ഡ്രസ്സാണ്, യെസ് കബാന്നല്ല, യെസ് കബായി അല്ലേ, കബായി ആണ് കേട്ടോ. അപ്പോൾ അത് വിട്ടു പോകണ്ട, കബായി എന്ന് പറയുന്ന ഡ്രസ്സാണ് അല്ലേ, കബായി. അപ്പോൾ അത് എന്താണ്, സിംഗിൾ പീസ് ആയിട്ടാണ്, അത് ഇങ്ങനെ മുറിച്ച് ട്രൗസർ അങ്ങനത്തെ ഇതെല്ലാം ഒറ്റ ഡ്രസ്സാണ് അല്ലേ, സിംഗിൾ പീസ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കബായി. അപ്പോൾ ആ കബായി എന്ന് പറഞ്ഞാൽ മുട്ടിന് താഴെ വരെ ഉള്ളത്, ആ ഒരു മുട്ട് വരെ ഉള്ളത്, ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഈ പാഡർ, അവരുടെ ഒരു യൂണിഫോം കൈൻഡ് അല്ലെ, യൂണിഫോം പോലെയാണ്. അപ്പോൾ ആ ഒരു യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് ഇവർ ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് പോകാറുള്ളത്. ഇറ്റ് വാസ് എ 1 പീസ് ഗൗൺ അല്ലെ, 1 പീസ് ഗൗൺ ആയിരുന്നു, ദാറ്റ് റീച്ച്ഡ് അപ് ടു ദ നീസ്. അപ്പോൾ അതിനെ പറ്റിയിട്ട്, കബായിനെ പറ്റിയിട്ട് വെല്ലം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം അല്ലേ. ഇറ്റ് വാസ് എ 1 പീസ് ഗൗൺ ദാറ്റ് റീച്ച്ഡ് അപ് ടു ദ നീസ് വരെ എത്തുന്ന ഒരു 1 പീസ് ആയിട്ട്, സിംഗിൾ പീസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു അത്. ബേക്കിംഗ് വാസ് എ ലുക്രേറ്റീവ് ബിസിനസ് അറ്റ് ദ ടൈം.
അറ്റ് ദാറ്റ് ടൈം എന്തായിരുന്നു ഈ ബ്രെഡ് ബേക്കിംഗ് അല്ലെങ്കിൽ എന്താണ് ബേക്കിംഗ് എന്ന് പറയുന്നത് വളരെ അത്രത്തോളം തിരക്ക് പിടിച്ചൊരു പണിയായിരുന്നു. ഓക്കെ, വലിയൊരു റിച്ച് ഭയങ്കര കാര്യമായിട്ടുള്ളൊരു ബിസിനസ് തന്നെയായിരുന്നു എന്ത് പറയുന്നത് ഈ ബേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നും ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ബേക്കിംഗ് ഇന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റും, ബിസിനസ് കുറഞ്ഞേക്കാണ് ഡൗൺഫോൾ ആണോ എന്താ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ഒന്ന് നോക്കിയൊക്കെ എന്തായിരുന്നു ബിസിനസ് ഇപ്പോഴും എന്താണ് നടക്കുന്നുണ്ട്, ട്രഡീഷണൽ ബിസിനസ് ഒക്കെ എല്ലാവരും ക്യാരി ഓൺ ചെയ്യുന്നുണ്ട് അവരുടെ പുതിയ തലമുറ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബേക്കർ ഫ്രം ഗോവ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നോക്കി. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോവാ, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കറിയാം. എന്താണ് എന്തിനെ പറ്റിയിട്ടായിരുന്നു അവർ നൊസ്റ്റാൾജിക് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതേ ഒരു ക്വസ്റ്റ്യൻ എന്തിനെ പറ്റിയിട്ടായിരുന്നു ആ പാഡർ വരുന്നതിനെ പറ്റിയിട്ടൊക്കെ അല്ലേ. പാഡർ ഇങ്ങനെ ജിംഗ്ലിംഗ് സൗണ്ട് ഒക്കെ ഉണ്ടാക്കി വരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ടോ മിസ് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ അല്ലേ, ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇപ്പോഴും ഉണ്ട്. ഈ ട്രഡീഷണൽ ബിസിനസ് ഒക്കെ ഇപ്പോഴും കാര്യമായിട്ട് നടന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യം എഴുതണം. പിന്നെ ഫർണൈസസിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതുപോലെ നീ ഒരു പാഡറിന്റെ പോലെയുള്ള ഡ്രസ്സ് ധരിച്ചിട്ടുള്ളത് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരും അല്ലേ. അങ്ങനത്തെ ഒരു കോമൻസ് ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു കോണ്ടെക്സ്റ്റ് എപ്പോഴാണ് ആ കബായുടെ പോലത്തെ ഡ്രസ്സ് അല്ലെങ്കിൽ ആ ബേക്കറിന്റെ പോലത്തെ എന്തായിരുന്നു 3/4 അല്ലേ, 3/4. അപ്പോൾ 3/4 പോലത്തെ ഡ്രസ്സ് 3/4 ഒക്കെ ഇടുമ്പോൾ ആളുകളുടെ അടുത്ത് പറയും നീ എന്താ പാഡറിന്റെ പോലെ ഡ്രസ്സ് ചെയ്തേക്കുന്നേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്, ബ്രെഡ് ഇമ്പോർട്ടൻ്റ് ആണോ, ഗോവൻ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ബ്രെഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണോ, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ പോയിന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ എന്താണ് എല്ലാ ഒക്കേഷൻസിന് ഉണ്ടാവും, സ്വീറ്റ് ബ്രെഡ് ഉണ്ടാവും, ബോൾ ഉണ്ടാവും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതണം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾ നോട്ട്സിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കുള്ളതാണ് കൂർഗ് അല്ലേ, സെക്കൻഡ് പാർട്ടായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പോർഷൻ ആയിട്ട് ആ ഒരു ചാപ്റ്ററിൽ തന്നെയുള്ളതാണ് എന്താ കൂർഗ് എന്ന് പറയുന്ന ഒരു ഭാഗം. അതെന്താണ് ലോക്കേഷ് അബ്രോൾ എഴുതിയിട്ടുള്ളതാണ്. ലോക്കേഷ് അബ്രോൾ നമ്മൾ പഠിച്ചാണ്, ഫിസിഷ്യൻ ഒക്കെ ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ സമ്മറി പറയുമ്പോൾ കൂർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് നമുക്കറിയാം, മസനഗുഡി വഴി ഊട്ടി എന്ന് പറയുന്നതൊക്കെ എന്താ ഇത് കൂർഗാണ്. കൂർഗിൽ എങ്ങനെയാണ്, കൂർഗ് നല്ലൊരു സ്ഥലമാണെന്നൊക്കെ പഠിച്ചു അല്ലേ. അപ്പം അടിപൊളി സ്ഥലമാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞേ, കൂർഗ് എവിടെയാണ് മക്കളെ, ഒന്ന് വേഗം പറഞ്ഞേ, വേഗം ഒന്ന് പറഞ്ഞേ, ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ, കൂർഗ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, വേഗം പറഞ്ഞേ. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നമ്മൾ എന്തായാലും വായിച്ചിട്ടാണ്, നമ്മളൊക്കെ എന്തായാലും വായിച്ചിട്ടാണല്ലോ വന്നത്. യെസ്, കർണാടക. യെസ്, വെരി ഗുഡ്, കർണാടക. ഓക്കെ, കർണാടകയിലുള്ള ഒരു ചെറിയൊരു സ്മോൾ ഡിസ്ട്രിക്റ്റ് ആണ് അല്ലേ, ഒരു ചെറിയ സ്മോൾ ഡിസ്ട്രിക്റ്റ് ഇൻ കർണാടക, അതാണ് കൂർഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, സമ്മറി നോക്കാം അല്ലേ. Coorg is a small district in Karnataka and is also known as Kodag. എന്താണ് വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, എന്താണ് കൊടക്, ഓൾസോ നോൺ ആസ് കൊടക്. കൂർഗ് lies somewhere between Mangalore and Mysore. അപ്പം മാംഗ്ലൂരിൻ്റെയും അതുപോലെ തന്നെ മൈസൂരിൻ്റെയും ഇടയിലായിട്ടാണ് നമ്മുടെ കൂർഗ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ അല്ലേ. ഇങ്ങനെ ഹെവനിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു കിങ്ഡത്തിന്റെ ദൈവരാജ്യത്തിന്റെ ഒരു കഷ്ണം പോലെയാണ്, ഒരു പീസ് ഓഫ് ഹെവൻ. അങ്ങനെയാണ് എന്താ ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നതാണ്, അങ്ങനെ തോന്നുന്ന അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കൂർഗ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ എന്താ പറഞ്ഞത്, ദ ഓതർ എക്സ്പ്രസസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് പ്ലേസ് ബൈ കോളിംഗ് ഇറ്റ് ഹെവൻ ഡ്രിഫ്റ്റഡ് ഫ്രം ദ കിങ്ഡം ഓഫ് ഗോഡ്. എന്താണ് ദൈവരാജ്യത്തിൽ നിന്ന് ഒഴുകി വരുന്ന ആ സ്വർഗത്തിന്റെ ഒരു കഷ്ണം പോലെ, ഒരു പീസ് പോലെയാണ് ഈ പറയുന്ന കർണാടകയിലെ ഈ ഒരു സ്മോൾ ഡിസ്ട്രിക്റ്റ് നമ്മുടെ കൂർഗ് എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു പേരും കൂടി ഉണ്ട് കൊടക് അല്ലേ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത, അതിന്റെ ബ്യൂട്ടി എങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ എഴുതണം കേട്ടോ നമ്മൾ. കൂർഗ് ബോസ്റ്റ് ഓഫ് എ പ്രൗഡ് റേസ് ഓഫ് മാർഷ്യൽ മെൻ, ബ്യൂട്ടിഫുൾ വിമൻ ആൻഡ് വൈൽഡ് ക്രീച്ചേഴ്സ്. നമ്മൾ കണ്ടതാണ് അവിടുത്തെ ആളുകളുടെ പ്രത്യേകത എന്താണ്, മാർഷ്യൽ മെൻ ആണ് അല്ലേ. അവിടുത്തെ ആളുകൾ എന്താ ആയോധന കലകൾ എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അതിൽ മാർഷ്യൽ മെൻ ആണ്, പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിമൻ ഉണ്ട്, വൈൽഡ് ക്രീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ജിയോഗ്രഫിക്കലി വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് കോഫി പ്ലാന്റേഷൻസ്, എവർഗ്രീൻ ഗ്രീൻ ഫോറസ്റ്റ് ആൻഡ് സ്പൈസസ്. അപ്പോൾ അത് എന്തിനൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ളത് നോക്കി വയ്ക്കുക. എന്തൊക്കെയാണ്, കോഫി പ്ലാന്റേഷൻസ് അല്ലേ, കോഫി പ്ലാന്റേഷൻസ്. പിന്നെന്താണ്, അതുപോലെ തന്നെ എവർഗ്രീൻ ആയിട്ടുള്ള റെയിൻ ഫോറസ്റ്റ് അല്ലേ, ഒരു വർഷത്തിൽ എന്നും മഴ കിട്ടുന്ന, എപ്പോഴും മഴ കിട്ടുന്ന, പതിവായിട്ട് മഴ കിട്ടുന്നതിനെയാണ് എന്താ പറയുക, റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ എവർഗ്രീൻ ആയിട്ടുള്ള റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ത്, കൂർഗ് എന്ന് പറയുന്നത്. യെസ്, ഇനി 30% ഓഫ് ദിസ് ലാൻഡ്, ഓഫ് ദിസ് ഏരിയ, ഓഫ് ഇറ്റ്സ് ഏരിയ ഇസ് കവേർഡ് വിത്ത് എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ അവിടുത്തെ 30% ലാൻഡിൽ 30% എന്താണ്, എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് തന്നെയാണ്. യെസ്,
the best season to visit this place is from September to March. അപ്പോൾ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള ഒരു ടൈമാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചാണ് എന്തുകൊണ്ടാണെന്ന് നോക്കാം അല്ലേ. അല്ലെങ്കിൽ എന്താണ്, നല്ല മഴയായിരിക്കും, മഴയുള്ള സമയത്ത് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല, ടൂറിസ്റ്റ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ സെപ്റ്റംബർ ടു മാർച്ച് ആണ് ദ ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത്. ദ സിറ്റി ഈസ് ഫ്ലോണ്ടഡ് ബൈ ബ്യൂട്ടിഫുൾ കൊളോണിയൽ ബംഗ്ലാവ്സ് ഇൻ പ്രൈം കോർണേഴ്സ് അല്ലെ. അവിടെ എന്ത് കാണാൻ പറ്റും നമുക്ക്? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊളോണിയൽ ബംഗ്ലാവ്സ് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ അവരൊക്കെ ഇവിടെ വന്ന് ഭരിച്ചിരുന്ന കാലത്ത് അവർ പണിതിട്ടുള്ള കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു ഫോക്കസ് എവിടേക്കാണ്? ഈ പറയുന്ന പ്രൈം കോർണേഴ്സ് എവിടെയാണ് ഈ ബംഗ്ലാവ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കുറേ ആളുകൾ വരാറുണ്ട്. ദ പീപ്പിൾ ഓഫ് കൂർഗ് ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് ബ്രേവ്. ദിസ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടുത്തെ ആളുകളുടെ പ്രത്യേകത ചോദിക്കാം. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മൊത്തത്തിൽ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റണം എന്താണ് അവിടുത്തെ പോപ്പുലേഷന്റെ പ്രത്യേകത, അവിടുത്തെ ആളുകളുടെ പ്രത്യേകത എന്താണ്? ദേ ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് ബ്രേവ്. വളരെ ഫിയേഴ്സ്ലി ഇൻഡിപെൻഡന്റ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ബ്രേവ് ആണ് അവർ. അപ്പോൾ ആദ്യം തന്നെ കണ്ടു മാർഷ്യൽ മെൻ എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പൊ എന്താ പറഞ്ഞത്? ബ്രേവ് ആണ് അവര്. ദെൻ കൂർഗി ഹോംസ് ഹാവ് എ ട്രഡീഷൻ ഓഫ് ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ അവിടുത്തെ വീടുകളുടെ പ്രത്യേകത എന്താണ്? ഹോസ്പിറ്റാലിറ്റി ഉണ്ട് അല്ലെ. അതിഥേയ മര്യാദ എന്നൊക്കെ പറയില്ല. അതിഥികൾ വരുമ്പോൾ എന്താണ് അവരെ അതിഥി ദേവോ ഭവ എന്നൊക്കെ പറയില്ല. അതുപോലെ ഹോസ്പിറ്റാലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഫേമസ് ആണ്. ദ കൂർഗ് റെജിമെന്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് ഇൻ ദ ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയിൽ ഏറ്റവും കൂടുതൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് ബലൂണും കാര്യങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത കാര്യമല്ല പറയുന്നത്. എന്താണ്? ഏറ്റവും കൂടുതൽ മെഡൽസും കാര്യങ്ങളൊക്കെ നേടിയിട്ടുള്ളതാണ് കൂർഗ് റെജിമെന്റ് എന്ന് പറയുന്നത്. കൂർഗ് റെജിമെന്റ് ഓക്കെ, most decorated in the Indian Army. Okay, the first chief of the Indian Army ആരാണ്? ഫസ്റ്റ് ചീഫ് ആരാണ്? ഇന്ത്യൻ ആർമിയുടെ ഫസ്റ്റ് ചീഫ് ആരാണ്? ജനറൽ കാരിയപ്പ. അദ്ദേഹം ആരായിരുന്നു? ഒരു കൂർഗി ആയിരുന്നു, കൂർഗി പേഴ്സൺ ആയിരുന്നു. ഈവൻ ടുഡേ the Kodavs are the only people in India who are allowed to carry firearms without a ലൈസൻസ് അല്ലെ. ഇന്നും ഒരു ലൈസൻസ് ഇല്ലാണ്ട് തന്നെ ഫയർ ആംസ് ഗണ്ണൊക്കെ ക്യാരി ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ഉള്ള ജനത എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കൂർഗി പീപ്പിൾ മാത്രമാണ്. ടൂറിസ്റ്റ് ക്യാൻ എൻജോയ് എ വെറൈറ്റി ഓഫ് നാച്ചുറൽ സീൻസ്. കുറേ നേച്ചുറൽ സീൻസ് ഒക്കെ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വരുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റും. കുറേ സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ്? കാവേരി അല്ലെ, അവിടുത്തെ നദിയുടെ പേരെന്താണ്? കാവേരി. കാവേരി റിവറിനെ പറ്റിയിട്ട് പറയുന്നുണ്ടല്ലോ. കാവേരി ദ ഓൺലി റിവർ ഓഫ് ദ ഏരിയ ഗെറ്റ്സ് ഇറ്റ്സ് വാട്ടർ ഫ്രം കൂർഗി ഹിൽ. കൂർഗി ഹില്ലിൽ നിന്നാണ് അതിന് വെള്ളം കിട്ടുന്നത്. എലിഫൻസ്, കിങ് ഫിഷേഴ്സ്, സ്ക്വിറൽസ്. അപ്പോൾ അവിടുത്തെ എങ്ങനെയാണ് അവിടുത്തെ വൈൽഡ് ലൈഫിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. എലിഫൻസ് ഉണ്ട്, കിങ് ഫിഷേഴ്സ് ഉണ്ട്, സ്പിരൽസ് ഉണ്ട്, ലാംഗോസ്, ഇവരൊക്കെ കാണാൻ പറ്റും അല്ലേ. മരക്കുരങ്ങൾ, അതുപോലെ സിംഹവാലം കുരങ്ങൾ എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇവരൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വൈൽഡ് ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. ഓൾസോ ബേർഡ്സ്, ബീസ് ആൻഡ് ബട്ടർഫ്ലൈസ് ഇവരൊക്കെ കാണാം. ആർ എ കോമൺ സൈറ്റ് ഹിയർ. മെനി അഡ്വഞ്ചറസ് ഗെയിംസ് ലൈക്ക് റിവർ റാഫ്റ്റിംഗ്. ഇവിടെ നിന്നും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് വൺ. എന്തൊക്കെ സ്പോർട്സ് ആണ്, എന്തൊക്കെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്സ് ആണ്, എന്തൊക്കെയാണ് ഇവിടേക്ക് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതേണ്ടതാണ്. എന്തൊക്കെയാണ് അഡ്വഞ്ചറസ് ഗെയിംസ്? ലൈക്ക് റിവർ റാഫ്റ്റിംഗ് ഉണ്ട്, കാനോയിങ്, റാപ്പലിംഗ്, റോക്ക് ക്ലൈംബിംഗ്, അതുപോലെ തന്നെ മൗണ്ടൻ ബൈക്കിംഗ്. ഇതൊക്കെ ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യം ഒരു ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരാൾ വന്നാൽ പോലും അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും? ഉഷാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവർക്ക് ഇത്രത്തോളം അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദ ട്രെക്കേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. ട്രെക്കേഴ്സ് ഫൈൻഡ് ന്യൂമറസ് വാക്കിംഗ് ട്രെയിൽസ് ഇൻ ദിസ് ഏരിയ. അവർക്ക് നടക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ട്രെക്കേഴ്സിനുള്ള ഒരു ഏരിയ ഉണ്ട്. ഫ്രം ദ ബ്രഹ്മഗിരി ഹിൽസ് വൺ can enjoy a panoramic view of the entire landscape of കൂർഗ്. എന്താ പറഞ്ഞത്? ഈ കൂർഗിൻ്റെ ഒരു ബ്യൂട്ടി ആസ്വദിക്കണമെങ്കിൽ, എൻജോയ് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്താൽ മതി? ഈ ബ്രഹ്മഗിരി ഹിൽസിൽ ചെന്നിട്ട് അത് കാണാൻ പറ്റും. എന്താണ്? ഒരു പെനോറമിക് ബ്യൂട്ടി അല്ലെ, പെനോറമിക് വ്യൂ, മൊത്തത്തിലുള്ളൊരു വിശാല ദൃശ്യം കാണാൻ പറ്റും. കൂർഗിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആ മിസ്റ്റൊക്കെ വന്നിട്ട് ആ ഒരു മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന ആ പച്ച പിടിച്ചിട്ടുള്ള ആ കൂർഗിൻ്റെ മൊത്തത്തിലൊരു ചിത്രം കാണാനായിട്ട് സാധിക്കും. എവിടെ നിന്നിട്ട്? ബ്രഹ്മഗിരി കുന്നുകളുടെ മേലെ നിന്നിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധ്യതയും കൂടിയുണ്ട്. There is a 64-acre island of നിസർഗദമ. ഓക്കെ, 64-acre ഐലാൻഡ് ഉണ്ട്. അതിന്റെ പേരാണ് എന്ത്? നിസർഗദമ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി റീച്ച്ഡ് ത്രൂ എ റോപ്പ് ബ്രിഡ്ജ്. അപ്പോൾ ഒരു റോപ്പ് ബ്രിഡ്ജ് കൂടെ പോയി കഴിഞ്ഞാൽ അതിലേക്ക് എത്താൻ പറ്റും. ബുദ്ധിസ്റ്റ് മോങ്സ് ആർ സെറ്റിൽഡ് ഇൻ ബൈലാകുപ്പെ വിച്ച് ഈസ് വെരി ക്ലോസ് ടു ദിസ് പ്ലേസ്. അപ്പോൾ ഇവിടുത്തെ ബുദ്ധിസ്റ്റ് ഒരു ടെമ്പിളിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. നമ്മൾ ബുദ്ധിസ്റ്റുകളൊക്കെ ഉള്ളത് ഗോൾഡൻ ടെമ്പിൾ ഉണ്ട് അല്ലേ. കൂർഗിലെ ഗോൾഡൻ ടെമ്പിൾ എവിടെയാണ്? ബൈലാകുപ്പയുടെ അടുത്തായിട്ട് ബുദ്ധിസ്റ്റ് മോങ്കുകളിൽ നമുക്ക് മോങ്സിനെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അവരുടെ പ്രത്യേകത നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? അവരുടെ ഡ്രസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു ഒക്രി എന്നൊക്കെ ഉള്ള ഒരു വേർഡൊക്കെ നമ്മൾ പഠിച്ചില്ലേ. ഒക്രി റെഡ് അല്ലെങ്കിൽ എന്താണ് യെല്ലോ റോബ്സ് ഒക്കെ ഉണ്ട്. അവരുടെ ഡ്രസ്സിങ് എങ്ങനെയായിരുന്നു? ബുദ്ധിസ്റ്റ് മോങ്സിന്റെ എങ്ങനെയായിരുന്നു? അപ്പോൾ ഇതാണ് ഇന്ത്യയിലുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റുകളുടെ
ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് അവിടെ ബൈലാക്കുപ്പേൻ്റെ അടുത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂർഗിൽ നമ്മൾ പഠിച്ചില്ല മക്കളെ. അവിടുത്തെ സീനിക് ബ്യൂട്ടീനെ പറ്റി പറഞ്ഞു, പിന്നെന്താ വൈൽഡ് ലൈഫിനെ പറ്റി പറഞ്ഞു, അവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകത, അവിടുത്തെ എന്താണ് സ്പെഷ്യാലിറ്റി എന്നുള്ളത് പറഞ്ഞു അല്ലേ. എന്താണ് അവർക്ക് മാത്രമാണ് റൈഫിൾസ് ഒക്കെ ആ ഒരു ഗണ്ണൊക്കെ ലൈസൻസ് ഇല്ലാണ്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നത്. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെൻ ഉണ്ട്, അതുപോലെ എന്താണ് ഈ ആയോധന കലകൾ അല്ലേ, മാർഷ്യൽ മെന്നൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൂർഗിൽ പഠിച്ചു കഴിഞ്ഞാൽ യെസ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക, നമ്മൾ ഈ കൂർഗിൻ്റെ സീനിക് ബ്യൂട്ടീനെ പറ്റി ചോദിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ്? നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ടീ ഫ്രം ആസാം. ഓക്കെ, ടീ ഫ്രം ആസാം. യെസ്, അപ്പോൾ അടുത്തത് എന്താണ്? ടീ ഫ്രം ആസാം ആണ്. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കല്ലേ? യെസ്, ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ ടീ ഫ്രം ആസാം ആരാണ് എഴുതിയിട്ടുള്ളത്? അരൂപ് കുമാർ ദത്തയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ 2 എണ്ണം കഴിഞ്ഞു. നമ്മുടെ ബാക്ക് ഫ്രം ഗോവ പഠിച്ചു, അതുപോലെ തന്നെ കൂർഗ് പഠിച്ചു. കൂർഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് കൂർഗ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് അവിടുത്തെ ആളുകളെ പറ്റി നമുക്ക് എന്താ എഴുതാൻ പറ്റുക എന്നുള്ളത്, എന്താണ് പീപ്പിളിനെ പറ്റിയിട്ട് എഴുതാൻ പറ്റുക, പിന്നെ അവരുടെ ഡിസെൻറ്റിനെ പറ്റിയിട്ട് ചോദിക്കാം. ഓക്കെ, അവരെന്താണ് അറബി, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലേ എവിടെ നിന്നൊക്കെയാണെന്നുള്ളത്, ആ ഡിസൈൻസ്. അപ്പോൾ അതും പഠിച്ചു വെക്കണം. അത് എവിടെ നിന്നാണെന്നുള്ളതൊക്കെ പഠിച്ചു വെക്കണം. അതിനെ പറ്റിയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ കാണുന്ന വൈൽഡ് ലൈഫിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മെസ്സേജിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, കുടവ് പീപ്പിളിൻ്റെ ഡിസെൻറ്റ് കണ്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ടീ ഫ്രം ആസാം. ഓക്കെ, ഒരു ചായ കുടിച്ചിട്ട് വരാം അല്ലേ ആസാമിൽ പോയിട്ട്. യെസ്, അപ്പോൾ ടീ ഫ്രം ആസാം ആരാ എഴുതിയിട്ടുള്ളത്? അരൂപ് കുമാർ ദത്തയാണ് എഴുതിയിട്ടുള്ളത്. യെസ്. അപ്പോൾ എന്താ പറയുന്നത്? ടീ ഫ്രം ആസാം. നമുക്ക് തുടങ്ങാം അല്ലേ. സമ്മറി നോക്കാം. ടീ ഫ്രം ആസാം ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് ടീ. ടീനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് എന്താ ടീ ഫ്രം ആസാം എന്ന് പറയുന്നത്. ഇറ്റ്സ് ഹിസ്റ്ററി ആൻഡ് സിഗ്നിഫിക്കൻസ്. എന്തിനെ പറ്റിയിട്ടാണ്? ടീയുടെ ഹിസ്റ്ററീനെ പറ്റിയിട്ടും അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ പറ്റിയിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത്. യെസ്, അപ്പോൾ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ടെക്സ്റ്റ് വായിച്ചിട്ടിരിക്കുകയായിരിക്കും അല്ലേ. 2 ബോയ്സ്, രാജ്വീർ ആൻഡ് പ്രാഞ്ജോൾ. മക്കളെ ഇതിൽ 2 പേരെ പറ്റി പറയുന്നുണ്ട് അല്ലേ. 2 ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞിട്ട് അവരിലൂടെ നമുക്ക് ആ സ്റ്റോറി തരികയാണ്. എന്തിനെ പറ്റിയിട്ട്? ടീയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ടീയുടെ സിഗ്നിഫിക്കൻസ്, അതിനെക്കുറിച്ചുള്ള കുറച്ച് സ്റ്റോറീസ്, അതെങ്ങനെ വന്നു എന്നുള്ള ഒരു സ്റ്റോറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കൂടെ കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, രാജ്വീർ ഉണ്ട്, അതുപോലെ തന്നെ പ്രാഞ്ജോൾ ഉണ്ട്. 2 പേരുണ്ട് അല്ലേ. ഇവർ 2 പേരും ഉണ്ട്. ഇവർ 2 പേരും എങ്ങോട്ട് പോവാണ്? ഇപ്പോൾ ആസാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാവലിംഗ് ടു ആസാം. രാജ്വീർ ടെൽസ് പ്രാഞ്ജോൾ ദാറ്റ് ഓവർ 80 crore cups of tea are drunk every day throughout the world. ഈ ലോകത്ത് മൊത്തമായിട്ട് പറയുമ്പോൾ ഓരോ ദിവസം എന്താണ് 80 crore cups ടീ അല്ലേ, ടീ ഇപ്പോൾ കുടിക്കുന്നുണ്ട്, ആളുകൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ പോപ്പുലേഷൻ നോക്കുമ്പോൾ എന്താണ് വേൾഡിൽ മൊത്തമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് ടീ കുടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആരാ പറയുന്നത്? രാജ്വീർ പ്രാഞ്ജോളിൻ്റെ അടുത്ത് പറയാണ് അല്ലേ. The train passes through green hills with a sea of tea bushes as far as can be seen. അപ്പോൾ കണ്ണെത്താതെ ദൂരത്തോളം കിടക്കുന്ന എന്താണ് ഒരു ടീ ബുഷസിന്റെ സാഗരം തന്നെ ഉണ്ട് അല്ലേ. ഒരു സീ തന്നെ ഉണ്ട്, കടൽ പോലെയാണ് കിടക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നിടത്തൊക്കെ എന്താണ് ഈ ടീ പ്ലാന്റേഷൻസ് ആണ് ഉള്ളത് കേട്ടോ. എവിടെ നോക്കിയാൽ എന്താണ് ഈ ടീ പ്ലാന്റേഷൻസ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അസംബ്ലിക്കാണ് അല്ലേ. രാജ്വീർ ഈസ് വെരി എക്സൈറ്റഡ് ബട്ട് പ്രാഞ്ജോൾ who has been brought up on a plantation does not share his excitement. അപ്പോൾ നമ്മുടെ രാജ്വീർ ആണ് പുതിയതായിട്ട് ആസാമിലേക്ക് പോകുന്ന ആളല്ലേ. പ്രാഞ്ജോൾ ഈസ് ഓൾറെഡി അവിടെ ബ്രോട്ടപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ള ആളാണ്, അവിടെയാണ് ജനിച്ചു വളർന്നതൊക്കെ. അപ്പോൾ പ്രാഞ്ജോളിനെ സംബന്ധിച്ചിടത്തോളം വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. അപ്പോൾ രാജ്വീർ എങ്ങനെയാണ് ഫുൾ എക്സൈറ്റഡ് ആയിട്ട് ഫുൾ അങ്ങോട്ട് പോകുക എന്നുള്ളൊരു ത്രില്ലിലിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയാലും എന്താണ് നമ്മുടെ ഫ്രണ്ട് ചിലപ്പോൾ അത്രത്തോളം എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യണമെന്നില്ല. അപ്പോൾ അതുപോലെ എന്താണ് രാജ്വീർ വെരി എക്സൈറ്റഡ് ആണ്. പക്ഷേ പ്രാഞ്ജോൾ എന്താണ് ഓൾറെഡി അവിടെ ഉള്ള കണ്ട പ്ലാന്റേഷനിൽ വളർന്ന് ശീലമായതുകൊണ്ട് അവന് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞത്? രാജ്വീറിന് പക്ഷേ കുറേ സ്റ്റോറീസ് കാര്യങ്ങൾ അറിയാം. രാജ്വീർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? രാജ്വീർ then tells him about the various legends, Indian and Chinese, behind ടീ. അപ്പോൾ ടീനെ പുറകിലുള്ള എന്തൊക്കെ സ്റ്റോറീസ് ആണ്? 2 സ്റ്റോറീസ് ഒക്കെ പറയുന്നുണ്ട് അല്ലേ. ചൈനീസ് സ്റ്റോറി പറയുന്നുണ്ട്, ഇന്ത്യൻ ലെജൻഡിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. ആരെ പറ്റിയിട്ടായിരുന്നു? ബോധിധർമ്മേനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അതുപോലെ ചൈനീസ് എംപററിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അല്ലേ. 2 സ്റ്റോറീസ് പറയുന്നുണ്ട്. ആരാണ് പറയുന്നത്? രാജ്വീർ പറയുന്നത്. എങ്ങനെയാണ് ഈ ടീ എന്ന് പറയുന്ന സംഭവം ഉണ്ടായത്? അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ എന്താണ് ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ സ്റ്റോറി അതിൽ 2 സ്റ്റോറീസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഹി ടെൽസ് ഹിം ഹൗ എ ചൈനീസ് എംപറർ ബൈ ചാൻസ് ഡിസ്കവേർഡ് ടീ ബാക്ക് ഇൻ 2700 BC. അപ്പോൾ 2700 BC ആ ഒരു കാലഘട്ടത്തിൽ വളരെ പണ്ട് എന്തായിരുന്നു ചൈനീസ് എംപറർ ആക്സിഡന്റലി എന്ത് കണ്ടുപിടിച്ചു? ഈ പറയുന്ന ചായ എന്ന് പറയുന്ന സംഭവം, ടീ എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിച്ചു. അതെങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. വെള്ളം അവർ എന്താണ്
ബോയിൽ ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്തു, ആ ടിപ്സ് ഒക്കെ കത്തിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് 2 ലീവ്സ്, ടീ ലീവ്സ് ആയിരുന്നു അതെങ്ങനെയോ ആക്സിഡന്റലി ആ വെള്ളത്തിൽ വീണു. അങ്ങനെ നിന്നപ്പോൾ എന്താണ്, അതിന്റെ കളർ മാറി, അതിന്റെ ഫ്രാഗ്രൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ മാറി, അതിന്റെ ഫ്ലേവർ ഒക്കെ മാറി. അപ്പോൾ അത് ചൈനീസ് എംപറർ കുടിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. വാവ്, പുതിയൊരു സംഭവം, അങ്ങനെയാണ് ടീ വന്നേ എന്ന് പറയുന്നുണ്ട് അല്ലേ. ചൈനീസ് സ്റ്റോറി അതാണ് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ്, അനദർ സ്റ്റോറി വാസ് അബൌട്ട് ഹൗ 10 tea plants grew out of eyelids of ബോധിധർമ്മ, ബുദ്ധിസ്റ്റ് അസറ്റിക്. അപ്പോൾ ഒരു ബുദ്ധിസ്റ്റ് അസറ്റിക് ആയിട്ടുള്ള, ബുദ്ധിസ്റ്റ് സന്യാസി ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ലെജൻഡ് ആണ് ആര്, ബോധിധർമ്മ. അപ്പോൾ ബോധിധർമ്മ എന്താ ചെയ്യായിരുന്നു, ഇങ്ങനെ കണ്ടംപ്ലേഷൻ, അവരെല്ലാം മെഡിറ്റേഷൻ ചെയ്യായിരുന്നു അല്ലേ. ആ മെഡിറ്റേഷന്റെ സമയത്ത് ഇദ്ദേഹത്തിന് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഉറക്കം വരുന്നത് ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു മക്കളെ, ആ ആളുടെ ഐലിഡ്സ് കട്ട് ചെയ്തു കളഞ്ഞു അല്ലേ. നമുക്ക് ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അത് അല്ലേ. അപ്പോൾ ബോധിധർമ്മ എന്ത് ചെയ്തു, ആളുടെ ഐലിഡ്സ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആ ഐലിഡ്സിൽ നിന്നും 10 tea plants വളർന്നു വന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. 10 tea plants വളർന്നു വന്നു. അതിൽ നിന്നാണ് എന്ത് ഉണ്ടായത്, നമ്മൾ ഈ tea plants ഉണ്ടായി, ഓൾറെഡി tea plants ഉണ്ടായി. അങ്ങനെയാണ് ആ ടീ കുടിക്കുമ്പോൾ നമുക്ക് എന്താവുന്നത്, ഇറ്റ് പ്രിവെന്റ്സ് ഫ്രം സ്ലീപ്പ്, സ്ലീപ്പിൽ നിന്ന് നമ്മളെ പ്രിവെന്റ് ചെയ്ത് നിർത്തുന്നത് അല്ലെ. സ്ലീപ്പ് നമ്മളെ നിന്ന് പ്രിവെന്റ് ചെയ്ത് നിർത്തുന്നത് അല്ലെ, ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമുക്ക് ടീ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് വന്നത്. അത് സ്റ്റോറീസ് ആണ് അല്ലേ. അപ്പോൾ ചൈനീസ് എംപററിനെ പറ്റി പറഞ്ഞു, അതുപോലെ ബോധിധർമ്മ, അങ്ങനത്തെ ഒരു സ്റ്റോറിയും കൂടി ഉണ്ട്. 2 സ്റ്റോറീസ് നമ്മുടെ രാജ്വീർ ആണ് ഇതൊക്കെ പറയുന്നത് അല്ലേ. ഇനി എന്താ പറയുന്നത്, ദീസ് വേർഡ്സ് ചായ് ആൻഡ് ചില്ലി. ഓക്കെ, ചായ് അതുപോലെ തന്നെ ചീനി, ചില്ലി അല്ല കേട്ടോ, അവിടെ തെറ്റി കൊടുത്തേക്കുന്നതാണ് ചീനി. യെസ്, ചീനി എന്ന് വെച്ചാൽ എന്താ, ചീനി എന്ന് വെച്ചാൽ പഞ്ചസാര അല്ലേ, ഷുഗർ. അപ്പോൾ ഈ 2 വേർഡ്സ് എന്താണ്, ചൈനീസ് വേർഡ്സ് ആണെന്ന് പറയണം. അപ്പോൾ എന്തായാലും നമ്മൾ പറയുന്നത് എന്താണ്, വന്നത് അവിടെ നിന്നാണ് എന്നുള്ളൊരു മീനിങ്ങിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൈനീസ് വേർഡ്സ് ആണ് എന്ത്, ചായ് എന്ന് പറയുന്നു, ചീനി എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെയായിരിക്കും ഒറിജിൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇറ്റ് വാസ് ഓൺലി ഇൻ ദ 16th century ദാറ്റ് ടീ കെയിം ടു യൂറോപ്പ്. ആ യൂറോപ്പിലേക്ക് വന്നത് എന്താണ്, അപ്പോൾ ചൈനയിലൊക്കെ വന്നു, അത്രയും കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ യൂറോപ്പിൽ വന്നത് എപ്പോഴാണ്, 16th century ആയപ്പോൾ മാത്രമാണ് വന്നത്. അപ്പോൾ ആദ്യ കാലത്ത് എന്താണ്, യൂറോപ്പിലായാലും ഇവരെങ്ങനെയാണ് ടീ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്, ഒരു മെഡിസിൻ പോലെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു മെഡിസിൻ പോലെ. അതായത് നമ്മളിപ്പോൾ എന്താ, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അമ്മയും അച്ഛനൊക്കെ ഒരു 4 നേരമൊക്കെ ചായ കുടിക്കുന്നവരുണ്ട് അല്ലേ. അന്ന് കാലത്ത് എങ്ങനെയായിരുന്നു, മെഡിസിൻ പോലെയാണ് അവർ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ടീ കുടിച്ചിരുന്നത്. ഓക്കെ, ബൈ നൗ they had reached Marian Junction where they got down and set off ഫോർ ദേക്യാബാരി അല്ലേ. ദേക്യാബാരിയിലേക്കാണ് അവർ എത്തുന്നത്, ദേക്യാബാരി ടീ എസ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവരിങ്ങനെ ത്രൂ ഔട്ട് ആ ഒരു ജേണിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനെ പറ്റിയിട്ടാണ്, അബൌട്ട് ടീ. ഓക്കെ, ടീനെ പറ്റിയിട്ട്, അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ലെജൻസിനെ പറ്റി, ആ സ്റ്റോറീസിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്വീർ ഇസ് വെരി വെരി എക്സൈറ്റഡ് അല്ലെ, വളരെ എക്സൈറ്റഡ് ആണ് ഇരിക്കുന്നത്. പക്ഷേ റാഞ്ചോളിന് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. ഇങ്ങനെ ഒരു സ്റ്റോറീസ് പറഞ്ഞ് അവർ എവിടെ എത്തി, മരിയാൻ ജംഗ്ഷനിലെത്തി. അങ്ങനെ അവസാനം ദേക്യാബാരിയിലേക്കാണ് അവർ വരുന്നത്. ദേക്യാബാരി ടീ എസ്റ്റേറ്റിലേക്ക് അവർ എത്തുകയാണ്. ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് റോഡ് there were tea bushes with the women plucking tea leaves. അപ്പോൾ 2 സൈഡിലായിട്ട്, ആ വഴിയിൽ 2 സൈഡിലായിട്ട് അവർക്ക് കാണാൻ സാധിച്ചു എന്താണ്, ടീ ലീവ്സ് അല്ലേ, ടീ പ്ലാന്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ടീ പ്ലക്ക് ചെയ്തെടുക്കുകയാണ് അല്ലേ. ആ ടീ ലീവ്സ് പ്ലക്ക് ചെയ്തിരിക്കുന്ന കുറേ വിമനെ കാണാൻ പറ്റി. പ്രാഞ്ചോൾസ് ഫാദർ ടോൾഡ് രാജ്വീർ ദാറ്റ് ഹി വുഡ് ടെൽ ദം മെനി സ്റ്റോറീസ്, മെനി മോർ തിങ്സ് അബൌട്ട് ടീ പ്ലാന്റേഷൻ. അപ്പോൾ പ്രാഞ്ചോളിന്റെ ഫാദറിനെ ഭയങ്കര ഇഷ്ടമായി നമ്മുടെ രാജ്വീറിനെ. കാരണം എന്താണ്, രാജ്വീർ ഇങ്ങനെ ഓരോ സ്റ്റോറീസ്, ഇത് ഫസ്റ്റ് പ്രൗട്ടിൽ നിന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ, ഫസ്റ്റ് വിളവെടുപ്പ് നടക്കുന്ന ആ ക്രോപ്പാണോ ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ പോണ വഴിയിൽ എന്താണ് കാണുമ്പോൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്, ആ ഒരു ടീ ലീവ്സിനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രാജ്വീർ അത് കാണുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ അറിയാം എന്നുള്ള രീതിയിൽ, ഒക്കെ അറിയാം ആൾക്കല്ലേ, അതൊക്കെ റിസർച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ നമ്മുടെ പ്രാഞ്ചോലിന്റെ ഫാദറിന് ഇഷ്ടമായി. അപ്പോൾ എല്ലാം പഠിച്ചിട്ടാണോ വന്നിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ സ്റ്റോറീസ് കേൾക്കാൻ വേണ്ടി നമ്മുടെ രാജ്വീർ വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ കണ്ടത്, ഒരു സ്റ്റോറി, ഒരു സ്ഥലത്തേക്ക് പോവാണ്, അവിടുത്തെ എല്ലാ കാര്യങ്ങളെ പറ്റി പഠിച്ചിട്ടാണ് നമ്മുടെ രാജ്വീർ പോകുന്നത്. ടീനെ പറ്റിയിട്ടാണ് ഈ സ്റ്റോറി കൂടെ നമ്മൾ പഠിച്ചത് അല്ലേ. ഈ ഒരു സ്റ്റോറി കൂടെ നമുക്ക് ടീന്റെ ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. യെസ്, അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്, എന്താ കുഞ്ഞു ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ, ടീനെ പറ്റിയുള്ള സ്റ്റോറീസ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഇനി ടീനെ പറ്റിയിട്ടുള്ള സ്റ്റോറീസ്, ലെജൻസ്, ആ ലെജൻസ് 2 സ്റ്റോറീസ് അത് നോക്കി വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് കേട്ടോ. എന്തൊക്കെ ലെജൻസിൻ്റെ സ്റ്റോറീസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, അതൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ രാജ്വീറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഡെയിലി എത്ര കപ്സ് ഓഫ് ടീസ് ആണ് ടീ ആണ് ഇവർ കുടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ എന്താണ്, ബോധിധർമ്മ, ആ ഒരു 2 സ്റ്റോറീസ് അല്ലേ, ജെൻസിൻ്റെ 2 സ്റ്റോറീസ് പറയുന്നുണ്ട്. ടീ ഗാർഡൻസ്, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത്, അതൊക്കെ നോക്കി വെക്കുക കേട്ടോ. യെസ്, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുക, നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ലൈവ് ഉണ്ട് അല്ലേ മക്കളെ. അപ്പോൾ അത് മിസ് ചെയ്യരുത്. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് പോകരുത് കേട്ടോ. നമുക്ക് ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സസ് അടിപൊളിയായിട്ട് സെറ്റ് ആക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അലൻ സാറും എലക്സ് സാറും വരും അല്ലേ. അപ്പോൾ
സൺഡേ ഇന്നത്തെ ദിവസം ഇന്ന് 7:30 നമുക്ക് ലൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് സെറ്റ് ആയി കഴിയും. പിന്നെ നമ്മുടെ ബാച്ചിന്റെ കാര്യം അറിയാലോ, നമ്മുടെ 10th കഴിഞ്ഞാൽ നേരെ എന്താണ് +1ലേക്ക് പോകണം. നമുക്ക് സയൻസ് ആണോ കോമേഴ്സ് ആണോ, അതുപോലെ തന്നെ നീറ്റിന് പ്രിപ്പയർ ചെയ്യണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെക്കേണ്ട സമയമാണ്. അപ്പോൾ ബാച്ചിന്റെ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെ കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ മക്കളെ. നമ്മുടെ ഒപ്പം തന്നെ എക്സാമിനറിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇവിടെ 2 വർഷം നിന്നിട്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് അങ്ങനെ പഠിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഡോക്ടർ ആവാം, അങ്ങനെയൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളുള്ള മക്കളുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് എന്താണ് ഒരു ഗ്യാരണ്ടി ആണിത്. ഇവിടെ നിന്ന് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് അങ്ങനെ പഠിച്ചിറങ്ങാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഒപ്പം തന്നെ ഇരുന്നിട്ട് പഠിക്കാൻ പറ്റും. നമ്മുടെ മിസ്സുമാരും സാറുമാരും ഒക്കെ ഉണ്ട് നിങ്ങളുടെ കൂടെ തന്നെ. അപ്പോൾ അതിന് വേണ്ടി ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. യെസ്, അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് എന്ത്, ഫ്രം ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക്. നമുക്ക് സമയം വളരെ കുറവാണ്, ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യുന്നില്ല, വേഗം തുടങ്ങാം. നമുക്ക് ആൻ ഫ്രാങ്കിന്റെ ഡയറിനെ പറ്റിയിട്ട് അല്ലേ. എന്താണ് ആൻ ഫ്രാങ്കിന്റെ സ്റ്റോറിയൊക്കെ നമുക്ക് അറിയുന്നതാണ്. ജൂയിഷ് ഒരു ഗേളാണ്, പിന്നെ ഹിറ്റ്ലറിന്റെ സമയത്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് സമ്മറി ഒന്ന് നോക്കാം. ആൻസ് ഫാദർ ഗിഫ്റ്റഡ് എ ഡയറി ടു ഹർ ഓൺ ഹർ ബർത്ത്ഡേ. She found diary writing to be a strange yet satisfying experience because she had never written a diary before, and she believed that nobody, including herself, would be interested in reading the thoughts of a teenager. അപ്പോൾ ഡയറി കൊടുത്തേക്കാണ്. നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് ആൻ ഫ്രാങ്കിന്റെ ഫാദർ എന്ത് ചെയ്തു, ആൻ ഫ്രാങ്കിന് ഒരു ഡയറിയാണ് ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ പൊതുവേ പറയുമ്പോൾ എന്നാ വലിയ കാര്യമുള്ള കാര്യമല്ല, ടീനേജറിന്റെ ഒരു ഡയറി ഒക്കെ വായിക്കാൻ അല്ലെങ്കിൽ തോട്ട്സ് ഒക്കെ വായിക്കാൻ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ അവൾക്ക് എന്താണ്, അതൊരു ഫ്രണ്ടിനെ പോലെയാണ് അവൾ ഇതിനെ സ്വീകരിക്കുന്നത്, ആക്സെപ്റ്റ് ചെയ്യുന്നത്. ബട്ട് ഹെർ ലോൺലിനെസ് മെയ്ഡ് ഹെർ പെൻ ഹെർ തോട്ട്സ്. അപ്പോൾ ഒരു ടീനേജർ എന്താണ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ കളിച്ച് നടക്കുകയാണ്, നമ്മൾ ഗെയിമൊക്കെ കളിക്കുക, നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആൻ ഫ്രാങ്കിന്റെ ആ ഒരു ടൈമിൽ എന്താണ്, നമ്മുടെ ഹിറ്റ്ലറിന്റെ ഒരു റൂളാണ് നടക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് ഫ്രീഡം എന്ന് പറയുന്നത് ഇല്ല. അപ്പം അത്രയും ബോറിംഗ് ലൈഫാണ്, അത്രയും പേടിച്ച് ജീവിക്കുന്ന ഒരു സമയമാണ്. ആൻ ഫ്രാങ്കിന്റെ അവളുടെ ലോൺലിനെസ് കാരണം കൊണ്ട് അവൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, അവൾക്ക് അവളുടെ തോട്ട്സ് ഒക്കെ എഴുതി വെക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അവളുടെ ഒരു ഡയറി എങ്ങനെയാണ് അവളുടെ ഫ്രണ്ട് ആവുന്നത്, ആ ലോൺലിനെസ് കാരണം കൊണ്ടാണ് അവളുടെ തോട്ട്സ് ഒക്കെ എഴുതി വെക്കുന്നത് അല്ലേ. യെസ്, ആഫ്റ്റർ കൺഫൈഡിങ് ഇൻ ഹെർ ഡയറി ഷീ ഫെൽറ്റ് ദാറ്റ് പേപ്പർ ഹാസ് മോർ പേഷ്യൻസ് ദാൻ പീപ്പിൾ അല്ലെ. പേപ്പറിനാണ് കൂടുതൽ പേഷ്യൻസ് ഉള്ളതെന്ന് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. ആളുകളെക്കാളും കൂടുതൽ പേഷ്യൻ്റ് ആയിട്ട് കേട്ടിരിക്കുന്ന ആരായിരിക്കും, നമ്മുടെ പേപ്പർ ആയിരിക്കും. കാരണം എന്താ, പേപ്പർ ഇങ്ങനെ നീ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് കേട്ടിരിക്കുന്നു എന്നല്ല പറയുന്നത്. പേപ്പറിൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറയാൻ പറ്റും. പീപ്പിളിൻ്റെ അടുത്ത് നിന്നാണ് ചിലപ്പോൾ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ കുട്ടിക്ക് തോന്നുന്നത്, ആൻ ഫ്രാങ്കിന് എന്താ തോന്നുന്നത്, ആ പേപ്പറിന് കുറേയും കൂടെ പേഷ്യൻസ് ഉണ്ട്. ഓൾദോ ആൻ ഹാഡ് എ ലവിംഗ് ഫാമിലി ആൻഡ് സെവറൽ ഫ്രണ്ട്സ്, ഷീ ഡിഡ് നോട്ട് ഹാവ് എനി ക്ലോസ് ഫ്രണ്ട് വിത്ത് ഹൂം ഷീ കുഡ് ഷെയർ എനിത്തിങ് അതർ ദാൻ ദ ഓർഡിനറി തിങ്സ്. അപ്പോൾ അവൾക്ക് നല്ലൊരു ഫാമിലി ഉണ്ട്, ഒരു അടിപൊളി ഫാമിലി എന്നാണ് ആൻ ഫ്രാങ്ക് വരുന്നത്. വളരെ ലവിങ് ആയിട്ടൊരു ഫാദറും മദറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും സെവറൽ റിലേറ്റീവ്സ് ഉണ്ട്. എന്നാൽ പോലും അവൾക്കൊരു സത്യസന്ധമായിട്ട് ഒരു എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് അവൾക്ക് ആരും ഉണ്ടായിരുന്നില്ല. അവളുടെ ഓർഡിനറി തിങ്സ് ഒക്കെ ലൈഫിൽ നിന്നും നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ എല്ലാവരും പറയുമായിരുന്നു. ഹെൻസ് ഷീ ഡിസൈഡഡ് ടു മേക്ക് ദ ഡയറി ഹർ ട്രൂ ഫ്രണ്ട് ആൻഡ് നെയിംഡ് ഹർ കിറ്റി. അപ്പോൾ അതുകൊണ്ട് എന്തായി, അവളുടെ ട്രൂ ഫ്രണ്ട് ആയിട്ട് ഈ ഡയറിനെ അവളെ ചൂസ് ചെയ്തു. ദെൻ ഷീ നെയിംഡ് ഇറ്റ് ആസ് എ കിറ്റി എന്നാണ് അവൾ വിളിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ആൻ ഫ്രാങ്കിന്റെ ഒരു ബ്രീഫ് സ്കെച്ച് എന്ന് പറയുമ്പോൾ ഫാമിലിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അല്ലേ. ആ ഒരു കാര്യങ്ങൾ നോക്കി വെക്കണം. എന്തൊക്കെയാണ് അവളുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ പീപ്പിൾ aware of what she was talking about in the diary. ഡയറിയിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചൈൽഡ്ഹുഡിൽ അവൾ എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ. ആൻസ് ഫാദർ വാസ് an adorable man who married her mother Edith Hollander Frank at 36. Her mother was 25 at the time. Her elder sister Margot Frank was born in 1926 in Frankfurt, Germany. അപ്പോൾ ജർമ്മനിയിലാണ് ഇവർ ജനിച്ചു വളർന്നു നോക്കാം അല്ലേ. അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സിസ്റ്റർ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആൻ എന്നാ ജനിച്ചത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അല്ലേ. ആൻ എന്നാണ് 1929 ജനിച്ചിട്ടുള്ളത്. ഹെർ പാരൻസ് എമിഗ്രേറ്റഡ്, അപ്പോൾ കുടിയേറി താമസിക്കുക ചെയ്തത്, വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഹെർ പാരൻസ് എമിഗ്രേറ്റഡ് ടു ഹോളണ്ട് ഇൻ 1933. ജർമ്മനിയിലാണ് ജനിച്ചത്. ജർമ്മനിയിലാണ് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഹിറ്റ്ലറിന്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ എന്ത് ചെയ്തു, ഹോളണ്ടിലേക്ക് അവർ കുടിയേറി പാർക്കുകയാണ് ചെയ്തത്. മീൻ വൈൽ ആൻ ആൻഡ് ഹെർ സിസ്റ്റർ sent to Aachen to live with their grandmother. അപ്പോൾ ഗ്രാൻഡ് മദർ ഉണ്ടല്ലേ, ഗ്രാൻഡ് മദറിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രാൻഡ് മദർ വളരെ ഒരു ലവിങ് ആയിട്ടുള്ള ലേഡി ആയിരുന്നു. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ. ആൻ ഫ്രാങ്കും ഈ ഗ്രാൻഡ് മദറും തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. However, they finally joined their parents when their parents were settled in Holland. അപ്പോൾ ഹോളണ്ടിൽ സെറ്റിൽ ആയപ്പോൾ എന്ത് ചെയ്തു, ഇവരും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇനി ആനിന്റെ സ്കൂളിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഹോളണ്ടിലാണ് അവൾ പഠിക്കുന്നത്. ആൻ വാസ് അഡ്മിറ്റഡ് ടു ദ മോണ്ടിസോറി നഴ്സറി സ്കൂൾ. അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്, അവൾ അവിടെ പഠിക്കാൻ പോവാണ്. മിസ്സസ് കൂപ്പർ
വാസ് ആൻഡ്സ് ടീച്ചർ അല്ലെ, മിസ്സസ് കൂപ്പർ ആയിരുന്നു അവരുടെ ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചറിന്റെ എങ്ങനെയാണ് ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. പിന്നെ എന്താ, ബോത്ത് ഓഫ് ദം വെർ അറ്റാച്ച് സോ മച്ച് ദേ ഹാഡ് എ ടിയർഫുൾ ഫെയർഫെൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. അപ്പോൾ ആ ഒരു ഇയർ എൻഡിലൊക്കെ എന്താണ് ഇവർ തമ്മിലൊരു വളരെ ക്ലോസ് റിലേഷൻ ആണുള്ളത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വേദനാജനകമായ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഫെയർവെല്ലൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ആനിന്റെ ഗ്രാൻഡ് മദറിന്റെ ഡെത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അല്ലേ. എന്തായിരുന്നു ആനിന്റെ ഗ്രാൻഡ് മദറിന് ഡിയർലി അറ്റാച്ച്ഡ് ആയിരുന്നു, വളരെ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു ആ ലേഡിയായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മരണം എന്ന് പറഞ്ഞാൽ ആനിനെ വളരെയധികം തളർത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ സമ്മർ 1941 അല്ലേ, 1941 അവർ മരിക്കുന്നത്. ആനിന്റെ ഗ്രാൻഡ് മദർ മരിച്ചു. അപ്പോൾ എന്താ അസുഖമായിട്ട് മരിച്ചു പോയപ്പോൾ ഹെർ ഗ്രാൻഡ് മദർ ഡൈഡ് ഇൻ 1942 മരിച്ചു അല്ലേ. അസുഖമായത് 1941. അപ്പോൾ ഇതൊന്നും നോക്കി വെക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഉണ്ടായത്, അവളുടെ ആ ഒരു അറ്റാച്ച്മെന്റ് കാരണം കൊണ്ട് അവൾക്ക് ആ മരണം എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയിരുന്നു, അവൾക്കത് ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അത് ആലോചിച്ചിരുന്നപ്പോൾ അവളുടെ ബർത്ത്ഡേ, സാധാരണ എങ്ങനെയായിരുന്നു ബർത്ത്ഡേ വലിയ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഈ ഒരു ബർത്ത്ഡേ എങ്ങനെയായിരുന്നു celebration? Anne's birthday celebration in June 1942 had a candle lit in her grandmother's memory. അപ്പം അമ്മമ്മേനെ ഓർത്തിട്ട് ആ ഒരു ഗ്രാൻഡ് മദറിന്റെ ഒരു മെമ്മറിയിൽ അവരൊരു ക്യാൻഡിലൊക്കെ കത്തിക്കുന്നുണ്ട് അല്ലെ, മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ആൻസ് നെർവസ്നെസ് അബൌട്ട് ഹർ ആനുവൽ റിസൾട്ട്സ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചതാണ്. എന്താണ് ആനുവൽ റിസൾട്ട് വരുമ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ ഭയങ്കര ചർച്ചകളാണ്, ഡിസ്കസ് ആണ്. എന്താണ് ഞാൻ ജയിക്കും, പക്ഷേ നീ ജയിക്കും, ഞാൻ തോൽക്കുമായിരിക്കും എന്നൊക്കെ അവൻ്റെ കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആൻ ഇതൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ട്, ബാക്ക് ബെഞ്ചിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒരു പയ്യന്മാരൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ആൻ ഇതിലൊന്നും പങ്കെടുക്കാൻ പോയിട്ടില്ല അല്ലേ. അപ്പോൾ ആൻ വിചാരിക്കുന്നത് എല്ലാത്തിനും തോൽപ്പിച്ച് വിട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ അവൾ വിചാരിക്കുന്നുണ്ട്. യെസ്. അപ്പോൾ ആൻ റോട്ട് അബൌട്ട് ഹർ എക്സ്പീരിയൻസ് ഫ്രം സ്കൂൾ. അപ്പോൾ സ്കൂളിലുള്ള കുറേ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. when the teachers were about to tell the annual results of the students in the class, all the students were petrified അല്ലെ. ആരാണ് തോക്കാൻ പോകുന്നത്, ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് എല്ലാവരും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ആൻഡ് വാസ് ഷുവർ ദാറ്റ് ഷീ വുഡ് മേക്ക് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അവൾക്ക് ഉറപ്പാണ് അവൾ അടുത്ത ക്ലാസ്സിൽ ജയിക്കും എന്നുള്ളത്. പക്ഷേ ഷീ വാസ് എഫ്രൈഡ് അബൌട്ട് മാത്തിനെ പറ്റിയിട്ട് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും എന്താണ് അവസാനമായിട്ട് അവൾ ജയിക്കുകയാണ് ചെയ്തത്. യെസ്. ഇനി എന്താ ആനിന്റെ പണിഷ്മെന്റ് അല്ലെ, ഭയങ്കരമായിട്ട് ഒരു ചാറ്റർ ബോക്സ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ, ഭയങ്കര ടോക്കറ്റീവ് ആണ് നമ്മുടെ ആൻ എന്ന് പറയുന്ന കുട്ടി. അപ്പോൾ ആൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവൾക്ക് എന്ത് കിട്ടാറുണ്ട്, കീസിങ്ങിൻ്റെ നമ്മുടെ മിസ്റ്റർ കീസിങ് അല്ലേ, മിസ്റ്റർ കീസിങ്ങിൻ്റെ കയ്യിൽ നിന്ന് കുറേ മാത്സ് ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് കുറേ പണിഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. എന്താണ് വലിയ പണിഷ്മെൻ്റ് ആണോ? അല്ല. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു സബ്ജക്റ്റ് കൊടുത്തു, ഒരു ടോപ്പിക്ക് കൊടുത്തിട്ട് അതിനെ പറ്റിയിട്ട് എഴുതാൻ പറയും അല്ലേ. നാളെ വരുമ്പോൾ നീ ഈ ടോപ്പിക്കിനെ പറ്റി എഴുതിയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വിടാറുണ്ട്. യെസ്. അപ്പോൾ എന്താ പറഞ്ഞത്, മിസ്റ്റർ കീസിങ് ഓൾവേസ് റിമൈൻഡ് ആംഗ്രി വിത്ത് ആൻഡ് ഡ്യൂ ടു ഹർ ടോക്കറ്റീവ് നേച്ചർ. അപ്പോൾ ഒരു ടോക്കറ്റീവ് നേച്ചർ ആയ കാരണം കൊണ്ട്, ഒത്തിരി സംസാരിക്കുന്ന ആളായ കാരണം കൊണ്ട് ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ഹി വാണ്ടഡ് ആൻഡ് ടു ഗിവ് അപ്പ് ഹർ habit of talking and to have discipline in her life. അപ്പോൾ ഒരു ഇത്രയും സംസാരിക്കേണ്ട, ഒരു ഡിസിപ്ലിനൊക്കെ ആവാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മുടെ മിസ്റ്റർ കീസിങ് ഒക്കെ പറയുന്നുണ്ട്. യെസ്. ആസ് എ പണിഷ്മെന്റ് ഹി യൂസ് ടു ഗീവ് ഹർ എക്സ്ട്രാ ഹോംവർക്ക്. യെസ്. അപ്പോൾ എക്സ്ട്രാ ഹോംവർക്ക് കൊടുക്കുമായിരുന്നു അല്ലേ, അതാണ് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പുതിയതായിട്ട് നീ നാളെ വരുമ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എഴുതിയിട്ട് വരണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായിരിക്കും ടോപ്പിക്ക്? മിക്ക ദിവസം ടോപ്പിക്ക് ചാറ്റർ ബോക്സ് ആയിരുന്നു അല്ലേ. ചാറ്റർ ബോക്സ് എന്നുള്ളതാണ് നല്ലൊരു അടിപൊളി ഹോംവർക്കാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പണിഷ്മെൻ്റ് ആണ് കൊടുത്തത്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹർ റൂട്ടീൻ homework for the day and wrote the essay on a chatter box. അപ്പോൾ ഒരു എസ്സേ ഒക്കെ എഴുതി വിടും. അപ്പോൾ ഇവളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദേഷ്യത്തിലൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ മിസ്റ്റർ കീസിങ് എന്ത് ചെയ്തിരുന്നത്, ഈ ഒരു ടോപ്പിക്ക് കൊടുത്ത് ഈ ഒരു എക്സ്ട്രാ ഹോംവർക്ക് ഒക്കെ കൊടുത്ത് വിടാറുള്ളത്. പക്ഷേ ആനിൻ്റെ അടുത്ത് ഈ ഒരു കളികളൊന്നും നടക്കുന്നില്ല അല്ലേ. ആൻ എന്ത് ചെയ്തു, അതിന് എഴുതാൻ ഇഷ്ടമുള്ള കാരണം എന്ത് ചെയ്തു, ഉള്ളിലത്തെ തോട്ട്സ് ഒക്കെ ഫുൾ എഴുതിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവസാനമായപ്പോൾ എന്തായിരുന്നു, ആൻ ഇങ്ങനെ എഴുതിയിരുന്നപ്പോൾ ആനിൻ്റെ ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചാറ്റർ ബോക്സ് എന്ന് പറഞ്ഞതിൽ കാണുന്നുണ്ട്. എന്താണ്, ഷീ ഇൻഹെറിറ്റഡ് ഇറ്റ് ഫ്രം ആ ഒരു ടോക്കറ്റീവ് ആയിട്ടുള്ള നേച്ചർ. അത് എവിടെ നിന്നാണ് കിട്ടിയത്, ഹെർ മദറിൻ്റെ നിന്നാണ്. ഒരു എന്താണ് ഇൻഹെറിറ്റൻസ്, ഒരു ഇൻഹെറിറ്റ് ചെയ്തതാണ്. അങ്ങനത്തെ ഒരു നേച്ചർ ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾ അധികം സംസാരിക്കുന്ന ആളുകളാണ്. സോ അവിടെ നിന്നാണ് ഈ ഒരു നേച്ചർ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം, ഈ ഒരു ഇൻഹെറിറ്റഡ് ട്രേറ്റ്സിന് വേണ്ടിയിട്ട് വേറൊന്നും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സർ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമായിട്ടൊരു കാര്യം അങ്ങോട്ട് എഴുതി കൊടുത്തു. അതോടുകൂടി കീസിങ്ങിന് എന്ത് മനസ്സിലായി, ഓക്കെ ഈ കുട്ടി പുള്ളിക്കാരി ചെറിയൊരു പുള്ളിക്കാരിയൊന്നല്ല, വലിയ സംഭവമാണ് എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ആ ഒരു പണിഷ്മെൻറ്റ് ഒരു ഫണ്ണി സംഭവമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മിസ്റ്റർ കീസിങ് റെഡ് ആൻഡ് എസ്സേ അല്ലെ, എസ്സേ ഒക്കെ വായിച്ചു. എന്നിട്ട് എന്താണ്, അത് കണ്ട് ചിരിക്കുകയാണ് ചെയ്തത്. ഹൗവെവർ ആൻ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ടോക്കിംഗ്. അങ്ങനെ അവൾ നിർത്തുന്നില്ല അല്ലേ, ആ സംസാരം നിർത്തുന്നില്ല, അവൾ എന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്താണ് കിട്ടിയത്, ആൻഡ് ഇൻകൊറിജിബിൾ ചാറ്റർ ബോക്സ്. ആ ചാറ്റർ ബോക്സ് എന്താണ്, നിർത്താൻ പറ്റാത്തതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വീണ്ടും പണിഷ്മെന്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. 2 ലെസൺസ് ഒക്കെ എഴുതുന്നുണ്ട്. പിന്നെ അവൾ എന്താണ് എഴുതി വന്നപ്പോൾ അവസാനമായപ്പോൾ എന്താണ്,
അവളെ കളിയാക്കുന്നുണ്ട് അല്ലേ. ക്വാക്ക് ക്വാക്ക് സെഡ് മിസ്ട്രസ് ചാറ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എസ് എഴുതാനായിട്ട് കൊടുത്തു അല്ലെ. അങ്ങനത്തെ ഒരു ടോപ്പിക്കും കൂടെ കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടോപ്പിക്കൊക്കെ കിട്ടി എന്താ ആനിന് അവസാനം മനസ്സിലായി അവളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ അവസാനം എന്ത് ചെയ്തു, അവൾ ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് തിരിച്ച് അങ്ങനത്തെ ഒരു എസ് ഒക്കെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്, എന്താണ് അവളുടെ ഒരു നേച്ചർ അല്ലേ. അവൾ ഭയങ്കര ഫണ്ണായിട്ടാണ് ഇതിൽ നിന്ന് എടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് എടുക്കുന്നത്. അവസാനം എന്താ മിസ്റ്റർ കീസിങ്ങിനെ വരെ അവൾ തറ പറ്റിക്കുന്ന രീതിയിൽ അല്ലേ, അദ്ദേഹത്തിന് വരെ എന്താണ് ഒരു ഫണ്ണി അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആക്കുന്ന രീതിയിൽ ആവാണ് ചെയ്തത്. ഓക്കെ, മദർ ഡക്കിന്റെ ഒരു സ്റ്റോറി, ഒരു പോം എഴുതുന്നുണ്ട് അല്ലേ. ആ മദർ ഡക്ക് എന്താണ് ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ക്വാക്ക് ക്വാക്ക് എപ്പോഴും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവസാനം ഫാദർ ഡക്ക് വന്നിട്ട് അവരെ കുത്തി കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റോറി, ഒരു ജോക്കൊക്കെ അടിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പേടിയുണ്ട്, മിസ്റ്റർ കീസിങ് ഇത് കാര്യമായിട്ട് എടുക്കോ, പ്രശ്നമാവോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. പക്ഷെ എന്താണ് മിസ്റ്റർ കീസിങ് വാസ് അമ്യൂസ്ഡ് ബൈ ദ പോം ആൻഡ് ഹി ടുക്ക് ദ ജോക്ക് മെയ്ഡ് ഓൺ ഹിം സ്പോട്ടിംഗ്ലി. നല്ലൊരു രീതിയിൽ തന്നെ, ഒരു ഹെൽത്തി രീതിയിൽ തന്നെ അദ്ദേഹം ജോക്ക് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ആനിനെ അദ്ദേഹം അലൗ ചെയ്തു അല്ലേ. ഹി അലൗഡ്, സംസാരിക്കാൻ വേണ്ടിയിട്ട് അലൗ ചെയ്തു. ഇനി സംസാരിച്ചോ എന്നുള്ള രീതിയിൽ അലൗ ചെയ്തു. അപ്പോൾ എന്താണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് ബ്രീഫായിട്ടുള്ള സ്കെച്ച് അവളുടെ ലൈഫിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ ഒരു ടീനേജർ, ആസ് എ ടീനേജർ നമ്മൾ പ്രിഫർ ചെയ്യുന്ന കാര്യമാണോ ഈ ഡയറി റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത്, ഡയറി എഴുതുക എന്നുള്ള ഒരു ഹാബിറ്റ്. അപ്പോൾ അവളുടെ അപ്പോഴത്തെ ഒരു ഹിസ്റ്ററിക്കൽ ആ ഒരു സമയത്തെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അവൾക്കൊരു ക്ലോസ് ഫ്രണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ആൻ അങ്ങനത്തെ ഒരു ഡയറി എഴുതുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണ് ഡയറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവൾ എഴുതുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ആ ക്ലാസ് റൂമിൽ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അവളുടെ ആ ഡയറിയുടെ പേരെന്തായിരുന്നു, കിറ്റി എന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഇമോഷണൽ കണക്ഷൻ കൂടെ നോക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് ഡയറി എഴുതുന്നതിലേക്ക് ആൻ ഫ്രാങ്ക് വരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും സിഗ്നിഫിക്കൻസ്, ഗ്രാൻഡ് മദറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത്, ആൻ ഫ്രാങ്കിൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ ആ ഒരു നെർവസ്നെസ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ, തോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഡയറിയിൽ എന്തുകൊണ്ടാണ് പറയുന്നത് അല്ലേ, പേപ്പറിന് ആളുകളെക്കാളും കൂടുതൽ എന്തുണ്ട്, പേഷ്യൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഡയറി കിറ്റിന്ന് ഇട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മിസ് എല്ലാതും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇത്രയേ ഉള്ളൂ. യെസ്, 2 മിനിറ്റ് കേട്ടോ, ഇരിക്കണം എല്ലാവരും, പോകരുത്. നെക്സ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ട് നമുക്ക്. യെസ്, മിസ് ഇവിടെ ഉണ്ട് കേട്ടോ, പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ആൻ ഫ്രാങ്കിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്, ഡയറക്റ്റ് എന്തുകൊണ്ടാണ് എഴുതേണ്ടി വരുന്നത് എന്നുള്ള കാര്യങ്ങൾ അല്ലേ. എന്തുകൊണ്ടാണ് ആൻ ഹാഡ് ലവിങ് പാരൻസും സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ലൊരു ഫാമിലി ആയിരുന്നു അല്ലേ, കുറേ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നു അവസ്ഥ, എന്തായിരുന്നു, അവൾക്കൊരു ക്ലോസ് ആയിട്ടുള്ള എന്തും പറയാൻ പറ്റും എന്നുള്ളൊരു ഫ്രണ്ടിന് മിസ്സിങ് ആയിരുന്നു അല്ലേ. അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓർഡിനറി തിങ്സ് ഒക്കെ പറയുമായിരുന്നു, പക്ഷെ എന്താണ്, ഇതായിരുന്നു അവസ്ഥ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്, അതുകൊണ്ട് അവൾക്ക് ആ ഡയറി വേണ്ടി വന്നു എന്നാണ് പറയുന്നത് കേട്ടോ. യെസ്, ക്ലിയർ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് എത്ര ടൈം, ഇനി നമുക്ക് ചാപ്റ്റേഴ്സ് തീർക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഒരു 2 മണി വരെയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ മക്കളെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ഇരിക്കുന്നത്, ഫുഡൊക്കെ കഴിക്കാറാവുന്നേ ഉള്ളൂ അല്ലേ. യെസ്, അപ്പോൾ ഇനി നമ്മുടെ ക്ലാസ് ഉണ്ട്. യെസ്, ഇനി നമുക്ക് ശ്രുതി മിസ് വരും കേട്ടോ. ശ്രുതി മിസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേറെ ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ആക്കണ്ടേ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ബാക്കിയും കൂടെ സെറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രുതി മിസ് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നമ്മുടെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒന്ന് എനർജി കാണിക്കാം മക്കളെ, എല്ലാവരും സെറ്റായിട്ട് എനർജറ്റിക് ആയിട്ട്. ഓക്കെ, അപ്പോൾ എലൻ സാറിന് ശേഷം ശ്രുതി മിസ്സിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ ശ്രുതി മിസ് ഒരു ചാപ്റ്റർ എടുക്കും, അതിനുശേഷം നമ്മുടെ എലൻ സാർ വരുന്നതായിരിക്കും. അപ്പോൾ ആരും പോവരുത്, നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മക്കളെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ചാറ്റ് ബോക്സിൽ ഒന്ന് കാണിക്കുക നിങ്ങളുടെ എനർജി, ആ ഒരു പവർ കാണിക്കുക. ശ്രുതി മിസ് വന്നിട്ട് ഒരു ചാപ്റ്റർ, അതിനുശേഷം നമ്മുടെ എലൻ സാർ തന്നെ വരും കേട്ടോ. യെസ്, അപ്പോൾ എല്ലാവരും റെഡി ആണോ, എനർജി ഉണ്ടോ? യെസ്, മിസ് ഒന്ന് മൈക്ക് ഒന്ന് സെറ്റ് ആയിക്കോ. യെസ്, അപ്പോൾ അതാരും പോണ്ട.
അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്ന നമ്മുടെ ഹരിജ മിസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലൈറ്റിലെ 2 ചാപ്റ്റേഴ്സ് നമ്മുടെ അലൻ സാർ എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അലൻ സാർ വരും. ഓക്കെ, അലൻ സാർ 2 മിനിറ്റ് ഒന്ന് ശ്രുതി മിസ് ഒന്ന് ജസ്റ്റ് കയറി എടുക്കുമോ, ഞാനിതാ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് 2 മിനിറ്റ് നമ്മുടെ അലൻ സാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ സ്വന്തം അലൻ സാർ വരും. അപ്പോൾ അലൻ സാർ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള ആ ചാപ്റ്റേഴ്സ് അലൻ സാർ എന്തായാലും എടുക്കും കേട്ടോ. അപ്പോൾ മിസ് ഇപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് നമ്മുടെ ഫുഡ് പ്രിൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ മിസ് തുടങ്ങട്ടെ. ഫുഡ് പ്രിൻസ് എന്ന ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഹായ് എല്ലാവർക്കും ഹായ്. യെസ്, മിസ്സിന്റെ കള്ളനും കൊള്ളയുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യാം, നമുക്ക് അലൻ സാറിന്റെ ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സ് നോക്കാം. ഓക്കെ, റെഡി ആണോ? യെസ്, ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫുൾ എനർജിയിലാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കള്ളൻ്റെ കഥയിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഏതാണ് തീഫ് സ്റ്റോറി. അപ്പോൾ ആദ്യം തന്നെ ഒരു കള്ളൻ്റെ കഥ അല്ലേ, മൊത്തം കള്ളൻ്റെ കഥയാണ്. എന്നാലും എന്താണ്, നമുക്ക് ആദ്യത്തെ നമ്മുടെ തീഫ് സ്റ്റോറിയിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ റസ്കിൻ ബോണ്ടിൻ്റെ ആണ് എന്ത് ഈ ഒരു തീഫ് സ്റ്റോറി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി മോർ ദാൻ എ തീഫ് സ്റ്റോറി. ഒരു തീഫ് സ്റ്റോറിയിൽ അതിലും കൂടുതലാണെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് ഒരുപാട് ബേസിക് ഹ്യൂമൻ വാല്യൂസ് അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് മാനുഷികമായി വേണ്ട കുറച്ച് മൂല്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആൻഡ് ബന്ധങ്ങൾ, റിലേഷൻഷിപ്സിനെ പറ്റിയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ അനിലാണ് നമ്മളുടെ മെയിൻ ആള്. സാധനം. ഓക്കെ, അനിൽ വാസ് എ റൈറ്റർ ഓഫ് 25 years old. അപ്പോൾ ഒരു 25 വയസ്സുള്ള ഒരു റൈറ്റർ ആയിരുന്നു ആര്, നമ്മളുടെ അനിൽ എന്ന് പറയുന്നത്. ഹു വാസ് ലിവിങ് ഹിസ് ലൈഫ് വെരി കെയർലെസ്ലി. ഭയങ്കര കെയർലെസ് ആയിട്ടാണ് എന്തെങ്കിലും അവിടെ രാവിലെ എണീക്കുന്നു, പല്ല് നിൽക്കുന്നു, കിടന്നുറങ്ങുന്നു അല്ലേ, ഭയങ്കര കെയർലെസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനിൽ. അതിനുശേഷം ഹി വാസ് സ്ട്രഗ്ലിംഗ് ടു റൈറ്റ് ടു ഏൺ ദ മണി ടു റൺ ഹിസ് ലൈഫ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി അല്ലേ, അത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ കിട്ടി അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ എന്താണ് ജീവിച്ച് പോകാൻ വേണ്ടി നോക്കാണ് ആര്, നമ്മളുടെ അനിൽ. വൺ ഡേ അനിൽ വാസ് വാച്ചിങ് ദ റെസ്ലിംഗ് മാച്ച് ആൻഡ് മീറ്റ്സ് ഹരി. അപ്പോൾ ആ ഒരു ദിവസം നമ്മുടെ അനിൽ എന്ത് ചെയ്യായിരുന്നു, നമ്മുടെ റെസ്ലിംഗ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹരിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഹരി ഡിഡ് ഫ്ലാറ്റർ അനിൽ ആൻഡ് ആസ്ക് ഫോർ സം വർക്ക്. എന്താ ഫ്ലാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളെ ടോപ്പാക്കി പൊക്കിയടിക്കുക അല്ലേ, ഭയങ്കര ടോപ്പാക്കി സംഭവം തന്നെ നിങ്ങളൊരു വലിയ ഉഷാറായിട്ടുള്ള ഒരാൾ തന്നെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരാളെ ഫ്ലാറ്റർ ഇല്ലേ, അങ്ങനെ നമ്മുടെ അനിലിനെ ഹരി എന്താക്കി ഒന്ന് ടോപ്പാക്കി വിട്ടു. അപ്പോൾ നമ്മുടെ ഹരി അല്ലേ അനിലിനെ ടോപ്പാക്കി വിട്ടപ്പോഴത്തേക്ക് അനിൽ അതിൽ അങ്ങോട്ട് വീണു. ആൻഡ് ആസ്ക് ഫോർ സം വർക്ക്, എന്തെങ്കിലും ജോലി തരുമോ എന്ന് ചോദിച്ചു. അനിൽ വാസ് ഇംപ്രസ്ഡ് ആൻഡ് പ്രോമിസ്ഡ് ഹിം ദാറ്റ് ഹി വുഡ് ടീച്ച് ഹിം ഹൗ ടു റൈറ്റ്. അപ്പോൾ അനിൽ ഭയങ്കര ഇംപ്രസ് ആയി, എന്നെ ടോപ്പാക്കിയതല്ലേ, അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി നിന്റെ കാര്യത്തിൽ, അതുകൊണ്ട് തന്നെ നിന്റെ എല്ലാ സംഭവങ്ങളും ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അനിൽ എന്ത് ചെയ്തു, ഞാൻ നിന്നെ എഴുതാൻ പഠിപ്പിക്കാം, ഞാൻ നിന്നെ നമ്പേഴ്സ് കൂട്ടാൻ പഠിപ്പിക്കാം, ആൻഡ് നല്ല ഭക്ഷണം, നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, റെഡി? യെസ്, റെഡി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ എഴുതാൻ പഠിപ്പിക്കാം, അതേപോലെ തന്നെ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പഠിപ്പിക്കാം, ആൻഡ് നല്ല ടേസ്റ്റി ഫുഡ് കുക്ക് ചെയ്യാൻ പഠിപ്പിക്കാം എന്നൊക്കെ ആരോട് പറഞ്ഞു, നമ്മളുടെ ഹരീൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ വൺ ഡേ ഹരി സോ ദാറ്റ് അനിൽ ഹാഡ് ബ്രോട്ട് എ ബണ്ടിൽ ഓഫ് നോട്ട്സ് ആൻഡ് കെപ്റ്റ് ദം അണ്ടർ ദ മാട്രസ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഹരി നോക്കി നിൽക്കുമ്പോൾ അനിലിൻ്റെ ഒരു നോട്ടുകെട്ടുകളുമായിട്ട് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, പതുക്കെ അത് മാട്രസ് നമ്മുടെ കിടക്കേൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെക്കുന്നതായിട്ട് കണ്ടു. സോ ഹരി ഡിസൈഡഡ് ടു റോബ് അനിൽ ദാറ്റ് നൈറ്റ്. അപ്പോൾ നമ്മുടെ ഹരി തീരുമാനിക്കുകയാണ്, ഇന്ന് രാത്രി ഇത് കട്ടിട്ട് തന്നെ കാര്യം അല്ലേ, മാധവൻ മീശ പിരിച്ചാൽ കട്ടിരിക്കും. ഓക്കെ, ആഫ്റ്റർ ടേക്കിംഗ് ഹിസ് ഡിന്നർ അനിൽ സ്ലെപ്റ്റ് കാംലി. അപ്പം നല്ല അടിപൊളി ഡിന്നറൊക്കെ കഴിച്ച് നമ്മുടെ അനിൽ ഇങ്ങനെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു. അപ്പം എന്ത് സംഭവിച്ചു, ഹരി ക്രെപ്റ്റ് ടു ദ ബെഡ് ആൻഡ് സ്ലിപ്ഡ് ഹിസ് ഹാൻഡ് അണ്ടർ ദി മാട്രസ്. അപ്പം അങ്ങനെ ഹരി പതുക്കെ ബെഡിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് ആ മാട്രസിൻ്റെ അടിയിൽ കൂടെ കൈയിട്ടിട്ട് എന്ത് ചെയ്തു, ആ നോട്ട് ഇങ്ങോട്ട് എടുത്തു. ഹി ഗോട്ട് ദി നോട്ട്സ് ആൻഡ് റാൻ അവേ ഫ്രം ദ. കിട്ടിയതും അപ്പം ഓടി, പിന്നെ ഒരു മിനിറ്റ് പോലും അവിടെ നിന്നില്ല, കിട്ടിയതും അപ്പം തന്നെ ഓടി. He left for the railway station to board a train to Lucknow. അപ്പോൾ ലക്നൗവിലേക്ക് ഒരു ട്രെയിൻ വേഗം കിട്ടിയിട്ട് അതിൽ കയറി പോകാനുള്ള പ്ലാൻ ആയിരുന്നു ആയിരുന്നു നമ്മളുടെ എന്താണ് ഹരീൻ്റെത്. ബട്ട് ഹീ മിസ്ഡ് ഇറ്റ്. പക്ഷെ എന്താണ്, പണിപ്പാളി അല്ലേ, പണിപ്പാളി. ട്രെയിനൊക്കെ മിസ്സായി, ട്രെയിനൊക്കെ പോയി. ഹി വാണ്ടഡ് ത്രൂ ദ ബാസാർസ്. അപ്പോൾ എന്ത് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ ആ ഒരു തെരുവുകളിൽ കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു, അലിയായിരുന്നു. ഇറ്റ് വാസ് റെയിനിങ് ആൻഡ് ഹരി സിംഗ് വാസ് കംപ്ലീറ്റ്ലി വെറ്റ്. അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ഹരി സിംഗ് മൊത്തത്തിൽ നനഞ്ഞു. There was a conflict in his mind. അപ്പം നമ്മുടെ എന്താ മാനസികമായ സംഘർഷം അല്ലേ, മനസ്സിലിങ്ങനെ ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഞാൻ ചെയ്ത് ശരിയായോ, ചെയ്യാൻ പാടുമായിരുന്നോ, അയ്യോ മോശമായി പോയല്ലോ, നമുക്ക് തോന്നില്ലേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും അബദ്ധമൊക്കെ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ, ഒരു തെറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നാറില്ലേ, അയ്യോ ചെയ്യാൻ പാടില്ലായിരുന്നു, അമ്മയും അച്ഛനും വിഷമിക്കുമല്ലോ എന്നൊക്കെ തോന്നാറില്ലേ. അപ്പം എന്താണോ മനസ്സിൽ വന്നാൽ അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ ഹരിക്ക് തോന്നി അല്ലേ. അപ്പം അനിലിൻ്റെ ട്രസ്റ്റിനെ ബിട്രേ ചെയ്ത പോലെയാണ് ഹരിക്ക് തോന്നി അല്ലേ. ആ ഒരു വിശ്വാസത്തിനെ എന്ത് ചെയ്തു,
ചതിച്ച പോലെ ശരിയായില്ല എന്ന് ആർക്ക് തോന്നി? നമ്മുടെ ഹരിക്ക് തോന്നി. Moreover, Anil was teaching him how to write and add numbers that could transform his life. അപ്പോൾ അത് മാത്രമല്ല, ഒന്നും അറിയാതിരുന്ന നമ്മുടെ ഹരിനെ പാവം നമ്മുടെ അനിൽ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അല്ലേ? അതായത് എങ്ങനെയാണ് നമ്മളുടെ എന്ത് വേണ്ടത്, നമ്പേഴ്സ് ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത്, ഇതൊക്കെ പഠിപ്പിക്കേണ്ടായിരുന്നു അല്ലേ? ഹി കെയിം ടു ദി സ്ട്രീറ്റ് ആൻഡ് സാറ്റ് ഓൺ ദി ബെഞ്ച്. അങ്ങനെ ഒരു തെരുവുകളിലെത്തി, അവിടെ എത്തി ആ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്ന് ജസ്റ്റ് ദെൻ ഹെവി റെയിൻ വാസ് ഫോളിങ്. ഭയങ്കര ഹെവി റെയിൻ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. എ ചിൽ വിൻഡ് വാസ് ബ്ലോയിങ്. നല്ലൊരു തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആൻഡ് ഹി ഫെൽറ്റ് ഗിൽറ്റിയർ. അങ്ങനെ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ തല കുനിച്ചിരിക്കുകയായിരുന്നു ആര്? നമ്മളുടെ ഇന്നസെന്റ് അല്ലെ, ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള നമ്മളുടെ അനിലിനെ, പാവം നമ്മുടെ അനിലിനെ, പഞ്ചപാവമായിട്ടുള്ള നമ്മൾ അനിലിനെ പറ്റിച്ചത് ഇങ്ങനെ ആ ഒരു കുറ്റബോധം കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഓഫ് ദ റെയിൻ ഹിസ് ബോഡി ഹിസ് ഷർട്ട് ആൻഡ് പൈജാമാസ് വെർ സ്റ്റക്ക് ടു ഹിസ് ബോഡി. അപ്പോൾ എന്താണ്, ഈ ഷർട്ടും പൈജാമ ഇങ്ങനെ മേലിങ്ങനെ ഒട്ടി നിൽക്കുകയായിരുന്നു. കാരണം എന്തുകൊണ്ട്? ഇത്രയും മഴ പെയ്യുന്നുണ്ട്. സോ ഹരി സിംഗ് ഹാഡ് എ ചേഞ്ച് ഓഫ് ഹാർട്ട്. അപ്പോൾ നമ്മുടെ ഹരി സിംഗിന് എന്താണ്? ഒരു മനം മാറ്റം അല്ലേ, ഒരു മനം മാറ്റം ഉണ്ടാവുകയാണ്. ഹി ഡിസൈഡഡ് ടു റിട്ടേൺ ടു അനിൽ ആൻഡ് കീപ് ദ മണി അണ്ടർ ദ പില്ലോ. അപ്പോൾ അനിലിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യാം, ആ മണി അവിടെ തന്നെ വെക്കാം എന്ന് വിചാരിക്കുകയാണ്. ഹി റീച്ച് റൂം ആൻഡ് പുട്ട് ദ മണി ബാക്ക്. അങ്ങനെ പൈസ തിരിച്ചു വെച്ചു. ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അനിൽ ഹാഡ് ഓൾറെഡി മെയ്ഡ് ഹിസ് ടീ. അപ്പോൾ അനിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അതിന് സ്വന്തം ചായയൊക്കെ ഉണ്ടാക്കി. സോ ഹി ഓഫേർഡ് ഹരി സിംഗ് ₹50. എന്നാ പിടിച്ചോ 50 രൂപ എന്ന് പറഞ്ഞിട്ട് ഒരു 50 രൂപ കൊടുത്തു. ഓക്കെ, saying he had earned it and told him that he would now be paid regularly. ഇത് നീ ഏൺ ചെയ്ത ഒന്നാണ്, ഇനി മുതൽ നിനക്ക് ഞാൻ റെഗുലർലി പൈസ തരും എന്ന് പറയാൻ. ഹരി kept the note in his hand and he realized that the note was still wet. അപ്പം നമ്മുടെ ഹരിക്ക് ആ പൈസ കിട്ടിയപ്പോൾ എന്താണ്, ആ നോട്ടിന് അപ്പോഴും ഒരു നനവുണ്ടായിരുന്നു, തലേ ദിവസം രാത്രിത്തെ മഴയുടെ. ഹരി got to know. അപ്പോൾ ആ ഒരു നനവ് എന്തായാലും അനിലിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അനിലിന് മനസ്സിലായി എന്നുള്ളത് ആർക്ക് മനസ്സിലായി? ഹരിക്ക് മനസ്സിലായി. മനസ്സിലായോ? യെസ്. അപ്പോൾ അനിലിന്റെ സംഭവം മനസ്സിലായി എന്നുള്ളത് ആർക്ക് മനസ്സിലായി? ഹരിക്ക് മനസ്സിലായി. മനസ്സിലായോ സാറേ? Yes, he kept note in his hand and he realized that the note was still wet from the rain last night, and Hari got to know that Anil had already come to know about his misdeed. After this, Hari was filled with gratitude and respect for Anil, and he decided to mend his ways and become a noble human being like Anil. അപ്പോൾ അന്ന് മുതൽ നമ്മുടെ ഹരി ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്, ഇനി മുതൽ ഞാൻ അനിലിനെ പോലത്തെ ഒരു നോബിൾ പേഴ്സൺ ആയിട്ട് മാറുമെന്ന് പറഞ്ഞിട്ട് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയുമാണ് എന്താ നമ്മളുടെ തീഫ് സ്റ്റോറി എന്ന് പറയുന്ന നമ്മളുടെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതാ അവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോട്ട് കിട്ടുമ്പോൾ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് നമ്മളുടെ അലൻ സാറെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. അലൻ സാർ റെഡി ആണോ എന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഓക്കെ, ഒറ്റ സെക്കൻഡ്. ഓക്കെ മക്കളെ, അപ്പോൾ അലൻ സാർ വരുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ ബാക്കി കുറച്ച് ചാപ്റ്റേഴ്സ് ഇല്ലേ, അപ്പോൾ അത് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടി അലൻ സാർ ഇതാ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതാ മിസ്സേ ഇതാ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അലൻ സാർ ഇങ്ങനെ വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ അലൻ സാറിന് ഫുൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫുൾ എനർജി കൊടുക്കുക. ഇത്ര ഒന്നും പോരാ, ഇങ്ങനെയൊന്നും ആയാലും അലൻ സാറിന് അവർ എനർജി സെറ്റ് ആവില്ല. അപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ ലൈവ് ചാറ്റിൽ ഫുൾ ഫയർ ഇമോജീസ് ഇട്ടിട്ട് നമ്മുടെ അലൻ സാറിനെ വെൽക്കം ചെയ്യുക. അപ്പോഴാണ് അലൻ സാർ മാസ് BGM ഒക്കെ ഇട്ടിട്ട് വരും. ഓക്കെ, റെഡി? യെസ്. സ്റ്റോപ്പ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിലെ ബുക്കിലെ 2-3 ചാപ്റ്ററും കൂടി ഉണ്ട്. അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സാർ 2 സ്റ്റോറീസ് അബൌട്ട് ഫ്ലൈയിങ്, അതേപോലെ തന്നെ സർമൺ അറ്റ് ബനാറസ് എങ്ങനെയാണ് സാർ, വേഗം തീർത്താലോ? ഓക്കെ, അപ്പം കമോൺ വേഗം തുടങ്ങിക്കാലോ, വേഗം ചെയ്യാം, പെട്ടെന്ന് തീർക്കാം. അതോടെ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത ബുക്സും തീർക്കാം. 10 മിനിറ്റ് മതി. അപ്പൊ എല്ലാവരും ഫുൾ പവർ ഇരിക്കണം, പെട്ടെന്ന് പറഞ്ഞുതരാം. ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കണം. 2 സ്റ്റോറീസ് അബൌട്ട് ഫ്ലൈയിങ്, വെരി സിമ്പിൾ. 2 പറക്കുന്ന കഥയാ. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്താ മക്കളെ? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയം ഓ'ഫ്ലാഹർട്ടി. എന്താണ് പറയുന്നത്? വളരെ സിമ്പിൾ കഥയാണ്. ഞാൻ നിങ്ങളുടെ ഒന്ന് ചാറ്റ് ഒന്ന് സൂം ചെയ്യട്ടെ, അല്ലെ കാണില്ല ഒന്നും. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ കഥയാണ്. എന്താണ്?
ഒരു പാവം സീകൾ. ഓക്കെ, ഒരു പാവം സീകൾ ഡസന്റ് നോ ഹൗ ടു ഫ്ലൈ, പറക്കാൻ അറിയില്ല. പക്ഷെ എന്താണ്, പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം, കാരണം അമ്മയും അച്ഛനും ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ പറയുന്നത് നീ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ഭക്ഷണം ഇല്ല എന്ന് പറയുന്നു. ആൻഡ് സീകളുടെ യങ്ങർ ബ്രദറും യങ്ങർ സിസ്റ്ററും ഒക്കെ എന്താണ്, പറക്കാൻ തുടങ്ങി. അപ്പൊ സീകളുടെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ ചാപ്റ്റർ, ദിസ് ചാപ്റ്റർ ടോക്സ് അബൌട്ട് എ യങ് സീകൾ ഓവർകമ്മിങ് എന്താണ്, ഓവർകമ്മിങ് ഹിസ് വാട്ട്, ഹിസ് ഫിയർ ഓഫ് ഫ്ലൈയിങ്, പറക്കാനുള്ള പേടിനെ, ഭയത്തിനെ ഓവർകം ചെയ്യുന്നതിൻ്റെയാണ് കഥ. വളരെ സിമ്പിൾ കഥയാണ്, നമുക്ക് നോക്കാം. ഓക്കെ, ദ യങ് സീഗൾസ് ഫിയർ ഓഫ് ഫ്ലൈയിങ്. എന്തുകൊണ്ടായിരുന്നു ഫ്ലൈയിങ് ഫിയർ? എന്താണ്, പാരഷൂട്ട് കിട്ടാത്തതിൻ്റെയാണോ? അല്ല, he was scared his wings. Okay, his wings would not support him. എന്താണ്, his wings would not support him എന്നുള്ള പേടിയാണ് ഇവർക്കുള്ളത്. ഓക്കെ, റെഡി? അപ്പം എന്താണ്, ദി യങ് സീഗൾ വാസ് അലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ഓക്കെ, ഒരു അറ്റത്ത് ഇങ്ങനെ, പാറേൻ്റെ അറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നോക്കിയേ, ഹിസ് 2 brothers and his sister had already learned to fly. The young seagull was afraid to fly because of a long stretch and the depth of the sea. താഴെ ട്രാംപ്ലീൻ പാർക്ക് ആണോ? അല്ല, താഴെ എന്താണ്, താഴെ സീ ആണ്, മുങ്ങിച്ചാവും. The young seagull was afraid to fly because of the long stretch of the sea. He thought his wings. ഈ ലൈൻ ഓർത്ത് വെച്ചോ. നിങ്ങൾക്ക് എന്ത് ആൻസർ എഴുതണമെങ്കിൽ ഒരു പ്രത്യേക വേണം അല്ലേ? ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ എന്ന് പറയുന്നത് പകരം ആ കാര്യം പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നോക്കിയേ, he thought his wings would not support him, so he ran back to his hole and therefore the seagull failed to gather up the courage. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ലൈൻ അങ്ങനെ തന്നെ എടുത്താ, muster up courage. ധൈര്യം വന്നില്ല, ധൈര്യമില്ലായിരുന്നു, പേടിയായിരുന്നു. ഓക്കെ, ധൈര്യമില്ലാതെ ഇരിക്കുകയായിരുന്നു. His father and mother tried to persuade him to fly. They scolded him and he even threatened him. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അച്ഛനും അമ്മയും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? സ്കോൾഡഡ് ആൻഡ് ഈവൻ ത്രെറ്റൻഡ് ഹിം. ഈ കാര്യം നോട്ട് ചെയ്ത്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇവനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, ഈ സീകളിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ഇവരെ ത്രട്ടൻ ചെയ്തത്? അതേപോലെ തന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞത്, ഭക്ഷണം തരൂല എന്ന് പറഞ്ഞു, അവിടെ ഇരുന്നിട്ട് നീ നന്നാവൂല എന്ന് പറഞ്ഞു, അതൊക്കെ പറയുന്നത് എന്തിനാണ്? എല്ലാവരും പറയും വൈ that if he does not fly, that they would let him die of hunger. മരിച്ച ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ടാണ്? ദേഷ്യം കാരണമാണ്, ഇഷ്ടമില്ലാത്ത അല്ല. ഇൻഡിപെൻഡൻസ് പഠിപ്പിക്കുക. എന്താണ്, എല്ലാ ദിവസവും അമ്മയ്ക്ക് നിങ്ങൾക്ക് ചോറ് വാരി തരാൻ പറ്റുമോ? നിങ്ങളുടെ അച്ഛനും അമ്മ ഇപ്പോഴും നിങ്ങൾക്ക് ഭക്ഷണം എടുത്തു തരുമോ? ഇല്ല. നിങ്ങൾ സ്വന്തം കഴിക്കും, നിങ്ങൾ സ്വന്തം കുളിക്കും, നിങ്ങൾ സ്വന്തം നിങ്ങളുടെ പരിപാടികൾ നോക്കും. പക്ഷേ ചെറുപ്പത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, യു വിൽ നെവർ ബി ഇൻഡിപെൻഡന്റ്. ഓക്കെ, സെറ്റ് ആണല്ലോ? നോക്കിയേ, പേരൻസ് ലീവ് ദ സീഗൾ യങ് സീഗൾ alone. അപ്പോൾ നമ്മൾ ഈ സെയിം ഞാൻ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഓക്കെ, റെഡി? ഇതെന്താണ് COD ID എല്ലാവരും COD എന്ന സംഭവം? കമാൺ, കണ്ടിന്യൂയിങ്. 24 hours passed and nobody came near him. Okay, ഒരു ദിവസം മൊത്തം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണ്. All the day the young seagull watched his parents teach his brother and sister how to fly, how to skip, and അതേപോലെ ഇത്. ഓക്കെ, എന്താണ്, ഓരോ പക്ഷികൾ എന്തോ മീനൊക്കെ പഠിക്കാൻ പഠിപ്പിച്ചു. ഓക്കെ, അവർ എക്സ്പേർട്ട്, അവർ പ്രോ ലെവലാണ്. ഇനി ഇങ്ങോട്ടേക്ക് വന്നേ, they were also teaching them how to skim the waves and how to dive for catching fish. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ പാവം സീകളിൽ ഒരു ഭക്ഷണം പോലും കിട്ടിയില്ല, ഒന്നും കിട്ടിയിട്ടില്ല, ആരും ഹെൽപ്പ് ചെയ്യാൻ വരെ വന്നിട്ടില്ല അല്ലേ? നോക്കിക്കേ, he had seen his elder brother catch the first herring. അവിടെ COD എന്താണെന്ന് എനിക്കറിയാം. COD എന്തിനാ COD ID ചോദിക്കുന്നത് ഞാൻ വിചാരിച്ചേ. ലൈവ് ക്ലാസ്സിലിടയ്ക്ക് എന്താ COD ID, അതെനിക്ക് മനസ്സിലായി. എന്താ സംഭവം പെട്ടെന്ന്. When he ate it, okay, ഒരു ബ്രദർ ഫസ്റ്റ് മീനിനെ ക്യാച്ച് ചെയ്തു. ഓക്കെ, when he ate it, his parents praised him. അതേ സമയത്ത് ഇവിടെ പാവം പട്ടിണിയായിട്ട് കിടക്കുക. ഓക്കെ, അലക്സ് സാറ് പറഞ്ഞു അലൻ സാറിനോട് ചോദിക്കാൻ, അലൻ സാറിനോടൊക്കെ നിങ്ങൾ കളിച്ച പിന്നെ എവിടെന്നാ അറിയില്ല, ഒരു വെട്ടി വെച്ചിട്ട് അങ്ങ് തീരും. ഓക്കെ, as time passes, the young seagull could not tolerate the hunger and the heat. Okay, കുറേ നേരം വിശപ്പ് ഇരുന്നാൽ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളും പറ്റില്ല. ഇവിടെ വെയിലാണ്, നിങ്ങളെപ്പോലെ സൺറൂഫുള്ള വീടോ അങ്ങനെയൊന്നുമില്ല, പാവാണ്. ഇവിടെ ഇങ്ങനെ കല്ലിനെ മേൽ നിൽക്കുക. ഹി മൂവ്സ് ക്ലോസർ ടു ദ ലെഡ്ജ് പ്രിറ്റൻഡിങ് ടു fall asleep, but nobody took notice of it. ഇങ്ങനെ അമ്മേനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സോപ്പടിയില്ലേ, അമ്മ ഉറങ്ങുന്ന പോലെ കാണിക്കും, പക്ഷെ ഉറങ്ങല്ലായിരിക്കും. ഓക്കെ, His father was cleaning his feathers with his white bag. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യം. Only his mother noticed him. അമ്മമാർ അവസാനം സോപ്പിട്ട വീഴുന്നത് അല്ലേ? Okay, she was standing high on the plateau with the fish. As the young seagull saw the food, he felt more hungry. അമ്മേൻ്റെ അടുത്ത് നെക്സ്റ്റ് ലെവൽ ട്രിക്ക് ഉണ്ടായിരുന്നു. അമ്മ ഇവനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വേറെ ട്രിക്ക് ഉണ്ടെന്ന് നോക്കിയേ. ദ മദേഴ്സ് ട്രിക്ക് എന്താണ്? റിയലൈസിങ് ഹിസ് മാഡ്നെസ്. ഓക്കെ, മാഡ്നെസ് എന്ന് പറഞ്ഞാൽ വട്ടായോ? ഇല്ല, വിശപ്പ് കാരണമുള്ള ഭ്രാന്ത് കാരണം. നോക്കിയേ, ഹിസ് മദർ ട്രൈ ടു ടെംപ്റ്റ് ഹിം വിത്ത് എ പീസ് ഓഫ് ഫിഷ്. എങ്ങനെയാണ് പറ്റിച്ചത് നമ്മുടെ അമ്മ? Initially,
She tore the fish in the manner the young seagull loved it. അപ്പോൾ എന്താണ് ആ മീനിനെ പിടിച്ച് നിങ്ങൾക്ക് വിശക്കുക ആലോചിക്കുക, നിങ്ങൾക്ക് നല്ല വിശപ്പ്, ഓക്കെ, ഞാൻ നിങ്ങൾക്ക് നല്ല അടിപൊളി നിങ്ങളുടെ ഇഷ്ടമുള്ള ഷവർമയോ ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാസ്തയൊക്കെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് സ്പൈസൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ തരിക, പക്ഷെ തരൂല, അടിപൊളിയായിട്ട് ഇങ്ങനെ തരിക, ഓക്കെ, ഷവർമയൊക്കെ ഇങ്ങനെ കഴിക്കുക, ആലോചിക്കുക, പക്ഷെ തരൂല. അതേപോലെ ഇവിടെ ഫിഷാണ്, ഓക്കെ, സീഗളിന് ഫിഷാണ് ഉണ്ട്, ഷവർമയില്ല. ദിസ് സൈറ്റ് മാഡൻ ദ ഭ്രാന്താണ് വിഷ്ണുടെ അമ്മാന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക. Then the mother flew nearer him. ഇതാണ് ട്വിസ്റ്റ് മക്കളെ, ട്വിസ്റ്റ്. അമ്മ അടുത്തേക്ക് വന്നു, എന്താണ് ഈ മീൻ തരാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന പോലെ, ഓക്കെ. ഹവർ ദ മദർ സ്റ്റോപ്പ് നിയർ ദി എഡ്ജ് ഓഫ് ദ ലെഡ്ജ്, ഓക്കെ. ആ ലെഡ്ജ് എത്തുന്നതിന് നമ്മുടെ സീകൾ ഇവിടെ ഇങ്ങനെ ലെഡ്ജിൽ ഇങ്ങനെ നിൽക്കാൻ വിചാരിച്ചോ. അമ്മ ഇവിടെ വരെ വന്നു, ഇവിടെ എത്തിയപ്പോൾ നിന്നു, ഇവിടെ എത്തുമ്പോൾ നിർത്തി. അപ്പോൾ സീകൾ വിചാരിച്ചു, ഓ എനിക്ക് വേണ്ടി തരാന്ന്, ഓക്കെ. Out of excitement and hunger, the seagull ran towards the mother and died for this. അപ്പോൾ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി ചാടി, ഗെയിം ഓവർ, തീർന്നു, ഓക്കെ. എന്താ സംഭവിച്ചത്? ഇനീഷ്യലി ദ സീഗൾ വാസ് സ്കേർഡ് ആൻഡ് സ്ക്രീംഡ് വിത്ത് ഫിയർ. അപ്പോൾ ആദ്യം അമ്മേന്ന് പറഞ്ഞിട്ട് അലറി, പക്ഷെ പിന്നെന്താണ്, പിന്നെ തന്നെ the wind came under his wings and he felt like he was soaring in the wind, okay. അങ്ങ് പിന്നെ വിങ്സ് അങ്ങ് സ്പ്രെഡ് അപ്പാർട്ട് ആയി, തന്നെ ഗ്രാവിറ്റിയും ബെർണൂളിസ് പ്രിൻസിപ്പിളൊക്കെ വർക്ക് ചെയ്ത് അങ്ങ് പറക്കാൻ തുടങ്ങി, പറന്ന് പിന്നെ പേടിയൊക്കെ പോയി. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഓക്കെ. അമ്മ ഫുൾ പറ്റിച്ചു. ബട്ട് സൂൺ ആസ് ദ യങ് സീഗൾസ് he spread out his wings and began to fly slowly downwards and upwards and he was no longer afraid to fly. ഇത് എൻ്റെ ഫാമിലി വന്നിട്ട് എല്ലാവരും കൂടി അപ്രീഷിയേറ്റ് ചെയ്തു, കൺഗ്രാജുലേറ്റ് ചെയ്തു, സ്പ്രീ കക്കാ കുക്കൂ കുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അത്രയുള്ള സംഭവം സിമ്പിൾ ആണല്ലോ. ചാപ്റ്റർ എന്താണ്? ഒരു സിമ്പിൾ സീകളുടെ സിമ്പിൾ ലൈഫിലെ ഒരു ഫിയറിന് ഓവർകമ്മിങ്ങിനെ പറ്റിയുള്ളൂ, ഓക്കെ. സംഭവം മനസ്സിലായല്ലോ? ഒരു സിമ്പിൾ സീകളുണ്ട്, പാവം സീകൾ ഹു ഡസന്റ് നോ ഹൗ ടു ഫ്ലൈ, അയാളെ പറ്റിയിട്ടാണ് കഥ. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ, ഓക്കെ. ഇത് നമ്മൾ പറഞ്ഞ എല്ലാം പോയിന്റ്സ് ഇവിടെ കുറച്ച് ക്വസ്റ്റൻ ആൻസേഴ്സ് നോട്ടിലിടാം, ഓക്കെ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് COD ID തന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് കുറേ റിക്വസ്റ്റ്, എനിക്ക് ഇനി സമാധാനമായിട്ട് അൻസാറിന് വല്ലപ്പോഴും കളിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ്. ഞാൻ നോക്കട്ടെ ഞാൻ നിങ്ങൾ വേണമെങ്കിൽ ഇന്ന് വൈകുന്നേരം 15K ആക്കിയാൽ ഞാൻ അൻസാറിൻ്റെ COD ID തരാം, ഓക്കെ. ഓ, പിന്നെ നിങ്ങളുടെ കൂടെ കളിക്കേണ്ടി വരുമല്ലോ, എനിക്ക് പേടി നിങ്ങളുടെ കൂടെ കളിക്കാം, നിങ്ങൾ വല്ല ഭീകരന്മാരുണ്ടോന്ന്, ഓക്കെ. ഇന്ന് രാത്രി 15K ആകുമ്പോൾ കുറേ ടാർഗറ്റ്സ് ഉണ്ട്. അലക്സാർ ഗിറ്റാർ വായിച്ചു തരാം, ഓക്കെ. അതുപോലാതെ എനിക്കൊന്ന് അലക്സാറ് സ്കൂട്ടറിനെ പറഞ്ഞിട്ടുണ്ട്, 15K ആക്കണം. അതേപോലെ അലൻസാറിൻ്റെ COD ID നോക്കാം, ആർക്കും കൊടുക്കാത്തൊരു സംഭവമാണ്, ഓക്കെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കുറേ PYQs ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബ്ലാക്ക് എയറോപ്ലെയിൻ ബൈ ഫ്രെഡറിക് ഫോർസൈത്ത്, ഓക്കെ. ഫ്രെഡറിക് ഫോർസൈത്ത് COD എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിറ്റി ഫുള്ളൊന്നുമല്ല, ഞാൻ ചെക്ക് ചെയ്ത് ഒന്നുകൂടി നോക്കിക്കേ, ഓക്കെ. സെറ്റ് ആണല്ലോ. സമ്മറി, ഓക്കെ. എന്താണ് സമ്മറി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, ഓക്കെ. ഞാൻ ഓരോ പോയിന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ദ നെറേറ്റർ സ്ക്രിപ്റ്റിൽ ആരാണ് മക്കളെ നെറേറ്റർ? നമ്മുടെ ഓത്തർ തന്നെ, എന്താണ്? ഫ്രെഡറിക് ഫോർസൈത്ത്, ഓക്കെ. ദ നെറേറ്റർ വാസ് ഫ്ലൈയിങ് ഹിസ് ഓൾഡ് ഡക്കോട്ട എയർപ്ലെയിൻ ഓവർ ഫ്രാൻസ്. അപ്പം ഫ്രാൻസിന്റെ മുകളിൽ കുറച്ച് ഡയറക്ഷനും കാര്യങ്ങളും ചാപ്റ്ററിലെ പോയിന്റ്സ് ആണ്. ഫ്രാൻസ് ബാക്ക് ടു ഇംഗ്ലണ്ട്, അപ്പോൾ ഫ്രാൻസിൽ നിന്ന് ബാക്ക് ടു ഇംഗ്ലണ്ട്, ഓക്കെ. ഇംഗ്ലണ്ട് അറ്റ് നൈറ്റ്, അപ്പോൾ രാത്രി തിരിച്ച് ഫ്ലൈറ്റ് എടുത്ത് പോവുക. ഈ വലിയ നമ്മുടെ ബോയിങ് 747 ഒന്നല്ല, കുഞ്ഞു പുള്ളീൻ്റെ സ്വന്തം ഓൾഡ് ഡക്കോട്ട എയർപ്ലെയിൻ ആണ്, ഓക്കെ. The sky was clear and the moon was shining. The moon ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. He was dreaming of his holiday and looking forward to being with his family. Okay. What was the end goal? ഈ ചാപ്റ്ററിലെ എൻഡ് ഗോൾ എന്താണ്? ബീയിങ് വിത്ത് ഹിസ് ഫാമിലി, തിരിച്ച് ഫാമിലി ആയിട്ട് റീയൂണൈറ്റ്. ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തോ, കാരണം ഇടയ്ക്ക് ഈ സ്റ്റോറിയിൽ എന്തുകൊണ്ടാണ് ഇയാൾ ഈ റിസ്ക് എടുത്തതെന്നൊക്കെ പറയുമ്പോൾ ഇത് ഉപയോഗിക്കണം, ഓക്കെ. സെറ്റ് ആണല്ലോ? സെറ്റ്. സാർ, ബാത്ത് ടബ് ഫസ്റ്റ് ഡേ മൂന്നാർ വെച്ചാണോ കണ്ടത്? ഇതെന്താ സംഭവം എന്താണ്? ബാത്ത് ഫസ്റ്റ് ടൈം മൂന്നാർ വെച്ചിട്ടാണോ കണ്ടത്? ഈ ഡയലോഗാണോ? ഓക്കെ. ഇറ്റ് വാസ് അറ്റ് 1:30 in the morning. മക്കളെ, ഉച്ചയ്ക്കല്ല, രാത്രി 1:30 AM ആണ് കേട്ടോ. When the narrator looked down, he saw the lights of Paris city. പാരീസിന്റെ ബ്യൂട്ടി കാണുന്നുണ്ട്. He called the Paris control. പാരീസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എയർ കൺട്രോൾ പാരീസ് എന്ന് പറയില്ലേ, ഓക്കെ. സെറ്റാണോ? ഓത്തറിന്റെ പേര് പഠിച്ചു വെച്ചു, ഇമ്പോർട്ടൻ്റ് ആണ്, ഓക്കെ. ഓത്തറിന്റെ പേര് പഠിച്ചത് അലക്സാർ ആണോ പറഞ്ഞത്? അലക്സാർ പറഞ്ഞു. അലക്സാർ ബാത്തപ്പ് അപ്പോഴാണ് ആദ്യം കാണുന്നത്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. മൂന്നാറിൽ വെച്ചിട്ട്. അലക്സാർ ഊട്ടിയിലായിരിക്കും, മൂന്നാറിലല്ല, ഞങ്ങൾ ഊട്ടിയിലാണ് കുറേ പോവാറ്. അലക്സാർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു വെച്ചല്ലേ, നോക്കാം. ഹി കോൾ ദ പാരീസ് കൺട്രോൾ, നമ്മുടെ എയർ കൺട്രോൾ അല്ലേ, എയർ ട്രാഫിക് കൺട്രോൾ വിളിച്ചു ടു ഗെറ്റ് ഇൻസ്ട്രക്റ്റഡ്. അവർ പെർമിഷൻ തന്നാലേ ലാൻഡ് ചെയ്യാനല്ലേ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പാരീസ് കൺട്രോൾ അഡ്വൈസ് ഹിം ടു ടേൺ. ഇതൊക്കെ എഴുതിക്കോ. നിങ്ങളൊരു ആൻസർ എഴുതുമ്പോൾ 12 degrees ഈസ്റ്റിലേക്ക് ടേൺ ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ ആൻസർ എഴുതാം. ദ ഓത്തർ വാസ് റിട്ടേണിംഗ് ഹോം ടു റീയൂണൈറ്റ് വിത്ത് ഹിസ് ഫാമിലി ഫ്രം ഫ്രാൻസ് ടു ഇംഗ്ലണ്ട് ആൻഡ് ദ പാരീസ് കൺട്രോൾ അഡ്വൈസ് ഹിം ടു ടേൺ 12 degrees ഈസ്റ്റ്. വെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ
ആലോചിച്ച് നോക്കും, നിങ്ങളുടെ ആൻസർ പേപ്പർ, ഒരു ടീച്ചർ ഒരു ആൻസർ പേപ്പർ 10-200 ആൻസർ പേപ്പർ ആയിരിക്കും ഡെയിലി വായിക്കാൻ പോകുന്നത്. സോ യോർ ആൻസർ പേപ്പർ ഷുഡ് സ്റ്റാൻഡ് ഔട്ട്. സ്റ്റാൻഡ് ഔട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ പൊട്ടത്തിൽ എഴുതി വെക്കല്ല, നിങ്ങൾ എഴുതുന്നത് ഷുഡ് ബി ആക്യുറേറ്റ്. ടീച്ചർ ഇംപ്രസ്ഡ് ആവും അല്ലേ, ഓ ഈ കുട്ടിക്ക് എല്ലാം അറിയാലോ എന്ന് വിചാരിക്കും. അതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, സെറ്റ് ആണല്ലോ. നോക്കിയേ, അപ്പിയറൻസ് ഓഫ് സ്റ്റോം ക്ലൗഡ്സ്. ഓക്കെ, പിന്നെ എന്താ സ്റ്റോം ക്ലൗഡ്സ് ഒക്കെ വരും നോക്കാം. വെൻ ദ നറേറ്റർ റീച്ച് 150 കിലോമീറ്റർ ബിയോണ്ട് പാരീസ്. അപ്പോൾ പാരീസ് ഒക്കെ വിട്ട് 150 കിലോമീറ്റർ ആയിട്ടോ. ഇപ്പോൾ കോഴിക്കോട് നിന്ന് എറണാകുളം വരെ ഒക്കെ ദൂരം തോന്നുന്നു ഏകദേശം. ഹി സഡൻലി സോ സ്റ്റോം ക്ലൗഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ്. അപ്പോൾ സ്റ്റോം ക്ലൗഡ്സ്. ഓക്കെ, സ്റ്റോം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇടിമിന്നലും ടൊർണേഡോ ഒക്കെ ആയിട്ട് ക്ലൗഡ്സും കൂടി വരുന്നു. ഓക്കെ, ക്ലൗഡ്സ് ആവാൻ കാരണം അങ്ങ് ആകാശത്തിലായുണ്ട്. ഓക്കെ, സെറ്റ് ആണല്ലോ. നോക്കെ, he knew that it was not possible to fly up over the clouds. Okay, അപ്പോൾ ക്ലൗഡ്സിന്റെ മേലെ പുറത്തു കൂടെ ജോയിൻ ചെയ്യും. സോ ഹൗ ടു ജോയിൻ കമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് ഇതാ ചാറ്റിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, he did not. സോ ആ ക്ലൗഡ്സിന്റെ മേലെ നിങ്ങൾ ആരോ അബ്ദുൽ കലാം ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ ഈഗിൾ, എല്ലാ പക്ഷികളും മരത്തിനടിയിൽ ഷെയ്ഡ് നോക്കൂല്ലേ മഴയൊക്കെ വരുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ. ഈഗിൾ ഫ്ലൈസ് അബവ് ദ ക്ലൗഡ്. അതേപോലെ ഇവിടെ അത് നടക്കൂല. കാരണം എന്താണ്, നമ്മുടെ ഇയാൾക്ക് ക്ലൗഡിന് മേലേക്ക് ഈ പ്ലെയിന് പോകാൻ പറ്റില്ല എന്നറിയാം. ഓക്കെ, ഓർ ഗോ അറൗണ്ട്, അതിന് ചുറ്റും പോകാൻ പറ്റൂല എന്ന് മനസ്സിലായി. ഫസ്റ്റ് ഹി തോട്ട് ഓഫ് ഗോയിങ് ബാക്ക് ടു പാരീസ്. ഓക്കെ, മനസ്സിൽ ആദ്യം ആലോചിച്ചെന്താണ്, പാരീസിലേക്ക് തിരിച്ചു പോയാലോ, പ്രശ്നമാവും അല്ലേ, ചിലപ്പം ചത്തുപോയാലോ. ഓക്കെ, നോക്കിയേ, however the thought of breakfast with his family, മക്കളെ രാവിലെ തന്നെ പുട്ടും കലവും എടുത്തിട്ട് ഒരു നല്ല ചൂട് ചായ എടുത്തിട്ട് കഴിക്കുന്ന, പാർലേജി ബിസ്ക്കറ്റ് ഒക്കെ മുക്കിയിട്ട് കഴിക്കുന്ന ഫീലിംഗ് അയാൾക്ക് ഓർമ്മ വന്നു. ഓക്കെ, അവിടെ പാർലേജിയും പുട്ടും കടലക്കറിയും ഒന്നും ആയിരിക്കില്ല. തോട്ട് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ഹിസ് ഫാമിലി. അപ്പൊ ഫാമിലിനെ ഭയങ്കര ഇഷ്ടമാണ്, ഓബ്വിയസ് അല്ലേ, ഫാമിലിനെ ഭയങ്കര ഓബ്വിയസ്. ഇങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫാമിലി ആയിരിക്കില്ല ആലോചിക്കേണ്ടത്, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരിക്കും. ഓക്കെ, സ്കൂളിൽ തിരിച്ചു വരികയായിരിക്കും, പക്ഷേ അപ്പോഴത്തേക്കും ഇന്നൊരു ആമസോൺ ഡെലിവറി, അല്ലെങ്കിൽ നിങ്ങളുടെ മിന്ത്രയിൽ നിന്ന് എന്തെങ്കിലും ഡെലിവറി, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഡെലിവറി, ചിലപ്പോൾ നിങ്ങളുടെ ഷൂ ആവാം, നിങ്ങളുടെ എന്തെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സ് ആവാം, നിങ്ങളുടെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് ആവാം, എന്തെങ്കിലും ഇയർഫോൺ എന്തെങ്കിലുമൊക്കെ. അന്ന് നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകുന്ന ഒരു വേറെ തന്നെ രസമല്ലേ, പെട്ടെന്ന് വീട്ടിൽ പോകണം, എടാ പൊട്ടിക്കണം എന്നിട്ട്, അത് വേറെ ഫീൽ അല്ലേ, ആ ഫീൽ റെഡ് അല്ലേ, സെറ്റ് ആണല്ലോ. അതേപോലെ നിങ്ങൾക്കൊരു ആമസോണോ മിന്ത്ര ഓർഡർ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പം നിങ്ങൾക്കുള്ള ആ ഫീലിംഗ് അതേ ഫീലിംഗ് തന്നെയാണ്, അതിനെക്കാട്ട് ഇന്റൻസിഫൈഡ് ഫീലിംഗ് ആണ്. ഇയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തിരിച്ച് വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഫ്രണ്ട്സിനോട്. ഓക്കെ, made him determined to fly through the clouds. അപ്പോൾ ക്ലൗഡ്സിൽ കൂടെ ഫ്ലൈ ചെയ്യാൻ കാരണം reunite with his family, the thought of breakfast, ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് അയാൾക്ക്. റിസ്കി ബട്ട് ബ്രേവ് ഡിസിഷൻ. റിസ്കി പക്ഷെ ബ്രേവ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റ് ആണല്ലോ. അലൻസാർ ഇന്റൻഷൻ, AI ഇന്റൻസ് അലക്സാർ ഫുൾ പുറത്താക്കിയാലും എല്ലാം കഥകളും. ദ നറേറ്റർ ഡിസൈഡഡ് ടു ടേക്ക് ദ റിസ്ക്. ഓക്കെ, നറേറ്റർ റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഫ്ലൂ ഇൻ ടു ദ സ്റ്റോം. ഓക്കെ, ഞാൻ എന്നാ പിന്നെ ടോപ്പ് ഗൺ കളിക്കാൻ പോകണമെന്ന് വിചാരിച്ചു. ഓക്കെ, ബട്ട് എവറിത്തിങ് വെന്റ് ഔട്ട് ഓഫ് കൺട്രോൾ. ഫുൾ പ്രശ്നമായി, ഫുൾ സീനായിട്ടോ. ഹി വാസ് അൺഏബിൾ ടു സീ, കാണാൻ പറ്റുന്നില്ല. ഫസ്റ്റ് കാര്യം, ഹി വാസ് അൺഏബിൾ ടു സീ ബിക്കോസ് എവറിത്തിങ് ഔട്ട്സൈഡ് ഓഫ് ദ പ്ലെയിൻസ് ബ്ലാക്ക്. എല്ലാം ബ്ലാക്ക്, ഫുൾ ഇരുട്ടായിരുന്നു, വെളിച്ചമൊന്നുമില്ല, മൂൺലൈറ്റ് പോലും ഇല്ല, ഫുൾ സീനാണ്. ഓക്കെ, അപ്പൊ ഹെഡ്ലൈറ്റ് ഓണാക്കിയാൽ വർക്ക് ചെയ്യും ഇല്ല, സ്റ്റോമാണ്. ദ എയറോപ്ലെയിൻ ജംപ്ഡ് അപ്പ് ആൻഡ് ട്വിസ്റ്റഡ്, ഇങ്ങനെ ജുഗു ജുഗു ടെർബുലൻസ്, ജുഗു 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 ജുഗു. ഓക്കെ, his compass stopped working. കോമ്പസും കൂടി ഇല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ പോകണമെന്നും കൂടി അറിയില്ല. ഓക്കെ, he tried to contact Paris control for direction but his radio had also stopped working. Radio stopped working. Consequently he was totally lost in the storm. എന്താ സംഭവിച്ചത്, കീ പോയിന്റ്സിൽ പറയുകയാണെങ്കിൽ സ്റ്റോമിന്റെ ഉള്ളിലേക്ക് പോയി ഒന്നും കാണാൻ പറ്റുന്നില്ല, എല്ലാം ബ്ലാക്ക് ആയിരുന്നു. കോമ്പസ് സ്റ്റോപ്പ് ചെയ്തു, റേഡിയോ സ്റ്റോപ്പ് ചെയ്തു, ആൻഡ് ഹി വാസ് ലോസ്റ്റ്. ഇത് ക്ലിയർ ആണെങ്കിൽ ഈ പോയംസിനോടിയോ പോയമിന്റെയും ഓത്തറിന്റെയും പേര് പഠിക്കണം മക്കളെ, പഠിക്കണം. ഇതൊക്കെ ഇത്രയും 10ാം ക്ലാസ് ഇത്രയും ബ്രില്യൻ സ്റ്റുഡൻസ് എക്സാം എഴുതുമ്പോൾ ഇത് പഠിക്കാതിരിക്കാൻ മണ്ടത്തരം. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്താണ്, ഫസ്റ്റ് കാര്യം സ്റ്റോമിനുള്ളിൽ പോയി എല്ലാം ബ്ലാക്ക്, റേഡിയോ വർക്ക് ചെയ്യാൻ നിന്നു, കോമ്പസ് വർക്ക് ചെയ്യാൻ നിന്നു. പോയിന്റ് നോട്ട് ചെയ്തു. നെക്സ്റ്റ്, ബ്ലാക്ക് എയറോപ്ലെയിൻ അപ്പിയേഴ്സ്. ഓക്കെ, ബ്ലാക്ക് എയറോപ്ലെയിൻ പെട്ടെന്ന് എവിടെ നിന്ന് വന്നു നമുക്ക് നോക്കാം. ഓക്കെ, when the narrator was lost in the storm, അപ്പോൾ സ്റ്റോമിന്റെ ഉള്ളിൽ ലോസ്റ്റ് ആയപ്പോൾ he saw another black plane. ഓക്കെ, വേറൊരു ബ്ലാക്ക് പ്ലെയിൻ കാണുന്നുണ്ട്. ഓക്കെ, അന്ന് സംഭവം ശരിക്കും പ്ലെയിൻ ആണോ നമുക്ക് നോക്കാം. ഇറ്റ് ഹാഡ് നോ ലൈറ്റ്സ്. ഓക്കെ, അപ്പൊ ലൈറ്റ്സ് ഒന്നും ഇല്ലാത്ത, ഓക്കെ, ലൈറ്റ്സ് ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ കാണില്ല ഒരു പ്ലെയിനിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്ലെയിൻ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതെന്തൊരു പക്ഷി പോലെ ഉണ്ടല്ലോ, പക്ഷി പോലെ ഉണ്ട്, ഇത് പ്ലെയിൻ ആണെന്ന് വിചാരിച്ചോ, ഇവിടെ ലൈറ്റ് ഉണ്ടാവും, ഇവിടെ ലൈറ്റ് ഉണ്ടാവും, ഇവിടെ ലൈറ്റ് ഉണ്ടാവും, ഇവിടെ എല്ലായിടത്തും ലൈറ്റ് ഉണ്ടാവില്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇതിന് ലൈറ്റ്സ് ഇല്ല, വിങ്സിൽ ലൈറ്റ് ഇല്ല എന്നാ പറയുന്നത്, ലൈറ്റ് ഇല്ല. ഓക്കെ, ഇറ്റ്സ് പൈലറ്റ്സ് ഫേസസ് ടേൺ ടു, അപ്പോൾ അതിന്റെ പൈലറ്റ് ഇയാൾ നെറേറ്ററിനെ നോക്കി. ഓക്കെ, the pilot in black aeroplane raised his hands and signaled the narrator to follow him. ഇത് വളരെ ഇമ്പോർട്ടന്റ് ലൈൻ ആണ്. അപ്പൊ അതിലെ പൈലറ്റ്, ഓക്കെ, ആ പ്ലെയിനിലെ പൈലറ്റ് പറയാ വാ 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 എൻ്റെ കൂടെ വാ വരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടോപ്പ് ഗണ്ണിൽ ഇങ്ങനെ ആർമിക്കാരൊക്കെ ചെയ്തില്ലേ,
ഫ്രണ്ട് ടൈം ബാക്ക് സെൻറ്റർ ഡബിൾ ടൈം ഓവർ ടൈം 2 അതേപോലെ എന്തൊക്കെയോ കാണിച്ചു. എൻ്റെ പുറകിലേക്ക് വരാൻ പറഞ്ഞു. ദ നറേറ്റർ saw the pilot of the black plane waving at him, signaling him to follow. Okay, so he followed the strange aeroplane. അപ്പോൾ ആ പ്ലെയിനിനെ ഫോളോ ചെയ്ത് എന്തായാലും ജീവിക്കണേ, അപ്പോൾ അതിന് വേണ്ടി ചെയ്തു. ഓക്കെ, പോയറ്റിക് ഡിവൈസ് ചോദിക്കും മക്കളെ. പിന്നെ പോയം എന്തിനാ വെറുതെ കോമഡിയാണ് തരുന്നത്. പോയറ്റിക് ഡിവൈസ് ഒക്കെ ചോദിക്കും. ഇന്നലെ ലൈവിൽ വന്നില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ജെയിൻ്റെ ഇൻ്റർഗ്രേറ്റഡ് സ്കൂൾ ഈ വർഷം ഇല്ല, നിങ്ങൾക്ക് ഈ +1 ഇല്ല, അടുത്ത വർഷം ഉണ്ടാവുക. നിങ്ങൾക്ക് നീറ്റിന് ഇൻ്റർഗ്രേറ്റഡ് സ്കൂളിലാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, റെഡികൾ? ഓക്കെ, കം ഓൺ. Narrator follows the black aeroplane. The narrator followed the black aeroplane for about half an hour. അപ്പം ഏകദേശം അരമണിക്കൂർ ഇങ്ങനെ ഫോളോ ചെയ്തു. Now he could only fly the plane for 5 or 10 minutes. Okay, എന്തോ 5-10 മിനിറ്റ് പറ്റുള്ളൂ. കാരണം എന്താ നമുക്ക് നോക്കാം. He felt frightened again, but he saw the 2 straight lines ahead of him. മക്കളെ 5-10 മിനിറ്റും കൂടെ പറ്റുണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കും? Why എന്തുകൊണ്ടാണ് 5-10 മിനിറ്റ് കൂടെ? He could only fly the plane for only 5 or 10 minutes. എന്തുകൊണ്ടാണ്? ടെൻഷൻ ഫോർ ഇംഗ്ലീഷ് എക്സാമോ? അല്ലടോ, അത് വേറെ കാര്യം. ഓക്കെ, എന്താണ് സർ? ട്വിൻസ് ആണോ? ഫ്യൂവൽ ആണോ? ഫ്യൂവൽ ടാങ്ക് ഒക്കെ ഫ്യൂവൽ തീരും. ഓക്കെ, ഫ്യൂവൽ തീരാനായി. ഹി ഫെൽറ്റ് ഫ്രൈറ്റൻഡ്. ഓക്കെ, പേടിയായി. പക്ഷെ എന്താണ്? ഹി സോ 2 straight lines attached. മക്കളെ 2 straight lines of lights. അത് എവിടെ കാണാൻ പറ്റുക? നിങ്ങളുടെ വീടിന്റെ മേലുണ്ടോ 2 straight line ആയിട്ട് ലൈറ്റ്? ഇല്ല. ലാൻഡിങ് ആ സ്ലീപ്പും കൂടെ ഉണ്ടെന്നോ? ടെൻഷൻ. ഓക്കെ, നോക്കിയേ, 2 straight lines of line. ഇതെന്താണ് മക്കളെ? ലാൻഡിങ് സ്ട്രിപ്പ്. നമ്മുടെ എയർപോർട്ടിലെ ലാൻഡിങ് സ്ട്രിപ്പ്. ഓക്കെ, ലാൻഡിങ് സ്ട്രിപ്പ്. ഓക്കെ, ലാൻഡ് ചെയ്യുന്നിടത്ത് ഫുൾ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, റൺവേ. വെരി ഗുഡ്. ദേവർ ലൈറ്റ്സ് ഓൺ ദ എയർപോർട്ട്സ് റൺവേ. വെരി ഗുഡ്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. വെൻ ഹി ടേൺ ടു ലുക്ക് ഫോർ ദ ബ്ലാക്ക് എയർ. അപ്പോൾ നോക്കുമല്ലോ, നമ്മളെ എത്രയും നേരം ഹെൽപ്പ് ചെയ്ത ബ്ലാക്ക് എയറോപ്ലെയിൻ പെട്ടെന്ന് കാണുന്നില്ലല്ലോ. അപ്പോൾ നോക്കുക എവിടെയാണ്. ഹി കുഡ് നോട്ട് സീ ഇറ്റ് എനിവെയർ. ഹി വാസ് ഏബിൾ ടു ലാൻഡ് സേഫ്ലി, വിച്ച് ഗേവ് എ സൈ ഓഫ് റിലീഫ്. സൈ ഓഫ് റിലീഫ് എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് മനസ്സിലായോ? ഓക്കെ, അതേപോലെ ഇനി അടുത്ത ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു സ്റ്റോമിൽ പോയി പാരീസിൽ നമ്മുടെ ഇംഗ്ലണ്ടിൽ ലാൻഡ് ചെയ്തു. ഇനി ആ ബ്ലാക്ക് എയറോപ്ലെയിനെ പറ്റി അന്വേഷിക്കുമ്പോൾ കാണുന്നില്ല. ഇനി നോക്കാൻ എന്താ സംഭവിച്ചത്? ദ ബ്ലാക്ക് എയറോപ്ലെയിൻ റിമെയിൻസ് എ മിസ്റ്ററി. ആഫ്റ്റർ ലാൻഡിങ് ദ നറേറ്റർ വെന്റ് ടു ദ കൺട്രോൾ സെന്റർ ഓഫ് ദ എയർപോർട്ട്. അപ്പോൾ കൺട്രോൾ സെന്റർ ഉണ്ടെങ്കിൽ എല്ലാ ട്രാഫിക്കും എല്ലാം ഫുൾ ടീമുള്ള ആൾക്കാർ. ഹി ആസ്ക്ഡ് ദ വുമൻ ഇൻ ദ കൺട്രോൾ സെന്റർ അബൌട്ട് ദ മിസ്റ്റീരിയസ് പ്ലെയിൻ. ആ പ്ലെയിനെ പറ്റി എന്തെങ്കിലും അറിയോ? ഹി വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ അതർ പ്ലെയിൻ ആൻഡ് വാണ്ടഡ് ടു താങ്ക്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി അറിയണം, അത് ആരാണ് ഓടിച്ചെന്നും അവർ നന്ദി പറയാൻ വേണ്ടി. ഓക്കെ, താങ്ക് ചെയ്യണമായിരുന്നു. രക്ഷപ്പെടുത്തി, ജീവൻ രക്ഷപ്പെടുത്തിയില്ലേ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. However, the woman looked at him and strangely laughed. ഇയാൾക്ക് എന്താ പറ്റിയത്? എന്താ സംഭവം? She told him that there was no other plane flying except his on such stormy night. Okay, അപ്പം ഇയാളുടെ പ്ലെയിൻ അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞില്ല എന്നാണ് പറയുന്നത് അന്ന് രാത്രി. The narrator was surprised at this. He wondered who had helped him. ഇത് കഴിഞ്ഞു. ഇതൊരു മിസ്റ്റീരിയസ് കഥയാണ്. ചിലപ്പം ഇറ്റ് വാസ് ഹിസ് ഇമാജിനേഷൻ, ചിലപ്പം ദർ വാസ് സം അതർ പ്ലെയിൻ, നമുക്കറിയില്ല. എന്താണെങ്കിലും ബോർഡ് എക്സാം ഒന്നും ക്യാൻസൽ ആയിട്ടില്ല മക്കൾ. ഇങ്ങനെ കുറേ സ്പാം ചെയ്ത് വരാവുന്ന പൊട്ടന്മാരുണ്ടാവും. നിങ്ങളെ ബോർഡ് എക്സാം ക്യാൻസൽ, ബോർഡ് പേപ്പർ ലീക്കായി, അത് നിങ്ങളൊന്നും നോക്കണ്ട. നിങ്ങളുടെ സ്കൂളിൽ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ നോക്കുക, പോയി എക്സാം എഴുതുക, നിങ്ങൾ പഠിക്കേണ്ടി വരും. ഓക്കെ, എൻ്റെ വർഷം ഒരു 10-20 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വർഷം ഒരു 10-20 പ്രാവശ്യം വരും, എല്ലാ വർഷവും നടക്കും. നീറ്റ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ മക്കളെ ഫീസ് നിങ്ങളുടെ ടെസ്റ്റ് മാർക്ക് അനുസരിച്ചിരിക്കും. നിങ്ങൾക്കൊരു ഇൻ്റഗ്രേറ്റഡ് ബാച്ച്, നിങ്ങൾക്ക് ഫുൾ സ്കോളർഷിപ്പ് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 50% കിട്ടാൻ ചാൻസ് നിങ്ങളുടെ മാർക്കിനനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഓക്കെ, സെറ്റാ മതി. എങ്ങനെയാണ് ബ്ലാക്ക് എയറോപ്ലെയിൻ കണ്ടത്? അത് എനിക്കറിയില്ല. ഫ്രെഡറിക് ഫോർസൈറ്റിനോടൊന്ന് ചോദിക്കണം. ബ്ലാക്ക് സ്റ്റോമിനുള്ളിൽ ബ്ലാക്ക് എയറോപ്ലെയിൻ എങ്ങനെ കണ്ടു എന്ന് അയാളോട് തന്നെ ചോദിക്കണം. എനിക്കറിയില്ല ഓണസ്റ്റ്ലി എന്താണ്. ഓക്കെ, സത്യം സ്പൈഡർമാൻ ആണോ, ബ്ലാക്ക് സ്പൈഡർമാൻ വന്നതാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത ചാപ്റ്റർ നമ്മുടെ ഈ ഫസ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ, ദി സെർമൺ അറ്റ് ബനാറസ്. ഇതാരാ മക്കളെ? ഇതാരാണ്? ബുദ്ധ, ലോർഡ് ബുദ്ധ. ഓക്കെ, സോഴ്സ് ബെറ്റി റെൻഷോ. ഓക്കെ, ഇത് എഴുതിയ ആളല്ല, ഇയാളുടെ സോഴ്സിൽ നിന്നാണ് ഇത് എഴുതിയെന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റാണല്ലോ. ഇവർ എന്തൊക്കെയാണ് ചാറ്റിൽ നടക്കുന്നത്? വി നീഡ് സ്പൈഡർ 2. സാർ ഇത് മാത്രം കണ്ട A1 കിട്ടും. ഇത് മാത്രം കണ്ടാൽ പോരാ, ഇത് പോരാതെ നിങ്ങൾ ഈ നോട്ട്സ് വെച്ച് പഠിക്കണം. വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. പ്രോപ്പറായിട്ട് ഞാൻ പറയുന്ന പോയിന്റ്സും ആ റൈറ്റിംഗ് ഗ്രാമറൊക്കെ പഠിച്ചാൽ A1 കിട്ടും. അല്ലാണ്ട് വെറുതെ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നാളെ സിനിമ ഉണ്ടാക്കാൻ പറ്റും? ഇല്ല. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുക, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ അത് നോട്ട് ചെയ്ത് ഓരോ പ്രോപ്പറായിട്ട് നാളെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ സ്പൈഡർമാൻ സിനിമ കണ്ടു, നാളെ പോയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ സിനിമ? അതേപോലെ സിനിമ ഉണ്ടാക്കും? ഇല്ല. യു ഹാവ് ടു ലേൺ ഫ്രം ഇറ്റ്. മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ നോക്കുക. വെറുതെ കണ്ടുകൊണ്ട് മാത്രം പോരാ, ഓരോ കാര്യങ്ങളും അതിൽ നിന്ന് എടുത്ത് പഠിക്കണം. ഓക്കെ, സോ നമുക്ക് നോക്കാം, ഈ ചാപ്റ്റർ നോക്കാം.
സിദ്ധാർത്ഥ ഗൗതമ. ഓക്കെ, ആ പേര് ശ്രദ്ധിച്ചത് ആരായി? സിദ്ധാർത്ഥ ഗൗതമ. അവിടെ ബുദ്ധന്റെ പേര് തന്നെയാണ് കേട്ടോ. ഈ ബുദ്ധ, ലോർഡ് ബുദ്ധ എന്ന് അറിയുന്നതിന് മുമ്പുള്ള പേരാണ് സിദ്ധാർത്ഥ ഗൗതമ. ഒരു പാവപ്പെട്ട ചെക്കനാണോ? അല്ല. ആരാണ്, എന്താണെന്ന് നോക്കാം. വാസ് ബോൺ ഇൻ എ റോയൽ ഫാമിലി. അപ്പൊ ബേസിക്കലി എന്താ, ഒരു പ്രിൻസ് ആണ്. ഓക്കെ, പ്രിൻസ്. ഓക്കെ, ഫുൾ ഓഫ് വേൾഡ്ലി പ്ലഷേഴ്സ് ആൻഡ് അമ്യൂണിറ്റീസ്. മക്കളെ, വേൾഡ്ലി പ്ലഷേഴ്സ് ആൻഡ് അമ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോകത്ത് ആലോചിക്കാൻ പറ്റുന്ന എല്ലാ സുഖകരമായ കാര്യങ്ങൾ. നിങ്ങൾക്ക് വൈഫൈ വേണം, വൈഫൈ ഉണ്ട്. സെർവൻസ് വേണം, സെർവൻസ് ഉണ്ട്. എന്ത് ഭക്ഷണം വേണം, എന്ത് ഭക്ഷണമുണ്ട്. അടിപൊളി നിങ്ങൾക്ക് എന്താണ്, സെൽഫി എടുക്കാൻ പറ്റുന്ന മിറർ വേണം, നല്ല കബോർഡ് വേണം, നല്ല ബെഡ് വേണം, എല്ലാം ഉണ്ട്. ആലോചിക്കാൻ നിങ്ങൾക്ക് PS5 വേണം, PS5 എല്ലാ സംഭവം നമ്മുടെ ബുദ്ധയ്ക്ക് ഉണ്ട്. At 12 years of age, he was sent to a place far from his home to study and understand the sacred Hindu scriptures. Okay, 12 വയസ്സിൽ നോട്ട് ചെയ്തോ, ഏജ് നോട്ട് ചെയ്തോ. At year of 12, he was sent to study. Okay, ഇങ്ങനെ ഗുരുകുല സിസ്റ്റം പോലെ എവിടെയൊക്കെ പഠിക്കാൻ വേണ്ടി അയച്ചു. Okay, on his way return, okay, from this place, he got married. Okay, തിരിച്ചു വന്നപ്പോൾ, okay, പോയി തിരിച്ചു വരുന്ന വഴിയല്ല, കുറേ വർഷത്തേക്ക് പോയി. 12 വയസ്സിലല്ല കല്യാണം നടന്നു കേട്ടോ. He got married to the princess name Yashodhara. Okay, Yashodhara വേറെ പേര്, Yashodhara. Okay, and both of them continued living in the prestigious life. Okay, ഒരു പ്രിൻസും പ്രിൻസസും മാരി ചെയ്യുമ്പോൾ നല്ല ലക്ഷറിയസ് ലൈഫാണ് അല്ലേ. വൺ ഡേ അപ്പൊ ഇതൊക്കെ കുറെ കാലം പഠിക്കാൻ പോയി തിരിച്ചു വന്നു. വൺ ഡേ എന്താ സംഭവിച്ചത്? വൺ ഡേ ലോർഡ് ബുദ്ധ ദ പ്രിൻസ് വാസ് ഓൺ എ ഹണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, ഇങ്ങനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി പോലെ ആനിമൽസിനെ. when he met 4 men. ഓക്കെ, ഈ കഥകൾ നോട്ട് ചെയ്തോ. Initially he met the sick man, then the aged man, followed by a funeral procession and the monk who was begging for alms. Okay, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും കാലം ലൈഫിൽ ഒരു സാഡ്നെസ്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും സാഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്തേലും ഫയർ ഇമോജി ഇട്ടെ. എപ്പോഴെങ്കിലും സാഡ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറുതായപ്പോഴായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ വലുതായപ്പോഴായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നലെ ആയിരിക്കാം, ചിലപ്പോൾ ഇപ്പോഴായിരിക്കാം. നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ കുറേ സാഡ്നെസ് വന്നിട്ടുണ്ട് അല്ലേ? എനിക്ക് സാഡ്നെസ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ മാർക്ക് കുറയുമ്പോഴായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഗെയിമിൽ തോക്കുന്നതിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ പേരൻസിനെ ചീത്ത കേൾക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ സ്കൂൾ മാറുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വീട് മാറുമ്പോഴേക്കും. നമുക്ക് എപ്പോഴും നിങ്ങൾ ചെറുപ്പം മുതലേ ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് മാത്രമാണ് ജീവിച്ചത് അല്ല. യുവർ പേരൻസ്, നിങ്ങളുടെ പേരൻസ് എപ്പോഴും നിങ്ങളെ ഹാപ്പി ആക്കാൻ നോക്കും. നിങ്ങൾക്ക് പറ്റുന്നൊക്കെ വാങ്ങിച്ചു തരും, നിങ്ങൾക്ക് പറ്റുന്നൊക്കെ തരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊക്കെ ഭക്ഷണങ്ങൾ തരും, നിങ്ങൾക്ക് പറ്റുന്നതെല്ലാം തരും. പക്ഷെ നിങ്ങളുടെ പേരൻസിന് എല്ലാം ചെയ്യാൻ പറ്റുമോ? ആരുടെ പേരൻസിനും ഒരിക്കലും ദേ കാൻ പ്രൊവൈഡ് 100% അല്ലേ? നിങ്ങൾക്ക് നാളെ PS5 വരണമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും അല്ലേ? അതുപോലെ അതിപ്പം ലിറ്ററലി റീസണബിൾ ഒന്നും ആവണമെന്നില്ല. പക്ഷെ എനിവേസ് ഇവിടെ കിങ് ആയിരുന്നു അല്ലേ, ഒരു റോയൽ ഫാമിലി ആയിരുന്നു. ഈ റോയൽ ഫാമിലി എന്ത് ചെയ്തു? ഓക്കെ, എന്നാൽ ബുദ്ധേനെ ഇവൻ നമുക്ക് നന്നായിട്ട് വളർത്താം, ഫുൾ ഹാപ്പിനെസ് കൊടുക്കാം, എല്ലാ ഫെസിലിറ്റിയും കൊടുക്കാം, ഒരു സങ്കടം അറിയിക്കില്ല. അവനൊരു സങ്കടം അറിയില്ല, ഇങ്ങനെ ദാരിദ്ര്യം, പോവർട്ടി എന്ന് പറഞ്ഞ സംഭവം അറിയില്ല അല്ലേ. ആൾക്കാർ മരിക്കുന്നു അല്ലേ, മരിക്കുന്നു എന്നുള്ള കാര്യം അറിയണ്ട അല്ലേ, അത് വേണ്ട. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സോൾവ് ചെയ്തെടുക്കുക, ഒരു സങ്കടം അറിഞ്ഞില്ല. അപ്പോൾ പെട്ടെന്ന് മക്കളെ, ഇന്നേ വരെ നിങ്ങൾ നാളെ പെട്ടെന്ന് വേൾഡ് എൻഡ് ചെയ്യുന്ന കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല. വേൾഡ് എൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റൂല അല്ലേ. അപ്പം പക്ഷേ അതേപോലെയാണ് ലോർഡ് ബുദ്ധയ്ക്ക്. ഓക്കെ, ലോർഡ് ബുദ്ധ ഇന്നേ വരെ ഒരാളിതാ ഒരു സിക്ക് മാൻ, എന്താണ് ഒരു അസുഖമുള്ള ആളെ കണ്ടിട്ടുണ്ടാവില്ല ജീവിതത്തിൽ. അതേപോലെ ഓക്കെ നോക്കിയേ, ഒരു ഏജ്ഡ് മാൻ. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. എനിക്കൊരു ഫോൺ വരുന്നുണ്ട്, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ വയസ്സായ ആളെ കണ്ടിട്ടില്ല, വയസ്സായതും മരിക്കുന്നതിനെ പറ്റിയിട്ട് അറിയില്ല. പിന്നെ ഫ്യൂണറൽ പ്രൊസഷൻ, മക്കളെ മരിക്കുന്നതിനെ പറ്റി കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല ബുദ്ധ. ആൻഡ് എ മോങ്ക് ഹു വാസ് ബെഗിങ് ഫോർ ആംസ്, ബെഗർ, ബേസിക്കലി എ ബെഗർ, ഒരു മോങ്ക് ഹു വാസ് എ ബെഗിങ്, അതും കണ്ടിട്ടില്ല. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ ഇന്നേ വരെ ഒന്നും നടക്കാത്ത ഇപ്പം എന്താ സംഭവിച്ചത്? ദ സൈറ്റ് ഓഫ് സീയിങ് ദീസ് പീപ്പിൾ ഷോക്ക്ഡ് ഹിം ടു സച്ച് എൻ എക്സ്റ്റെന്റ് ദാറ്റ് സിദ്ധാർത്ഥ ഡിസൈഡഡ് ടു സീക്ക് എൻലൈറ്റൻമെന്റ്. ഓക്കെ മക്കളെ, സിദ്ധാർത്ഥ ഡിസൈഡഡ് ടു സീക്ക് എൻലൈറ്റൻമെന്റ്. ഓക്കെ, എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹി വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് എന്താണ് റിയൽ ലൈഫ് ഓഫ് മീനിങ്. എൻലൈറ്റൻമെന്റ് എന്ന് പറയുമ്പോൾ മക്കളെ, എവിടുത്തെ ലൈറ്റ് പോയി ഇങ്ങനെ നോക്കി നമുക്ക് അന്ന് നല്ല ലൈറ്റ് ഉണ്ടല്ലോ, അതേപോലെ ലൈഫിൽ ഹി വാണ്ടഡ് ബി എൻലൈറ്റഡ്. ഹി വാണ്ടഡ് ടു സീ, നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമല്ലേ, വാട്ട് ഈസ് ലൈഫ് ഓൾ അബൌട്ട് അല്ലേ? നിങ്ങളുടെ പെർപ്പസ് എന്താ? വാട്ട് ഈസ് ലൈഫ്? നിങ്ങൾക്ക് ആ ലൈഫിൻ്റെ മിസ്റ്ററി അൺവെയിൽ ചെയ്യണ്ടേ? നിങ്ങൾക്ക് നല്ല ജോലി വേണം, പൈസ വേണം, എല്ലാം വേണം അല്ലേ, അതൊക്കെ വേണം. പക്ഷേ നിങ്ങൾക്ക് ലൈഫിലെ ആ മിസ്റ്ററി അല്ലേ, എന്തുകൊണ്ട് ഞാൻ ജീവിക്കുന്നത്, വാട്ട് ഈസ് മൈ പെർപ്പസ്, അല്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് എവറിത്തിങ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആംസിന് മീനിങ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാറ്റ് അവിടെ നിന്ന് കാണുന്നില്ല മക്കളെ. ആംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫുഡ് ആവാം, പൈസ ആവാം, എന്ത് വേണേ ആവാം. ഓക്കെ അല്ലാണ്ട് അതാണ് സംഭവം. ബേസിക്കലി എന്തെങ്കിലും ഭക്ഷണം, ഫുഡ്, ഷെൽട്ടർ എന്ത് വേണേ. ഓക്കെ, സെറ്റാണല്ലോ.
അപ്പം സിദ്ധാർത്ഥ wanted to find out, അതാണ് enlightenment എന്ന് പറയാം. ഓക്കെ, മങ്ക് എന്ന് പറഞ്ഞാൽ മക്കളെ പള്ളിയിലച്ചൻ പോലത്തെ. ഓക്കെ, മോങ്ക്. ഓക്കെ, മങ്ക് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, റെഡി ആണല്ലോ? ഇത് നോക്കിയാൽ സാർ 10 entertainment പ്ലീസോ, അത് സംഭവം സാർ ഏജ് എത്രയാണ്? ആഫ്റ്റർ 7 years എത്രയായിരിക്കും അലൻ സാറിന്റെ ഏജ് ഗസ് ചെയ്യാൻ പറ്റുമോ? എത്ര ഗസ് ചെയ്യാം? ആഫ്റ്റർ 7 years ഓഫ് എഫേർട്സ്. മക്കളെ 7 years ഓഫ് എഫേർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 7 years ട്രൈങ് ടു സീക്ക് എൻലൈറ്റൻമെന്റ്. എൻലൈറ്റൻമെന്റ് വാങ്ങിക്കാൻ പറ്റിയത് സീക്കാണ് ചെയ്യാൻ പറ്റുക. യു ട്രൈ ടു സീക്ക്. എനിക്ക് 32 വയസ്സ്, 40, 90, 22, 40. ഞാൻ പറഞ്ഞ ഐ മീൻ മൈ 20s ആണ്, 30s ഒന്നുമല്ല. അല്ല സാർ എടോ നിങ്ങളുടെയൊക്കെ സീനിയർ ആയിട്ട് വരേണ്ട പ്രായമുള്ള ഞാൻ ചെറുപ്പക്കാരനല്ലേ, കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, എന്താ ഇവിടെ ചാറ്റിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ഡൗട്ട്? ഡു വി ഹാവ് എ കോഴ്സ് വിത്ത് സയൻസ് വിത്തൗട്ട് മാത്സ് ഇൻ നീറ്റ് ബാച്ച്? മക്കൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. എനിക്ക് ഓർമ്മ എന്താണെന്ന് വെച്ചാൽ ബയോ IP ഉണ്ട്, ബയോ സയൻസ് വിത്ത് IP ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് പക്ഷേ വളരെ ലിമിറ്റഡ് സീറ്റ് ഉള്ളൂ, ബയോ മാത്സ് അല്ലാത്ത ബയോ IP എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ സീറ്റൊക്കെ വളരെ ഈ നമ്പറിലേക്കാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സെറ്റാണല്ലേ? 20s പിന്നെ ഇതിനെ 35 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഓക്കെ, അപ്പോൾ 7 years he finally got enlightened. ഓക്കെ, അപ്പോൾ enlightened ആയി എന്നാണ് പറയുന്നത്. അണ്ടർ എ പീപ്പിൾ ട്രീ. ഓക്കെ, named the Bodhi tree. ആ ട്രീൻ്റെ പേര് മാറ്റി ബോധി ട്രീ ആക്കി. ദ ബോധി ട്രീ മീൻസ് എ ട്രീ ഓഫ് വിസ്ഡം. ഓക്കെ, ഭയങ്കര വിവരമുള്ള വിസ്ഡമുള്ള. ഓക്കെ, ഇവൻച്വലി ഹി സ്റ്റാർട്ടഡ് ടീച്ചിങ് ആൻഡ് ഷെയറിങ് ഹിസ് നോളജ് വിച്ച് ഗേവ് ഹിം എ ന്യൂ നെയിം ബുദ്ധ. ബുദ്ധ എന്നുള്ള പേര് സിദ്ധാർത്ഥ ഗൗതമ എന്നുള്ള പേര് മാറിയിട്ട് ബുദ്ധ എന്നായി. The Lord Buddha gave his first sermon at the holistic place Benares. അതുകൊണ്ടാണ് ദ സെർമൺ. എന്താ മക്കളെ സെർമൻ്റെ മീനിങ്? വാട്ട് ഇസ് എ സെർമൺ? സാർ കല്യാണം, എനിക്ക് ചാറ്റ് അവിടെ നിന്ന് കാണുന്നില്ല. എന്താണ് മക്കളെ ചാറ്റ് എടുക്കട്ടെ. ടങ്കടക്കട്ടാടും. സാർ കല്യാണം കഴിച്ചില്ല, സാർ ചെറുപ്പത്തിലാണ്. ഓക്കെ, സാർ ചെറുപ്പക്കാരനാണോ? ചെറിയ പ്രായമുള്ളതാണ്, കല്യാണം കഴിക്കാനില്ല. ബനാറസ്. മ്യൂട്ട് ചെയ്യട്ടെ. ബനാറസ് എന്നുള്ള സ്ഥലത്ത് സെർമൺ എന്താണ്? ഒരു ലോങ് സ്പീച്ച് അല്ലെങ്കിൽ ഒരു പ്രസംഗം എന്നൊക്കെ പറയില്ല, പ്രസംഗം. ഓക്കെ, ഒരു വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ, ഒരു ഇൻഫ്ലുവൻസർ വന്നിട്ട്, പണ്ടത്തെ ഇൻഫ്ലുവൻസർ ആണെന്ന് വിചാരിക്കുക, പക്ഷേ എൻലൈറ്റൻഡ് ആയ ഇൻഫ്ലുവൻസർ അവിടെ വന്നിട്ട് ഒരു ഷൗട്ട് ഔട്ട് തരുന്ന പോലെ. ഇന്നത്തെ ഷൗട്ട് ഔട്ട് ആണ് അന്നത്തെ സെർമൺ പോലെ. ഓക്കെ, അപ്പം അതേപോലെ സെർമൺ. ഓക്കെ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഓപ്ഷൻ ഇല്ല, കാരണം നമ്മൾ ബയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഫുൾ. ഓക്കെ, റെഡി, സെറ്റ് ആണല്ലോ? ഇനി ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. സിദ്ധാർത്ഥാസ് ട്രാൻസ്ഫർമേഷൻ, റോയൽ ബിഗിനിങ്. നിങ്ങൾ ഈ കീ വേർഡ്സ് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ ചാപ്റ്റർ മൊത്തം പറഞ്ഞാൽ ഈ കീ വേർഡ്സ് ഓർത്ത് വെക്കാം. റോയൽ ബിഗിനിങ്സ്. ഓക്കെ, റോയൽ ഫാമിലിയാണ് ജനിച്ചത്. ക്വസ്റ്റ് ഫോർ മീനിങ്, എൻകൗണ്ടർ. അപ്പം എന്താണ്? കുറേ സാഡ് ആൾക്കാർ, 4 ആൾക്കാരെ 4 മെന്നെ മീറ്റ് ചെയ്തില്ലേ, 4 മെന്നെ മീറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്? എൻലൈറ്റൻമെന്റ് അച്ചീവ്ഡ്. ഓക്കെ, ഗോൾ അച്ചീവ് എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, നെക്സ്റ്റ് ദ ലെസൺസ് ഓഫ് കീസ ഗോദാമി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ചാപ്റ്ററിൽ ഒരു ഇവന്റാ. കീസ ഗോദാമി എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? ട്രാജഡി ഓഫ് ലോസ്. കീസ ഗോദാമി ലോസ്റ്റ് ഹർ ഒൺലി സൺ ആൻഡ് സോട്ട് ഹെൽപ്പ്. ഓക്കെ, അപ്പൊ കീസ ഗോദാമിന്റെ മോൻ മരിച്ചുപോയി. ഓക്കെ, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ സംഭവിച്ചത്? ബുദ്ധനോട് പറയാം, എന്നെ രക്ഷിക്കുക, നാട്ടുകാരുടെ അടുത്തേക്ക് പോവാ, എന്നെ രക്ഷിക്കുക, എന്തെങ്കിലും ചെയ്താൽ എന്റെ മോനെ ജീവൻ തിരിച്ചു തരാൻ പറയാം അല്ലേ. Buddha's task. He asked for mustard seeds from a house untouched by death. അപ്പോൾ ബുദ്ധ പറഞ്ഞു, ബുദ്ധ എന്താ മസ്റ്റർഡ് സീഡും കൊണ്ട് ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? ഇല്ല. ബുദ്ധ കീസ ഗോദാമിനോട് പറഞ്ഞു മസ്റ്റർഡ് സീഡ്സ് കൊണ്ടുവരണം, ഏതെങ്കിലും ഒരു വീട്ടിൽ പോവാ മസ്റ്റർഡ് സീഡ്സ് കൊണ്ടുവരണം. പക്ഷേ ഫ്രം എ ഹൗസ്. ഓക്കെ, ആ ഫാമിലിയിലെ ഹൗസിൽ നോ ഡെത്ത്, ഒരാളും മരിച്ചിട്ടുണ്ടാവില്ല. അവരുടെ റിലേറ്റീവ്സോ ഫാമിലിയിലോ അവരുടെ ഫാമിലിയിൽ ആരും മരിക്കാത്തൊരു ഫാമിലിന്റെ അടുത്ത് നിന്നുള്ള മസ്റ്റർഡ് സീഡ്സ് കൊണ്ടുവരണം. ഇവിടെ എന്തായിരുന്നു ഐഡിയ? ഈ മസ്റ്റർഡ് സീഡ്സ് ആ പ്രത്യേക ഫാമിലിന്റെ മാജിക്കൽ മസ്റ്റർഡ് സീഡ്സ് ആണോ? ഒരാളും മരിക്കാത്ത ഫാമിലിയിൽ മാജിക്കൽ മസ്റ്റർഡ് സീഡ്സ് ആണോ? അല്ല. എന്താണ് അതിന്റെ പ്രത്യേകത? അത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്തിനാ? കാരണം ഇമ്പോസിബിൾ ആണ്, എല്ലാ വീട്ടിലും മരണം നടന്നത്. നിങ്ങളുടെ ഫാമിലിയിൽ വരെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവും. നോട്ട് മേ ബി യുവർ ഡയറക്റ്റ് പേരൻസോ നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സ് എന്നായിരിക്കും. നിങ്ങൾ ചെറുപ്പക്കാരല്ലേ, നിങ്ങളുടെ പേരൻസും ചെറുപ്പക്കാർ. പക്ഷേ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വയസ്സായ ആളോ അല്ല എവിടെയെങ്കിലും? എല്ലാവരുടെയും ഫാമിലി, അൻസാറിന്റെ ഫാമിലിയിലുണ്ട് ആരെങ്കിലും മരിച്ചു, കുറേ ആൾക്കാരുണ്ട്. അല്ല നിങ്ങളുടെ ഫാമിലിയിലുണ്ട്. അപ്പോൾ അതേ ബേസിക്കലി ദ യൂണിവേഴ്സൽ ട്രൂത്ത് എന്താ? ഷീ ലേൺ ദാറ്റ് ഡെത്ത് ഇസ് ഇന്നെവിറ്റബിൾ. ഓക്കെ, ഡെത്തിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ എല്ലാ വീട്ടിലും പോയിട്ട് മസ്റ്റർഡ് സീഡ്സ് തരുമോ?
അപ്പോൾ ഓരോ തരാലോ. പക്ഷെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വീട്ടിലും എല്ലാ ഫാമിലിയിലും മരണം നടന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ എന്താണ്, ഷീ അണ്ടർസ്റ്റുഡ്. ഓക്കെ, എല്ലാവർക്കും നടക്കുന്ന സംഭവമാണ്. എവ്രി വൺ ഫേസസ് ദിസ് ലോസ്. ജീവൻ പോകുന്നുള്ള കാര്യം മനസ്സിലായി, അത്രയുള്ള സംഭവം. ഓക്കെ, ഇൻഎവിറ്റബിലിറ്റി. ഓക്കെ, സി നമുക്ക് എന്താണ് ഇൻഎവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്. ഓക്കെ, ഡെത്തിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അതാണ് ഒരു പോയിന്റ്. ആൻഡ് അക്സെപ്റ്റൻസ് ബ്രിങ്സ് പീസ്. ഓക്കെ, സി നിങ്ങൾ എന്നാണോ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടും, ഒരു റിലാക്സേഷൻ കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് എംബ്രേസിങ് ഇൻപെർമനൻസ്. ഇൻപെർമനൻസ് എന്ന് പറയുമ്പോൾ ടെമ്പററി. സി ലൈഫ് ഇസ് ടെമ്പററി. നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, സെറ്റാണല്ലോ. ഡെത്ത് ഇസ് കോമൺ ടു ഓൾ. അത് ബുദ്ധ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ബുദ്ധേൻ്റെ പോയിന്റ് അതായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഓക്കെ, അതോടെ മക്കളെ അലൻ സാറിൻ്റെ ബുക്ക് ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ബുക്ക് മൊത്തം കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ബുക്ക് മൊത്തം കഴിഞ്ഞു. സെറ്റാണല്ലോ. അപ്പം ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ മക്കളെ ഹോളി റിലേറ്റഡ്, ഹോളിസ്റ്റിക്. ആ 2-3 ഹോളിസ്റ്റിക് ഉണ്ട്, ഞാൻ കറക്റ്റ് പറയാം. 2-3 ഹോളിസ്റ്റിക് ഉണ്ട്. മീനിങ് നമുക്കിവിടെ വരുന്നത് ഫസ്റ്റ് കാര്യം ഇങ്ങനെ ഇതാണ്, ഇന്റർ കണക്റ്റഡ് ബൈ എക്സ്പ്ലെയിൻ ഹോൾ. ഓക്കെ, ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഹോളി ഹോളി അല്ല ഇവിടെ പറയുന്നത്. സി ഒരു ഹോളിസ്റ്റിക് വ്യൂ ഓഫ് ദ യൂണിവേഴ്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഹോളിസ്റ്റിക് വ്യൂ. സി നിങ്ങളിപ്പോൾ കുറേ ചാപ്റ്റേഴ്സ് പഠിച്ചു, കുറേ ലിറ്ററേച്ചർ പഠിച്ചു ഇംഗ്ലീഷിൽ. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് എക്സാം നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് യു നീഡ് എ ഹോളിസ്റ്റിക് വ്യൂ ഓഫ് ദ എക്സാം പാറ്റേൺ അല്ലേ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു, ഗ്രാമർ പഠിച്ചു, എക്സാം പേപ്പറിൽ എന്ത് വരുന്നുള്ള ഐഡിയ കിട്ടണം, മൊത്തം ഹോളിസ്റ്റിക് വ്യൂ കിട്ടണം. ഒരു മൊത്തം എല്ലാം കണക്ഷൻ എല്ലാം സംഭവമായിട്ടുള്ള കിട്ടുമ്പോൾ, ഒരു ഹോൾ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുമ്പോഴല്ല കാര്യം. അതാണ് ഹോളിസ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ മക്കളെ, NDAന് ബാച്ച് ഇല്ല കേട്ടോ, എക്സാമിനർ NDAന് ബാച്ച് ഇല്ല. ഓക്കെ, റെഡി? അപ്പോൾ മക്കളെ കമ്മ്യൂണിറ്റി ഒക്കെ റെഡിയാണ്. ഞാൻ കുറച്ച് മുമ്പും കൂടി ചെക്ക് ചെയ്തിട്ടുള്ളൂ, ഒന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഞാൻ പറയാം. അപ്പം ഞാൻ തിരിച്ച് ഹരിജ മിസ്സിനും ശ്രുതി മിസ്സിനും കൊടുക്കാൻ പോവാ. ഹരിജ മിസ്സിനും ശ്രുതി മിസ്സിനും നിങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ള കുറേ ചാപ്റ്റേഴ്സ്, നിങ്ങൾക്ക് ഒരു ബുക്കും കൂടി ഇല്ല. നെക്സ്റ്റ് ബുക്ക് എന്താണ്? നെക്സ്റ്റ് ബുക്ക് എന്തോ ഫുട് പ്രിന്റ്സ് വിതൗട്ട് ഫീറ്റ് എന്തോ സംഭവം. ആ നിങ്ങൾ അതിൻ്റെ എല്ലാം ചാപ്റ്റേഴ്സ് ചേർക്കും. അതുപോരാതെ ഇന്ന് വൈകുന്നേരം എത്ര മണിക്കാണ് മക്കളെ? റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ. ഇൻഎവിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇൻഎവിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഇൻഎവിറ്റബിലിറ്റി ഓഫ് ബോർഡ് എക്സാംസ്. നാളെ ബോർഡ് എക്സാംസ് നടക്കൂല എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? നടക്കും, എന്താണേലും നടക്കും. നിങ്ങൾക്ക് എപ്പോഴും പോകണം ഉണ്ടാവണ്ടെന്നുണ്ട്, പക്ഷെ എന്നാലും നടക്കും. ഓക്കെ, അതേപോലെ അത് ഇൻഎവിറ്റബിൾ അല്ലേ, ഇറ്റ് ഇസ് ഇൻഎവിറ്റബിൾ. അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്, അതാണ് ഇൻഎവിറ്റബിലിറ്റി. ഓക്കെ, സെറ്റാണല്ലോ. അലക്സ് സാറും 20s തന്നെയാണ്, അലൻ സാറും 20s റൈറ്റിംഗ് ഗ്രാമർ ഇന്ന് 7:30 എല്ലാവരും വരിക. 15,000 ആൾക്കാർ വരികയാണെങ്കിൽ അലൻ സാറിന്റെ COD ID പറഞ്ഞുതരാം. അപ്പോൾ അലൻ സാറിന്റെ കോൾ ഓഫ് ഡ്യൂട്ടീന്റെ ID പറഞ്ഞുതരാം, പക്ഷെ അത് സീക്രട്ടാണ്. ഇപ്പം 15,000 ആൾക്കാർ വരണം, അല്ലാണ്ട് ഞാൻ ഒരിക്കലും തരൂല. പിന്നെ നമുക്ക് സോങ് ഒക്കെ 15,000 ഞാൻ തിരിച്ച് നിങ്ങളുടെ ഹരിജ മിസ്സിനും ശ്രുതി മിസ്സിനും വിളിച്ചു കൊടുക്കാൻ പോവാണ്. അവർ നിങ്ങൾക്ക് എൻ്റെ ഫോൺ അവിടെ പോയി അവർ നിങ്ങൾക്ക് ബാക്കിയുള്ള പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പം എല്ലാവരും ശ്രുതി മിസ്സിനും ഹരിജ മിസ്സിനും ഫയർ എമോജി ഇടുക. ഇത് അവരിപ്പോൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വേഗം ഫയർ എമോജി ഇടുക. നിങ്ങൾക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചു തരും. ഓക്കെ, ഇതാ ഇപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചു തരും. ഞാൻ എന്താ വിളിക്കാൻ പോവാണ്. ഓക്കെ, റെഡി? എപ്പോഴാണ് തീരുക എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും കറക്റ്റ്. എനിക്കറിയാം എത്ര ചാപ്റ്റർ ബാക്കിയുണ്ടെന്ന് അറിയില്ല. അപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരും എത്ര ചാപ്റ്റർ ബാക്കിയുണ്ട്, എപ്പോൾ തുടങ്ങാം. ഓക്കെ, ഹലോ, യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും തിരിച്ചു വരാം. യെസ്, നമുക്ക് നമ്മുടെ കള്ളൻ്റെ കൊള്ളയിൽ കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ ഇനി നമുക്ക് നോക്കാനുണ്ട്. കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ കുറച്ചെണ്ണുണ്ട്. ഓക്കെ, യെസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഹലോ, അപ്പോൾ ആർക്കെങ്കിലും വിശക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഫുഡൊക്കെ സൈഡിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്താൽ മതി? ക്ലാസ് കണ്ടാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ ആരും മടുക്കൊന്നും ചെയ്യണ്ട കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക, കുറച്ച് ഫുഡൊക്കെ കഴിക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ ഇരുന്നിട്ട് സൈഡിൽ ഇങ്ങനെ ക്ലാസ്സൊക്കെ വെച്ച് കണ്ടാൽ മതി. റെഡിയാണോ? യെസ്, പാട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കഴിഞ്ഞിട്ട് പാട്ട് പാടിത്തരാം. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് മിസ് ഒരു പാട്ട് പാടിത്തരാം. ഓക്കെ, റെഡി? അപ്പോൾ ദാ മിഡ് നൈറ്റ് വിസിറ്റർ. ഓക്കെ, മിഡ് നൈറ്റ് വിസിറ്റർ, അടുത്ത കള്ളൻ്റെ കഥ.
Okay, next, this story is about the witty secret agent Osable. അപ്പോൾ എന്താ വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിറ്റാണെന്നൊക്കെ പറയില്ല നമ്മൾ, അതന്നെ. എന്താണ് വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ വിറ്റി എന്ന് പറയാം. വേണമെങ്കിൽ ശ്രുതി മിസ്സിനെ പറഞ്ഞോളൂ. ഓക്കെ, ദിസ് സ്റ്റോറി ഇസ് അബൌട്ട് ദ വിറ്റി സീക്രട്ട് ഏജന്റ് ഓസബിൾ. അല്ലെ, ഓസബിൾ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു എന്താണ് സീക്രട്ട് ഏജന്റ് ആണ് ആര്, നമ്മളുടെ ഓസബിൾ എന്ന് പറയുന്നത്. സോ ഹി ആൻഡ് ഹിസ് റൈറ്റർ ഫ്രണ്ട് ഫൗളർ പ്ലാൻ ടു സ്പെൻഡ് ടൈം ഇൻ ദ ഈവനിങ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു റൈറ്റർ ഫ്രണ്ട് ഉണ്ട് ഫൗളർ. അപ്പോൾ ഫൗളറിന്റെ കൂടെ എന്ത് ചെയ്യാണ്, കുറച്ച് ഈവനിങ് സ്പെൻഡ് ചെയ്യാമെന്ന് ആര് വിചാരിക്കുകയാണ്, നമ്മുടെ ഓസബിൾ വിചാരിക്കുകയാണ്. ദെൻ ഫൗളർ റിയലൈസ് ദാറ്റ് ഹി വാസ് എക്സാക്ട്ലി ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ഹി ഹാഡ് ഇമാജിൻഡ് അബൌട്ട് ഹിം. അപ്പം നമുക്ക് ഈ ഒരു സീക്രട്ട് ഏജന്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തുണ്ടാവും, നമുക്കിങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട് അല്ലെ, ടൈ ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, ഇങ്ങനെയാണ് നമ്മളുടെ സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് എന്നൊക്കെ ഉള്ള ഒരു സാധനം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനെ ഒന്നും മീറ്റ് ചെയ്യാത്ത ഒരാളായിരുന്നു ആര്, നമ്മളുടെ ഓസബിൾ. അങ്ങനെ ഓസബിൾ ടോൾഡ് ഫൗളർ ദാറ്റ് ഹി ഹാഡ് ബീൻ തിങ്കിങ് റോങ്. അപ്പോൾ ഓസബിൾ പറയാണ്, നിങ്ങൾ വിചാരിച്ചത് തെറ്റാണ്, അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പാടില്ല അല്ലേ. ദാറ്റ് വെരി സൂൺ ഹി വുഡ് ബി ലുക്കിംഗ് അറ്റ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ട് ദാറ്റ് വുഡ് ചേഞ്ച് ദ കൺട്രീസ് ഫ്യൂച്ചർ. ഈ അടുത്ത് തന്നെ ഞാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി മാറ്റിമറിക്കുന്ന ഒരു സാധനം അല്ലെ, ഒരു ഫ്യൂച്ചർ മാറ്റിമറിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ട് ഞാൻ നോക്കാൻ പോകുന്നുണ്ടെന്ന് പറയാൻ. ഓക്കെ, ദെൻ ബോത്ത് ഓഫ് ദെം വെന്റ് ടു ഹിസ് റൂം. അങ്ങനെ രണ്ടുപേരും കൂടെ ആളുടെ റൂമിലേക്ക് ഇങ്ങനെ പോവാണ്. ഓക്കെ, യെസ്. Next, but when they entered the room, another guy, Max, with a gun was standing in the room. അപ്പോൾ അങ്ങനെ ഒരു മാക്സ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ഗണ്ണും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവരുടെ റൂമിനുള്ളിൽ അല്ലേ, ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പോയിന്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മാക്സ് അല്ലേ. അപ്പോൾ ഇപ്പോൾ വെടിവെക്കും എന്നുള്ള പോലെ നിൽക്കുന്നത്. അപ്പം നമ്മളൊക്കെയാണ്, ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ കയറി ഒരാളിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ആളെന്നെ കൊല്ലേണ്ടി ഒന്നും വരില്ല, ആ സ്പോട്ടിൽ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവും എന്നുള്ളത് ഷുവറാണ്. ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ. ഓക്കെ, പക്ഷേ നമ്മുടെ ഓസബിൾ അങ്ങനെ പേടിയുള്ള ഒരാളായിരുന്നില്ല. ഓസബിൾ അത് ഹാൻഡിൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഓസബിൾ ഹാൻഡിൽ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ എന്ത് ചെയ്തു, he asked them to be comfortable until the reports related to missiles arrived. Meanwhile, Osable started with a story about a hypothetical balcony. എന്താ ഹൈപ്പത്തറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈപ്പത്തറ്റിക്കൽ നമ്മൾ പറയാണ് അങ്ങനെ ഒരു സംഭവം അവിടെ, ശരിക്കും അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല അല്ലേ, നമ്മൾ അതിനിങ്ങനെ വിചാരിച്ച് പറയാണ്, അതാണ് ഹൈപ്പത്തറ്റിക്കൽ. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരു സൂപ്പർ ബാൽക്കണീൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബിലോ ദ വിൻഡോ ഓഫ് ഹിസ് റൂം while the talk was going on. അങ്ങനെ ഈ ഒരു സംസാരം ഇവർ പേടിയൊന്നും ഇല്ലാതെ അയാൾ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പോലും മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, തോക്കും പിടിച്ച് നിൽക്കുന്ന ആളിങ്ങനെ വിചാരിക്കുകയാണ് അല്ലേ, തോക്കും പിടിച്ച് നിൽക്കുന്ന നമ്മളെ മാക്സ് വിചാരിക്കുകയാണ്, ഞാനിവിടെ തോക്കും പിടിച്ച് നിന്നിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ എന്നുള്ള പോലെ ആര് നമ്മളെ മാക്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓസബിൾ ഇതൊന്നും കൂസാക്കാതെ എന്താണ് ഫുള്ള് അടിപൊളിയായിട്ട് വർത്താനം പറയണം. അപ്പോഴാണ് നമ്മുടെ ഡോറിന് എന്തുള്ള ഒരു നോക്കിങ് കേൾക്കുന്നത്. സോ ഓസബിൾ സെഡ് ദാറ്റ് ദ പോലീസ് വെയർ അറ്റ് ദ ഡോർ ആൻഡ് കെയിം ടു ചെക്ക് ഓൺ ഹിം ആൻഡ് ഹിസ് റൂം ഓൺ എ റെഗുലർ ബേസിസ്. അപ്പോൾ ഒരു എന്താണ് ഇങ്ങനെ എപ്പോഴും വരുന്നതാണ്, അത് നമ്മുടെ പോലീസുകാരനാണ് അല്ലേ, പോലീസുകാരൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഞാൻ ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് പോകാറുണ്ട് എന്ന് ആര് പറയണം, നമ്മൾ ഓസബിൾ പറയാൻ. Max, pointing his gun at both of them, stated that he would be waiting in the balcony and that Osable should send the cops away during this time or he would shoot them. അപ്പോൾ ഞാൻ തൽക്കാലം പോയിട്ട് ആ ബാൽക്കണിയിൽ വെയിറ്റ് ചെയ്യാം, അപ്പോഴത്തേക്ക് വേഗം എന്താണ് പറഞ്ഞു വിട്ടിട്ട് ഞാൻ അവിടെ പുറത്ത് കാത്തിക്കാം, അപ്പോഴത്തേക്ക് എന്നെ ആ കോപ്സിനൊക്കെ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ രണ്ടിനെയും വെടിവെച്ച് കൊല്ലുമെന്ന് പറയാണ് ആര്, നമ്മുടെ മാക്സ്. ഓക്കെ, റെഡി? യെസ്. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം മാക്സിനെ, ഓക്കെ, എൻ്റെ മുഖം വെച്ച് ആലോചിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സലീം കുമാറിനെ വെച്ച് ആലോചിക്കാം. ഓക്കെ, കാടിറങ്ങി ഓടി വരും ഒരു വേണ്ട അതന്നെ. ആസ് ദ ഡോർ നോബ് ഇസ് ടേൺഡ്, അങ്ങനെ ഡോർ നോബ് ഇങ്ങനെ ടേൺ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, മാക്സ് ജംപ്സ് ഔട്ട് ഓഫ് ദ വിൻഡോ. മാക്സ് ഒരൊറ്റ ചാട്ടം നമ്മുടെ വിൻഡോന്റെ പുറത്തേക്ക് ചാടി. ആൻഡ് ദേ ഹിയർ എ ലൗഡ് സ്ക്രീം. ആന്ന് പറഞ്ഞിട്ട് ഒരു ഒച്ചയാണ് പിന്നെ അങ്ങോട്ടേക്ക് കേൾക്കുന്നത്. ദ ഡോർ ഓപ്പൺസ് ആൻഡ് എ വെയിറ്റർ കംസ് ഇൻ സെയിങ് ദാറ്റ് ഹി ഹാസ് ബ്രോട്ട് ദ വൈൻ ദാറ്റ് ഓസബിൾ ഹാഡ് ഓർഡേർഡ് ആൻഡ് ലീവ്സ്. അപ്പോൾ താങ്കൾ ചോദിച്ച വൈൻ എന്നും പറഞ്ഞിട്ട് ഒരു വെയിറ്റർ വന്നിട്ട് ഒരു വൈനും കൊടുത്തിട്ട് എന്ത് ചെയ്തു, അവരങ്ങോട്ട് പോയി. ഓക്കെ, റെഡി? ഫൗളർ ഇസ് സർപ്രൈസ്ഡ്. ഫൗളർ ഇത് കണ്ടിട്ട് എന്താ ഇവിടെ നടക്കണമെന്ന് പറഞ്ഞിട്ട് ഫൗളറിനൊന്നും മനസ്സിലായില്ല. ആൻഡ് ആസ്ക്ഡ് ഹിം അബൌട്ട് ദ പോലീസ് ആൻഡ് അബൌട്ട് മാക്സ്. അപ്പോൾ ഫൗളർ ചോദിച്ചു, അല്ല അപ്പോൾ ഇവിടെ എന്താ നടന്നത്, അപ്പോൾ പോലീസ് എവിടെ മാക്സ് എന്ന് ചോദിച്ചു. Then Osable replied that there were no police and that the person would not return as there was no balcony at all. അപ്പോൾ നമ്മുടെ ഓസബിൾ പറയാണ്, എന്താണ് പോലീസൊന്നും ഇല്ല, അതേപോലെ തന്നെ അപ്പുറത്തെ ഒരു ബാൽക്കണിയും ഇല്ല, അതുകൂടെ മാക്സ് ചാടി, മാക്സ് വീണു, ചത്തു, ഡെഡ്.
ഓക്കെ, ദിസ് ഷോസ് ദ ക്വിക്ക് വിറ്റ് ഓഫ് ഓസിബിൾ. അപ്പോൾ അതാണ് നമ്മളുടെ ഓസിബിളിൻ്റെ ആ ഒരു എന്താണ് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അല്ലേ. ആസ് ഹി ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനെ വളരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. നമ്മളാണെങ്കിൽ എന്ത് പറയും, എന്നെ കൊല്ലരുത് എന്ന് പറയും നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചടിക്കാൻ വേണ്ടി നോക്കും. ഇതൊക്കെ ആകുമ്പോൾ എന്താവും, സീൻ വീണ്ടും വഷളാവുള്ളൂ. പക്ഷെ നമ്മുടെ ഓസിബിൾ എന്ത് ചെയ്തു, നെർവസ് ആവാതെ വളരെ കാമായിട്ട് ഹാൻഡിൽ ചെയ്തു. ദെൻ ഓസിബിൾ ഔട്ട് വിറ്റഡ് മാക്സ് ആൻഡ് സേവ്ഡ് ഹിംസെൽഫ് ഫ്രം എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. അങ്ങനെ നമ്മുടെ ഓസിബിൾ സ്വന്തമായി രക്ഷപ്പെട്ടു, ഫൗളറിനെയും രക്ഷിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസ് ഇതാ എക്സാമിനൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ വിത്ത് ആൻസർ വെച്ചിട്ടുണ്ട്. സോ നിങ്ങളോട് അലക്സാറൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇത് വായിച്ചു നോക്കണം കേട്ടോ. നോട്ട് കിട്ടുമ്പോൾ എന്തായാലും ഇത് വായിച്ചു നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാതെ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. റെഡി? യെസ്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ദ ക്വസ്റ്റ്യൻ ഓഫ് ട്രസ്റ്റ്. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഓഫ് ട്രസ്റ്റ്. റെഡി ആണോ? മ്യൂസിക് ടൈം ആയില്ലേ, ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്. അപ്പം ഏത് പാട്ട് പാടും? ഏതെങ്കിലും ഒരു പാട്ട് വേഗം പറ. വേഗം പറ. വേഗം ഏതെങ്കിലും. ജൂപ്പിറ്റർ മഴയൊക്കെ പാടി മതിയായി. എന്നാലും കുഴപ്പമില്ല, നോക്കാം. ജൂപ്പിറ്റർ മഴ നനയാം, ചന്ദ്രനെ നോക്കിയിരിക്കാം, ചൊവ്വയിലൊരു മാളിക കെട്ടാം, നിനക്കായി ഞാൻ. തിരികെ വരുമോ നീ എന്നരികെ അടയുവാൻ, ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ ഇനി ശ്രദ്ധിച്ചിരിക്കല്ലോ എല്ലാവരും. യെസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഓഫ് ദി ട്രസ്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഓഫ് ട്രസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൊറേസ് ഡാൻബൈ വാസ് ലോക്സ്മിത്ത് ആൻഡ് വാസ് 50 years old ബട്ട് സ്റ്റിൽ അൺമാരിഡ്. അങ്ങനെ 50 വയസ്സായിട്ടും കല്യാണം കഴിക്കാതെ കാത്തിരിക്കുന്ന ഒരാളാണ് നമ്മളുടെ ഹൊറേസ് ഡാൻബൈ എന്ന് പറയുന്നത്. പാവല്ലേ. ഹി വാസ് എന്തോ ചിലപ്പോൾ വല്ല ലവ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടാവും, അതായിരിക്കും അൺമാരീഡ് ആയിട്ടിരിക്കുന്നത് അല്ലേ. പാവം, സാരില്ല. ഹി വാസ് എ വെരി സക്സസ്ഫുൾ ബിസിനസ്മാൻ വിത്ത് 2 assistants to help. അപ്പോൾ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിരുന്നു. ആൾക്ക് 2 assistants ഒക്കെ ഉണ്ടായിരുന്നു. വലിയ പുള്ളിയാണ് അല്ലേ. ഹി വാസ് എ ഗുഡ് ആൻഡ് റെസ്പെക്റ്റബിൾ. അപ്പോൾ ഭയങ്കര നല്ലൊരാളായിരുന്നു, എല്ലാവരും ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. ബട്ട് ഹി വാസ് നോട്ട് ടോട്ടലി ഓണസ്റ്റ്. പക്ഷെ എന്തല്ല, ആൾ അത്രയ്ക്ക് അങ്ങോട്ട് ഓണസ്റ്റ് ആയിരുന്നില്ല, അത്ര സത്യസന്ധനൊന്നുമല്ല. ഓക്കെ, ഹി വാസ് ഫോണ്ട് ഓഫ് റെയർ ആൻഡ് എക്സ്പെൻസീവ് ബുക്സ്. വളരെ പ്രത്യേക തരത്തിലുള്ള ഒരു ഹോബിയാണ് നമ്മുടെ ഹൊറേസ് ഡാൻബൈക്കുള്ളത്. നമുക്കൊക്കെ പല ഹോബികളുണ്ടാവും, പക്ഷെ ഹൊറേസ് ഡാൻബൈക്ക് വളരെ പ്രത്യേക തരത്തിലുള്ള ഒരു ഹോബിയാണുള്ളത്. എന്താണ്? വളരെ റെയർ ആയിട്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബുക്സ് അല്ലേ. എന്ത് വില കൊടുത്തും ആൾ വാങ്ങിയിരിക്കും, അങ്ങനെയാണ്. സോ ഈ റോബ്ഡ് എ സേഫ് ഓൺലി വൺസ് എ ഇയർ. അപ്പോൾ ഇത് വാങ്ങണമെങ്കിൽ എന്ത് വേണം? കാശ് വേണം. അപ്പോൾ എന്ത് ചെയ്യും? ഒരു കൊല്ലത്തിൽ ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വൺസ് ഇൻ എ ഇയർ ആൾ എന്ത് ചെയ്യും? ഒരു സേഫ് അങ്ങോട്ട് കക്കും. ഓക്കെ, ഹി പർച്ചേസ് ദീസ് ബുക്സ് സീക്രറ്റ്ലി ത്രൂ ആൻ ഏജന്റ്. അങ്ങനെ ഒരു ഏജന്റിലൂടെയാണ് ഇങ്ങനത്തെ ബുക്സ് ഒക്കെ ഇദ്ദേഹം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഹി കെയർഫുള്ളി പ്ലാൻഡ് ഹിസ് തെഫ്റ്റ് ബിഫോർ ക്യാരിയിങ് ഇറ്റ് ഔട്ട്. വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മളുടെ ചെയ്യാറ്, നമ്മുടെ ഹൊറേസ് ഡാൻബൈ ഒരു സ്ഥലത്തേക്ക് കക്കാൻ പോവാറ്. എന്നിട്ട് എന്ത് ചെയ്തു? ദിസ് ടൈം ഹി ഹാഡ് ഒബ്സർവ് ദ ഹൗസ് അറ്റ് ഷോർട്ടോവർ ഗ്രാഞ്ച് ഫോർ 2 weeks. ഓക്കെ, അപ്പോൾ ഷോർട്ടോവർ ഗ്രാഞ്ചിൽ എന്ത് ചെയ്തു? കുറച്ച് കാലം ഇങ്ങനെ ഒരു ഹൗസിനൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ആളൊരു ബ്ലൂ പ്രിന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹി ഈവൻ സ്റ്റഡി ദ മൈന്യൂട്ട് തിങ്സ് അബൌട്ട് ദാറ്റ് ഹൗസ്. അപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കണം, ആളിങ്ങനെ ആലോചിക്കുമ്പോൾ ആ വീടിൻ്റെ പല ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ബ്ലൂ പ്രിന്റ് ഒക്കെ ആയിട്ട് വരുന്നത് നിങ്ങൾ ആലോചിക്കുക. അപ്പം അങ്ങനെ വളരെ വ്യക്തമായ ശക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടി ആര് പോവാണ്? നമ്മളുടെ ഹൊറേസ് ഡാൻബൈ ഇതാ പോവാണ്. സോ ദ ഫാമിലി വാസ് നൗ ഇൻ ലണ്ടൻ. ദ 2 caretakers ഓഫ് ദ ഹൗസ് ഹാഡ് ഗോൺ ടു ദ മൂവീസ്. അപ്പം അവരുടെ ഫാമിലി എന്ത് ചെയ്യുന്നു? ലണ്ടനിലാണ്. അവിടെ വർക്ക് ചെയ്യുന്ന 2 ആൾക്കാർ എന്താണ്? മൂവിക്ക് പോയിരിക്കുകയാണ്. ഹി ജംപ്ഡ് ഔട്ട് ഫ്രം ബിഹൈൻഡ് ദ ഗാർഡൻ വാൾ ആൻഡ് കെയിം ഇൻസൈഡ് ദ ഹൗസ്. എന്ത് ചെയ്തു? അങ്ങനെ ഗാർഡൻ വാൾ ജമ്പ് ചെയ്ത് കടന്ന് എന്ത് വന്നു? നമ്മുടെ ഹൗസിലേക്ക് എത്തി. ആൻഡ് ഹി ഹാഡ് ടേക്കൺ എ കീ ഫ്രം ദ കിച്ചൺ ഡോർ ഹുക്ക്. അപ്പോൾ വളരെ നല്ല ഒരു ബുദ്ധി കൂടിയ ആൾക്കാരായതുകൊണ്ട് തന്നെ കീ ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന വിധത്തിൽ കിച്ചൺ ഡോറിന് മേലെ തൂക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. വളരെ ബുദ്ധി കൂടിയ ആൾക്കാരായതുകൊണ്ട് തന്നെ അങ്ങനെ തൂക്കിയിട്ട് വെച്ചത് കൊണ്ട് ഇവർക്ക് എളുപ്പത്തിൽ എന്ത് പറ്റി? അതെടുത്ത് പോകാൻ വേണ്ടി പറ്റി. ഓക്കെ, റെഡി? യെസ്. ഹി ഹാഡ് ടേക്കൺ ദെൻ ഹി വോർ ഗ്ലൗസ്. അപ്പം അങ്ങനെ അടുത്ത ഗ്ലോ ഒക്കെ എടുത്തിട്ടു. ആൻഡ് ഹി ഓപ്പൺ ദ ഡോർ ആൻഡ് ഹി വാസ് കെയർഫുൾ ഇനഫ് നോട്ട് ടു ലീവ് എനി ഫിംഗർ പ്രിൻറ്റ്സ്. അപ്പോൾ ആൾ ഭയങ്കര കെയർഫുൾ ആയിരുന്നു. എന്താണ്? ഒരൊറ്റ ഫിംഗർ പ്രിൻറ്റ് പോലും അവിടെയൊന്നും ഞാൻ തൊട്ട് വെക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര
എന്താ പറയുക ആലോചിച്ച് എല്ലാം ചെയ്യായിരുന്നു. ദെൻ ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ വേസ് tickled his nose. അപ്പോൾ ആൾക്കൊരു അലർജി ഉള്ളതാണ്. ഓക്കെ, ഹേ ഫീവർ എന്നാണ് അതിന് പറയുക. ഒരു അലർജി ഉണ്ട്. ഇങ്ങനെ ഈ പൊളൻ ഗ്രെയിൻസ് ഒക്കെ തട്ടി കഴിഞ്ഞാൽ എന്ത് വരും, ആൾക്ക് അലർജി വരും. സോ ഹി സ്നീസ്ഡ് റിപ്പീറ്റഡ്ലി. അപ്പോൾ ഇങ്ങനെ ഹച്ച് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ തുമ്മാറില്ലേ? എനിക്ക് ഉണ്ടാവാറില്ല. എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 15-20 തുമ്മൽ ഒറ്റയടിക്ക്, അത് കഴിഞ്ഞാൽ ഒരു ഒറ്റ കിടത്താണ്, പിന്നെ ഒന്നിനും വൈക്കുണ്ടാവില്ല. അങ്ങനെ എന്ത് ചെയ്യും, നമ്മളൊക്കെ തുമ്മാറില്ല. അപ്പോൾ അതേപോലെ ഇങ്ങനെ സ്പീഡിൽ തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ ഹി ഹേർഡ് ദ വോയിസ് ഓഫ് എ യങ് ലേഡി. അപ്പോൾ ഒരു യങ് ലേഡി വരികയാണ്, ഹു പ്രിറ്റൻസ് ടു ബി ദ വൈഫ് ഓഫ് ദ ഓണർ. അപ്പോൾ ഒരു നല്ല സുന്ദരിയായ ഒരു ലേഡി ഇങ്ങനെ വരികയാണ്, ഒരു അവിടുത്തെ ഓണറിൻ്റെ വൈഫാണെന്നുള്ള രീതിക്ക് ഇങ്ങനെ വരികയാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഷീ എക്സ്പ്ലെയിൻ ദാറ്റ് ഷീ ഹാഡ് അറൈവ്ഡ് അൺഎക്സ്പെക്റ്റഡ്ലി ബിക്കോസ് ഷീ നീഡഡ് ഹർ ജുവൽസ് ഫോർ ദ പാർട്ടി ദാറ്റ് നൈറ്റ്. അപ്പോൾ അന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ജുവൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഞാൻ പെട്ടെന്ന് വന്നതാണെന്ന് ആര് പറഞ്ഞു, നമ്മുടെ വൈഫ് പറഞ്ഞു. ഓക്കെ, വൈഫ് എന്ന് പ്രിറ്റൻഡ് ചെയ്യുന്ന ആൾ പറഞ്ഞു. ഡാൻ ബൈ റിക്വസ്റ്റഡ് ടു ലെറ്റ് ഹിം ഗോ ഹോം. അപ്പോൾ എന്നെ വെറുതെ വിടൂ, എന്നെ കൊല്ലാതിരുന്നൂടെ എന്ന് ആര് പറഞ്ഞു, നമ്മുടെ ഡാൻ ബൈ പറഞ്ഞു, എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഷീ ആസ്ക്ഡ് ഹിം ടു ഓപ്പൺ ദ സേഫ് ആസ് ഷീ നീഡഡ് ദ ജുവൽസ് ബട്ട് ഷീ ഹാഡ് ഫോർഗോട്ടൻ ദ നമ്പർ. നമ്പർ തന്നെ അല്ലേ, പല പല നമ്പറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു നമ്പറായിരുന്നു. പാവം നമ്മുടെ എന്താ പറയുക ഒറേസ് ഡാൻ ബൈ എന്താണ്, ഒരു സുന്ദരിയായ പെൺകുട്ടീനെ കണ്ടപ്പോൾ ആൾ ചോദിച്ചതല്ലേ അല്ലേ, ഒരു സഹായമൊക്കെ ചോദിച്ചതല്ലേ. അപ്പോൾ ഒന്ന് മെയിൻ ആവാന്നൊക്കെ വിചാരിച്ച് എന്ത് ചെയ്തു, അപ്പോൾ നമ്മുടെ കുട്ടി ചോദിച്ചു, എനിക്ക് അതിൻ്റെ നമ്പർ മറന്നുപോയി, പക്ഷെ എനിക്ക് ജുവൽസ് എടുക്കണം, അപ്പോൾ അതൊന്ന് തുറന്നു തരുമോ എന്ന് ചോദിച്ചു. ഓക്കെ, റെഡി? മിസ് തുമ്മിയത് ഇവിടെ വരുമെന്ന് തുടച്ചു കളഞ്ഞു, സാരമില്ല. ഓക്കെ, റെഡി? യെസ്. എന്നിട്ട് എന്ത് ചെയ്തു, ഷീ എക്സ്പ്ലെയിൻ എവിടെ എത്തി നമ്മൾ, അങ്ങനെ കിട്ടി നമ്പർ അറിഞ്ഞു. ആ നമ്പറിൽ ആര് വീണു, നമ്മുടെ ഡാൻ ബൈ വീണു. ഡാൻ ബൈ വില്ലിംഗ്ലി ഓപ്പൺ ദ സേഫ് വിത്തൗട്ട് ഗ്ലൗസ്. അപ്പം മെയിനാവണല്ലോ, ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടിയൊക്കെ മുന്നിൽ വന്ന് ഒരു സഹായമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ മെയിൻ ആവാണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഡാൻ ബൈ ആർക്ക് വേണം ഗ്ലോ ഒക്കെ, എന്നിട്ട് ഗ്ലോ ഒക്കെ അഴിച്ചിട്ട് എന്ത് ചെയ്തു, ആ സേഫ് തുറക്കാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മുടെ യങ് ലേഡിക്ക് എന്ത് കിട്ടി, ആ ജുവൽസ് ഒക്കെ കിട്ടി. ആൻഡ് വെൻറ്റ് ഹാപ്പിലി. അപ്പോൾ ആള് അങ്ങനെ ഒരു സുന്ദരിയായ പെൺകുട്ടീനെയൊക്കെ സഹായിച്ച് എന്നെ വെറുതെ വിട്ടു, പോലീസ് കേസൊന്നും ഇല്ല എന്ന് വിചാരിച്ച ആളിങ്ങനെ തിരിച്ചു പോയി. ഹി വെൻറ്റ് അവേ ഹാപ്പിലി ബിക്കോസ് ഹി ഹാഡ് എസ്കേപ്പ് ഫ്രം ബീങ് ഇംപ്രസന്റ്. അപ്പോൾ ജയിലൊന്നും ഇടുന്നില്ല, തിരിച്ച് വീട്ടിൽ പോയി എന്നൊക്കെയുള്ള ആശ്വാസത്തിൽ പോവാണ്. ഓൺ ദ തേർഡ് ഡേ, അങ്ങനെ മൂന്നാമത്തെ ദിവസം, മൂന്നാം പക്കം അല്ലേ, പോലീസ് മാൻ ഹാഡ് അറസ്റ്റഡ് ഹിം ഫോർ ദ ജുവൽ റോബറി അറ്റ് ദ ഷോർട്ട് ഓവർ റേഞ്ച്. അപ്പം അങ്ങനെ അവിടെയുള്ള ഏതോ ഒരു ജുവൽ റോബറിക്ക് ആരെ അറസ്റ്റ് ചെയ്തു, നമ്മൾ ഹൊറേസ് ഡാൻ ബൈനെ അറസ്റ്റ് ചെയ്തു. പാവം എന്താണ്, തീർന്നു അല്ലേ, हो गया खत्म टाटा bye bye अल्ले. His fingerprints were found at the robbed place and he confessed that he had opened the safe for the young wife of the owner of the house. അപ്പോൾ ആൾ പറയാണ്, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ ആളെ വൈഫ് പറഞ്ഞിട്ടാണ് ഞാൻ തുറന്നു കൊടുത്തത് എന്ന് പറയാണ്. ബട്ട് ഇൻ റിയാലിറ്റി ഈ ഒരു ഓണറുടെ വൈഫ് എന്ന് പറയുന്നത് 65 വയസ്സുള്ള ഒരു അമ്മമ്മയായിരുന്നു മക്കളെ. ആൻഡ് ഷീ സെഡ് ദാറ്റ് ദ സ്റ്റോറി വാസ് നോട്ട് ട്രൂ. ഇതൊന്നും സത്യമൊന്നും അല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇവൻ്റെ അടുത്ത് തുറക്കാൻ വേണ്ടിയിട്ട്. ആര് പറഞ്ഞു, നമ്മളുടെ ശരിക്കുള്ള വൈഫ് പറഞ്ഞു. ദ പോലീസ് അറസ്റ്റഡ് ഹിം. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യാണ്. ഹി വാസ് ദ അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഇൻ ദ പ്രിസൺ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ആളുടെ ഹോബി ഇഷ്ടംപോലെ ബുക്ക്, ഇനി എക്സ്പെൻസീവോ റെയറോ കോമണോ ഏത് വേണോ, ഏത് ബുക്ക് വേണമെങ്കിലും സുഖസുന്ദരമായിട്ട് രാത്രി മുതൽ പാതിര വരെ വായിക്കാനുള്ള ഹോബിക്ക് സുഖമായിട്ട് എന്ത് കിട്ടി, കറക്റ്റായിട്ട് അസിസ്റ്റന്റ് ലൈബ്രറിയനായിട്ട് കിട്ടി. ഹി ഓൾവേസ് തോട്ട് ഓഫ് ദ ചാമിങ് യങ് ലേഡി ഹു വാസ് ഇൻ ദ സെയിം പ്രൊഫഷൻ ആസ് ഹി വാസ്. അപ്പോൾ അന്ന് മുതൽ എന്താണ് നമ്മളുടെ ഡാൻ ബൈ ഇങ്ങനെ എന്നും രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, എന്നാലും ആരായിരുന്നു ആ സുന്ദരിയായ എൻ്റെ അതേ പ്രൊഫഷനുള്ള ആ ഒരു ലേഡി എന്ന് ആലോചിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്നുള്ള എന്താ പറയുക നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് റെഫർ ചെയ്യാം. റെഡിയാണോ? യെസ് യെസ്. ഓക്കെ, ഇനി ഫുട് പ്രിന്റ്സ് വിത്തൗട്ട് ഫീറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ്, ഈ ഒരു സെക്ഷൻ്റെ പേര് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിന് അല്ലേ, ഫുട് പ്രിന്റ്സ് വിത്തൗട്ട് ഫീറ്റ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു എന്താ ഒരു സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറുപ്പം മുതലേ നമ്മൾ പറയുന്ന ഒരു സാധനമല്ല ഇൻവിസിബിൾ ആവുക. എന്നിട്ട് പലരും നമ്മളെ പറ്റി പറയുന്നതൊക്കെ പോയി കേൾക്കുക അല്ലേ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളും നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോവുക. ഇതിനൊക്കെ വേണ്ടി നമുക്ക് എന്ത് വേണം, ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഇൻവിസിബിൾ ആവുക എന്നുള്ള ഒരു പവർ കിട്ടിയാൽ നല്ലതായിരുന്നു നമുക്ക് നമ്മൾ ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടില്ലേ. അതേപോലെ എന്താണ്
എന്താണ് ഒരു സയൻറ്റിസ്റ്റ്, നമ്മുടെ ഗ്രിഫിൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഫോർമുല ഡെവലപ്പ് ചെയ്തു, ഇൻവിസിബിൾ ആവാനുള്ള ഒരു ഫോർമുല ഡെവലപ്പ് ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടച്ച് ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ നമുക്ക് ഫിസിക്കലി ഫീൽ ചെയ്യാനും പറ്റുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. ഹി ആക്സിഡന്റലി സ്റ്റെപ്ഡ് ഇൻ മഡ് ആൻഡ് വാസ് സീൻ ആൻഡ് ഫോളോഡ് ബൈ 2 young men. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, സ്ട്രീറ്റിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് രണ്ട് യങ് മെൻ അവിടെ നിൽക്കുന്നുണ്ട്, 2 ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് കാണാൻ പറ്റി, ഇങ്ങനെ കാലിൻ്റെ അടയാളം ഇങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞിട്ട് പോകുന്നത് കാണാൻ പറ്റി. അങ്ങനെ ആ ഒരു കാലിൻ്റെ അടയാളം പോയി തീരുന്നവരെ ഇവരെന്ത് ചെയ്തു, ഫോളോ ചെയ്തു. ഓക്കെ, ഹി വാസ് വാക്കിംഗ് ഓൺ റോഡ്സ് ആൻഡ് വാസ് ഫീലിംഗ് കോൾഡ്. അപ്പോൾ അങ്ങനെ റോഡ്സിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഭയങ്കര തണുപ്പൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. സോ ഹി ഡിസൈഡ് ടു വെയർ സം കംഫർട്ടബിൾ ഗാർമെന്റ്സ്. അപ്പോൾ ആൾ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ എന്തെങ്കിലും കുറച്ച് കംഫർട്ടബിൾ ഗാർമെന്റ്സ് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു, നല്ല തണുപ്പൊക്കെ ആണല്ലോ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ലേറ്റർ ഹി ഡിസൈഡ് ടു സ്ലീപ്പ് ഓൺ എ ഹീപ്പ് ഓഫ് ക്വിൽസ് ഇൻ എ സ്റ്റോർ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിൽ എന്തുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിൽ, ഒറ്റ മിനിറ്റ് മക്കളെ, പല സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു, കുറേ ഫുഡും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് എന്ത് ചെയ്തു ഇദ്ദേഹം, യെസ് ഒറ്റ സെക്കൻഡ് മക്കളെ, ഒരു മിനിറ്റ് യെസ് കിട്ടി. അപ്പം എന്ത് ചെയ്തു, ഇദ്ദേഹം, നിങ്ങൾ പാട്ടുകൾ ഇട്ടോണ്ടിരിക്കുകയാണല്ലോ ഇവിടെ, ഞാനിവിടെ കഷ്ടപ്പെട്ട് തൊണ്ടപൊട്ടി നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ പാട്ടിട്ടോണ്ടിരിക്കുകയാണോ? യെസ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, പല സ്ഥലത്തും പോയിട്ടൊക്കെ ഫുഡൊക്കെ അടിച്ചു മാറ്റി കഴിച്ച് അതിനുശേഷം ഒരു കടയിൽ നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ ക്വിൽട്ടൊക്കെ അട്ടിക്കെട്ടിങ്ങനെ, നമ്മൾ കംഫർട്ടറൊക്കെ ഇല്ലേ അതുപോലെ ഇങ്ങനെ അട്ടിക്കെട്ടിക്കിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ കയറി കിടന്നുറങ്ങി അല്ലേ. യെസ്. ദ നെക്സ്റ്റ് മോർണിംഗ് ബിഫോർ ഹി വേക്സ് അപ്പ് സം സ്റ്റോർ അസോസിയേറ്റ് ഹാഡ് സീൻ സ്റ്റാർട്ടഡ് ഫോളോയിങ് ഹിം. അപ്പോൾ കുറച്ച് സ്റ്റോർ അസോസിയേറ്റ്സ് ഒക്കെ ആളെ കണ്ടു നെക്സ്റ്റ് ഡേ മോർണിംഗ്. അപ്പോൾ എന്ത് ചെയ്തു, ആളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഹി റിമൂവ്ഡ് ഓൾ ദ ക്ലോത്ത്സ്. വീണ്ടും എന്ത് ചെയ്തു, ഡ്രസ്സൊക്കെ വലിച്ചൂരി എന്ത് ചെയ്തു, ഇൻസ്റ്റന്റ്ലി ആൻഡ് ഹി ബിക്കെയിം ഇൻവിസിബിൾ വൺസ് അഗൈൻ. അങ്ങനെ ഒന്നുകൂടി ആള് ഇൻവിസിബിളായി. ദെൻ നൗ ഹി ഈസ് വാണ്ടറിങ് വിത്തൗട്ട് ക്ലോത്ത്സ് ഇൻ ദ ചില്ലി വിൻഡേഴ്സ് ഓഫ് ലണ്ടൻ. അങ്ങനെ തണുത്ത് വിറയ്ക്കുന്ന നമ്മളെ ലണ്ടനിലൂടെ നമ്മുടെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, നമ്മുടെ ഗ്രിഫിൻ ഇങ്ങനെ ഒന്നുവിടാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹി ദെൻ ഡിസൈഡഡ് ടു ടേക്ക് ക്ലോത്ത്സ് ഫ്രം എ തിയേറ്റർ കമ്പനി. അങ്ങനെ വേറൊരു സ്ഥലത്ത് നിന്ന് അത് മോഷ്ടിക്കാമെന്ന് വിചാരിച്ചു ഒരു തിയേറ്റർ കമ്പനി പോയിട്ട് ക്ലോത്ത്സ് മോഷ്ടിച്ചു. ദെൻ ആ ഒരു ഷോപ്പ് കീപ്പറിന്റെ മണി മോഷ്ടിച്ചു. ദെൻ ഹി ദെൻ മൂവ് ടു ദ ഐപ്പിംഗ് വില്ലേജ്. അപ്പോൾ ആൾ വിചാരിച്ചു ഈ ഒരു ലണ്ടനിലുള്ള ക്രൗഡിൽ എന്തായാലും എനിക്ക് ഈ ഒരു എന്താ പറയുക ഇൻവിസിബിൾ ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് നടക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചൊരു റൂറൽ ഏരിയയിലേക്ക് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഐപ്പിംഗ് വില്ലേജ് എടുത്തു. അവിടെ 2 റൂമൊക്കെ ബുക്ക് ചെയ്തു ഒരു ഹോട്ടലിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ഥലത്ത് ആ ഒരു റൂറൽ ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ഈ വിന്റർ സമയത്തൊന്നും അങ്ങനെ ആരും വന്ന് നിൽക്കാറില്ല. അപ്പം എന്തോ സംതിങ് ഫിഷി എന്ന് തോന്നി. ഇറ്റ് ഈസ് ക്വൈറ്റ് അൺയൂഷ്വൽ ഫോർ ദ വില്ലേജസ് ദാറ്റ് an outsider with such a peculiar appearance has come to stay at a hotel throughout the winter. അപ്പോൾ ഇങ്ങനെ വിന്ററിൽ ഒരാൾ അവിടെ വന്ന് നിൽക്കാറില്ല. അപ്പോൾ അവർക്ക് എന്തോ ഒരു സംഭവം തോന്നി. ആഫ്റ്റർ സം ടൈം ഹിസ് മണി എക്സ്ഹോസ്റ്റഡ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മോഷിച്ച പൈസയൊക്കെ കഴിഞ്ഞു അല്ലേ, മോഷിച്ച പൈസയൊക്കെ കഴിഞ്ഞു. ആൻഡ് ഹി സ്റ്റാർട്ടഡ് സ്റ്റീലിംഗ് ഫ്രം പീപ്പിൾ. അങ്ങനെ ആൾക്കാരുടെ അടുത്ത് നിന്ന് വീണ്ടും മോഷ്ടിക്കാൻ വേണ്ടി തുടങ്ങി. ഫർദർമോർ ആ ഒരു ഓണറിനെയും വൈഫിനെയും എന്ത് ചെയ്തു, ഇയാൾ ഹിറ്റ് ചെയ്തു. കാരണം ഈ ആളുടെ ആബ്സെൻസിൽ ആ ഒരു റൂം കയറി ചെക്ക് ചെയ്യുമ്പോൾ ഇവരെന്തോ ഉണ്ടല്ലോ, ഇവിടെ എന്തോ ഒരു വശപ്പശുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഓണറും വൈഫും കയറി നോക്കിയത് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കയറി അടിച്ചു. Okay, as they cannot see anyone, the owner thought that they were spirits in the inn. അങ്ങനെ അതൊരു പ്രേതമാണ് എന്ന് വിചാരിക്കാൻ. ഓക്കെ, റെഡി? ഓക്കെ, അപ്പോൾ എന്താണ്, അൺയൂഷ്വൽ ഗസ്റ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് എന്ന് ഇവർ വിചാരിക്കാൻ. അറ്റ് ദാറ്റ് പോയിന്റ് ദ ടൗൺ കോൺസ്റ്റബിൾ ഇസ് റിക്വസ്റ്റഡ് ടു ഇൻക്വയർ, നമ്മുടെ ജാഫർ വരെയാണ്, ഇൻ റിഗാർഡ് ടു വാട്ട് ഹിസ് ഐഡന്റിറ്റി ഇസ് ആൻഡ് വാട്ട് ഹി ഡിഡ് ടു അവർ ഫർണിഷിങ്സ്. അത് നമ്മളുടെ ഗ്രിഫിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു പ്രശ്നത്തിലാക്കി. ആൾക്ക് ഇഷ്ടപ്പെടാതെ എന്നപ്പോൾ എന്താണ്, എന്നാൽ പിന്നെ എൻ്റെ ഐഡന്റിറ്റി അങ്ങോട്ട് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു ഹെഡ്ലെസ് മാൻ ആയിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ദേ കനോട്ട് ക്യാച്ച് ഹോൾഡ് ഓഫ് ഗ്രിഫിൻ ആസ് ഹി ടേക്സ് ഓഫ് ഓൾ ഹിസ് ഗാർമെന്റ്സ് ആൻഡ് ബിക്കം ഇൻവിസിബിൾ. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ ഇവർ ഫോളോ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് വീണ്ടും ഗാർമെന്റ്സ് ഒക്കെ വലിച്ചു ഊരിയിട്ട് ആള് നേക്കഡായിട്ട് ഓടി. അപ്പം എന്ത് ചെയ്തു, ഇൻവിസിബിളായി. റെഡി? ഇതാണ് എന്താ നമ്മളെ ഫുട് പ്രിന്റ്സ് വിത്തൗട്ട് ഫീറ്റ്. ഐപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ വില്ലേജിൻ്റെ പേരാണ്. ഓക്കെ, ഐപ്പിംഗ് വില്ലേജ് ഒരു റൂറൽ വില്ലേജാണ്. ക്ലിയർ? ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് ക്ലിയർ ആയോ? യെസ്, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഇനി ബാക്കി നമ്മുടെ ഹരിജ മിസ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഇതുവരെയുള്ള ക്ലിയർ ആയോ? സെറ്റാണോ? സെറ്റാണോ? ഓക്കെ ആണോ?
ഓക്കെ റെഡി. അപ്പോൾ ദ ബുക്ക് ദാറ്റ് സേവ് ദ എർത്ത്. അപ്പോൾ ഇത് നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു 20th സെഞ്ച്വറിയിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഇത് പറയുന്നത്. സോ നമ്മുടെ മാർസിൽ ജീവിച്ചിരുന്ന നമ്മുടെ മാർഷ്യൻസ്, ഓക്കെ, മാർസിലുണ്ടായിരുന്ന മാർഷ്യൻസ് എന്ത് ചെയ്യാണ്, നമ്മൾ എർത്തിനെ ഇൻവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ കുറച്ച് ഇമാജിനറി ക്യാരക്ടേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ പല പല ആൾക്കാരുണ്ട്. സോ ഓൾ ദി ക്യാരക്ടേഴ്സ് ഓഫ് ദ പ്ലേ ആർ ഇമാജിനറി ക്യാരക്ടേഴ്സ്. നമുക്ക് സാങ്കല്പിക കഥാപാത്രങ്ങൾ, ശരിക്കുള്ള ആൾക്കാരല്ല. അപ്പോൾ ഒരു വിയേർഡ് നെയിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മൈറ്റി ചീഫ് തിങ്ക് ടാങ്ക് ഉണ്ട്, നൂഡിൽ ഉണ്ട്, നൂഡിൽ ആരാണ്, അസിസ്റ്റന്റ് ആണ്, ദെൻ ക്യാപ്റ്റൻ ഒമേഗ, ലെഫ്റ്റനന്റ് ലോട്ട, സാർജന്റ് ഊപ്പ്, സാർജന്റ് എന്നാണ് ഇതിനെ പറയാം കേട്ടോ, പ്രൊനൗൺസിയേഷൻ സാർജന്റ് എന്നാണ്, സാർജന്റ് ഊപ്പ് ഉണ്ട്. ഓക്കെ, the think tank who think himself to be the most intelligent amongst all the Martians. അപ്പോൾ think tank വിചാരിച്ചു വെച്ചിരിക്കുന്നത് എല്ലാ മാർഷ്യൻസിനെക്കാളും ഞാനാണ് ഏറ്റവും ഇൻ്റലിജൻറ്റ് എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആൻഡ് all the Martians to decide to go to the earth with his team. അപ്പോൾ ഞാനാണ് ഏറ്റവും ഇൻ്റലിജൻറ്റ് എന്ന് ആര് പറയാണ്, നമ്മളെ think tank വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. He always thinks that because he had a big head, ആൾക്കൊരു വലിയ തലയുള്ളത് കൊണ്ട് തന്നെ he is the most intelligent and always likes to be praised for that. അപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും പൊക്കിയടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ആര്, നമ്മളെ think tank. തനിക്ക് വലിയ തലയുള്ളത് കൊണ്ട് തനിക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുകയാണ് ആര്, നമ്മളെ think tank. പാവം മണ്ടൻ അല്ലേ. യെസ്, they want to know how people of the earth, they call them earthlings. അപ്പോൾ നമ്മളെ എർത്തിലുള്ള ആൾക്കാരെ, ഓക്കെ വെരി ഗുഡ്. അപ്പോൾ നമ്മൾ എന്താണ്, they call earthlings അല്ലേ, എന്താണ് നമ്മളെ വിളിച്ചിട്ട് എന്താണ്, earthlings എന്നാണ്. സോ ഇൻ ദ നെക്സ്റ്റ് സീൻ they all were present in the library full of books. അങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു ലൈബ്രറിയിൽ എത്താണ്, full of books, but all of them were unable to understand the place. അപ്പോൾ ഇത് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല, എന്താ ലൈബ്രറി എന്താണെന്നൊന്നും അവർക്ക് അറിയില്ല, അപ്പോൾ എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. Then the mighty think tank tries to show his acumen and tells his crew that the thing is a sandwich. അപ്പോൾ നമ്മുടെ think tank ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂലം കഷമായി ചിന്തിച്ചിട്ട് എന്ത് പറയാണ്, അതൊരു സാൻഡ്വിച്ച് ആണ്. നമ്മുടെ ഹ്യൂമൻസ് കുറേ ഭക്ഷണം കഴിക്കുമല്ലോ, മന്തിയും ഇതൊക്കെ കഴിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. So then one of the crew members, Sergeant Oop, അങ്ങനെ സാർജന്റ് ഊപ്പ് വരാണ്, ഈവൻ ഈറ്റ്സ് എ കോർണർ ഓഫ് ദ ബുക്ക്. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കോർണറൊക്കെ കടിച്ച് തിന്ന് നോക്കി ആര്, നമ്മളുടെ സാർജന്റ്. പക്ഷെ നമ്മളെ സാർജന്റ് അത്ര അങ്ങോട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഹി ഡിഡ് നോട്ട് ലൈക്ക് ദ ടേസ്റ്റ് ആൻഡ് ദേ കെയിം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ദിസ് മേ ബി സംതിങ് എൽസ് ദാൻ ഫുഡ്. അപ്പോൾ ഫുഡ് അല്ലാതെ ഇത് വേറെ എന്തോ ഒരു സംഭവമാണ് എന്ന് ഇവർക്ക് മനസ്സിലായി. ആഫ്റ്റർ സം ടൈം നൂഡിൽ സജസ്റ്റ് think tank that it may be used for communication. അപ്പോൾ ഇതൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടായിരിക്കാം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. വിത്ത് ഇയേഴ്സ് ഓർ മേ ബി ഇറ്റ്സ് എൻ ഐ കമ്മ്യൂണിക്കേഷൻ, കണ്ണ് വെച്ചിട്ടോ ഇയർ വെച്ചിട്ടോ ഉള്ളതായിരിക്കും എന്ന് പറഞ്ഞു. ഓൾ ദ ക്രൂ മെമ്പേഴ്സ് സ്റ്റാർട്ടഡ് ഓപ്പണിംഗ് ആൻഡ് റീഡിങ് ദ ബുക്ക്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, എന്നാൽ പിന്നെ ഈ ഒരു ബുക്കൊന്ന് വായിച്ച് നോക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു റൈം ബുക്കായിരുന്നു, മദർ ഗൂസ് എന്ന് പറയുന്ന ഒരു റൈം ബുക്കായിരുന്നു. പക്ഷേ ഇവർക്ക് അതൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം നൂഡിൽ പെട്ടെന്ന് നമ്മുടെ തിങ്ക് ടാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് പറയുകയാണ്, നമ്മുടെ കെമിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കുറച്ച് വിറ്റമിൻ പിൽസ് തന്നിട്ടുണ്ടായിരുന്നു ടു ഇൻക്രീസ് ദ ഇൻ്റലിജൻസ്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സാൻഡ്വിച്ചസിനെ വായിക്കാൻ പറ്റും എന്ന് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇവർ ആ ഒരു വിറ്റമിൻ പില്ല് കഴിക്കുകയാണ്. അപ്പോൾ ആസ് ഊപ്പ് സ്റ്റാർട്ടഡ് റീഡിങ് ദ ബുക്ക് ഓഫ് നഴ്സറി റൈംസ് ദേ ടുക്ക് ദ റൈംസ് ലിറ്ററൽ മീനിങ്. അതായത് ഇങ്ങനെ റൈംസ് വായിച്ച് വന്നപ്പോൾ ഇങ്ങനെ കൗസിനെ പറ്റിയിട്ടൊക്കെ കണ്ടപ്പോൾ എന്താണ്, ഈ കൗസ് എല്ലാവരും കൂടെ നമ്മുടെ മാർസിലേക്ക് വന്ന് മാർസിനെ ഇൻവേഡ് ചെയ്യുക, മാർസിനെ തകർക്കാൻ ഈ കൗസ് മതി ഹ്യൂമൻസിന്. നമ്മുടെ എർത്ത് കൂടെ കൗസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർസ് തകർന്നു എന്ന് വിചാരിക്കുകയാണ് അല്ലേ. യെസ്, അങ്ങനെ വിചാരിച്ചോണ്ട് എന്തായിരുന്നു, കൗ ജംപ്ഡ് ഓവർ ദ മൂൺ ആൻഡ് എ ലിറ്റിൽ ഡോഗ് ലാഫ് ടു സീ ദ കൗസ് ആക്ട് ആൻഡ് എ ഡിഷ് റാൻ അവേ വിത്ത് എ സ്പൂൺ എന്നാണ് ആ ഒരു വായിച്ച ഒരു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി, ഈവൻ ദ പെറ്റ്സ് ആർ റേസ്ഡ് വിത്ത് ഇമോഷൻ ആൻഡ് ദാറ്റ് എർത്ത്ലിങ്സ് കുഡ് ഇൻവേഡ് മാർസ് വിത്ത് മില്യൻസ് ഓഫ് കൗസ് എന്ന് ആര് വിചാരിക്കുകയാണ്, നമ്മുടെ തിങ്ക് ടാങ്ക് വിചാരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, തിങ്ക് ടാങ്കിന് വീണ്ടും പേടിയായി. അത് കഴിഞ്ഞപ്പോഴാണ് ഹംടി ഡംടീൻ്റെ സ്റ്റോറി വായിച്ചത് അല്ലേ. ഹംടി ഡംടീൻ്റെ സ്റ്റോറി വായിച്ചപ്പോൾ ആ ഹംടി ഡംടീനെ കണ്ടപ്പോൾ നമ്മുടെ തിങ്ക് ടാങ്കിൻ്റെ മുഖച്ചായി ആയിട്ട് ചെറിയൊരു ചായ കാച്ചൽ. അപ്പോൾ നമ്മുടെ തിങ്ക് ടാങ്കിന് ചെറുതായിട്ട് പേടിയായി. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഹംടി ഡംടി ഹാഡ് എ ഗ്രേറ്റ് ഫോൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഫോൾ എന്നുള്ള കാര്യം കണ്ടപ്പോൾ തന്നെ നമ്മുടെ തിങ്ക് ടാങ്കിന് പേടിയായി. കാരണം ഇത് എന്നെ പൂട്ടാനുള്ള എന്തോ ഒരു വഴി നമ്മൾ വരുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കെച്ചാണ് ആ വരച്ച് വെച്ചിരിക്കുന്നത്, എന്നെ എടുത്ത് തൂക്കി എറിയാനുള്ള പ്ലാനാണ് എന്ന് ആർക്ക് വിചാരിക്കുകയാണ്, നമ്മൾ തിങ്ക് ടാങ്ക് വിചാരിക്കുകയാണ്. അങ്ങനെ തിങ്ക് ടാങ്കിന് പേടിയാവാണ്, ഐഡന്റിഫൈ ചെയ്ത് എന്നെ ഇപ്പോൾ തൂക്കിക്കൊല്ലും എന്ന് വിചാരിക്കുകയാണ്. സോ ഹി ഓർഡേഡ് ഹിസ് ടീം ടു ഫ്ലൈ ബാക്ക് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പോവാം. ആൻഡ് ദാസ് എ ഡസ്റ്റി ബുക്ക് ഓഫ് റൈം സേവ്ഡ് അസ് ഫ്രം എ മാർഷ്യൻ ഇൻവേഷൻ. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മുടെ എർത്തിലേക്ക് മാർസിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ വരാതെ ആ ഒരു അറ്റാക്കിനെ നമ്മൾ തീർക്കാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബുക്കാണ് എന്ത് ചെയ്തത്, നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മിസ്സിൻ്റെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു കേട്ടോ. മിസ്സിൻ്റെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. യെസ്, അപ്പോൾ ഇതുവരെയുള്ളതൊക്കെ ക്ലിയർ ആയോ?
യെസ്, നമ്മുടെ ഹരിജ മിസ് ഇപ്പം വരും, ഒരു 5 minutes ഇപ്പം വരും. മുൻപേ ഇപ്പം പാടാൻ പറ്റുമെന്ന് അറിയില്ല, മിസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഹരിജ മിസ് വരുന്ന ഒരു ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് സമയം കൊടുക്കാം. ഓക്കെ. മുൻപേ വാ ഇന്നൻപേ വാ ഊനേ വാ ഉയരേ വാ മുൻപേ വാ ഇന്നൻപേ വാ പൂപ്പൂവായി പൂപ്പും വായിനാ നാനാ കേട്ടേൻ എന്നെ നാനേ നീയാ നെഞ്ചം சொன்னதே മുൻപേ വാ എന്നൻപേ വാ ഊനേ വാ ഉയരേ വാ. സംഭവം എന്താ വെച്ചാൽ മിസ്സിന് പണ്ടത്തെ പോലെ പാടാൻ പറ്റുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് അധികം പാടാത്ത കേട്ടോ. മിസ്സിന് ത്രോട്ടിന് ചെറിയൊരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ആക്ച്വലി പാടുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, മിസ്സിന് കുറച്ച് സ്ട്രെയിൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ പഴയ ലൈവിലൊക്കെ നിങ്ങൾ കേട്ടിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അന്ന് വൻ സൗണ്ട് ആയിരുന്നു, എന്ത് ചെയ്യാനാ. ചുമ്മാ കേട്ടോ, ജസ്റ്റ് കിഡിങ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ മിസ്സിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ റിയലി സോറി, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. ഓക്കെ. യെസ്, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമ്മുടെ എന്താ പറയുക, എക്സാമിന് നല്ലപോലെ പഠിക്കാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഒന്നും കൊണ്ട് പേടിക്കേണ്ട കേട്ടോ, നല്ല ഈസി എക്സാം ആയിരിക്കും, പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. യെസ്, ഒറ്റ സെക്കൻഡ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ എക്സാം വിന്നറിൻ്റെ കൂടെ നിങ്ങൾക്ക് 2 കൊല്ലം, അതായത് +1 +2 പഠിച്ച് അതിൻ്റെ കൂടെ തന്നെ നീറ്റിൻ്റെ കോച്ചിങ് കൂടി എടുത്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നീറ്റ് പാസ്സാവാൻ, നീറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ആയിട്ട് അല്ലേ, നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ആ ഒരു ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടാവുക. അപ്പോൾ അതാണ് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളാണ് ഫോർ CBSE ആൻഡ് സ്റ്റേറ്റ് സിലബസ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ അവിടെ ഒരു നമ്പർ കാണുന്നുണ്ടാവും അല്ലേ, കാണുന്നില്ല അല്ലേ? യെസ്, ദാ ഇവിടെ ഒരു നമ്പർ കാണുന്നില്ലേ, അപ്പോൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ അതാണ് നമ്മളുടെ ഹരിജ മിസ് ഇപ്പോൾ വരും. യെസ്, യെസ്. ഓക്കെ. അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നാണ് ഞാൻ ആക്ച്വലി വിചാരിച്ചത്, പക്ഷേ നിങ്ങൾ എന്നെ വീട്ടി ഫ്ലാറ്റാക്കിയല്ലേ. യെസ്, ഹരിജ മിസ് ഫാൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഹരിജ മിസ് ഫാൻസ്. അപ്പോൾ ഹരിജ മിസ്സിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറേ ഹാർട്ട് ഇമോജീസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഹരിജ മിസ് ഭയങ്കര എന്താ പറയുക, ലോല ഹൃദയമാണ്, ആ ഹാർട്ടിലൊക്കെ വീഴും, ഭയങ്കര ലോല ഹൃദയമാണ്, എന്താ ചെയ്യുക. യെസ്, അപ്പോൾ മിസ് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. മറക്കണ്ട, ഇന്ന് 7:30 നമ്മുടെ അലക്സാറും എലൻ സാറും വന്ന് ഗ്രാമറും ഡിസ്കോസും ഒക്കെ ഫുൾ സെറ്റാക്കി തരും കേട്ടോ. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് ഹരിജ മിസ് ഉണ്ട്. ഓക്കെ, ഹരിജ മിസ് ഉണ്ട്, മിസ് മാത്രമാണ് ഇല്ലാത്തത്. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാമറൊക്കെ ഫുൾ സെറ്റാക്കി തരും. അപ്പോൾ ഇന്നത്തോട് കൂടി ഇംഗ്ലീഷ് നമ്മൾ അടിപൊളിയായിട്ട് എഴുതും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഹരിജ മിസ് വരും കേട്ടോ. ടാറ്റാ ബൈ ബൈ. യെസ്, മിസ് വന്നിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ശ്രുതി മിസ് നമ്മൾ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി തന്നു അല്ലേ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ. മിസ്സിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇനി മിസ്സാണ് കുറച്ച് ഹരിജ മിസ് വന്നേക്കാണ് 4 ചാപ്റ്റേഴ്സ്, വെറും 4 ചാപ്റ്റേഴ്സ് നമുക്ക് തീർക്കാനുണ്ട് അല്ലേ മക്കളെ. അപ്പോൾ എല്ലാവർക്കും മിസ് വന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. യെസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. എന്താണ് ഫസ്റ്റ് കുറച്ച് ചാപ്റ്റേഴ്സ്, 4 ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 ചാപ്റ്റേഴ്സിൽ ഫസ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് ദ നെക്ലേസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ, ദ നെക്ലേസ്. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഇതെന്താ പാട്ട് പാടും, ഇത് സെഷനായോ, അങ്ങനെ മ്യൂസിക് സെഷനായി മാറിയോ? യെസ്, ഓക്കെ, യെസ്. അപ്പോൾ മിസ് പാട്ട് പാടാം കേട്ടോ. മിസ് പാടാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും പാടാം, നിങ്ങൾ ഓടിപ്പോവാതിരുന്നാൽ മതി. എക്സാം ആയ കാരണം മിസ്സിന് ഒരു ഉറപ്പുണ്ട്, നിങ്ങൾ എന്തായാലും ഓടിപ്പോവില്ല.
ഓക്കെ യെസ് മിസ്സിന് പാടാൻ അറിയില്ല. ശ്രുതി മിസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് പാടും, പക്ഷെ മിസ്സിന് പാടാൻ അറിയില്ല. പക്ഷെ നിങ്ങൾ നിർബന്ധിച്ച് കഴിഞ്ഞ കാരണം കൊണ്ട് വേണമെങ്കിൽ പാടാം. ഓക്കെ യെസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർത്ത് കഴിഞ്ഞിട്ട് ഒരു പാട്ട് പാടാം കേട്ടോ. മിസ്സിന് പാടാൻ അറിയില്ല, നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ യെസ്. അപ്പം ദ നെക്ലേസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. നമുക്ക് അറിയുന്ന ചാപ്റ്റർ ആണ് അല്ലേ. എന്താണ് നിങ്ങളൊക്കെ ചാപ്റ്റേഴ്സ് വായിച്ചിട്ടൊക്കെ ഞാൻ ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം മിസ്. അപ്പോൾ വലിയ ഡീറ്റെയിൽ ആയിട്ടല്ല, നമുക്കൊരു സമ്മറി ഒക്കെ എടുത്തിട്ട് പോകാം അല്ലേ. ദ നെക്ലേസ് എന്ന് പറഞ്ഞ സ്റ്റോറി നമുക്കറിയാം ആരെ പറ്റിയിട്ടാണ്, മാറ്റിൽഡ ലോയ്സിലൊക്കെ പറ്റിയിട്ടാണല്ലേ. ഒരു 2 ക്യാരക്ടേഴ്സിന്റെ പേര് പറയുന്നത് മാറ്റിൽഡ അല്ലെ. മാറ്റിൽഡ എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ട്. പിന്നെ എന്താണ് അവരുടെ പ്രശ്നം, അവർക്ക് എന്താ പറ്റിയത്, ലൈഫിൽ എന്താ ഉണ്ടായെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്ക് നോക്കാം. The story, The Necklace, was written 700 years ago by Guy de Maupassant in France. അല്ലെ, ഫ്രാൻസിലുള്ള Guy de Maupassant ആണ് ഈ പറയുന്ന ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു സ്റ്റോറിയാണ് അല്ലേ. അപ്പോൾ പക്ഷേ അങ്ങനെ ഒരു പണ്ട് എഴുതിയ ഒരു സ്റ്റോറി ആണെങ്കിലും ഇത് എന്താണ് ഇപ്പോഴും റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും റെലവെന്റ് ആയിട്ടുള്ള ഒരു തീമാണ് ഇതിൽ വന്നിട്ടുള്ളത്. യെസ് ഓക്കെ. But Matilda Loisel lived in a small flat with her husband who worked as a clerk for the Minister of Education. അപ്പോൾ ഈ മാറ്റിൽഡ ലോയ്സൽ ആൻഡ് ഹർ ഹസ്ബൻഡ് ഇവർ രണ്ടുപേരും എന്താണ് വളരെ ചെറിയൊരു ഫ്ലാറ്റിലൊക്കെയാണ് ജീവിച്ചിരുന്നത്. എന്താണ് അവരുടെ ഹസ്ബൻഡിന് എന്തായിരുന്നു ജോലി, അദ്ദേഹം ഒരു ക്ലർക്ക് ആയിരുന്നു അല്ലെ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്തായിരുന്നു ഒരു ക്ലർക്ക് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. യെസ് ഓക്കെ. Matilda was a very pretty young lady. അപ്പോൾ ജസ്റ്റ് ലൈക്ക് മിസ് അല്ല, മിസ്സിന്റെ പോലെ തന്നെ വളരെ പ്രെറ്റി ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ലേഡി ആയിരുന്നു മാറ്റിൽഡ. ഓക്കെ, മാറ്റിൽഡ വളരെ യങ് ആയിരുന്നു, പ്രെറ്റി ആയിരുന്നു. പക്ഷെ എന്താണ് ഇങ്ങനെ ചെറിയൊരു സ്മോൾ ഫ്ലാറ്റിലാണ് ജീവിച്ചിരുന്നത് അല്ലേ. യെസ്. Neither did they live a luxurious life, nor were they poor. അപ്പോൾ വലിയൊരു ലക്ഷറിയസ് ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ് വലിയ പുവർ ആയിട്ട് പാവപ്പെട്ട ആളുകളാണെന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു ആവറേജ് ആയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. മാറ്റിൽഡ വാസ് വെരി അൺഹാപ്പി ബിക്കോസ് ഷീ ഓൾവേസ് തോട്ട് ദാറ്റ് ഷീ വാസ് ബോൺ ടു ഓൾ ലക്ഷറീസ് ഇൻ ദ വേൾഡ് ബട്ട് ഷീ ഹാഡ് ടു ലിവ് എ പെറ്റി ആൻഡ് സിമ്പിൾ ലൈഫ്. അപ്പോൾ അവർ അൺഹാപ്പി ആയിരുന്നു അല്ലേ. അൺഹാപ്പി ആയിരുന്നു നമ്മുടെ മാറ്റിൽഡ. ബിക്കോസ് എന്തുകൊണ്ടാണ് അൺഹാപ്പി ആയിട്ടുള്ളത്? അവരുടെ വിചാരം എന്താണ്, ഈ ലോകത്തുള്ള എല്ലാ ലക്ഷറിയസ് തിങ് എല്ലാതും അവർക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു അല്ലെ. അടിപൊളി ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ മാറ്റിൽഡയ്ക്കുള്ളത്. പക്ഷെ അങ്ങനത്തെ ലൈഫാണോ ഉള്ളത്? അല്ല. എന്താ ഉള്ളത്? കുറച്ച് പുവർ ആയിട്ടുള്ള, അല്ലെങ്കിൽ പുവർ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഒരു ആവറേജ് ലൈഫാണ് അല്ലെ. ആവറേജ് ആയിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു കാര്യങ്ങളിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ വലിയൊരു എന്താ പറയുക ഏർണിങ്സ് ഒന്നും പറയാൻ പറ്റില്ല. ക്ലർക്കാണ് അല്ലെ ഹസ്ബൻഡ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് മാറ്റിൽഡ ഷീ വാസ് അൺഹാപ്പി വിത്ത് ഹർ ലൈഫ്. അവരുടെ ലൈഫായിട്ട് അവൾ അൺഹാപ്പി ആയിരുന്നു. ഹർ ഹസ്ബൻഡ് ബ്രോട്ട് an invitation to a dinner party organized by his office. അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്തുണ്ടായിരുന്നു കയ്യിൽ? ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടായിരുന്നു അല്ലേ. എന്തിന് ഇൻവിറ്റേഷൻ ലെറ്റർ ആയിരുന്നു? ഒരു പാർട്ടി ഉണ്ട്, നമ്മുടെ ഓഫീസിൽ ഒരു പാർട്ടി നടത്തുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടായിരുന്നു. ഹി തോട്ട് ഹിസ് വൈഫ് വുഡ് ബി എക്സൈറ്റഡ് ബട്ട് ഇൻസ്റ്റഡ് ഷീ വാസ് അപ്സെറ്റ്. ഓക്കെ, അപ്പോൾ വൈഫ് വളരെ എക്സൈറ്റഡ് ആയിരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ എക്സൈറ്റഡ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ലോയ്സിൽ വരുന്നത്. പക്ഷേ എന്താ സംഭവിച്ചത്? മാറ്റിൽഡ വാസ് അൺഹാപ്പി. അവൾ എങ്ങനെയാണോ ഡിസപ്പോയിന്റഡ് ആയിരുന്നു, കുറച്ചും കൂടി അപ്സെറ്റ് ആയിട്ടാണ് കണ്ടത്. ഓക്കെ, എക്സൈറ്റഡ് ആയിരുന്നില്ല, അപ്സെറ്റ് ആയിരുന്നു. അപ്പോൾ അതിന് കാരണം എന്താണ്? ഷീ കംപ്ലെയിൻ ദാറ്റ് ഷീ ഹാഡ് നത്തിങ് സ്യൂട്ടബിൾ ടു wear to such a great occasion. ഇങ്ങനെയുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള ഇത്ര അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു പരിപാടിക്ക് പോകുമ്പോൾ, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എനിക്ക് ഇടാൻ നല്ല ഉടുപ്പില്ല എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു നമ്മുടെ മാറ്റിൽഡ വളരെ അപ്സെറ്റ് ആയിരുന്നു. Her husband generously agreed to give her 400 francs that he had saved to buy a new rifle to get herself a dress. അപ്പോൾ നമ്മുടെ ലോയ്സിൽ എന്ത് ചെയ്തു? കയ്യിലുണ്ടായിരുന്ന പൈസ ഒക്കെ എടുത്ത് കൊടുത്തു അല്ലേ. ജനറസ്ലി കൊടുത്തു. എന്ത് കൊടുത്തു? 400 francs ഒക്കെ എടുത്ത് കൊടുത്തു. നീ എന്താന്ന് വെച്ചാൽ വാങ്ങിക്കോ. മാറ്റിൽഡ became anxious in the week of the party. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായി, പാർട്ടിയുടെ ആ ഒരു വീക്കായി, ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ അപ്പോൾ നമ്മുടെ മാറ്റിൽഡയ്ക്ക് എന്താണ് വീണ്ടും ആൻഷ്യസ് ആയിട്ട് തുടങ്ങി. എന്തോ വീണ്ടും ഡ്രസ്സ് കിട്ടി, എന്നാലും എന്താണ് ആൻഷ്യസ് ആയിട്ടിരിക്കുകയാണ്. On asking her, she told her husband that she had no jewelry policy with her gown. അപ്പോൾ ആ ഇടുന്ന ഡ്രസ്സ് ഒരു അടിപൊളി ഗൗൺ ആണ് ഇടുന്നത്, അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു നെക്ലേസ് എനിക്കില്ലല്ലോ, ഞാൻ എന്താണ് വേറെ എന്ത് ജ്വല്ലറി ആണ് ഞാൻ ഇടുക? അപ്പോൾ അതായിരുന്നു ആരുടെ സങ്കടം? മാറ്റിൽഡയുടെ ആ ആൻഷ്യസ് ആവാനുള്ള കാരണം അല്ലേ. എന്തായാലും എനിക്ക് എന്ത് വേണം? മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ വേണം, മാച്ചിങ് ആയിട്ടുള്ള ജ്വല്ലറി വേണം. അപ്പോൾ അതില്ല, അതാണ് സങ്കടം. He suggested that perhaps she could borrow something from her friend Jean Forrester. അപ്പോൾ ഈ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് നിനക്ക് കടം വാങ്ങിക്കൂടെ? ജ്വല്ലറി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജീൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കടം വാങ്ങാം എന്നുള്ള കാര്യം നമ്മുടെ ഹസ്ബൻഡ് പറഞ്ഞു. ജീൻ heard her story
of distress and she generously opened her box of jewels. Matilda borrowed a sparkling diamond necklace. എന്താ പറഞ്ഞത്? നമ്മൾ ജീൻ്റെ അടുത്ത് ചെന്ന് എന്ത് പറഞ്ഞു, എനിക്കൊരു നെക്ലേസ് വേണം, അല്ലെങ്കിൽ എന്താണ് ജ്വല്ലറി ഒന്നും ഇല്ല എന്നുള്ള സങ്കടങ്ങളൊക്കെ, ഈ സങ്കട കഥ ഒക്കെ കേട്ടപ്പോൾ ജീന എന്ത് ചെയ്തു, അവളുടെ ആ ഒരു ജ്വല്ലറി ബോക്സ് തുറന്നു. എന്നിട്ട് അതിൽ നിന്ന് വളരെ സ്പാർക്ലിംഗ്, വളരെ തിളങ്ങുന്ന നല്ലൊരു ഡയമണ്ട് നെക്ലേസ് ഇവർക്ക് കൊടുത്തു. ഓക്കെ, Matilda and her husband attended the gala and had a great time. അപ്പോൾ ഇവർ പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്തു അല്ലേ, നല്ല അടിപൊളിയായിട്ട് ഗ്രേറ്റ് ടൈം, ഒരു നല്ലൊരു ടൈം ആയിരുന്നു അവർ ആ പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്തു. Matilda looked very pretty, elegant and graceful. അപ്പോൾ വെരി ബ്യൂട്ടിഫുൾ അല്ലേ, അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ എലഗന്റ് ആയിട്ട്, ഗ്രേസ്ഫുൾ ആയിട്ട് ആ ഒരു ഗൗൺ ആൻഡ് വിത്ത് ദാറ്റ് ഡയമണ്ട് നെക്ലേസ് അല്ലേ, അവളെ പ്രസന്റ് ചെയ്തു. ഷി പ്രസന്റഡ് ഹെർസെൽഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. Everyone at the party noticed her and they all wanted to be introduced to her. അപ്പോൾ എല്ലാവരും, ആ പാർട്ടിയിലുള്ള എല്ലാവരും എന്താണ്, അവളെ കണ്ടപ്പോൾ വായും പൊളിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എന്താണ്, അവളെ പരിചയപ്പെടണം. ഓക്കെ, ഷി വാസ് സോ ഗ്ലോറിഫൈഡ് ബൈ ഹെർ ബ്യൂട്ടി ദാറ്റ് ഷീ ബിക്കെയിം വെരി കെയർലെസ്. അപ്പോൾ എല്ലാവരും എന്നെയാണ് ശ്രദ്ധിക്കുന്നത്, ഞാനിപ്പോൾ എന്തായി, വലിയ സംഭവമായി എന്നുള്ളൊരു ഫീലായിട്ട് നമ്മുടെ മാറ്റിൽഡ എന്താണ്, ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയാണ്, അവളുടെ ബ്യൂട്ടീനെ പറ്റിയാണ് എല്ലാവരും പറയുന്നത്. സോ ഷീ ബിക്കെയിം ലിറ്റിൽ ബിറ്റ് കെയർലെസ് ആയി. അപ്പോൾ കെയർലെസ് ആയി കഴിഞ്ഞപ്പോൾ എന്താ, ഒന്നും ശ്രദ്ധിക്കാണ്ടായി പിന്നെ പാർട്ടിയിൽ നടക്കാനൊക്കെ തുടങ്ങുന്നത്. ദേ അറൈവ്ഡ് ഹോം ഇൻ ദ ഏർലി അവേഴ്സ് ഓഫ് ദ മോർണിംഗ്. അപ്പോൾ പിറ്റേ ദിവസം എന്താണ്, നേരത്തെ തന്നെ, പിറ്റേ ദിവസം എന്ന് പറയാൻ നേരം ലേറ്റ് ആയിട്ടാണ് അവർ വീട്ടിലേക്ക് എത്തുന്നത്. When Matilda viewed her glory in the mirror, she realized the necklace was missing. അപ്പം തൻ്റെ ബ്യൂട്ടിയൊക്കെ ഇങ്ങനെ മിററിൽ നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്താണ് ശ്രദ്ധിച്ചത്, കഴുത്തിൽ കിടക്കുന്നുണ്ടായിരുന്ന എന്ത്, ആ ഡയമണ്ട് നെക്ലസ് ഇപ്പോൾ ഇല്ല, മിസ്സിംഗ് ആണ് എന്നുള്ളത്. They searched for it everywhere in the house. അപ്പോൾ വീട്ടിലൊക്കെ എല്ലായിടത്തും അരിച്ചു പെറുക്കി. അപ്പോൾ വലിയ കാര്യമായിട്ട് എല്ലാവരും ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളും എന്ത് കുറച്ചും കൂടി പൊങ്ങിപ്പോയി അല്ലേ. അപ്പോൾ ആ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല, ഡയമണ്ട് നെക്ലസ് ഉണ്ട് കഴുത്തിൽ, അത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമൊക്കെ ആൾ മറന്നുപോയി. അങ്ങനെ വല്ലാണ്ട് ആ ബ്യൂട്ടിയിൽ അങ്ങോട്ട് എല്ലാവരും ഫെയിമിലൊക്കെ അങ്ങോട്ട് എന്താണ് മുഴുകിപ്പോയപ്പോൾ നമ്മുടെ മാറ്റിൽഡ ശ്രദ്ധിച്ചില്ല, നെക്ലസ് കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം വീട്ടിലൊക്കെ പരതിക്കൊണ്ടിരിക്കുകയാണ്. They wondered if it fell in the cab that brought them home, but neither of them noticed the number. അപ്പോൾ ക്യാബിലാണ് തിരിച്ചു വന്നത്. അപ്പോൾ ക്യാബിൽ വീണിട്ടുണ്ടാവോ അതും അറിയില്ല, കാരണം എന്താണ്, ക്യാബിൻ്റെ നമ്പർ നോക്കിയിട്ടില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. Matilda's husband went out to search the streets but returned empty handed. അപ്പോൾ മാറ്റിൽഡയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്തു, ആ സ്ട്രീറ്റ്സിലൊക്കെ പോയിട്ട് അന്വേഷിക്കണം പാവം. പക്ഷെ തിരിച്ചു വന്നപ്പോൾ എന്താണ്, കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും കിട്ടിയില്ല. He also went to the policeman and to the cab officers to raise a complaint. ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വരെ പോയി, പോലീസ് സ്റ്റേഷനിൽ പോയി. എന്താണ്, ക്യാബിൻ്റെ ഓഫീസിലൊക്കെ പോയി. He advertised in the newspaper and offered a reward. ഈവൻ അവർ എന്ത് വരെ ചെയ്തു, ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് വരെ കൊടുത്തു, ഇതിനെ പറ്റിയിട്ട് റിവാർഡൊക്കെ കിട്ടും, ഞങ്ങളുടെ ഡയമണ്ട് നെക്ലസ് മിസ്സിംഗ് ആണ്, ആരെങ്കിലും കൊണ്ടുതരാണെങ്കിൽ ഇത്രയും പൈസ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിവാർഡ് വരെ, അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് വരെ ഇറക്കി. To buy some time from Jean, Matilda wrote a letter that she broke the clasp of the necklace and so she sent it for repair. അപ്പോൾ കുറച്ചുകൂടി ടൈം കിട്ടണം അല്ലേ, ഈ സംഭവം എവിടെന്നെങ്കിലും കണ്ട് കിട്ടുന്ന വരെ എന്താണ്, ഇവർക്ക് അത്യാവശ്യം സമയം കിട്ടണം. അതിന് വേണ്ടി നമ്മുടെ മാറ്റിൽഡ എന്ത് ചെയ്തു, നമ്മുടെ ഫ്രണ്ടിൻ്റെ ലെറ്റർ എഴുതി, എടി ഇതിൻ്റെ ക്ലാസ്പ് ഒന്ന് പൊട്ടിപ്പോയി, അപ്പം ഞങ്ങൾ റിപ്പയർ ചെയ്തിട്ട് കൊണ്ടുതരാം എന്നുള്ള രീതിയിൽ ഒരു ലെറ്റർ എഴുതി അല്ലേ. In the meantime, they found a similar kind of necklace. അപ്പോൾ ആ ഒരു സമയം കൊണ്ട്, അത്രയും സമയം കിട്ടി അവർക്ക്, സമയം നീട്ടി കിട്ടി, ആ ഒരു സമയം കൊണ്ട് അവർ ഫേക്ക് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ളതല്ല, വേറെ അതുപോലെ തന്നെ സെയിം കൈൻഡ് ഒരുപോലെയുള്ള മറ്റൊരു നെക്ലേസ് കണ്ടെത്താണ്. The cost of the necklace was 36,000 francs. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 36,000 അല്ലേ, 36,000 francs ആണ് അതിന് വില വന്നത്. Her husband inherited 18,000 francs from his father and he borrowed the rest of the amount from the money lenders. Finally, they purchased the necklace and Matilda gave it to Jean, who did not care to look at it. അപ്പോൾ ഈ ഒരു പൈസക്ക് ഇവർ ഈ നെക്ലേസ് വാങ്ങണമെങ്കിൽ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടാവോ, അവർ അത്ര റിച്ച് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല അല്ലേ, അത്ര ആവറേജ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവർ എവിടെ നിന്ന് കണ്ടെത്തി, ലോയിസിൽ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ നിന്ന് കടം വാങ്ങി. അതുപോലെ തന്നെ എന്താണ്, മാറ്റിൽഡയൊക്കെ എന്താ ചെയ്തു, ഇങ്ങനെ കടം വാങ്ങിയിട്ടുള്ള ഈ പൈസ കൊണ്ട് ഇവരെന്ത് ചെയ്തു, മണി ലെൻഡേഴ്സിൻ്റെ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് ആ ഒരു പൈസ കൊണ്ടാണ് ഇത് പർച്ചേസ് ചെയ്തത്. അങ്ങനെ അവസാനം ജീന് കൊടുത്തപ്പോൾ എൻ്റെ നെക്ലേസ് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിലൊന്നല്ല ശ്രദ്ധിച്ചത് വാങ്ങുന്നത്, ഒരു കെയറും ചെയ്യാണ്ട് അതിങ്ങനെ കാര്യമായിട്ട് നോക്കാണ്ടൊക്കെ ജീൻ അത് വാങ്ങിച്ചിട്ട് വെച്ചു.
മാറ്റിൽഡാസ് ലൈഫ് ചേഞ്ച് ഡ്രമാറ്റിക്കലി. പക്ഷെ ഈ ഒരു ഇൻസിഡന്റോട് കൂടി എന്തുണ്ടായി, നമ്മുടെ മാറ്റിൽഡയുടെ ലൈഫ് മൊത്തം ചേഞ്ച് ആയിപ്പോയി. ഓക്കെ, മാറ്റിൽഡയുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിപ്പോയി അത്. മാറ്റിൽഡാസ് ലൈഫ് ചേഞ്ച് ഡ്രമാറ്റിക്കലി ഇൻ ദ നെക്സ്റ്റ് 10 years. നെക്സ്റ്റ് 10 yearsൽ അവളുടെ ലൈഫ് മാറിപ്പോയി. They moved to a much smaller apartment where she cooked and cleaned herself. അപ്പോൾ ഇവര് ഇപ്പം ജീവിക്കുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ഒരു സ്മോൾ ഫ്ലാറ്റ് ആയിരുന്നു. അതിൽ നിന്നും വളരെ സ്മോളർ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഇവർ മാറി താമസിച്ചു. അവിടെ അവൾ തന്നെ കുക്ക് ചെയ്തു, അവൾ തന്നെ ക്ലീൻ ചെയ്തു, എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്തു. Her husband did multiple jobs and she also did other works to pay all the money they had borrowed. അപ്പൊ കുറെ കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ, ഈ കടമൊക്കെ തീർക്കണ്ടേ, ബോറോ ചെയ്ത മണിയൊക്കെ തിരിച്ചു കൊടുക്കണം, പേ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കുറേ ജോലികൾ ചെയ്തു, മൾട്ടിപ്പിൾ ജോബ്സ് ഒക്കെ ചെയ്തു. After 10 years they were able to pay all the money back, but by then Matilda had aged a lot. അപ്പൊ എന്താ പറയുന്നത്, ഈ ഒരു ടൈമിനുള്ളിൽ 10 years എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇത്രയും വർഷം ഇവർ ജോലി ചെയ്തു, പല ജോലികൾ ചെയ്തു, മൾട്ടിപ്പിൾ ജോബ്സ് ഒക്കെ ചെയ്തു, കുറേ കഷ്ടപ്പെട്ട് ഈ ഒരു പൈസ ഉണ്ടാക്കിയിട്ട് ഈ മണി ലെൻഡേഴ്സിന് എന്ത് ചെയ്തു, മണി ലെൻഡേഴ്സിന് ഈ പൈസ തിരിച്ചു കൊടുത്തു അല്ലേ. തിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഇത്രയും വർഷത്തെ കഷ്ടപ്പാടാണ്. അപ്പോൾ ഇവരുടെ ലൈഫ് മാറിയിട്ടുണ്ട്. എന്തായിട്ടുണ്ട്, അവര് ഈ പൈസ ഒക്കെ തിരിച്ചു കൊടുത്തെങ്കിൽ പോലും എന്തുണ്ടായി, പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. പക്ഷെ എന്തുണ്ടായി, മാറ്റിൽഡയുടെ ലൈഫ്, അവളെ കാണാൻ അവളുടെ അപ്പിയറൻസ് തന്നെ മാറിപ്പോയി. One day Matilda met Jean Forestier. അപ്പോൾ ഈ ഫ്രണ്ടിനെ വീണ്ടും കാണാണ് അല്ലേ, ഫ്രണ്ടിനെ വീണ്ടും കണ്ടു. She decided to confess the truth about the necklace. അപ്പോൾ നെക്ലേസിനെ പറ്റിയിട്ടുള്ള ആ ട്രൂത്ത് എന്തായിരുന്നു, ആ ട്രൂത്ത്, അത് ശരിക്കും നിന്റെ നെക്ലേസ് ആയിരുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ, ഞാൻ നുണ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ലെറ്റർ എഴുതിയത്, അവസാനം ഞങ്ങൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ടു, ഞങ്ങളെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ജീൻ വാസ് സർപ്രൈസ്ഡ് ടു സീ മാറ്റിൽഡ സ്റ്റേറ്റ്. അപ്പോൾ മാറ്റിൽഡയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടപ്പോൾ നമ്മുടെ ജീൻ എന്തായി, ഷി വാസ് സോ സർപ്രൈസ്ഡ് ആയിപ്പോയി, ഇവിടെ എന്തെങ്ങനെ എന്നുള്ളത് ഫീൽ ചെയ്തു. അപ്പോൾ എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു, മാറ്റിൽഡ ടോൾഡ് ഹർ ദാറ്റ് ഷീ ഹാഡ് ലോസ്റ്റ് നെക്ലേസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഷീ ബോറോഡ് ഫ്രം ഹർ ആൻഡ് ഹാഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ഫോർ ദ റീപ്ലേസ്മെന്റ്. വീണ്ടും വേറെ നെക്ലേസ് വാങ്ങാൻ വേണ്ടി ഒത്തിരി പൈസ വേണ്ടി വന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ജീൻ വാസ് ഷോക്ക്ഡ് അല്ലെ, ഷി വാസ് എന്തായിരുന്നു, ഷോക്കായിപ്പോയി. അതിന് കാരണം എന്താണ്, കാരണം ഇതാണ് അല്ലെ, അതാണ് സ്റ്റോറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തായിരുന്നു, ആ എൻറ്റയർ സ്റ്റോറിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവസാനം എന്താണ്, മാറ്റിൽഡ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ നെക്ലേസ് എന്തായിരുന്നു, വിച്ച് വാസ് നോട്ട് മോർ ദാൻ വർത്ത് 500 francs. അത്ര പോലും പൈസ ഇല്ലാത്ത ഒരു 500 francs പോലും പൈസ ഇല്ലാത്ത സാധനത്തിനാണ് ഇവർ ഇത്ര പൈസ ഉണ്ടാക്കിയിട്ട് ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങിക്കൊടുത്തില്ല. ഇതെന്തായിരുന്നു, ഇത് അത്രത്തോളം ഫേക്ക് ആയിട്ടുള്ള ഒരു നെക്ലേസ് ആയിരുന്നു, ഒറിജിനൽ ആയിരുന്നില്ല അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മാറ്റിൽഡ ഒക്കെ കുറെ വർക്ക് ചെയ്തു. അങ്ങനെ അവളുടെ ലൈഫിന്റെ ഒരു നല്ലൊരു ഭാഗം തന്നെ അവൾക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ലെസൺ എന്താണ്, അതാണ് ഇവിടെ കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ലെസൺ എന്താണ്, ഓണസ്റ്റി അല്ലേ. എന്താണ്, ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഇതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ലെസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ, ഓണസ്റ്റ് ആയിട്ട് നമ്മൾ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടായി, ഇപ്പം ഇത്രയും വർഷത്തെ അവളുടെ ലൈഫ് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നെക്ലേസ് എന്തായിരുന്നു, റിയൽ ആയിരുന്നില്ല. എന്നിട്ട് പോലും ഇവർ ഇത്രയും വർഷം പണിയെടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു, ആ ഒരു നെക്ലേസ് കൊടുക്കേണ്ടതായിട്ട് വന്നു. സോ ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് മെനി ടൈംസ് പീപ്പിൾ എയ്തർ ഹൈഡ് ദ ട്രൂത്ത് ഓർ ദേ ജസ്റ്റ് സിംപ്ലി ലൈ സോ ദാറ്റ് ദേ ക്യാൻ ഗെറ്റ് സേവ്ഡ് ഫ്രം ദ പണിഷ്മെന്റ് ഓർ ദ ആങ്കർ ഓഫ് ദ ലൗഡ് വൺസ്. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ വിചാരിക്കും പണിഷ്മെന്റ് കിട്ടും എന്നൊക്കെ പേടിച്ചിട്ട് നുണ പറയുന്ന ആളുകളുണ്ട് അല്ലേ, നുണ പറയും. അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും മറ്റേ ആൾ ദേഷ്യപ്പെട്ടാലോ എന്ന് വിചാരിച്ച് നുണ പറയും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കേസുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. However, it should always be kept in mind that the ones close to us will never hold us റെസ്പോൺസിബിൾ ഫോർ ലിറ്റിൽ ഫോളീസ്. അപ്പോൾ ചെറിയ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ സത്യം പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യം കംഫർട്ട് ചെയ്യാൻ ആരും നോക്കരുത്. അതുപോലെ തന്നെ കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യത്തിന് നിൽക്കരുത്. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്, അങ്ങനത്തെ ഒരു തീമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ എന്താ ലോയിസലിൻ്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ മാറ്റിൽഡയുടെ ഒരു ക്യാരക്ടർ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ എന്താണ്, അവൾ എന്തുകൊണ്ടായിരുന്നു അൺഹാപ്പി ആയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് അവൾ സ്മോൾ അങ്ങനത്തെ ഒരു ലൈഫ് അല്ല അവൾ ഉദ്ദേശിച്ചത്, അവൾ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് വേണമെന്നൊക്കെ ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടുന്ന് PYQs ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മിസ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് മിസ്റ്റർ ലോയിസിൽ ഒരു ലവിങ് ഹസ്ബൻഡ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മുടെ നൈറ്റിലത്തെ ക്ലാസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണല്ലേ. 7:30 ക്ലാസ്സിൻ്റെ ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സസ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആക്കി തരും. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഈ ഒരു ക്ലാസ് നമുക്ക് ഈ 3 ചാപ്റ്റേഴ്സും കൂടി ഉണ്ട് ഇനി. അപ്പോൾ അതും കൂടെ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതും അവസാനിപ്പിക്കാം കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ അതാ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. മിസ് ഒന്ന് വെള്ളം കുടിക്കട്ടെ കേട്ടോ, ഒന്ന് വെള്ളം കുടിക്കട്ടെ.
യെസ് യെസ് യെസ്. ഓ സോങ്, നിങ്ങളത് മറന്നില്ല. ഓക്കെ, മിസ്സിന് പാടാൻ അറിയില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് നിങ്ങൾ കളിയാക്കില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓടിപ്പോവില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് മിസ് നിൽക്കുന്നത്. ഓക്കെ, ഓടിപ്പോവോ നിങ്ങൾ? യെസ്. ഓക്കെ, യെസ് യെസ്. അപ്പോൾ കുറച്ച് പാടുള്ളൂ കേട്ടോ, മിസ്സിന് പാടാൻ അറിയില്ല. ജെന്യൂൻ ആയിട്ട് പറഞ്ഞാണ് മിസ്സിന് പാടാൻ അറിയില്ല, അതുകൊണ്ട് കുറച്ചേ പാടുള്ളൂ. ഓക്കെ, യെസ്. തീരസാഗരമോതും അനുരാഗം അതിലലിയുന്നൊരു വെൺതീരം തരുസാഗരമേ നിൻ ലവണജലം അഴിമുഖമാണു ഞാൻ ആ ജന്മം വരൂ നീ തൊടു നീ വെറുമൊരു മണലിൻ തറിയാമിവളെ കടലിൻ്റെ കടലേ പാരാവാരം പുലരുന്ന നേരം ഒരു പെരുമീനായി തെളിയാം ഞാൻ. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. മിസ്സിന് പാടാൻ അറിയില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് യെസ് യെസ്. അപ്പം അത്രേ ഉള്ളൊരു കുട്ടി സോങ്. ഓക്കെ, യെസ്. അപ്പം എല്ലാവരും ആ ഒരു എനർജിയിലാണെന്ന് വിശ്വസിക്കുന്നു. യെസ്, ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം മക്കളെ. നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം കേട്ടോ. അപ്പം അധികം സമയമൊന്നുമില്ല, നമുക്ക് കളയാനായിട്ട് സമയമില്ല. യെസ്, ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? നമ്മുടെ ബോലിയാണ് കേട്ടോ. ബോലി പഠിക്കാൻ നമുക്ക്. ഓക്കെ, ബോലി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് അല്ലേ, നല്ലൊരു സ്റ്റോറിയാണ്. ഇന്നത്തെ ഒരു സൊസൈറ്റിയിലൊക്കെ റെലവെന്റ് ആയിട്ടുള്ള ഒരു തീമാന്നൊക്കെ പറയാം അല്ലേ. ഒരു വിമൻ എംപവർമെന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ദ ലൈഫ്സ് ഓഫ് വിമൻ എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ. യെസ്, ഓക്കെ, യെസ് യെസ് യെസ്. അപ്പം നമുക്ക് തുടങ്ങാം മക്കളെ. ഭോലി എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ ഭോലി എന്ന് പറയാം, പഴം ബോളി, മറ്റേ ബോളി അല്ല, അത് ട്രിവാൻഡ്രത്തുള്ള ഫുഡാണ്. ബോളി മിസ് കഴിച്ചിട്ടില്ല ഇതുവരെ. ബോളി അല്ല, ബോലി അല്ലേ, ബോലി എന്നല്ലേ. ബോലി എന്ന് വെച്ചാൽ ഹിന്ദി വേർഡാണ് അല്ലേ. ബോലി എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്, ഇന്നസെന്റ് ആയിട്ടുള്ളത് എന്നുള്ള മീനിങ് ആണ് അല്ലെ. ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്ന് പറയാം, ഓ ബോത് ബോലി ഹേ എന്ന് പറയും, അവൾ വളരെ ബോലിയാണെന്ന് പറയും, ഇന്നസെന്റ് ആണെന്ന് പറയും കേട്ടോ. അപ്പൊ ഇതിലെന്താണ്, ഒരു ഗേളിനെ പറ്റിയിട്ടാണ് അല്ലേ. ശരിക്കുള്ള പേരെന്താണ്, സുലേഖ എന്നാണ്. പക്ഷെ എല്ലാവരും അവളെ ഭോലി ബോലി എന്നാണ് വിളിക്കുന്നത്. നിഷ്കളങ്ക എന്നുള്ളൊരു മീനിങ് അല്ല ഇവിടെ. എന്താണ്, കളിയാക്കിയിട്ടൊക്കെ ബോലി എന്ന് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ ഈ കുട്ടീനെ. യെസ്, നമുക്ക് നോക്കാം. Boli was written by Khwaja Ahmad Abbas. Okay, K.A. Abbas ആണ് ഇത് എഴുതിയിട്ടുള്ളത്. Who is a popular Indian film director ഒക്കെ ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. യെസ്. അപ്പോൾ this story is about a young girl named സുലേഖ. അപ്പോൾ അവളുടെ പേരെന്താണ്, സുലേഖ എന്നുള്ള ഒരു യങ് ഗേളിനെ പറ്റിയിട്ടുള്ള സ്റ്റോറിയാണ്. Who was popularly referred to as Boli for her simple nature. അപ്പോൾ വളരെ സിമ്പിൾ നേച്ചറാണ്, ഇന്നസെന്റ് ആണ്. അതുകൊണ്ടാണ് അവൾ എന്ത് വിളിച്ചത്, എല്ലാവരും കൂടെ എന്ത് വിളിച്ചത്, സോറി ഭോലി എന്ന് വിളിച്ചത് അല്ലേ. സുലേഖ എന്നാണ് പേര്, പക്ഷെ ഭോലി എന്ന് വിളിക്കുന്നു. യെസ്. അറ്റ് 10 months she fell from her cot which caused some severe damage on her brain and she used to stammer when she learned to talk. അപ്പോൾ എന്താ ഉണ്ടായത്, ഇവള് 10 months ഒക്കെ ആയ സമയത്ത്, അവള് ജനിച്ചിട്ട് 10 months ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവള് ഈ കട്ടിൽ നിന്ന് വീണു. അപ്പോൾ അവളുടെ ബ്രെയിനിൽ കുറച്ച് ഒരു ഭാഗമൊക്കെ എന്താണ് ഡാമേജ് ആയി. അപ്പോൾ അതിനനുസരിച്ച് അവളുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വന്നു. അതിനുശേഷം അവൾ സ്റ്റാമർ ചെയ്യാൻ തുടങ്ങി, എന്താണ് വിക്കി 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 പറയാനൊക്കെ ആയിട്ട് തുടങ്ങി. യെസ്. അപ്പോൾ ഈ സ്റ്റാമറിങ് ഒക്കെ വന്നു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഓക്കെ, അവൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവൾക്ക് സ്റ്റാമറിങ് വന്നു തുടങ്ങി. Boli was born a pretty child, but she suffered from smallpox that left dark pock marks on her face പെർമനന്റ്ലി. അപ്പൊ ജനിച്ച സമയത്ത് കുട്ടീനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അവള്. പക്ഷേ എന്താ ഉണ്ടായത്, കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്കൊരു പോക്സ് വന്നിട്ടുണ്ടായിരുന്നു, സ്മോൾ പോക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോക്ക് മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഡാർക്ക് സ്പോട്സ് അല്ലെ, ഡാർക്ക് ആയിട്ടുള്ള ആ പോക്ക് മാർക്സ് ഒക്കെ അതിന്റെ എന്താ പെർമനന്റ് ആയിട്ട് ഫേസിൽ കാണാനായിട്ട് സാധിച്ചു. അപ്പൊ ഇങ്ങനെയാണ് അവൾ ജനിച്ചപ്പോൾ തന്നെ അവൾക്ക് ആക്സിഡന്റ് പറ്റി. എന്താണ്, 10 months ഒക്കെ ഉള്ള സമയത്ത് കട്ടിൽ നിന്ന് വീണ് ബ്രെയിൻ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, അതിന്റെ ഒപ്പം തന്നെ എന്താ പറയുന്നത്, അവളുടെ മുഖത്ത് ജനിച്ച സമയത്ത് സുന്ദരിയായിരുന്നു, പക്ഷെ എന്താ സ്മോൾ പോക്സ് ഒക്കെ കാരണം കൊണ്ട് മുഖത്ത് എന്താണ് ഒരു ഭംഗിയില്ലാണ്ടായി എന്നുള്ള ഒരു മീനിങ്ങിൽ പറയാണ് കേട്ടോ. യെസ്. ദ അഗ്ലി മാർക്ക് സ്പോയിൽഡ് ഹർ അപ്പിയറൻസ് ആൻഡ് പീപ്പിൾ വുഡ് ഓഫൻ മേക്ക് ഫൺ ഓഫ് ഹർ ഡ്യൂ ടു ഹർ ഡൾനെസ്. അപ്പോൾ അവളുടെ ഒരു അപ്പിയറൻസ് കാരണം കൊണ്ട് എല്ലാവരും എന്താണ് അവളെ കളിയാക്കാൻ, ബുള്ളി ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്താണ് അവളുടെ ഒരു ഡള്ളാണ് അവളുടെ ഡൾനെസ് എന്ന് വെച്ചാൽ എന്താണ്, അവൾക്ക് വലിയ
ഒരു ബ്രെയിനിന് ഡാമേജ് പറ്റിയില്ലേ, അപ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താണ് ബുദ്ധിക്ക് മന്ദിപ്പ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ മന്ദതയുള്ള കുട്ടിയാണെന്നൊക്കെ പറയില്ലേ. അപ്പം അങ്ങനത്തെ രീതിയിലൊക്കെ ആയപ്പോൾ എന്താണ് ആളുകളൊക്കെ ഇവളെ കളിയാക്കാൻ തുടങ്ങി. അപ്പം അത് നല്ല കാര്യമല്ലല്ലോ, അങ്ങനെ ആരും ബുള്ളി ചെയ്യരുത്. പക്ഷെ അവളുടെ ചുറ്റുള്ള ആളുകൾ അങ്ങനെയായിരുന്നു, ആ സൊസൈറ്റി അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ അവളുടെ ഈവൻ ഹെർ പാരൻസ് അല്ലേ, അവളുടെ പാരൻസ് വരെ അങ്ങനെയായിരുന്നു. യെസ്, ദേ വുഡ് ഓൾസോ കൺസിഡർ ഹെർ ടു ബി റിട്ടാർഡഡ് ആസ് ഷീ സ്റ്റാമേർഡ് വൈൽ ഷീ സ്പീക്കിംഗ്. അപ്പം സംസാരിക്കുമ്പോൾ ആ വിക്കൊക്കെ ഉള്ള കാരണം എല്ലാം കൂടെ എന്താണ് ഈ ഭോലിനെ എല്ലാവരും കൂടെ കളിയാക്കുകയാണ്. ഭോലിസ് ഫാദർ രാംലാൽ ഹാഡ് അറൌണ്ട് 7 children, out of which 3 were sons and 4 were daughters. അപ്പം മൊത്തം എത്ര കുട്ടികളുണ്ട്? 7 കുട്ടികളുണ്ട്. അതിൽ 3 എന്ന് പറയുന്നത് 3 പേര് ആൺകുട്ടികളും 4 പേര് പെൺകുട്ടികളാണ്. ഓക്കെ, മകളും അതുപോലെ മകനും. Among all daughters, Boli was the youngest. അപ്പോൾ ഇതിലുള്ള ഡോട്ടേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ കുട്ടി എന്ന് പറയുന്നത് ഭോലി കുട്ടിയാണ്, ഭോലിയാണ്. All her siblings were hale and hearty except young Boli. Her parents were worried about her as to how to get married when she would grow older. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്താണ്, മക്കളൊക്കെ അടിപൊളിയാണ്, ഭയങ്കര സെറ്റാണ് എന്ന് വെച്ചാൽ നല്ല സ്മാർട്ട് ആൻഡ് നല്ല ഹെൽത്തി ആണ് കുട്ടികളൊക്കെ. പക്ഷേ ഈ ഭോലിനെ സംബന്ധിച്ചിടത്തോളം ഈ പാരൻസിന് വളരെ ടെൻഷനാണ്. എന്താണ്, ഇവളെ എങ്ങനെയാണെന്ന് കല്യാണം കഴിച്ചു കൊടുക്കുക, കാരണം ഇത്രത്തോളം ഡ്രോബാക്സ് ഉണ്ട് ഇവർ നോക്കുമ്പോൾ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ടെൻഷനിലാണ് പാരൻസ് ഉള്ളത്. ആ ദേഷ്യം കാര്യങ്ങളൊക്കെ ഭോലിയുടെ അടുത്ത് കാണിക്കുന്നുണ്ട്. One fine day, Tehsildar Sahib had come to perform an inaugural ceremony of a primary school for girls in the village. He told Ramlal to send all his daughters to സ്കൂൾ. അപ്പോൾ ഒരു ദിവസം നമ്മുടെ എൽഡസ്റ്റ് ഡോട്ടറിൻ്റെ ഒക്കെ കല്യാണം കഴിയുന്ന ആ സമയത്താണ് ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട് തെഹസിൽ സാബു വന്നിട്ട് പറയാണ്, എന്താ ഇവിടെ ഒരു പുതിയൊരു സ്കൂൾ തുടങ്ങുന്നുണ്ട് ഗേൾസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാ മക്കളും, അതായത് എല്ലാ പെൺകുട്ടികളെയും നിർബന്ധമായിട്ടും സ്കൂളിലേക്ക് പറഞ്ഞു വിടണം എന്ന് പറയാണ്. വെൻ രാംലാൽ ഡിസ്കസ് വിത്ത് ഹിസ് വൈഫ്, അപ്പോൾ വൈഫിൻ്റെ അടുത്ത് രാംലാൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്തുണ്ടായത്, ഷീ ഒബ്ജക്റ്റഡ് ആൻഡ് സ്റ്റേറ്റഡ് ദാറ്റ് നോബഡി വുഡ് മാരി ദാറ്റ് ഡോട്ടേഴ്സ് ഇഫ് ദേ വർ സെൻറ്റ് ടു സ്കൂൾ. എന്താ കഥ അല്ലേ, എന്താണ് ഉണ്ടായത്? രാംലാൽ ഇത് ചെന്ന് ഭാര്യയുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത സമയത്ത് വൈഫ് പറയാണ്, നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ ഡോട്ടേഴ്സിനെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവർ ലിറ്ററേറ്റഡ് ആയി കഴിഞ്ഞാൽ, അവർ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അവരെ കല്യാണം കഴിക്കാൻ ആരും വരില്ല. അപ്പോൾ ആ സൊസൈറ്റിയുടെ ഒരു നോഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ഒരു ചടങ്ങാണ് എന്ത്, ഗേൾസ് എന്ന് പറയുന്നത് ഒരിക്കലും എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ആളുകളല്ല, അവർ എഡ്യൂക്കേറ്റഡ് ആവരുത് എന്നുള്ളൊരു പഴഞ്ചൻ ചിന്താഗതി അല്ലേ. അപ്പോൾ അത്രയും നാരോ മൈൻഡഡ് ആയിട്ടുള്ള, അത്രയും എന്താണ് പ്രിമിറ്റീവ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു തോട്ടൊക്കെയാണ് ഇവർക്കുള്ളത്. അപ്പോൾ ആ ഒരു സൊസൈറ്റിയുടെ ആസ് പെർ ദ സൊസൈറ്റി അവരുടെ ഒരു ഇതിന് അനുസരിച്ചാണ് ഈ ഒരു വീട്ടുകാരൻ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ വൈഫ് എന്ത് പറഞ്ഞു, പെൺകുട്ടികളെ പോയിട്ട് സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. വെൻ രാംലാൽ yet she agreed to send Boli to school as they were not sure if she would ever get married for her appearance or feeble mindedness. അപ്പോൾ എന്താ ഉണ്ടായത്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡോട്ടേഴ്സിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, കല്യാണം നടക്കില്ല. പക്ഷെ ബോലിനെ നമുക്ക് വിടാം. കാരണം എന്താണ്, ബോലിക്ക് ഓൾറെഡി തലയ്ക്ക് വലിയ ബുദ്ധിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവൾ എന്തെങ്കിലും അവളുടെ അപ്പിയറൻസ് വെച്ചിട്ടായാലും ബുദ്ധിയുടെ ഒരു കാര്യം വെച്ച് നോക്കിയാലും എന്താണ്, അവളെ കല്യാണം കഴിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് എന്തായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവളെ സ്കൂളിലേക്ക് വിടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ബോലി സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ബോലി സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു സീൻ എങ്ങനെയായിരുന്നു, നമ്മുടെ രാംലാൽ വന്നിട്ട് പറയുന്നുണ്ട് ബോലിയുടെ അടുത്ത് സ്കൂളിൽ പോകാന്ന് പറയുമ്പോൾ അവൾ പേടിച്ച് വിറച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ദ നെക്സ്റ്റ് ഡേ രാംലാൽ ഗ്രാബ്ഡ് Boli by her hand and took him to the school. അപ്പോൾ അവളെ പിടിച്ച് വലിച്ചിട്ട്, അവൾക്ക് അറിയില്ല ഏത് സ്ഥലത്തേക്ക് കൊണ്ടുവന്നെന്ന്, പക്ഷെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താ അവൾക്ക് മനസ്സിലായി, ഓക്കെ വീട്ടിനേക്കാളും നല്ലൊരു സ്ഥലത്തേക്കാണ് താൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ കൂടെ ബോലി പോവാണ്. ബോലി thought that her father was going to sell her the same way the cow Lakshmi was sold. അപ്പോൾ അവളുടെ കുഞ്ഞു മനസ്സിൽ അപ്പോഴും ഒരു പേടിയുള്ളത് എന്താണ്, എൻ്റെ വീട്ടിലെ ലക്ഷ്മി പശു, ലക്ഷ്മി കൗ, ആ കൗവിനെ വിറ്റ പോലെ തന്നെ അച്ഛൻ ദാ എന്നെയും വിൽക്കാൻ കൊണ്ടുപോവാണ്. Ramlal told his wife to get Boli dressed in neat clothes and to tidy her up as he didn't want anybody at the school to form a bad impression അല്ലേ. ആർക്കും അവളെ പറ്റിയിട്ട്, അവരുടെ ആ ഒരു സോഷ്യൽ പൊസിഷനെ പറ്റിയിട്ട് ആർക്കും ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാവരുത്. അതുകൊണ്ട് ബോലിക്ക് നല്ല ഡ്രസ്സൊക്കെ കൊടുക്കണം, ഇന്ന് ബോലിക്ക് നല്ല ഡ്രസ്സൊക്കെ കൊടുക്കണം, അതുപോലെ തന്നെ അവളൊന്ന് ക്ലീൻ ആക്കണം, അപ്പോൾ കുളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞേക്കാണ്. അങ്ങനെ ബോലിനെ അമ്മ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, ബോലി was made to wear old clothes of her elder sister Champa which no longer fitted her. അപ്പോൾ അവൾക്ക് കൊടുക്കുന്ന ഡ്രസ്സ് അപ്പോഴും പുതിയ ഡ്രസ്സല്ല, പക്ഷെ അവളുടെ ഡ്രസ്സ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ചമ്പ എന്ന് പറഞ്ഞ ഒരു അവളുടെ സിസ്റ്ററിന്റെ ഡ്രസ്സാണ് അവൾ ഇടുന്നത്. Boli was bathed and oil was rubbed in her dry hair. The care taken of Boli was
Bholi was for the first time, which made her feel that school must be a better place than home. അപ്പോൾ അവൾ എന്ത് ചെയ്തു, അവളുടെ മുടിയിലൊക്കെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലൊക്കെ എന്ത് ചെയ്തു, ഓയിൽ അപ്ലൈ ചെയ്തു, അവളെ ഒന്ന് കുളിപ്പിച്ച് അങ്ങനെ അത്യാവശ്യം നല്ല ഒരു അപ്പിയറൻസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അവൾ സ്കൂളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അവൾക്ക് മനസ്സിലായി എന്ത്, വീട്ടിലുള്ള തൻ്റെ കണ്ടീഷനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് താൻ പോകുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ ഭൂലി ഫസ്റ്റ് ഡേ സ്കൂളിൽ പോവാണ്. ഓൺ ഹെർ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ഭൂലി വാസ് ടേക്കൻ ടു ദ ഹെഡ് മിസ്ട്രസ് ബൈ രാംലാൽ. അപ്പോൾ രാംലാൽ ഹെഡ് മിസ്ട്രസിന്റെ അടുത്ത് കൊണ്ടുപോവാണ്. ദ ഹെഡ് മിസ്ട്രസ് took her to the classroom and asked her to sit in the corner of the class. She was very happy to be amongst so many girls of her age. She didn't understand what the teacher in the class was teaching, but she was fascinated by the colored pictures that were hanging on the classroom walls. എന്താ പറയുന്നത്, അപ്പോൾ ഫസ്റ്റ് ഡേ ഇങ്ങനെയാണ്. ഭൂലിനെ നേരെ കൊണ്ടുപോയി ഹെഡ് മിസ്ട്രസിൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കി, ആൾ കൊണ്ടുപോയി ക്ലാസ്സിലിരുത്തി. ക്ലാസ്സിൽ ഒരു കോർണറിൽ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവളും വന്നിരുന്നു അല്ലേ. ഭൂലി മറ്റ് ഗേൾസിൻ്റെ ഒപ്പം വന്നിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി. ഓക്കെ, തൻ്റെ അത്രയും ഏജ് ഗ്രൂപ്പിലുള്ള ബാക്കി ഗേൾസ് ഒക്കെ ഉണ്ട്, അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ അവിടെ വന്നിരുന്നു. ഒപ്പം തന്നെ അവൾ ഫാസിനേറ്റിംഗ് ആയത് എന്തുകൊണ്ടാണ്, ചുറ്റും ക്ലാസ് റൂമിൻ്റെ ചുറ്റുമുള്ള കുറേ പിക്ചേഴ്സ് ഉണ്ടല്ലേ, നല്ല ഭംഗിയുള്ള കൗവിൻ്റെ, ആ ലക്ഷ്മിയുടെ അവളുടെ കൗവിൻ്റെ പോലെയൊക്കെയുള്ള കുറേ ആനിമൽസിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവളതൊക്കെ കണ്ടിട്ട് രസമായിട്ടിരിക്കുവാണ്. ഫസ്റ്റ് ഡേ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞപ്പോൾ എന്താണ്, ടീച്ചർ വന്നിട്ട് എന്ത് ചോദിച്ചു, when the teacher asked Bholi to tell her name, Bholi was fear-stricken and could only tell her half name stammering. അപ്പോൾ ടീച്ചർ വന്നിട്ട് പേര് ചോദിച്ചപ്പോൾ ഭോലിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഓൾറെഡി അവൾക്ക് സ്റ്റാമറിങ് ഉണ്ട് അല്ലേ, പിന്നെ അതിൽ കൂടെ എന്താണ് പേടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറഞ്ഞു, ഭോ 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 ഇങ്ങനെ വിക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. Other girls laughed at her, which induced insecurity in her. മറ്റ് ഗേൾസ് എന്ത് ചെയ്തു, അവളെ കളിയാക്കി ചിരിച്ചു. അത് കാരണം കൊണ്ട് അവളുടെ ഉള്ളിൽ എന്തുണ്ടായി, ഒരു ഇൻസെക്യൂരിറ്റി കൂടി. In the lunch hour, all the girls went out of the classroom, but Bholi stayed in. അപ്പോൾ ലഞ്ച് അവർ ആയി, എല്ലാവരും പുറത്തേക്ക് പോയി, നമ്മുടെ ഭോലി മാത്രം പാവം അകത്ത് തന്നെ ഇരുന്നു. The teacher again asked Bholi lovingly to tell her complete name. ടീച്ചർ വീണ്ടും വന്നു. അപ്പോൾ ആ ടീച്ചർ ഒരിക്കലും എന്താണ്, നല്ലൊരു ടീച്ചറാണ് അല്ലേ, വീണ്ടും വന്നിട്ട് ചോദിച്ചു, മോളെ നിന്റെ പേര് പറയൂ എന്ന് പറഞ്ഞു. The smooth and loving tone of the teacher comforted Bholi and she told her full name to the teacher. അപ്പോൾ ഈ ലവിങ് ടോണൊക്കെ കേട്ടപ്പോൾ അവളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്നേഹത്തോടെ ഒരാൾ അവളുടെ പേര് ചോദിക്കുന്നത് അല്ലേ, വീണ്ടും വന്ന് ചോദിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലായി, ഓക്കെ ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അവൾ ട്രൈ ചെയ്തിട്ട് ഭ പറഞ്ഞ് അവസാനം എന്തായി, അവൾ ഭോലി എന്ന പേര് പറഞ്ഞു. അവളുടെ കംപ്ലീറ്റ് നെയിം, അവൾക്ക് ഫുൾ നെയിം പറയാൻ പറ്റി. The teacher smiled pleasingly at her and told her that one day she will be able to talk without stammering. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീച്ചർ എന്താ പറയുന്നത്, അവൾക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ഇനി ഫ്യൂച്ചറിൽ എന്തായിരിക്കും അവൾക്ക് സ്റ്റാമറിംഗ് ഒന്നും ഇല്ലാണ്ട് ഉറപ്പായിട്ട് അവൾക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് ടീച്ചർ കൊടുക്കുകയാണ്. She also gave her a book that had colorful pictures of animals like dog, cat, goat, etc. She told her that within a month Bholi will be able to read like others and then no one would laugh at her. ആ ടീച്ചർ എന്താണ്, വളരെ ഇൻസ്പയറിംഗ് ആണ് അല്ലേ, മോട്ടിവേറ്റ് ചെയ്യാണ് ഭോലീൻ്റെ അടുത്ത്. എന്തിനാണ്, ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബുക്കും കൂടെ കൊടുത്തു. അതിൽ കുറേ കളർഫുൾ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം നിനക്കത് വായിക്കാനൊന്നും പറ്റില്ല, പക്ഷെ എന്താണ്, ഒരു മാസത്തിന് ശേഷം നീ കൃത്യമായിട്ട് സ്കൂളിലേക്ക് വരികയാണെങ്കിൽ, നാളെയും കൃത്യസമയത്ത് സ്കൂളിലേക്കൊക്കെ വരികയാണെങ്കിൽ എന്തായിരിക്കും, നിനക്കും വായിക്കാൻ പറ്റും, നിനക്കും സ്റ്റാമറിംഗ് ഇല്ലാണ്ട് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ ഒരു ഉറപ്പ് കൊടുക്കുകയാണ് ഭോലിയുടെ അടുത്ത്. യെസ്, അപ്പോൾ ഭോലി റിസീവ്സ് മാരേജ് പ്രപ്പോസൽ. പിന്നെ എന്താണ്, ഭോലി വളർന്ന് വലുതായി, ഇനി എന്താണ്, കുറച്ച് മാരേജ് പ്രപ്പോസൽ നമ്മുടെ ഭോലിക്ക് വരികയാണ്. അപ്പോൾ അത് അൺയൂഷ്വൽ ആണ്. കാരണം എന്താണ്, അവളുടെ അപ്പിയറൻസും അവളുടെ ഒരു ബുദ്ധിയുടെ ഒരു സ്ഥിരതയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രപ്പോസൽ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺയൂഷ്വൽ. അപ്പോൾ പാരൻസ് ഇതിനെപ്പറ്റി കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. ടൈം പാസ്ഡ് ആൻഡ് ദ വില്ലേജ് ടേൺഡ് ഇൻ ടു എ സ്മോൾ ടൗൺ ആൻഡ് വിറ്റ്നസ്ഡ് ഡെവലപ്മെന്റ്സ് ലൈക്ക് കോളേജസ് ടിൻ ഷെയ്ഡ് സിനിമാസ് ആൻഡ് കോട്ടൺ ഗ്രീനി. അപ്പോൾ കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ടായി. കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഭോലി ബിക്കേം എ യങ് വുമൺ. അവളൊരു യങ് വുമൺ ആയിട്ടുണ്ട്. വൺ ഡേ ഭോലി ഹേർഡ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹർ പാരൻസ് റിഗാർഡിംഗ് മാരേജ് പ്രപ്പോസൽ ദാറ്റ് ഷീ റിസീവ്ഡ് ഫ്രം ബിഷംബർനാഥ് അല്ലെ. ബിഷംബർനാഥിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു മാരേജ് പ്രപ്പോസൽ ഇവൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവള് പാരൻസ് പറയുന്നത് കേട്ടിട്ട് മനസ്സിലാക്കുകയാണ്. ബിഷംബർനാഥ് വാസ് എ 50-year-old man. അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്, 50 വയസ്സുണ്ട്. അവളുടെ അച്ഛൻ്റെ പ്രായമാണുള്ളത്. റിച്ച് ഗ്രോസർ ഫ്രം അനദർ വില്ലേജ്, മറ്റൊരു വില്ലേജിൽ നിന്നുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. ഹി വാസ് ലിംഡ് ആൻഡ് ഹാഡ് ഗ്രോൺ അപ്പ് ചിൽഡ്രൻ ഫ്രം ഹിസ് ഫസ്റ്റ് വൈഫ്. അപ്പോൾ ഇത് മാത്രമല്ല,
എന്തൊക്കെയുണ്ട്, ആൾക്ക് ഒരു കാലിനൊരു പ്രശ്നമുള്ള ആളാണ്, കുറച്ച് മുടന്നുള്ള ആളാണ്, അത് പ്രശ്നമില്ല. പിന്നെ എന്തുണ്ട്, ആ ആളുടെ ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണ്, ഇവളുടെ അത്രയുള്ള വലിയ മുതിർന്ന ആളുകൾ ഇയാൾക്ക് മകൻ ആയിട്ടുണ്ട്. അപ്പം മക്കളുണ്ട്, മക്കൾക്ക് എന്ത് പ്രായം വരും, ബോലിയുടെ ഒക്കെ അത്രയും പ്രായമൊക്കെ വരും, ബോലിനേക്കാളും പ്രായമൊക്കെ വരുന്ന മക്കളുണ്ട്. അപ്പം അത്രത്തോളം പ്രായമുള്ള ഒരാളാണ് തന്നെ കല്യാണം കഴിക്കാൻ വരുന്നത്. രാംലാൽ was worried that Bholi might reject the proposal, but his wife advised Ramlal to accept the proposal as nobody else would marry her as she was an ugly girl with a dumb wit. അപ്പം രാംലാലിന് ഒരു ടെൻഷൻ ഉണ്ട്, എന്താ നമ്മുടെ ബോലി ഇതിന് സമ്മതിക്കോ, ബോലി ഈ കല്യാണത്തിന് സമ്മതിക്കോ ഇല്ലേ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പം ഭാര്യ പറഞ്ഞു കൊടുക്കണം, രാംലാലിന്റെ വൈഫ് അതായത് ബോലിയുടെ മദർ എന്താ പറയുന്നത്, ഇല്ല അവൾക്ക് അത്രയും ബുദ്ധി ഇല്ലാത്തൊരു മന്ദബുദ്ധി അവൾക്ക് എന്തായാലും ഇത് റിജക്ട് ചെയ്യാനൊന്നും പറ്റില്ല, ഇത് എന്തായാലും സമ്മതിക്കണം എന്ന് പറയാണ്. അതും എന്തുകൊണ്ടാണ്, ഇത്ര റിച്ച് ആണ്, അതാണ് അവർ നോക്കുന്നത് മെയിൻ ആയിട്ട്. പിന്നെ ആരും കല്യാണം കഴിച്ച് കൊണ്ടുപോയില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ വരുമ്പോൾ എന്താണ്, അത് വിട്ട് കളയരുത് എന്ന് പറയാണ്. യെസ്, ഓൾസോ Bholi was thought to not have an opinion of her own. അപ്പോൾ അവൾക്ക് ഒരു ഒപ്പീനിയൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതിലാണ് ഇവരിയ്ക്കുന്നത്. അപ്പോൾ ബോലി അവസാനം എന്താണ്, ആ ഒരു സീനിൽ ആ കല്യാണം കഴിയുന്നുണ്ടോ ഇല്ല, ക്ലൈമാക്സ് ആണ് അല്ലേ. ക്ലൈമാക്സിൽ എന്താ ഉണ്ടാകുന്നത്, ഓൺ ദ വെഡിങ് ഡേ Bholi was dressed in red silk as a bride. സാധാരണ കാണുന്ന പോലെ നോർത്ത് ഇന്ത്യൻസിലൊക്കെ എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് കല്യാണത്തിന്റെ സമയത്ത് റെഡ് സിൽക്കിൽ അങ്ങനത്തെ ഒരു ബ്രൈഡിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. Bishamba came with a procession so grand that Boli's sisters became envious of her destiny. However, when Boli was called up for the garland exchange ceremony, Bishambar caught a glimpse of her pockmarked ഫേസ്. അപ്പോൾ വന്നത് എന്താ, അടിപൊളിയായിട്ടുള്ളൊരു ഫംഗ്ഷനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഗോഡേപ്പർ ആയുക എന്ന് പറയാം അല്ലേ, ആ ഗ്രൂം എങ്ങനെയാണ് വരുന്നത്, ആ ഒരു കുതിരയിലൊക്കെയാണ് വരുന്നത് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ വരുന്ന വലിയൊരു സംഭവമായിട്ടാണ് നടക്കുന്നത്. അത് കണ്ടപ്പോൾ നമ്മുടെ ബോലിയുടെ സിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ, അവർക്ക് എന്തായി തുടങ്ങിയ ഒരു അസൂയ, ഞങ്ങളുടെ കല്യാണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പം ഇത്രയും ബുദ്ധിയില്ലാത്ത ഇവളുടെ കല്യാണം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അസൂയൊക്കെ വന്നു തുടങ്ങി. അപ്പം ഇങ്ങനെ എൻവിയസ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഗ്രൂം വന്നു, അങ്ങനെ ഈ ഗാർലാൻഡ് പൂമാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്ന ആ ഒരു സെറിമണി ആയപ്പോൾ നമ്മുടെ ബിഷംബർനാഥ് ഒരു നോട്ടം നോക്കി, എന്താണ്, ബോലിയുടെ മുഖം കണ്ടു, അവളുടെ മുഖത്ത് എന്താണ് നിറയെ പോക്ക് മാർക്സ് കാണുന്നുണ്ട്. സോ ആള് ഒന്ന് നിർത്തി. എന്നിട്ട് എന്താ ഉണ്ടായത്, ഹി ദെൻ സ്റ്റോപ്പ് ദി പ്രോസസ് ആൻഡ് ഡിമാൻഡഡ് 5,000 rupees അല്ലെ, 5,000 rupees ആള് ഡിമാൻഡ് ചെയ്തു. എന്തിനാണ്, ആസ് എ കോമ്പൻസേഷൻ ഫോർ ഹർ പോക്ക് മാർക്ഡ് ഫീസ് ഫ്രം രാംലാൽ. അപ്പൊ രാംലാലിന്റെ അടുത്ത് പറയാണ്, ഇത്രയും അഗ്ലി ആയിട്ടുള്ളൊരു ഒരു പെണ്ണിനാണോ എനിക്ക് കെട്ടിച്ചു തരുന്നത്, അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചോദിച്ചു, 5,000 rupees എനിക്ക് ഇപ്പൊ വേണം എന്ന് പറഞ്ഞു. യെസ്, രാംലാൽ ട്രൈ ടു കൺവിൻസ് ദ ഗ്രൂം ബട്ട് ഹി ഡിഡ്ന്റ് ലിസൺ. അപ്പൊ രാംലാൽ കാലിൽ വരെ വീണു അല്ലെ, വീഴുന്ന ആ തലപ്പാവ് എന്തെടുത്ത് ചെയ്തു, തലപ്പാവ് കൊണ്ടുവന്നിട്ട് ആ ടർബൻ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ കാൽക്കലൊക്കെ വെക്കുന്നുണ്ട് ബിഷംബറിന്റെ. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്, പ്ലീസ് ഒന്ന് കല്യാണം കഴിക്കണം, ഞങ്ങൾക്ക് നാണക്കേടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ്, നമ്മുടെ ബിഷംബർ സമ്മതിക്കുന്നില്ല. Then Ramlal brought a bundle of notes from his safe and kept at Bishambar's feet with a teary eyes. അപ്പൊ കരഞ്ഞുകൊണ്ട് തന്റെ കയ്യിലുള്ള ബാക്കിയുള്ള ഒരു എമൗണ്ട് ഉണ്ട് അല്ലെ, ആ ഒരു ക്യാഷ് കൊണ്ടുവന്നിട്ട് ബിഷംബറിന്റെ കാൽക്കൽ വെച്ചു. As soon as Bishambar was about to put the garland across Bholi's neck, Bholi threw it away in anger. She shouted that she is no longer a dumb cow. Now she won't get married to a greedy man like Bishambar. അപ്പോൾ എന്താ ഉണ്ടായത്, ദ മാരേജ് വാസ് ക്യാൻസൽഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടായി. രാംലാൽ ഇങ്ങനെയൊക്കെ ചെയ്തു. ഇത് കണ്ടപ്പോൾ എന്താണ്, ബിഷംബർ വന്നിട്ട് പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഗാലാൻഡ് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ ആ സമയത്ത് ബോലി എന്ത് ചെയ്തു, ആ ഗാലാൻഡ് എടുത്തിട്ട് വീശി എറിഞ്ഞു അല്ലേ, വീക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, അതായത് ഞാനൊരു ഡം കവു ഒന്നല്ല, ഞാൻ അത്ര മണ്ടി പശു എന്നല്ല, മുന്നത്തെ പോലെ ഒന്നല്ല, ഞാനിപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ പഴയ ബോലിയാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അവിടെ എൽഡർ ആയിട്ടുള്ള വിമൻ്റെ അടുത്തൊക്കെ ഇവർ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് ബോലി. അതിൻ്റെ അത്ര സ്ട്രോങ് ആയിട്ട് ബോലി എന്ത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു മാരേജ് വേണ്ട, ഇത്രയും ഗ്രീഡി ആയിട്ടുള്ള ഒരാളെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ ആ മാരേജ് എന്താവുന്നു, ക്യാൻസൽ ആവുന്നു. യെസ്, അപ്പോൾ ബോലി എന്ത് പറയുന്നു, ഇനി പാരൻസിൻ്റെ അടുത്തൊരു ഇത് പറയണം അല്ലേ. പാരൻസ് എന്താ, എല്ലാവരും പറയുന്നു ഇവൾ ഇത്ര അഹങ്കാരിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ മറുപടി പറയുന്നുണ്ട്. ആഫ്റ്റർ ദ വെഡിങ് ഗസ്റ്റ് ലെഫ്റ്റ്, ബോലി assured her parents that she would not get married to anybody and that she would serve her parents in the old age. അപ്പോൾ എല്ലാവരും പോയി ഇങ്ങനെ നാണം കെടുത്തിയിട്ടാണ്, അങ്ങനത്തെ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ പാരൻസ് പറയുന്നുണ്ട്, ഫാദർ ചോദിക്കുന്നുണ്ട് ഇന്നാര് കല്യാണം കഴിക്കാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ബോലി വന്നിട്ട് അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. എന്താ പറയുന്നത് അവള്, നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ ഈ കല്യാണം കഴിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പാരൻസിന് ഇവിടെ നോക്കിയിട്ട് നിന്നോളാം. അത് മാത്രമല്ല പറയുന്നത് അല്ലേ, ഷീ വുഡ് ഓൾസോ ബിക്കം എ ടീച്ചർ ഇൻ ഹെർ സ്കൂൾ വേർ ഷീ സ്റ്റഡീഡ് ആൻഡ് വുഡ് ടീച്ച് ദ ഗേൾസ് ഓൺ ദ വില്ലേജ് ഓഫ് ദ വില്ലേജ്. അപ്പോൾ എന്താ പറഞ്ഞത്, അവൾ എന്ത് ചെയ്യാൻ പോവാണ്, അവൾ ആ പഠിച്ചിട്ടുള്ള ആ ഒരു സ്കൂളിൽ തന്നെ ഈ ടീച്ചറായിട്ട് ജോലിക്ക് പോവാണ്. അവിടുത്തെ വില്ലേജിലുള്ള എല്ലാ ഗേൾസിനും ഞാൻ പഠിപ്പിക്കുമെന്ന് പറയാണ്. പോലീസ് ടീച്ചർ വാസ് പ്രൗഡ് ഓഫ് ഹർ വൈൽ വാച്ചിങ് ദ എൻറ്റയർ മാരേജിങ് സീൻ. അപ്പോൾ ആ മാരേജ് സീൻ കണ്ട് അവിടെ ഒരു മൂലയ്ക്ക് ആര് നിൽക്കുന്നുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കണ്ട ആ ടീച്ചർ നിൽക്കുന്നുണ്ടായിരുന്നു.
അല്ലേ. അപ്പോൾ അവരാണ് ഈ ഒരു ഫയർ ആർക്ക് കൊടുത്തത്, ബോളിയുടെ ഉള്ളിലേക്ക് കൊടുത്തത്. അതിപ്പോൾ എന്തായിട്ടുണ്ട്, അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ സീൻ കണ്ടുകൊണ്ട് ആ ഒരു ടീച്ചർ എന്താണ്, ഷി വാസ് ഫീലിംഗ് സോ പ്രൗഡ്, വളരെ പ്രൗഡായിട്ട് ആ ഒരു കോർണറിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഷി അപ്രൂവ്ഡ് ഓഫ് പോലീസ് ഡിസിഷൻ. അപ്പോൾ ഇങ്ങനെയല്ലേ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു അല്ലേ, ഞാൻ ഇനി ടീച്ചർ ആവാൻ പോവാണ്, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ടീച്ചർ ആവാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചറിൻ്റെ തിരിഞ്ഞപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞു, അതെ എന്ന് പറഞ്ഞു. ഷി വാസ് ലുക്കിംഗ് അറ്റ് ബോലി ലൈക്ക് എ സാറ്റിസ്ഫൈഡ് ആർട്ടിസ്റ്റ് അല്ലേ. എങ്ങനെയാണ് നോക്കിയത്, ഷി വാസ് ലുക്കിംഗ് അറ്റ് ബോലി ലൈക്ക് എ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ പോലെ അല്ലേ, തൻ്റെ ആർട്ടാണ് ആ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു ഫീലിലാണ് ടീച്ചർ നിൽക്കുന്നത്. കാരണം എന്താണ്, ആ ഒരു ഫയർ കൊടുത്തത് ആ ബോലിനെ ഇന്നത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് ആരാണ്, ആ ടീച്ചറാണ്. ഓക്കെ, who was content at the മാസ്റ്റർ പീസ് അല്ലെ. ആ ഒരു മാസ്റ്റർ പീസാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. താൻ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും മാസ്റ്റർ പീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏറ്റവും അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള അവരുടെ വർക്കാണ് അല്ലെ മാസ്റ്റർ പീസ്. അപ്പോൾ അതാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളൊരു ഫീലിൽ നിൽക്കുന്നത്. ദാറ്റ് ഷീ ഹാഡ് ക്രിയേറ്റഡ് വിത്ത് ഹർ ഗൈഡൻസ്. അപ്പോൾ ഒരു ഗൈഡൻസ് ഒക്കെ കൊടുത്ത് ആ കുട്ടീനെ ഇങ്ങനെ ആക്കി മാറ്റിയത് ആ ടീച്ചറാണ് അല്ലേ. അപ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ എന്താണ് നമ്മൾ പഠിച്ചത്, യെസ് നമ്മൾ പഠിച്ചത് ഇമ്പോർട്ടൻസ് ആണ് അല്ലേ. അപ്പോൾ കൺക്ലൂഷനായിട്ട് പറയുമ്പോൾ എന്താ, ബോലി എന്ന് പറയുമ്പോൾ ഇമോഷണൽ പ്രൊട്ടക്ഷൻ, നോക്കൂ എല്ലാതും വരുന്നുണ്ട്. എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ചിൽഡ്രൻ ആ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ബുള്ളിങ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വരിക എന്നുള്ളതൊക്കെ ആൻസർ മിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അവളുടെ ദിവസം, എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഡേ, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നത് മാരേജ് പ്രൊപ്പോസൽ, പിന്നെ എങ്ങനെയാണിത് പ്രൊപ്പോസൽ, ആ ലാസ്റ്റ് സീനൊക്കെ ചോദിക്കും കേട്ടോ. യെസ്, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുക കേട്ടോ. വിമൻ എംപവർമെൻറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ദ ലൈഫ്സ് ഓഫ് വിമൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. യെസ് മക്കളെ, അപ്പോൾ റെഡി അല്ലേ, ക്ലിയർ അല്ലേ ഇത്? യെസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം അല്ലേ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. യെസ്, അപ്പോൾ ഇനിയുള്ളത് എന്താണ്, ദ ട്രയംഫ് ഓഫ് സർജറി അല്ലെ. നല്ലൊരു സ്റ്റോറിയാണ് അല്ലെ. ട്രയംഫ് ഓഫ് സർജറി നമ്മൾ ഇങ്ങനെ ഇരുന്ന് വായിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. ജെയിംസ് ഹെറിയറ്റ് എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ലേ. യെസ്, അപ്പോൾ റെഡി അല്ലേ മക്കളെ? ഇനി 2 ചാപ്റ്റേഴ്സും കൂടെ അല്ലേ, ഇതും കൂടെ. യെസ്, ഓക്കെ, മേക്കിംഗ് ഓഫ് സയൻറ്റിസ്റ്റ് ഉണ്ട് കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് ഫസ്റ്റത്തെ എന്താണ്, നമ്മുടെ ട്രയംഫ് ഓഫ് സർജറി നോക്കാം. ഫസ്റ്റ് എന്താണ് പറയുക, ട്രിക്കി എന്ന് പറഞ്ഞിട്ടൊരു ഡോഗ് ഉണ്ട് അല്ലേ മക്കളെ. ട്രിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഡോഗിനെ ആദ്യമായിട്ട് നമ്മുടെ ഡോക്ടർ കാണുമ്പോൾ, ജെയിംസ് കാണുമ്പോൾ ആ സമയത്ത് എങ്ങനെയായിരുന്നു, ട്രിക്കി ലുക്സ് ഇൽ അല്ലെ, ഒരു വയ്യാത്ത അവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ്, വെൻ ഡോക്ടർ ജെയിംസ് വാസ് ഡ്രൈവിംഗ് ഹി സോ മിസ്സിസ് പംഫ്രി ആൻഡ് ട്രിക്കി അല്ലേ, ട്രിക്കി അവർ രണ്ടുപേരും എന്താണ് walking down the street. As he stopped his car, he was shocked to see that Tricky had become fat like a sausage. His eyes were red and his tongue was hanging out. It looked like Tricky lacked energy and was ill. Dr. James inquired about Tricky's health from Mrs. Pumphrey. അപ്പോൾ എന്താണ് കാണുന്ന കാഴ്ച, ജെയിംസ് ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോവാണ് അല്ലേ. വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ കാണുന്നത് ട്രിക്കിയും പംഫ്രിയും കൂടെ നടന്നു പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ ട്രിക്കിനെ കണ്ടപ്പോൾ മനസ്സിലായി, ട്രിക്കി എന്താണ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് സിക്കാണ് എന്നുള്ള കാര്യം, ഇല്ലാണെന്നുള്ളത് കാണുന്നുണ്ട്. വളരെ ഫാറ്റ് ആയിട്ടുണ്ട് അല്ലേ, വളരെ ഫാറ്റ് ആയിട്ടുള്ള. നിങ്ങൾക്കറിയാം, നമ്മൾ പറയും അധികമായാൽ അമൃതും വിഷം എന്ന് പറയും അല്ലേ. അപ്പോൾ കുറേ ഫുഡ് നമ്മൾ ഇങ്ങനെ എന്താ സ്നേഹിച്ച് എല്ലാത്തിനും പെറ്റിനൊക്കെ കുറേ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അവർ ഭയങ്കര തക്കുടായി പോകും അല്ലേ. തക്കുടായി പോകുന്ന പ്രശ്നമില്ല, പക്ഷെ എന്താണ് വളരെ ഫാറ്റ് ആയി കഴിഞ്ഞാലോ അവർക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടും, അവരുടെ ഹെൽത്തിനെ ബാധിക്കും. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ട്രിക്കിനെ നമ്മൾ ഡോക്ടർ ജെയിംസ് കാണുന്നത്. അപ്പോൾ അതിന് റെഡ് കണ്ണായിട്ടുണ്ട് അല്ലേ, റെഡ് ഐസ് ആണ് കാണുമ്പോൾ, എന്താ റെഡ് ഐസ് ആയിട്ടുണ്ട്. ടങ്ങൊക്കെ നാവിങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അല്ലേ, പുറത്തേക്ക് ഇങ്ങനെ നീട്ടിയിട്ടിട്ട് അത് നടക്കാൻ ബുദ്ധിമുട്ടായിട്ട്, ആ ഹെൽത്തിന് വലിയ പ്രശ്നമുണ്ട്, അങ്ങനെ നടന്നു പോകുന്നതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ ജെയിംസ് എന്ത് ചെയ്തു മക്കളെ, ഈ മിസ്സിസ് പംഫ്രിയുടെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇതിനെ പറ്റിയിട്ട് എൻക്വയറി ചെയ്യുന്നു. മിസ്സിസ് പംഫ്രി എക്സ്പ്ലെയിൻ ടു ഡോക്ടർ ജെയിംസ് ദാറ്റ് ട്രിക്കി വാസ് ലുക്കിംഗ് ലിസ്റ്റ്ലെസ്, എന്ന് വെച്ചാൽ എന്താ ഡള്ളായിട്ടാണ് അവനെ കാണുന്നത്, അതുപോലെ എന്താ വീക്കാണ്, അവന് പഴയ എനർജി ഒന്നുമില്ല എന്നൊക്കെ പംഫ്രി പറയാണ്. She felt that he was suffering from malnutrition. അപ്പോൾ അവർ വിചാരിക്കുന്ന ആ ഓണർ എന്താ വിചാരിക്കുന്നത്, ഇതിന് പോഷകാഹാരം മറ്റേ മാൽന്യൂട്രീഷൻ പ്രശ്നമാണ്, ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ എൻ്റെ പ്രശ്നമായിരിക്കും, നല്ല ഫുഡില്ലാത്ത എൻ്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഡള്ളായിട്ട്, അതുകൊണ്ടാണ് വീക്കായിട്ടിരിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത്. സോ ഷീ ഹാഡ് ബീൻ ഗിവിങ് ഹിം സം എക്സ്ട്രാ ഫുഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ ഫുഡും കൊടുക്കുന്നുണ്ട്. മാൾട്ട്, കോൾഡ് ലിവർ ഓയിൽ, ഹോർലിക്സ്, ഇങ്ങനെ നല്ല ഫാറ്റി ആയിട്ടുള്ള, നല്ല ഫാറ്റ് കണ്ടന്റ് ഉള്ള നല്ല ഫുഡ് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയണം. അപ്പം മെയിൻ മീൽസ് ഉണ്ടാവും, അതിനൊപ്പം തന്നെയാണ് ഈ ഒരു എക്സ്ട്രാ മീലും കൊടുക്കുന്നത്. ഫർദർ ഡോക്ടർ ജെയിംസ് ആസ്ക്ഡ് മിസ്സിസ് പംഫ്രി
whether she had cut down the sweet things from Tricky's diet. അപ്പോൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ നിങ്ങളിങ്ങനെ സ്വീറ്റ് ഐറ്റംസ് കൊടുക്കരുത്, സ്വീറ്റ് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടോ, കട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. മിസ്സിസ് പംഫ്രേ replied that she had tried but failed as Tricky used to love ice cream cakes and chocolates. അപ്പോൾ പറഞ്ഞു ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി ഡോക്ടർ, ഞാൻ കൊടുക്കാണ്ടിരിക്കാനൊക്കെ നോക്കി, ഞാൻ കട്ട് ഡൗൺ ചെയ്യാൻ നോക്കി, പക്ഷേ എന്താ ചെയ്യുക, ട്രിക്കിക്ക് ഐസ്ക്രീമും കേക്കും ഇതൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീണ്ടും കൊടുത്തു തുടങ്ങി. She also told Dr. James that Tricky only walked with her and did not play games like a ring throwing which he played earlier. അപ്പോൾ ചോദിച്ചു, ഡോക്ടർ എന്ന് ചോദിച്ചു എക്സസൈസ് ഉണ്ടോ, ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സസൈസ് വല്ലതും ചെയ്യുന്നുണ്ടോ, അവനെ കളിപ്പിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ പംഫ്രേ എന്ന് പറഞ്ഞു എൻ്റെ കൂടെയുള്ള നടത്തം മാത്രമേ ഉള്ളൂ, ഇപ്പോൾ അവൻ എന്താണ് റിംഗ് ത്രോയിങ് അങ്ങനത്തെ ഉള്ള മുമ്പ് കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗെയിംസ് കാര്യങ്ങളൊന്നും കളിക്കാറില്ല. അപ്പോൾ അത് കളിച്ചില്ലെങ്കിൽ എന്താണ് അവരുടെ ഹെൽത്തിനാണ് പ്രശ്നം. ഇത്രയും വലിയ ഫുഡൊക്കെയാണ് ചെല്ലുന്നത്, ഒന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ലെത്താർജിക് ആയിട്ട് ഇങ്ങനെ എനർജി ഇല്ലാണ്ട് പോകുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ അവൻ്റെ ഹെൽത്തിനെ പറ്റിയുള്ള കാര്യം ഡോക്ടർ ജെയിംസ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് നല്ല പ്രശ്നം വരാൻ പോവാണ്. ആഫ്റ്റർ നോയിങ് അബൌട്ട് ട്രിക്കീസ് കണ്ടീഷൻ and his routine, Dr. James informed Mrs. Pumphrey that if she would not reduce his food and increase his exercise, her dog would fall ill. അല്ലേ, ഇനിയും നിങ്ങൾ ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഡയറ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഡോഗിൻ്റെ ഡയറ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതുപോലെ തന്നെ എക്സസൈസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ട്രിക്കിക്ക് പെട്ടെന്ന് തന്നെ അസുഖം വരും. He also advised her to strictly follow the prescribed diet. അത് മാത്രമല്ല, ഒരു പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ഉണ്ട്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും പറഞ്ഞു. മിസ്സസ് പംഫ്രേ confessed that it would be very difficult to her. അപ്പോൾ അവൾ പറയുന്നത് എന്താണ്, അവൾക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പറഞ്ഞു അല്ലേ. ബട്ട് ഷീ എഗ്രീഡ് ടു ട്രൈ ആൻഡ് വാക്ക്ഡ് ഓഫ് വിത്ത് ട്രിക്കി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ കാണുന്നത്, ഡോക്ടർ ജെയിംസിന് പെട്ടെന്ന് ഒരു കോൾ വരികയാണ് പംഫ്രേയുടെ അടുത്ത് നിന്ന്. എന്താ പറയുന്നത്, നമ്മുടെ ട്രിക്കി മോഷൻലെസ് ആയിട്ട് അനങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ്, വളരെ എനർജി കുറവാണ്, അവന് വളരെ വയ്യാതായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയാണ് അല്ലേ. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് Mrs. Pumphrey called and informed Dr. James about Tricky's health. ട്രിക്കിയുടെ ഹെൽത്തിനെ പറ്റിയിട്ട് വിളിച്ചിട്ട് പറയാണ്. എന്താ പറഞ്ഞത്, she told him that Tricky was not eating anything and had been vomiting. അപ്പോൾ അവനൊന്നും കഴിക്കുന്നില്ല, അവനിങ്ങനെ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. She further informed him that her dog spent all the time, എല്ലാ ടൈമും എന്താ ചെയ്യുന്നത്, ലൈയിങ് അല്ലെ, കിടക്കാണ് ഓൺ എ റഗ് ആൻഡ് ഡിഡ് നോട്ട് ഡു എനിത്തിങ്. അങ്ങനെ കിടക്കാണ്, ഫുൾ എനർജിയിലാണ് ഇങ്ങനെ കിടക്കാണ് ചെയ്യുന്നത്, ഒന്നും ചെയ്യുന്നില്ല. ഡോക്ടർ ജെയിംസ് ന്യൂ ദാറ്റ് ദ ഓൺലി വേ ടു ക്യൂർ Tricky was to get him out of the house for some time. അപ്പോൾ നമ്മുടെ ഡോക്ടർക്ക് അറിയാൻ എന്താണ്, കുറച്ച് നാളത്തേക്ക് ഈ ട്രിക്കിനെ ഈ വീട്ടിൽ നിന്ന് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്, അവൻ്റെ ഹെൽത്തിന് ഏറ്റവും നല്ലതെന്ന് അറിയാം. He suggested Mrs. Pumphrey to hospitalize him for a fortnight for a surgery observation so that the proper treatment can follow. അപ്പോൾ നമ്മുടെ പംഫ്രേൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു, ഒരു 14 ദിവസത്തേക്ക് അല്ലേ, ഫോർട്ട്നൈറ്റ് എന്ന് വെച്ചാൽ 14 ഡേയ്സിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വിട്ടു തരണം നമ്മുടെ ട്രിക്കിനെ. എന്തിനാണ്, ഒരു സർജറി നടത്താൻ വേണ്ടി, അതിനെ ഒബ്സർവ് ചെയ്യണം ആദ്യം തന്നെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഇവനെ എൻ്റെ കൂടെ വിടണം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ പംഫ്രയ്ക്ക് അറിയാം വളരെ ബുദ്ധിമുട്ടാണ് അവനെ പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്, എന്നാൽ പോലും അവൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് അവസാനം എന്ത് ചെയ്യുന്നു, സമ്മതിക്കുന്നു. അങ്ങനെ ട്രിക്കിനെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ ജെയിംസ് സജഷൻ broke Mrs. Pumphrey's heart, but she allowed him to take Tricky along with him to his clinic. അപ്പോൾ അവസാനം എന്താണ്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സമയമാണ്, എന്നാൽ പോലും നമ്മുടെ ട്രിക്കിനെ പറഞ്ഞു വിട്ടുകൂടെ. ഡോക്ടർ ജെയിംസ് ക്യാരിഡ് ട്രിക്കി റാപ്ഡ് ഇൻ എ ബ്ലാങ്കറ്റ് ഓഫ് ഹിസ് കാർ. അപ്പോൾ കാറിൽ എന്താണ്, ടു ഹിസ് കാർ, ആ കാറിലേക്ക് അവനെ റാപ്പ് ചെയ്തിട്ട് അങ്ങനെ പൊതിഞ്ഞ് എന്തെടുത്തു, ട്രിക്കിനെ എടുത്തിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫെയർവെൽ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് അല്ലേ, ഒരു ഈവൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണ്, കുറേ സാധനങ്ങൾ ട്രിക്കിക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിടുന്നൊക്കെ ഉണ്ട് അല്ലേ. The maid started to put together things that Tricky would need during ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്ത് ട്രിക്കിക്ക് ആവശ്യം വരുന്ന സകല സാധനങ്ങളും എന്താണ്, പൊതിഞ്ഞു കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി എന്താണ്, ദീസ് ഇൻക്ലൂഡഡ് ഹിസ് ബെഡ്സ്. അപ്പോൾ അതിനുള്ള ആവശ്യങ്ങൾ, ബെഡുകൾ മാറ്റേണ്ടത്, ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെയും കൊടുത്തു വിടുന്നതാണ്. കുഷ്യൻസ്, ടോയ്സ് ഉണ്ട്, ഇതൊക്കെയും കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ ജെയിംസ് സ്റ്റാർട്ടഡ് ടു ഡ്രൈവ് ഓഫ് ആസ് ഹി knew that his car could not carry so many things അല്ലെ, ഇത്രയും സാധനങ്ങളൊന്നും തൻ്റെ കാറിൽ കൊള്ളില്ല എന്നുള്ള കാര്യമൊക്കെ അറിയാം. അങ്ങനെ നമ്മുടെ ഡോക്ടർ ജെയിംസ് വണ്ടി ഓടിച്ച് പോവാണ് ചെയ്യുന്നത്. ഹി നോട്ടീസ്ഡ് ഇൻ ദ മിറർ ദാറ്റ് എവറിബഡി വാസ് ഇൻ ടീയേഴ്സ്. എല്ലാവരും കരഞ്ഞിട്ടാണ്, ആ മെയ്ഡ്സും കാര്യങ്ങളൊക്കെ സെർവൻസും എല്ലാവരും കരഞ്ഞിട്ടാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ മിററിൽ അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ട്രിക്കിയുടെ ട്രീറ്റ്മെൻറ്റ് വരികയാണ്. അപ്പോൾ സർജറി ആണോ നടക്കുന്നത്, അല്ല,
അപ്പോൾ എന്താണ് ഇദ്ദേഹം വളരെ ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ട്രിക്കിനെ ഓക്കെ ആക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്ത് ട്രിക്കി ലെയ്ഡ് motionless on the carpet. കാർപ്പറ്റിൽ അനങ്ങാതെ കിടക്കാണ്. Many other dogs in the hospital sniffed around him and found him uninterested and went off. അപ്പോൾ കുറേ വേറെ ഡോഗ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ വന്നിട്ട് എന്താണ് പുതിയ ഡോഗൊക്കെ വരുമ്പോൾ ഇങ്ങനെ മണത്തൊക്കെ നോക്കും അല്ലേ, ഇങ്ങനെ സ്നിഫ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ഇവർക്ക് അത്ര ഇൻട്രസ്റ്റഡ് അല്ല പുള്ളിക്കാരൻ എന്നൊക്കെ തോന്നിയപ്പോൾ ഇവരങ്ങോട്ട് ഇവരുടെ പാട് നോക്കി പോയി. ഇനി എന്താണ് ട്രിക്കി വാസ് പുട്ട് ഓൺ എ വാട്ടർ ഡയറ്റ് ഫോർ ഫസ്റ്റ് 2 days. 2 ദിവസം ആദ്യത്തെ 2 ദിവസം എന്ത് ചെയ്തു, വാട്ടർ ഡയറ്റിൽ ഇട്ടേക്കാണ്, വാട്ടർ മാത്രം കൊടുക്കുന്നുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഡേ ട്രിക്കി സ്റ്റാർട്ടഡ് ടു ഷോ സം ഇൻട്രസ്റ്റ് ഇൻ ഹിസ് സറൗണ്ടിങ്സ്. അടുത്ത ദിവസമായപ്പോൾ എന്താണ് ട്രിക്കിക്ക് അത്യാവശ്യം അവൻ്റെ സറൗണ്ടിങ്സിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങി, അവൻ എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങി. ഓൺ ദ തേർഡ് ഡേ ഹി വിംപേർഡ്, ട്രോട്ടഡ് ആൻഡ് ജോയിൻ ദ ഗ്രേ ഹൗണ്ട് ഓഫ് ദ ഇൻ ദ ഗാർഡൻ. 3ാമത്തെ ദിവസമായപ്പോൾ എന്താണ് അവൻ പതുക്കെ എന്താണ് പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. ലേറ്റർ ഓൺ ദ തേർഡ് ഡേ, പിന്നത്തെ ദിവസം ഹി റാൻ വിത്ത് enthusiasm when the food was served. പിറ്റേ ദിവസം ഈ ഡോഗ്സിനൊക്കെ കൂടെ എന്താണ് ഫുഡ് വിളമ്പിക്കായിരുന്നു അല്ലേ, അപ്പോൾ അതിലൊക്കെ വന്നിട്ട് അവൻ ഓടി വന്നിട്ട് അവൻ്റെ പാത്രത്തിൽ നിന്ന് അവൻ ഫുഡ് കഴിച്ചു. ഹി ഓൾസോ ഗൾപ് ഡൗൺ ദ എക്സ്ട്രാ ഫുഡ് ദാറ്റ് വാസ് പുട്ട് ഔട്ട് ഫോർ ഹിം. അത് മാത്രമല്ല ബാക്കിയുള്ള ഡോഗ്സ് മതിയാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു റിമെയിൻസ് ആ ഒരു സംഭവം കൂടെ എന്താണ് വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്കി വന്നിട്ടുള്ള ആ ഫുഡും കൂടെ നമ്മുടെ ട്രിക്കി വന്നിട്ട് എന്ത് ചെയ്തു, ഗൾപ് ഡൗൺ, അതും കൂടെ വന്നിട്ട് കഴിച്ചു. യെസ്, അപ്പോൾ ട്രിക്കിയുടെ റിക്കവറി അങ്ങനെയാണ് നടക്കുന്നത്. ട്രിക്കി റിക്കവേർഡ് അറ്റ് എ വെരി ഫാസ്റ്റ് പേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഡയറ്റ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു, എക്സസൈസ് ചെയ്തു അല്ലേ, അവന് മറ്റേ റിങ്ങിൻ്റെ ആ ഒരു സംഭവം ഇതൊക്കെ സെറ്റാക്കി കൊടുത്തു ഡോക്ടർ. അങ്ങനെയാണ് ഇവൻ റിക്കവർ ആവുന്നത്, വളരെ പെട്ടെന്ന് തന്നെ റിക്കവറായി. നോ മെഡിസിൻ ഹാഡ് ബീൻ ഗിവിംഗ് ടു ട്രിക്കി ഫോർ ഹിസ് ട്രീറ്റ്മെൻറ്റ്. ഒരു മെഡിസിനും കൊടുക്കാണ്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. ഹി ഹാഡ് സ്റ്റാർട്ടഡ് റണ്ണിങ് ഓൾ ഡേ ലോങ് ആൻഡ് എൻജോയ്ഡ് വിത്ത് അതർ ഡോഗ്സ്. അപ്പോൾ മറ്റ് ഡോഗ്സ് ഉള്ള കാര്യം കൊണ്ട് എന്തായിരിക്കും, മറ്റ് ഡോഗ്സ് ഉള്ള കാര്യം അവരുടെ കൂടെ ഇങ്ങനെ ഓടിപ്പോവാണ്. അപ്പം ഓൾറെഡി എന്താണ് എക്സസൈസ് വേറെ വേണ്ടി വരുന്നില്ല. ഹി ഫൗണ്ട് ജോയ് ഇൻ ബീങ് ബൗൾഡ് ഓവർ ആൻഡ് സ്ക്വാഷ്ഡ്. അപ്പോൾ ബോളൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ എക്സസൈസ് എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് അവന് ബോറടി ഒന്നും ഇല്ല, അവന് എക്സസൈസ് കിട്ടുന്നുണ്ട്. ഹി ബിക്കെയിം എ പാർട്ട് ഓഫ് ദ പാക്ക് ഓഫ് ഡോഗ്സ് അറ്റ് ദ ഹോസ്പിറ്റൽ. ഹി നോട്ട് ഓൺലി ഫോട്ട് വിത്ത് ദം ഫോർ ഫുഡ് ബട്ട് ഓൾസോ ചേസ്ഡ് റാറ്റ്സ് ഫ്രം വിത്ത് ദം അറ്റ് നൈറ്റ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞേ, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ഡോഗ്സ് ഉണ്ടല്ലോ ആ ഒരു ഗ്രൂപ്പിലത്തെ ഒരു ആളായിട്ട് മാറി. അതിനൊപ്പം തന്നെ അവൻ അവിടെ ഉണ്ടായിരുന്ന റാറ്റ്സിനെയൊക്കെ എന്താ നൈറ്റ് അതിനെ ഓടിപ്പിക്കാൻ, അതിനെ ചേസ് ചെയ്യാനൊക്കെ തുടങ്ങി. യെസ്, അപ്പം അങ്ങനെ എന്തായി നമ്മുടെ ട്രിക്കി എന്തായി, അവനൊരു റിക്കവറായി അല്ലേ, റിക്കവർ സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ ഇത് കഴിയുമ്പോൾ എന്താണ് മിസ്സിസ് പംഫ്രേ വീണ്ടും വരണം അല്ലേ. പംഫ്രേ എന്താ ഈ സമയത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവർക്ക് എന്താണ് പറയാ, ഈ ട്രിക്കിന് ഇത്ര ദിവസം പിരിഞ്ഞു നിൽക്കുകയാണ് അല്ലേ, പിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എന്താ ഉണ്ടാകുന്ന ഒരവസ്ഥ, എപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും, ട്രിക്കി ഓക്കെ ആണോ, ട്രിക്കി അങ്ങനെ ചെയ്തോ, ഫുഡ് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ പാരൻസ് ഒക്കെ ഇങ്ങനെയാണ് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ. അപ്പോൾ മിസ്സിസ് പംഫ്രേ യൂസ് ടു ഫോൺ ദ വെറ്റ്സ് ക്ലിനിക് several times in a day as she was keen to know about Tricky's recovery. Dr. James did not pay much attention to her questions about Tricky's comforts, but he assured her that Tricky was out of danger. അപ്പോൾ എന്നും വിളിച്ചിട്ട് ഇങ്ങനെ ആവശ്യമില്ലാണ്ട് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് ജെയിംസ് വലിയ കാര്യം, ഡോക്ടർ വലിയ കാര്യമായിട്ട് അത് ശ്രദ്ധിക്കാണ്ടായി. പക്ഷെ ആകെ ഒരു കാര്യം ഉറപ്പ് കൊടുത്തു, എന്താണ് ട്രിക്കി ഓൾ റൈറ്റ് ആവും, ട്രിക്കി ഓക്കെ ആവും എന്നുള്ള കാര്യം ഉറപ്പ് കൊടുത്തു. ആസ് ട്രിക്കീസ് ഹെൽത്ത് സ്റ്റാർട്ടഡ് ഇംപ്രൂവിങ് മിസ്സസ് പംഫ്രേ സ്റ്റാർട്ടഡ് സെൻഡിങ് അഡീഷണൽ ഫുഡ് ഐറ്റംസ് ലൈക്ക് എഗ്സ്, വൈൻ ആൻഡ് ബ്രാൻഡി ഫോർ ട്രിക്കി. അപ്പോൾ ഇങ്ങനെ ഓക്കെ ആയി തുടങ്ങി എന്ന് കേട്ടുള്ളൂ, അപ്പോഴത്തേക്കും എന്താണ് എക്സ്ട്രാ ഫുഡ് ഐറ്റംസ് കൊടുത്ത് വിടാൻ തുടങ്ങി. എന്തൊക്കെയാണ്, കുറേ മുട്ട കൊടുക്കാൻ തുടങ്ങി അല്ലേ, എഗ്സ് കൊടുക്കാൻ തുടങ്ങി, വൈൻ, ബ്രാൻഡി ഇതൊക്കെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് അയക്കാണ് ക്ലിനിക്കിലേക്ക്. അങ്ങനെ ആയപ്പോൾ എന്താണ് ജെയിംസിന് അറിയാം, ഡോക്ടർ ജെയിംസിന് അറിയാം ഇതൊക്കെ വീണ്ടും ട്രിക്കിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഇവരുടെ ആ സെർവൻസിനും ക്ലിനിക്കിലുള്ള വർക്കേഴ്സിനൊക്കെ അടിപൊളിയിട്ട് അവർക്ക് കുശാലായി അല്ലേ, ആ ഫുഡൊക്കെ അവർ കഴിച്ചു തുടങ്ങി, ആ ബ്രാൻഡി അതുപോലെ വൈനും ഒക്കെ അവർ കഴിച്ചു തുടങ്ങി. ഓക്കെ, യെസ്, ഇവിടെ എത്തി. യെസ്. അപ്പോൾ സിൻസ് ദിസ് വാസ് നോട്ട് റിക്വയർഡ് ഫോർ ട്രിക്കീസ് ഡയറ്റ്, ദ വെറ്റ് ആൻഡ് ഹിസ് പാർട്ട്ണർ കൺസ്യൂം ദീസ് അഡീഷണൽ ഐറ്റംസ് ദെംസെൽസ്. അപ്പോൾ ഇതൊന്നും ട്രിക്കിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അവർ തന്നെ കഴിച്ചു തുടങ്ങി. എവറിബഡി വാസ് സോ ഹാപ്പി വിത്ത് ദ അൺയൂഷ്വൽ ഡെലീഷ്യസ് ഫുഡ് ദാറ്റ് ദേ വാണ്ടഡ് ടു കീപ് ട്രിക്കി ആസ് എ പെർമനന്റ് ഗസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു അൺയൂഷ്വൽ ആയിട്ട് ഇത്രയും ഒരു ഫീസ്റ്റ് ലൈക്ക് ഫുഡൊക്കെ കിട്ടുന്ന കാരണം അവരും ദേ വർ വെരി ഹാപ്പി അല്ലേ. അത് കാരണം ഇവരെന്താലോചിച്ചു, ട്രിക്കിനെ എന്ത് ചെയ്യാം, ലെറ്റ്സ് കീപ് ഹിം ആസ് എ പെർമനന്റ് ഗസ്റ്റ് എന്നൊക്കെ തോന്നുന്നു.
തോന്നുകയാണ് അവർക്ക് പെർമനന്റ് ആയിട്ട് ഇവിടെ നിർത്തിയാലോ, അപ്പം നല്ല ഫുഡൊക്കെ കിട്ടുമല്ലോ എന്ന് തോന്നുകയാണ്. അങ്ങനെ ട്രിക്കി അവസാനം റിക്കവർ ആയി. ട്രിക്കി എന്ത് ചെയ്യുന്നു, വീട്ടിലേക്ക് പോവാണ്. ഡോക്ടർ ജെയിംസ് ന്യൂ ദാറ്റ് മിസ്സിസ് പംഫ്രെ ലവ് ട്രിക്കി വെരി മച്ച്, സോ ഹി കോൾഡ് ആൻഡ് ഇൻഫോംഡ് ഹർ ദാറ്റ് ട്രിക്കി വാസ് ഫിറ്റ് ആൻഡ് കുഡ് ഗോ ഹോം. അപ്പോൾ ട്രിക്കിയുടെ അവസ്ഥ, പംഫ്രയുടെ അവസ്ഥ നന്നായിട്ട് ഡോക്ടർക്ക് അറിയാം അല്ലേ, ഇവരെ കാണാണ്ട് നിൽക്കാൻ പറ്റുക എന്നുള്ള കാര്യമൊക്കെ അറിയാം. അപ്പോൾ വേഗം തന്നെ വിളിച്ച് പറഞ്ഞു എന്തായി, റിക്കവർ ആയിട്ടുണ്ട്, ഓക്കെ ആണ്, വീട്ടിലേക്ക് പോകാം എന്നുള്ള കാര്യം പറഞ്ഞു. മിസ്സിസ് പംഫ്രെ റീച്ച് ദ സർജറി വിത്തിൻ ഹാഫ് ആൻ അവർ. അപ്പോൾ സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ക്ലിനിക്ക് കേട്ടോ. ക്ലിനിക്കിലേക്ക് എന്താണ് ഹാഫ് ആൻ അവറിലെത്തി. മിസ്സിസ് പംഫ്രി എൻക്വയർഡ് അബൌട്ട് ട്രിക്കീസ് ആക്ച്വൽ കണ്ടീഷനൊക്കെ ചോദിച്ചു. ഡോക്ടർ ജെയിംസ് ഇൻഫോംഡ് ഹർ ദാറ്റ് ട്രിക്കി വാസ് ഫൈൻ ആൻഡ് വെൻ ടു ഗെറ്റ് ട്രിക്കി ഫ്രം ദ ഗാർഡൻ. അപ്പോൾ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഗാർഡനിൽ നിന്ന് ട്രിക്കിനെയും കൊണ്ടുവന്നു. Tricky had become healthy and strong in his 2-week stay at the clinic. ക്ലിനിക്കിൽ അങ്ങനെ 2 weeks നിന്നതിൻ്റെ ഒരു ഇത് കാണാനുണ്ടായിരുന്നു. ട്രിക്കി വാസ് ഹെൽത്തി ആയിരുന്നു, സ്ട്രോങ് ആയിരുന്നു. As soon as the dog saw his owner, he jumped into her lap and started licking her face. അപ്പോൾ ഒരു ഓണറിനെ കാണുമ്പോൾ ഒരു ഡോഗ് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ഇവളുടെ മടിയിലേക്ക് ഇങ്ങനെ ലാപ്പിലേക്ക് ഓടി വന്ന് ചാടി വന്നിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അവരുടെ ഫേസ് ഒക്കെ ഇങ്ങനെ ലിക്ക് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. മിസ്സിസ് പംഫ്രെ വാസ് വെരി ഹാപ്പി അറ്റ് ഫൈൻഡിങ് ട്രിക്കി ആസ് excited as he used to be. അപ്പോൾ മുമ്പ് എങ്ങനെയായിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു, അതുപോലെ തന്നെ ഇപ്പോഴും എന്താണ്, എക്സൈറ്റഡ് ആണ് എന്നുള്ളതൊക്കെ കണ്ടപ്പോൾ അവൻ ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ പംഫ്രിക്കും ഭയങ്കര ഹാപ്പിയായി. ഷി താങ്ക്ഡ് ഡോക്ടർ ജെയിംസ് ഹെറിയറ്റ് ആൻഡ് കോൾഡ് ദ ട്രീറ്റ്മെന്റ് എ ട്രയംഫ് ഓഫ് സർജറി. അപ്പോൾ ഈ ഒരു അവസാനം അല്ലേ ഭയങ്കര പ്ലസൻ്റ് ആയി, ഭയങ്കര ഹാപ്പി ആയി നമ്മുടെ പംഫ്രിയും. അത് കാരണം കൊണ്ട് എന്താ അവസാനമായിട്ട് പോയപ്പോൾ എന്ത് പറഞ്ഞു, ഇത് ട്രയംഫ് ഓഫ് സർജറി, ഈ സർജറിയുടെ ഒരു വിജയമാണ്, ഈ ക്ലിനിക്കിൻ്റെ ഒരു വിജയമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പംഫ്രി പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റോറി. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തൊക്കെയുണ്ട്, ട്രിക്കിയുടെ ആ ഒരു എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു തീം എന്ന് പറയുന്നത് എന്താണ്, അധികമായി കഴിഞ്ഞാൽ എന്താ അമൃതും വിഷം അല്ലേ, എന്നും കൂടുതലായിട്ട് കിട്ടുന്നത് നമുക്ക് ദോഷമാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്, മിസ് എല്ലാതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സസ് ഓഫ് എവറിത്തിങ് ഈസ് ബാഡ് അല്ലേ, എന്തും എക്സസ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോൾ നെക്സ്റ്റ് എടുക്കാം മക്കളെ. യെസ് നോക്കൂ, ദ മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ്. എല്ലാവരും ഫുഡ് കഴിച്ചിട്ടാണോ മക്കളെ ഇരിക്കുന്നത്? ഫുഡ് കഴിച്ചിട്ടാണോ ഇരിക്കുന്നത്? ഓക്കെ, നമുക്ക് വേഗം അവസാനിപ്പിക്കാം കേട്ടോ, ഇതും കൂടെ അല്ലേ ഉള്ളൂ. യെസ്, അപ്പോൾ എല്ലാവരും അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള മക്കളൊക്കെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. യെസ്, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നൈറ്റ് ക്ലാസ് ഉണ്ട്, 7:30 ക്ലാസ് ഉണ്ട്, അതൊന്നും മറന്നു പോരുത്. നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ കിടക്കാം കേട്ടോ. ദ മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ് ഇസ് റിട്ടൺ ബൈ റോബർട്ട് W. പീറ്റേഴ്സൺ. അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. നമുക്ക് വേഗം ഒന്ന് നോക്കാം, സമ്മറി കൂടെ ഒന്ന് പോവാം കേട്ടോ. ദ മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ് ഇസ് എ സ്റ്റോറി അബൌട്ട് ദ ലീഡിംഗ് സയൻറ്റിസ്റ്റ് റിച്ചാർഡ് എബ്രൈറ്റ്. ഹി വാസ് വെരി curious child right from the beginning years of his life. He had started collecting butterflies in his childhood, and by the time he is in the 2nd grade he had already gathered all the 25 species found in his hometown. എന്താ പറഞ്ഞത്, റിച്ചാർഡ് എബ്രൈറ്റിനെ പറ്റിയിട്ടാണ് അല്ലേ. റിച്ചാർഡ് എബ്രൈറ്റ് എന്ന് പറയുമ്പോൾ USA-ലുള്ള അമേരിക്കയിലുള്ള ഒരു സയൻറ്റിസ്റ്റ് ആണ്, ലീഡിങ് സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും ആരെ പറ്റിയിട്ടാണ്, റിച്ചാർഡ് എബ്രൈറ്റിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ലേ. അപ്പോൾ ആ സയൻറ്റിസ്റ്റ് എങ്ങനെയായിരുന്നു ചെറിയ കാലം മുതൽ, അതായത് അദ്ദേഹത്തിന് ചൈൽഡ്ഹുഡ് മുതൽ തന്നെ എന്തായിരുന്നു ഈ ബട്ടർഫ്ലൈസിനൊക്കെ ഒബ്സർവ് ചെയ്യുക, അതിനൊക്കെ കളക്ട് ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ 25 സ്പീഷീസ് അല്ലേ, 25 സ്പീഷീസിനെ ബട്ടർഫ്ലൈസിനെ ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയതിൽ തന്നെ. ഓക്കെ, 2nd ഗ്രേഡിലായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തായിരുന്നു ഇങ്ങനെ കളക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. ഓൾസോ ഈ കളക്റ്റഡ് കോയിൻസ്, ഫോസിൽസ് ആൻഡ് റോക്സ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കോയിൻസും ഫോസിൽസും ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു, റിച്ചാർഡ് എബ്രൈറ്റിനുണ്ടായിരുന്നു. വൺ ഡേ his mother gave him a book named The Travel of ഇമ്പോർട്ടൻ്റ് ആണ്, മൊണാർക്ക് എക്സ്. ഇങ്ങനെ പറഞ്ഞിട്ടൊരു ബുക്ക് മദർ റിച്ചാർഡ് എബ്രൈറ്റിന് ഗിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ റിച്ചാർഡ് എബ്രൈറ്റിൻ്റെ ലൈഫിൽ മദറിന് വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലേ. മദർ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ബുക്ക് ഗിഫ്റ്റ് ചെയ്തു. ആ ബുക്കിൻ്റെ പേര് നോക്കി വെക്കണം കേട്ടോ. ദിസ് ബുക്ക് ഹാസ് ബീൻ എ ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ് ലൈഫ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദ വേൾഡ് ഓഫ് സയൻസ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒരു വേൾഡ് ഓഫ് സയൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു ബുക്കിലൂടെയാണ്. ഈ ഒരു ബുക്ക് വായിച്ചതോടുകൂടി, ആ ഒരു ബുക്കാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഹി എക്സ്പീരിയൻസ്ഡ് the real science in the county science fair and country science fair, and moreover he understood that to win something he needs to do something extraordinary. ഇത് നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. കാരണം എന്താണ്, അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇത് തന്നെയാണ് പഠിക്കുന്നത്. ഒരു തീം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിലും മക്കളെ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം, സംതിങ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. യെസ്,
അപ്പോൾ later for his 8th grade he selected the assignment of finding the cause of viral sickness that killed almost all the monarch caterpillars every year. അപ്പോൾ ഈ monarch caterpillars എന്താണ്, ഒരു പ്രത്യേക ടൈപ്പ് ഒരു സ്പീഷീസ് അല്ലേ ബട്ടർഫ്ലൈസിന്റെ. അപ്പോൾ അതിൽ വരുന്ന ഒരു അസുഖം, ആ ഒരു വൈറൽ ആയിട്ടുള്ള ഒരു അസുഖത്തിന്റെ കോസ് ഒക്കെ അദ്ദേഹം പഠിക്കാനായിട്ട് തുടങ്ങി 8th ഗ്രേഡിൽ തന്നെ പഠിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ പഠിക്കാൻ തുടങ്ങി. he thought that the cause for this could be a beetle, so he rose caterpillars with the presence of beetles. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് മനസ്സിലാക്കി, ബീറ്റിൽസ് കാരണം കൊണ്ടാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, കാറ്റർപില്ലേഴ്സിനെ ഈ ബീറ്റ്സിൻ്റെ ഒപ്പം തന്നെ ബീറ്റിൽസിൻ്റെ ഒപ്പം തന്നെ വളർത്താൻ തുടങ്ങി, റോസ് ചെയ്യാൻ തുടങ്ങി. however he was wrong, പക്ഷെ അദ്ദേഹം ചെയ്തത് തെറ്റായിരുന്നു. next year his project for the science fair was testing the theory that viceroy butterfly copy monarchs. His project got the first prize in zoology division and third in കൗണ്ടി സയൻസ് ഫെയർ. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് അദ്ദേഹത്തിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? സുവോളജി ഡിവിഷനിലും അതുപോലെ തന്നെ കൗണ്ടി സയൻസ് ഫെയറിലും അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ആ ഒരു കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് കുറേ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടി. അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് വരികയാണ്. ഇൻ ഹിസ് സെക്കൻഡ് ഇയർ ഓഫ് ഹൈ സ്കൂൾ റിച്ചാർഡ് എബ്രൈറ്റ് റിസർച്ച് ലെഡ് ടു ഹിസ് ഡിസ്കവറി ഓഫ് എൻ unknown insect hormone which led to his new theory on the lives of cells. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്താണ് നെക്സ്റ്റ് ഒരു മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം കൂടെ സംഭവിച്ചു. എന്താണ്, അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൈസ്കൂൾ ടൈമിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, റിച്ചാർഡ് എബ്രൈറ്റ് ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ലെഡ് ടു ഹിസ് ഡിസ്കവറി ഓഫ് എൻ അൺനോൺ ഇൻസെക്ട് ഹോർമോൺ. ഒരു ഹോർമോൺ, ഒരു പുതിയതായിട്ടൊരു ഹോർമോൺ അദ്ദേഹം കണ്ടുപിടിക്കണം ആ സെൽസിൽ കൂടെ, ബട്ടർഫ്ലൈസിൻ്റെ സെൽസിൽ കൂടെ ഒക്കെ നോക്കിയിട്ട് അദ്ദേഹം എന്ത് റിസർച്ച് ചെയ്തിട്ട് അദ്ദേഹം എന്താണ് ഒരു ഹോർമോൺ കണ്ടുപിടിക്കുകയാണ്. ഹി ട്രൈഡ് ടു ഫൈൻഡ് ദ പർപ്പസ് ഓഫ് ടൈനി ഗോൾഡൻ സ്പോട്ട്സ് ഓൺ ദ ബാക്ക് ഓഫ് മൊണാർക്ക് പ്യൂപ്പ. അപ്പോൾ മൊണാർക്ക് പ്യൂപ്പയുടെ ബാക്കിലുള്ള ഒരു ഗോൾഡൻ സ്പോട്ടിൻ്റെ അതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളൊരു കാര്യം കൂടെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു. യെസ്, ഇനി എന്താ, ദിസ് പ്രോജക്ട് വോൺ ഫസ്റ്റ് പ്രൈസ് ഇൻ എ കൺട്രി സയൻസ് ഫെയർ ആൻഡ് ചാൻസ് അതുപോലെ തന്നെ ഒരു ചാൻസ് ടു വർക്ക് ഇൻ വോൾട്ടർ റീഡ് ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചോടുകൂടി അദ്ദേഹം എന്തായി ക്വൈറ്റ് പോപ്പുലർ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിന് എന്താണ് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടി. അതുപോലെ അദ്ദേഹത്തിന് മറ്റ് റിസർച്ചിലൊക്കെ പങ്കെടുക്കാനൊരു ചാൻസും കൂടെ കിട്ടുകയാണ്. ആസ് എ ഹൈസ്കൂൾ student, he continued his advanced experiment and finally was able to identify hormones chemical structure. അപ്പം അങ്ങനെ അദ്ദേഹം എന്താണ് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ റിസർച്ച് ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. he was able to identify hormones chemical structure. ഹോർമോൺസിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയാണ് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. one day while looking at the x-ray photos of the hormone, he got the idea of his new theory that tells cells can read the blueprint of its DNA. അപ്പോൾ ഇതായിരുന്നു നെക്സ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം എക്സ്റേ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വരുന്നതാണ് നെക്സ്റ്റ് തിയറിയും കൂടെ കിട്ടുകയാണ്. എന്തായിരുന്നു, സെൽസ് ക്യാൻ റീഡ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ഇറ്റ്സ് DNA എന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കുന്നു. എബ്രൈറ്റ് ആൻഡ് ഹിസ് റൂംമേറ്റ് constructed the plastic model of a molecule to illustrate the working of DNA. അപ്പോൾ DNA-യുടെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ റൂംമേറ്റിൻ്റെ കൂടെ എന്താണ് ഒരു മോഡലൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് വാസ് എ ബിഗ് ലീപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു മോളിക്യൂളിൻ്റെ ഇത് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം അല്ലേ, പ്ലാസ്റ്റിക് മോഡലൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ബിഗ് ലീപ്പ് ഫോർവേഡ് ആൻഡ് ഗോട്ട് പബ്ലിഷ്ഡ് ഇൻ എ മാഗസിൻ. അപ്പോൾ അത് വലിയൊരു കണ്ടുപിടുത്തമായി മാറി. അത് എന്തിലേക്ക് വന്നു, ആ ഒരു മാഗസിനിലൊക്കെ പബ്ലിഷ് ചെയ്ത് വന്നു. യെസ്, ഹി ഗ്രാജുവേറ്റഡ് ഫ്രം ഹാർവർഡ് വിത്ത് ദ ഹയസ്റ്റ് ഓണേഴ്സ്. അപ്പോൾ ഹയസ്റ്റ് ഓണേഴ്സ് ഒക്കെ കിട്ടി ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം പാസ് ഔട്ട് ആയി. ഹി ഹാസ് അതർ ഇൻട്രസ്റ്റ് ഓൾസോ ലൈക്ക് പബ്ലിക് സ്പീക്കിംഗ്, ഡിബേറ്റ് ആൻഡ് ഈസ് ഓൾസോ എ കനോയിസ്റ്റ് ആൻഡ് ഔട്ട്ഡോർ പേഴ്സൺ. അപ്പോൾ അദ്ദേഹത്തിന് വേറെ കുറേ ഇൻട്രസ്റ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഓൾസോ ഹി വാസ് കോമ്പറ്റീറ്റീവ് ബട്ട് ഇൻ ഗുഡ് സെൻസ് ആൻഡ് ഓൾവേസ് വാണ്ട് ടു ഡു ഹിസ് ബെസ്റ്റ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്തുകൊണ്ടാണ് സക്സസ്ഫുൾ ആവുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ. ഹി വാസ് കോമ്പറ്റീറ്റീവ് ആയിരുന്നു, ഒരു നല്ല സെൻസിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം കോമ്പറ്റീറ്റീവ് ആയിരുന്നു. ആൻഡ് ഓൾവേസ് വാണ്ടഡ് ടു ഡു ഹിസ് ബെസ്റ്റ്. അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് വേണം, ബെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. ആ വാശിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം സക്സസ്ഫുൾ ആവുന്നത് അല്ലേ. മോറോവർ ഹി പൊസസ് ഓൾ ദ ട്രീറ്റ്സ് ഓഫ് ബിക്കമിങ് ഗുഡ് സയൻറ്റിസ്റ്റ്. അദ്ദേഹം ഗുഡ് സയൻറ്റിസ്റ്റ് ആവാനുള്ള എല്ലാ ട്രീറ്റ്സും എല്ലാ ഒരു ഗുണങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയാണ്. യെസ്, ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ് എന്നുള്ള ഭാഗത്ത് വരുന്നത് കേട്ടോ. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ 4 ചാപ്റ്റേഴ്സ് നോക്കിയിട്ടുണ്ട് അല്ലേ, 4 ചാപ്റ്റേഴ്സ് നോക്കിയിട്ടുണ്ട്.
അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമ്മൾ നൈറ്റ് കാണുന്നുണ്ട്, നൈറ്റ് 7:30 ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സസ് നമ്മൾ നോക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ മിസ് ഒന്നും കൂടെ പറയാം, ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെ കാര്യം മറന്നു പോകണ്ട. നിങ്ങൾക്ക് നമ്മുടെ കൂടെ തന്നെ പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിട്ടുള്ള നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ മിസ് നിൽക്കുന്ന ആരോട് കാണാൻ പറ്റുന്നുണ്ടാവില്ല, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്ത് ചെയ്യുക, നമ്മൾ ഇന്റഗ്രേറ്റഡ് സ്കൂളാണ്, നമ്മുടെ ഒപ്പം വന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ്. നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒപ്പം പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു യൂഷ്വൽ ആയിട്ടുള്ള ആ ഒരു ക്ലാസ്സും അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് നീറ്റിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരും മറക്കേണ്ട, ഈ ഒരു ഇതിൻ്റെ കാര്യത്തിൽ കോൺടാക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർ ഇതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും, അപ്പോൾ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ്ട് അങ്ങനെയൊക്കെ ആലോചിച്ച് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. യെസ്, പിന്നെ എന്താണ് നമ്മുടെ ബാച്ചിൻ്റെ കാര്യം മറക്കണ്ട. +1ലേക്കുള്ള ബാച്ചിൻ്റെ കാര്യം, നമ്മുടെ ഈ ബാച്ചുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സയൻസ് ആണോ, അതുപോലെ കോമേഴ്സ് ആണോ, അതുപോലെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണോ, JEE നോക്കുന്ന കുട്ടികളാണ്, അങ്ങനെയുള്ളവർക്കൊക്കെ എന്താ യോധ, പൃഥ്വി, അതുപോലെ ജ്വാല, നമ്മുടെ +1 അഗ്നി ബാച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അഗ്നി ബാച്ച് നമ്മുടെ സയൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫീ ഒക്കെ കൊടുത്തിട്ടുണ്ട്, 5,999 ആണ് വന്നിട്ടുള്ളത്. ജ്വാല ബാച്ച് ഉണ്ട് നമ്മുടെ കോമേഴ്സിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ അതും 5,999 ആണ് ഫീ വന്നിട്ടുള്ളത്. പൃഥ്വി അത് നീറ്റും കൂടെ ഒപ്പം പ്രിപ്പയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് 8,999 ആണ് വരുന്നത് കേട്ടോ. JEEക്ക് വേണ്ടിയിട്ടും സെയിം ഫീ സ്ട്രക്ചർ തന്നെയാണ് യോധ ബാച്ചിനും വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. PDF നോട്ട്സ്, അതുപോലെ ഫുൾ സിലബസ് റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കളയണ്ട. ഇനി നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്താണ് +1ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ എന്താ ജോയിൻ ചെയ്ത് വെക്കാണ്ട് നിങ്ങൾ അടിപൊളിയായിട്ട് 10ാം ക്ലാസ് എങ്ങനെയാണ് നമുക്ക് A1 ആണ് അല്ലേ, ഫുൾ A1 ആയിരിക്കും. അതുപോലെ തന്നെ എന്താ ചെയ്യണം, +1ഉം അടിപൊളിയായിട്ട് സെറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. യെസ്, ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അപ്പം നമ്മൾ ഇന്ന് വീണ്ടും കാണാൻ പോവാണ്. നമ്മളിപ്പോൾ ഒന്ന് കുറച്ച് നേരത്തേക്ക് പോവാണ്. ആ സമയം വരെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കുക, നോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് റെഡി ആയിട്ടിരിക്കണം. 7:30 കൃത്യം 7:30 നമ്മൾ വരുന്നതായിരിക്കും. വീണ്ടും കാണും. നമ്മൾ ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സസ് അടിപൊളിയായിട്ട് സെറ്റ് ആക്കാൻ. അപ്പോൾ പോംസ് കഴിഞ്ഞു, സെറ്റ് ആയിട്ടുണ്ട്, ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് മക്കളെ, ഇനി നമ്മൾ ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ആരും മറക്കരുത്, 7:30 കൃത്യസമയത്ത് തന്നെ വരിക. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നമുക്ക് ഇന്ന് രാത്രി വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ അത് കാണുന്നവരെ ഗുഡ് ബൈ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമുക്ക് നൈറ്റ് കാണാൻ മക്കളെ. എല്ലാവരും പ്രിപ്പയർ ചെയ്തോളൂ കേട്ടോ. ഇരുന്നിട്ട് സമയമൊന്നും കളയണ്ട, ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റ് ആയിട്ടിരിക്കുക. എന്നിട്ട് ഇരുന്ന് വായിക്കുന്നുണ്ടെങ്കിൽ വായിക്കുക. നമ്മൾ നോട്ട്സൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം കേട്ടോ നിങ്ങൾ. യെസ്.